ഹായ് ഗൈസ്, ഹായ് 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 ഹായ്. എടാ അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ടല്ലേ? ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ്. അല്ല പെണ്ണൊക്കെ തീർച്ചയായും ഗുഡ് ഈവനിങ്ങിന്റെ പവർ ഉണ്ട്. സോ എടാ ഉഷാറായിട്ട് ഇരിക്കുന്നുണ്ടല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് എക്സാം ആണ് നാളെ. വളരെ അടിപൊളിയായിട്ട് പഠിക്കേണ്ടതുണ്ട്. സംഭവം സിമ്പിൾ ആണ്, ഈസി ആണ്, പവർഫുൾ ആണ്. ഓക്കെ. എടാ സൗണ്ട് ഒക്കെ ഓക്കെ അല്ലേ? കേൾക്കാൻ പറ്റുന്നുണ്ടല്ലേ? കാണാൻ പറ്റുന്നുണ്ടല്ലേ? എല്ലാം റെഡി അല്ലേ? അപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ കോറിലേഷൻ അനാലിസിസ് വെച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും ഓക്കെ ആണ്, നിങ്ങൾ റെഡി ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. എടാ ഓക്കെ അല്ലേ? നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ടോപ്പേഴ്സ് ലിസ്റ്റ് അല്ലേ? ഇതേപോലെ ഈ ഒരു ഫോട്ടോയിൽ അടുത്ത വർഷം വരേണ്ടത് നിങ്ങൾ തന്നെയാണ്. അപ്പൊ അടിപൊളിയായിട്ട് എജുപോർട്ടിന്റെ കൂടെ നിന്ന് പഠിച്ച് സെറ്റ് ആയവരാണ് ഇവരെല്ലാം. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ സുഹൃത്തുക്കൾ, നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലേ? അപ്പൊ അവരെ പോലെ തന്നെ നമുക്ക് മുൻപന്തിയിൽ എത്തേണ്ടതുണ്ട്. നമ്മൾ ഉണ്ടടാ കൂടെ. നിങ്ങൾക്ക് വേണ്ടി എല്ലാ സപ്പോർട്ടും നമ്മൾ തീർച്ചയായിട്ടും തരുന്നതായിരിക്കും. റെഡി ആണല്ലോ എല്ലാവരും? കൊമേഴ്സ് ചെയ്യാണ് ഞാൻ. ക്ലാസ് മാറിയോ? എടാ ഇത് ഞാൻ ആദ്യം പറഞ്ഞു തരാം. ഇത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, കൊമേഴ്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. എല്ലാ സ്കൂളിലൊന്നും ഉണ്ടായിരിക്കില്ല, കോംപ്ലിമെന്ററി സബ്ജക്റ്റ് ആണ്. അപ്പൊ എല്ലാവരും വന്ന് ഇവിടെ ലൈവിൽ ഇരിക്കണം എന്ന് ഒരു നിർബന്ധം ഇല്ല കേട്ടോ. സ്റ്റാറ്റിസ്റ്റിക്സ് നാളെ എക്സാം ഉള്ളവർ മാത്രം ഇരുന്നാൽ മതി. റെഡി? സോ വി ക്യാൻ സ്റ്റാർട്ട്. നിങ്ങൾ റെഡി ആണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ആണല്ലേ? റെഡി 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 റെഡി. എല്ലാവരും ഓക്കെ ആണെങ്കിൽ ഓക്കെ പറഞ്ഞേ. ഗുഡ് ഈവനിങ് കേട്ടോ, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ആണ്. എടാ നിങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റികളിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, കമന്റ് ബോക്സിൽ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് എല്ലാ നോട്ടുകളും കാര്യങ്ങളും കൃത്യമായിട്ട് അവിടെ കിട്ടുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ സാർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ? സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ചാപ്റ്റർ ഗായ്. എടാ എന്റെ പേരറിയോ? മൈ നെയിം ഈസ് ഷാമിൽ. എന്റെ പേര് ഷാമിൽ എന്നാട്ടോ, ഷാമിൽ. ഓക്കെ റെഡി. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. റെഡി ആണല്ലോ? ഓക്കെ ആണെങ്കിൽ എല്ലാവരും ഓക്കെ എന്ന് പറഞ്ഞേ. റെഡി സാർ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ റെഡി സാർ എന്ന് പറഞ്ഞേ. റെഡി സാർ എന്ന് പറഞ്ഞേ വേഗം. റെഡി സാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് പേര് വരുന്നുണ്ട്, വളരെ സന്തോഷം. സ്റ്റാറ്റിസ് ഷാമിൽ സാർ വരും. ഷാമിൽ സാർ എന്റെ പേര് അറിയാം അല്ലേ? ഓക്കെ റെഡിടാ. ഞാനിപ്പോ ഇവിടെ എഴുതിയിട്ടല്ലേ സാർ. 9th to എടാ പ്രശ്നമല്ല കേട്ടോ. നിങ്ങൾക്ക് എക്സാമിന് വരുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ ഇവിടെ ഡീൽ ചെയ്യും. ഇവിടെ നമ്മൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈസിയാണ്. റെഡി സാർ. വെരി ഗുഡ്. അപ്പൊ സാറേ എന്താ കോറിലേഷൻ അനാലിസിസ് പഠിക്കാനുള്ളത്? റിലേഷൻ ആണ്. എന്ത് തമ്മിലുള്ള എന്തെങ്കിലും രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ കോറിലേഷൻ അനാലിസിസ്. വളരെ സിമ്പിൾ ചാർ. അപ്പൊ നിങ്ങൾ അവിടെ 3 ടൈപ്പ് കോറിലേഷൻ പഠിക്കുന്നുണ്ട്: പോസിറ്റീവ്, നെഗറ്റീവ്, സീറോ. അപ്പൊ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇതേപോലെ ഏത് ടൈപ്പ് കോറിലേഷൻ ആണെന്ന് നിങ്ങളോട് ചോദിക്കും. ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇത്രേ ഉള്ളൂ സാർ. വളരെ ഈസിയാണ്, സിമ്പിൾ ആണ്, പവർഫുൾ ആണ്. കൺസംഷൻ ഓഫ് ഫ്യൂവൽ ആൻഡ് ഡിസ്റ്റൻസ് കവേർഡ് ബൈ എ വെഹിക്കിൾ. നമ്മളൊരു വണ്ടിയിൽ പെട്രോൾ ഒഴിച്ചു. 100 രൂപയുടെ പെട്രോൾ ആണ്. നമ്മൾ ചെക്കന്മാർക്ക്, നിങ്ങളൊക്കെ വണ്ടി കൊണ്ട് നടക്കുന്നവരാണ്, നിങ്ങൾക്കറിയാം. 100 രൂപ. സാറേ ഞാൻ സ്റ്റാറ്റി അല്ല, ക്ലാസ് കാണുന്നതിന് കുഴപ്പമുണ്ടോ? എടാ സ്റ്റാറ്റി അല്ല, നീ എന്നെ കാണാൻ വന്നതാണ്, നീ കണ്ടോട്ടോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. സ്റ്റാറ്റി കാണാതെ നീ എന്നെ കണ്ടോ? ഓക്കെ, നോ പ്രോബ്ലം. സോ എടാ നമ്മൾ പെട്രോൾ, നിങ്ങളൊക്കെ ബൈക്കിലൊക്കെ പെട്രോൾ അടിക്കുന്നവരാണ്, നിങ്ങൾക്കറിയാം. നീ 100 രൂപയുടെ പെട്രോൾ നിങ്ങൾ അടിച്ചു. 100 രൂപയുടെ പെട്രോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ നമ്മൾ പെട്രോളിന്റെ ഉപയോഗം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. പെട്രോളിന്റെ ഉപയോഗം കൂടുന്നതിനനുസരിച്ച് നിങ്ങൾ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ത് ചെയ്യും? കൂടൂല്ലേ? കൺസംഷൻ ഓഫ് ഫ്യൂവൽ, നിങ്ങൾ ഉപയോഗിക്കുന്ന പെട്രോളിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് നിങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ എത്തുന്ന ഡിസ്റ്റൻസ് എന്ത് ചെയ്യും? കൂടും. അതായത് സാർ ഒന്ന് കൂടിയിട്ടുണ്ടെങ്കിൽ അടുത്തതും കൂടുന്നുണ്ട്. സോ ദിസ് ഈസ് ഏത് റിലേഷനാ? വേഗം പറഞ്ഞ്. വളരെ സിമ്പിൾ ആണ്. ദിസ് ഈസ് പോസിറ്റീവ് കോറിലേഷൻ. ഇത് ഏത് കോറിലേഷൻ ആണ്? പോസിറ്റീവ് കോറിലേഷൻ ആണ്. ആൻഡ് സിമ്പിൾ. നിങ്ങൾക്ക് കിട്ടിയടാ, ആൻസർ കിട്ടി, 1 മാർക്ക് കിട്ടി. ഈസി സാർ. പോസിറ്റീവ് കോറിലേഷൻ വളരെ സിമ്പിൾ ആണ്. ഇത് പോസിറ്റീവ് കോറിലേഷൻ ആണ്. ഈസി. അപ്പൊ ഇങ്ങനത്തെ എന്ത് ചോദിച്ചാലും നിങ്ങൾ കണക്ട് ചെയ്യുക. ഒന്ന് കൂടുകയാണെങ്കിൽ അടുത്തതും കൂടുക എന്നുള്ളത് നോക്കിയാൽ മതി. രണ്ടും കൂടുകയാണെങ്കിൽ പോസിറ്റീവ്, രണ്ടും കുറയാണെങ്കിലും പോസിറ്റീവ്. ഓക്കെ ആണ്, സിമ്പിൾ സാർ. ഇനി ദ മാക്സിമം വാല്യൂ ഓഫ് കോറിലേഷൻ കോയിഫിഷ്യന്റ്. എടാ ശ്രദ്ധിച്ചോ, കോറിലേഷൻ കോയിഫിഷ്യന്റ് 6. 6ന്റെ മാക്സിമം വാല്യൂ എന്ത്, മിനിമം വാല്യൂ എന്ത്? ഈ 6ന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 1 ആ. 6 = 1 ആണെങ്കിൽ അതാണ് മാക്സിമം വാല്യൂ. 6 എന്ന് പറഞ്ഞാൽ എന്താ സാർ? കോറിലേഷൻ കോയിഫിഷ്യന്റ്. അതിനൊരു ഇക്വേഷൻ ഒക്കെ ഉണ്ട്. അതിന്റെ പ്രോബ്ലം ചെയ്യാൻ 6 മാർക്കിന് ചോദിക്കാറുണ്ട്. അതൊക്കെ നമുക്ക് പറയാം. r = -1 ആണെങ്കിൽ ദാറ്റ് ഈസ് മിനിമം ആണെങ്കിൽ സാറേ r = -1 ആ. എടാ ലൈക്ക് ചെയ്യാത്തവരൊക്കെ വേഗം ലൈക്ക് ചെയ്തോ. ലൈവ് ലൈക്ക് ചെയ്യാത്തവരൊക്കെ വേഗം ലൈക്ക് ചെയ്തേ. ആൻഡ് നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിൽ ഇട്ടോ. നിങ്ങളുടെ ക്ലാസ്സിൽ എല്ലാവരും എന്തായാലും സ്റ്റാറ്റി അല്ലേ പഠിക്കുന്നത്, അവർ കൂടി പഠിക്കട്ടെ എന്നുള്ള ഒരു എയിം വെച്ചിട്ട് വേഗം ഷെയർ ചെയ്തോ. ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്തവരൊക്കെ ഇവിടെ ഒരു തംസ് അപ്പ് ഇട്ടെ, വേഗം ഒരു തംസ് അപ്പ് ഇട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ സാർ മാക്സിമം വാല്യൂ ആണ് ചോദിച്ചത്. മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് 1 സാർ. മാക്സിമം വാല്യൂ 1 ആണ്. എടാ ഷെയർ ചെയ്ത് ക്ലാസ് ഗ്രൂപ്പിൽ എല്ലാവരും പഠിക്കട്ടെടാ. ഒരു തംസ് അപ്പ് ഇട്ടെ.
ഓക്കെ, തംസ് അപ്പുകൾ വരുന്നുണ്ട്, ലൈക്ക് ചെയ്ത് സാർ, തംസ് അപ്പ് വരുന്നുണ്ട്. ഓക്കെ, ഫൈൻ 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 ഫൈൻ, നല്ല നമ്പർ ആട്ടോ. നിങ്ങൾ ഇത്രയും കുട്ടികൾ സ്റ്റാറ്റി എടുക്കുന്നുണ്ടെന്നും സ്റ്റാറ്റി പഠിക്കുന്നുണ്ടെന്നും എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. അടുത്ത ക്വസ്റ്റ്യൻ സാർ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. ദ കോറിലേഷൻ ബിറ്റ്വീൻ ഇൻകം ആൻഡ് എക്സ്പെൻസ്. എടാ, ഇൻകം എക്സ്പെൻസും, നിങ്ങൾക്ക് 1000 രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ 1000 കയ്യിൽ വെക്കോ? ഒരിക്കലും ഇല്ല. ആ 1000 നിങ്ങൾ ചെലവാക്കും. അതായത് നിങ്ങൾക്ക് ഇൻകം കൂടുതലാണെങ്കിൽ നിങ്ങളുടെ എക്സ്പെൻസ് കൂടുതലാണ്. 1,00,000 സാലറി കിട്ടുന്ന ഒരാൾക്ക് അയാളുടെ എക്സ്പെൻസ് ഭയങ്കര കൂടുതലായിരിക്കും. ആൻഡ് നിങ്ങൾക്ക് ആ സാലറി 10,000 ആണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങളുടെ എക്സ്പെൻസ് കുറയും. ഇൻകം കൂടുകയാണെങ്കിൽ സാർ എക്സ്പെൻസും കൂടും. അപ്പൊ ഫസ്റ്റത്തെ ആൻസർ എന്താ? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. ഇൻകം സാർ, അവിടെ ടീച്ചേഴ്സ് ഒന്നും ഇല്ലേ സാർ? എന്നാലും ക്ലാസ് കാണാൻ ഒരു സുഖം ഉണ്ടാകും സാർ. നിങ്ങള് മേരി ടീച്ചറോട് വരാൻ പറ. എടാ, മേരി ടീച്ചറും എല്ലാ ടീച്ചറും ഇവിടെ ഉണ്ട്, ഇവരൊക്കെ വരും. സോ ഫസ്റ്റ് ഞാൻ തുടങ്ങിയതേ ഉള്ളൂ, പേടിക്കണ്ട കേട്ടോ. നമ്മുടെ ടീച്ചേഴ്സ് ഒക്കെ വരാനുണ്ട്. എടാ, ഇൻകം കൂടിയാൽ എക്സ്പെൻസും കൂടും, ഇൻകം കുറഞ്ഞാൽ എക്സ്പെൻസും കുറയും. സോ ദിസ് റിലേഷൻ, ദിസ് കോറിലേഷൻ ഈസ് പോസിറ്റീവ് സാർ. പോസിറ്റീവ് കോറിലേഷൻ ആടാ. സിമ്പിൾ സിമ്പിൾ. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ സാർ ഈസി ആണല്ലോ, ഇതുവരെ ഈസിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. നിങ്ങളോട് പറഞ്ഞത്, ഈ ഒരു ചോദ്യത്തിൽ നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞത് നോക്കിക്കേ. ഫോർ എ ബൈ വേരിയേറ്റ് ഡാറ്റ, 2 വേരിയബിളുള്ള ഡാറ്റ, അത്രേ ഉള്ളൂ. Covariance of xy 645, variance of x 727, variance of y 831. Find the correlation coefficient. Correlation coefficient നമുക്ക് ഇങ്ങനെയും ഫൈൻഡ് ചെയ്യാം. Covariance of xy by സിഗ്മ എക്സ് സിഗ്മ വൈ. ഈസി ആണ്. സിഗ്മ എക്സ് സിഗ്മ വൈ ഇങ്ങനെ എഴുതിയാൽ മതി സാർ. പക്ഷെ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. വേരിയൻസ് ഓഫ് എക്സ് ആ തന്നത്. വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? എക്സിന്റെ വേരിയൻസ്. എടാ, നിങ്ങൾക്ക് സിഗ്മ എക്സ് ആണ് വേണ്ടത്. സിഗ്മ എക്സ് എങ്ങനെ ഫൈൻഡ് ചെയ്യാം സാർ? സിഗ്മ എക്സ് ഫൈൻഡ് ചെയ്യാൻ വളരെ സിമ്പിളാ. റൂട്ട് ഓഫ് വേരിയൻസ് ഓഫ് എക്സ് ആണ് എന്ത്? സിഗ്മ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെയാണെങ്കിൽ എടാ, നിങ്ങൾക്ക് വേണ്ടത് സിഗ്മ എക്സ്. അപ്പൊ ദാ റൂട്ട് ഓഫ് വേരിയൻസ് ഓഫ് എക്സ്. എടാ, വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നത് 727 അല്ലേ? അതിന്റെ റൂട്ട് ഫൈൻഡ് ചെയ്താൽ അതിന്റെ ആൻസർ കിട്ടും. അതേപോലെ തന്നെ സിഗ്മ വൈ ഫൈൻഡ് ചെയ്യണമെങ്കിൽ റൂട്ട്. എടാ, വേരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? നമ്മുടെ സിഗ്മ സ്ക്വയർ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? സിഗ്മ അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ വേണ്ടത് എന്താ? സിഗ്മയാണ്. സിഗ്മ എക്സ് സിഗ്മ വൈ. അപ്പൊ നോക്കിക്കേ, വി ഓഫ് വൈ. അപ്പൊ ഇതിന്റെ റൂട്ട് ഓഫ് 831. ആഹാ, അടിപൊളി. എടാ, ഇതിന്റെ രണ്ടിന്റെ ആൻസർ വേണം. ഐ എം ഗോയിങ് ടു യൂസ് മൈ കാൽക്കുലേറ്റർ. ഓക്കെ, നല്ല ആൾക്കാർ എത്തുന്നുണ്ട്. അപ്പൊ അടിപൊളിയായിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ട്. എടാ, കാൽക്കുലേറ്റർ യൂസ് ചെയ്തോ. കാൽക്കുലേറ്റർ യൂസ് ചെയ്തില്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ വളരെ പ്രശ്നമാണ്. നിങ്ങൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് വളരെ അടിപൊളിയായിട്ട് പഠിച്ചാൽ മതി. നോ ഇഷ്യൂ. സോ അങ്ങനെയാണെങ്കിൽ എടാ, കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പോവാണ്. റൂട്ട് 727 അല്ലേ? റൂട്ട് ഓഫ് 727 എത്ര ആൻസർ? 26 പോയിന്റ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, നോക്കിക്കേ. 26.96 ആണ്. അപ്പൊ 26.96. എടാ, ആൻസർ പറഞ്ഞേ. യെസ്, 26.96. ആൻഡ് റൂട്ട് 831 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂട്ട് ഓഫ് 831 വാട്ട് ഈസ് ഇറ്റ്? 28.8. അങ്ങനെയാണ് ഏതാ നോക്കിക്കേ. ഇത് രണ്ടും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇതിന്റെ ആൻസർ ഫൈൻഡ് ചെയ്യാൻ പറ്റും. വാട്ട് ഈസ് കൊവേരിയൻസ് ഓഫ് എക്സ് വൈ? അത് 645 ആണ്. അപ്പൊ 645/26.96 ഇൻറ്റു 28.8. അപ്പൊ ഇത് നിങ്ങൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ആൻസർ. അപ്പൊ അതൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിക്കേ. വേഗം ഡിവൈഡ് ചെയ്ത് നോക്കിക്കേ. എത്രയാണ് ആൻസർ എന്ന് പറഞ്ഞാൽ വേഗം പറഞ്ഞു. അതായിരിക്കും നിങ്ങളുടെ 6 ആയിട്ട് വരുന്നത്. 26.96 ഈക്വൽ ടു ഇൻറ്റു 28.8. അത് എത്രയാ? 776. അപ്പൊ ദാ ഇങ്ങനെയാണ് ആൻസർ വരിക. 645 ഡിവൈഡഡ് ബൈ 776.44. സോ ദ ഫൈനൽ ആൻസർ വിൽ ബി 645 divided by 776.44. So you will get 0.83 സാർ. അങ്ങനെയാണെങ്കിൽ എടാ, അതാ നോക്കിയേ, നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. The correlation coefficient R is always in between -1 and 1. R എപ്പോഴും -1ന്റെ 1ന്റെ ഇടയിലേ ഉണ്ടാവും. അപ്പൊ ഇതാണ് നിങ്ങളുടെ ആൻസർ. ഓക്കെ ആണല്ലോ? റെഡി ആണല്ലോ? അടിപൊളി. ലൈവിൽ പുതിയതായിട്ട് വരുന്ന ആൾക്കാർ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണേ. അങ്ങനെയാണെങ്കിൽ സാർ, അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് കൊവേരിയൻസ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു സിഗ്മ എക്സ് സിഗ്മ വൈ ആണെങ്കിൽ കോറിലേഷൻ കോയിഫിഷ്യന്റ് എന്ത്? ആർ ഈക്വൽ ടു എന്തായിരുന്നു? കൊവേരിയൻസ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് സിഗ്മ വൈ. സാർ, വേറെ ഒരു ഇക്വേഷൻ കൂടി ഉണ്ട്. ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞത്. നമ്മൾ നേരത്തെ ഒരു ഷോർട്സ് ഇട്ടിരുന്നു നമ്മുടെ യൂട്യൂബ് ചാനലിൽ. ആ ഷോർട്സിൽ ചെയ്ത ഒരു 1 വേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയത്. നോക്കിക്കേ, ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ സാർ, ഈ കൊവേരിയൻസ് ഓഫ് എക്സ് വൈക്ക് പകരം നമുക്ക് സിഗ്മ എക്സ് സിഗ്മ വൈ എഴുതി കൂടെ? രണ്ടും ഈക്വൽ ആണെന്നല്ലേ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ എത്രയാ? ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ R ഈക്വൽ ടു 1. അതിന്റെ മാക്സിമം വാല്യൂ ആണ് കിട്ടുക. കോറിലേഷൻ കോയിഫിഷ്യന്റ് മാക്സിമം വാല്യൂ 1 ആണ് സാർ. സിമ്പിൾ, ഈസി ആണ്, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, റെഡി. അടുത്ത നോക്കിയേ. The correlation coefficient between x and y. Okay, x and y is 0.2. അതായത്
രണ്ട് വേരിയബിൾ തമ്മിലുള്ള കോറിലേഷൻ കോയിഫിഷ്യന്റ് എന്ന് പറയുന്നത് 0.2 ആണ് പറഞ്ഞത്. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ കോറിലേഷൻ ബിറ്റ്വീൻ 3x ആൻഡ് y? അപ്പൊ എന്താ അവിടെ ചെയ്തത്? എക്സിനോട് ഒരു നമ്പർ സൗണ്ട് ഇല്ലാന്നോ? സൗണ്ട് ഇല്ലാത്ത പ്രശ്നമുണ്ടോ? സൗണ്ട് ഇല്ലാത്ത പ്രശ്നമുണ്ടോ? ഓക്കെ, സൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കുന്നു. എടാ സൗണ്ട് ഉണ്ടല്ലേ? സൗണ്ട് ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണെന്ന് പറഞ്ഞേ. സാർ സൗണ്ട് ഓക്കെ ആണോ? ഒന്ന് വേഗം പറഞ്ഞേടാ. സൗണ്ടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സൗണ്ടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സൗണ്ടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സൗണ്ടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സൗണ്ട് ഉണ്ട്. ഓക്കെ, റെഡി. എടാ ഇതിനോട് നിങ്ങൾ, അതായത് നിങ്ങളുടെ എക്സും വൈയും തമ്മിലുള്ള കോറിലേഷൻ കോയിഫിഷ്യന്റ് 0.2 ആണെങ്കിൽ ആൻഡ് 3x വൈയും തമ്മിലുള്ള കോറിലേഷൻ കോയിഫിഷ്യന്റ് എന്ത് തന്നെയായിരിക്കും? 0.2 ആണ്. അതിലൊരു മാറ്റമില്ല. കാരണം നിങ്ങൾ ഏത് കോൺസ്റ്റന്റ് അതിനോട് ആഡ് ചെയ്താലും മൾട്ടിപ്ലൈ ചെയ്താലും ഒക്കെ നിങ്ങൾ ആ കോറിലേഷൻ കോയിഫിഷ്യന്റ് കിട്ടുക 0.2 തന്നെയാണ്. 0.2 തന്നെയാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ആൻഡ് ദ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിന് വരാൻ ചാൻസ് ഉള്ള 3 മാർക്കിന്റെ ചോദ്യമാണ്. 3 മാർക്കിന്റെ ചോദ്യം വളരെ ഈസി ആണ് കേട്ടോ, വളരെ സിമ്പിൾ ആണ്. വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കോറിലേഷൻ? നേരത്തെ പറഞ്ഞതാ സാറേ, 3 ടൈപ്പ് കോറിലേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെ? പോസിറ്റീവ്, നെഗറ്റീവ്, സീറോ. എടാ പോസിറ്റീവിന്റെ ഒരു ഹിന്റ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. വളരെ ഈസിയാ, വളരെ ഈസി. ഒന്ന് കൂടിയാൽ അടുത്തതും കൂടും, അല്ലെങ്കിൽ ഒന്ന് കുറഞ്ഞാൽ അടുത്തതും കുറയും. ഈ ആരോ ഓർത്ത് വെച്ചാൽ മതി നിങ്ങൾ. അതായത് ഒരു വേരിയബിൾ ഇൻക്രീസ് ചെയ്താൽ അടുത്ത വേരിയബിൾ ഇൻക്രീസ് ചെയ്യും, ഒരു വേരിയബിൾ ഡിക്രീസ് ചെയ്താൽ അടുത്ത വേരിയബിൾ ഡിക്രീസ് ചെയ്യും. അപ്പൊ എന്തൊക്കെ സാർ എക്സാമിന് എഴുതേണ്ടത്? ഇത്ര മാത്രം എഴുതിയാൽ മതി. ഇഫ് ദ ടു വേരിയബിൾ ആർ മൂവിംഗ് ടുഗദർ ഇൻ എ സെയിം ഡയറക്ഷൻ then the correlation is called positive. അതായത് രണ്ടു ആരോ, അതായത് increase in one variable causes the increase in the value of other variable, decrease in one variable causes the decrease in the value of other variable. അത് രണ്ടും മാത്രം എഴുതി വെച്ചാൽ മതി. അത് ഇവിടെ ഉണ്ട്. അത് നിങ്ങൾ ഈ ആരോ ഓർത്തിട്ട് എഴുതിയാൽ മതി. അത് കാണാതെ പഠിക്കണ്ട. ഓക്കേടാ, റെഡി. അപ്പൊ എന്തൊക്കെയാ സാർ അതിന് എക്സാമ്പിൾ വരുന്നത്? എക്സാമ്പിൾ നോക്കിക്കോ. യൂസ് ഓഫ് ഫെർട്ടിലൈസർ ആൻഡ് ഈൽഡ് ഓഫ് ക്രോപ്പ്. അതായത് നമ്മൾ ഏതെങ്കിലും കൃഷിയിടത്തിൽ ഇടുന്ന വളത്തിന്റെ അളവും നമുക്ക് കിട്ടുന്ന ഫലപുഷ്ടി എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ തല, നമുക്ക് കിട്ടുന്ന വിളയുടെ അളവും പോസിറ്റീവ് അല്ലേ? നമ്മൾ കൂടുതൽ വളം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ വിള കിട്ടും, കൂടുതൽ വളം ഇട്ട് കൊടുത്താൽ കൂടുതൽ പച്ചക്കറി കിട്ടും, കൂടുതൽ വളം ഇട്ട് കൊടുത്താൽ കൂടുതൽ നെല്ല് കിട്ടും. അത് ആലോചിച്ചാൽ മതി. പ്രൈസ് ആൻഡ് സപ്ലൈ. അടുത്ത എക്സാമ്പിൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞേ. അപ്പൊ ഇങ്ങനത്തെ എക്സാമ്പിൾ ആണ് പോസിറ്റീവ് കോറിലേഷൻ. സിമ്പിൾ സാർ. ആൻഡ് അങ്ങനെയാണെങ്കിൽ അടുത്തത് നെഗറ്റീവ്. എന്താ നെഗറ്റീവ്? നിങ്ങൾ ആലോചിക്കുമ്പോൾ ഒരാരോ മുകളിലോട്ടാണ്, ഒരാരോ താഴോട്ട്, ഓർ ഒരാരോ ആദ്യം താഴോട്ടാണ്, ഒരാരോ മുകളിലോട്ട്. അതായത് ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് വൺ വേരിയബിൾ കോസസ്, കാരണമാകുന്നു. എന്തിനടാ? ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അതർ വേരിയബിൾ. തിരിച്ചും പറയട്ടോ, ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് വൺ വേരിയബിൾ കോസസ് ദ ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അതർ വേരിയബിൾ. അപ്പൊ സിമ്പിൾ ആണടാ. അപ്പൊ രണ്ട് വേരിയബിൾ മൂവ് ചെയ്യുന്നത്, ടു വേരിയബിൾ ആർ മൂവിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അത് ആലോചിച്ചാൽ മതി. ഒന്ന് മുകളിലോട്ടാണ്, ഒന്ന് താഴോട്ട്, ഒന്ന് താഴോട്ടാണ്, ഒന്ന് മുകളിലോട്ട്. ഒന്ന് കൂടിയാൽ അടുത്തത് കുറയും, അടുത്തത് കുറഞ്ഞാൽ അടുത്തത് കൂടും. അപ്പൊ അതാണ്. അപ്പൊ സാറേ എന്താ എക്സാമ്പിൾ ഇടാ? ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ഡിസ്റ്റൻസ് ഫ്രം ദി സോഴ്സസ്. ഞാൻ ഇവിടുന്ന് ഒരു ടോർച്ച് അടിച്ചു. ഇത് നമ്മൾ മുമ്പ് പറഞ്ഞ എക്സാമ്പിളാ. ടോർച്ച് അടിച്ചിട്ടുണ്ടെങ്കിൽ ആ ലൈറ്റിന്റെ ഇന്റൻസിറ്റി, ഇപ്പൊ ഞാൻ ഇവിടെ എന്റെ കൈ ഇവിടെ ഉണ്ട്, ഇതാണ് ടോർച്ച്, എന്റെ കൈ ഇവിടെ ഉണ്ട്. ഇവിടെ ഈ കയ്യിൽ പതിക്കുന്ന പ്രകാശം വളരെ കൂടുതലാണ്. ഞാൻ ഈ കൈ കുറച്ചുകൂടി അപ്പുറത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറച്ചുകൂടി ഡിസ്റ്റൻസ് എടുത്ത് ഇങ്ങോട്ടേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ വെളിച്ചം കുറയും. അത് കൈ നമ്മൾ അപ്പുറത്തേക്ക് ദൂരോട്ട് വെക്കുന്നതിനനുസരിച്ച് അത് കുറയും. അപ്പൊ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ഫ്രം സോഴ്സസ്. അടുത്തത് എന്താ? പ്രൈസ് ആൻഡ് ഡിമാൻഡ്. പ്രൈസ് കൂടിയാൽ ഡിമാൻഡ് കുറയും, പ്രൈസ് കുറഞ്ഞാൽ ഡിമാൻഡ് കൂടും. ഇനി പ്രഷർ ആൻഡ് വോളിയം. പ്രഷറും വോളിയം കേട്ടോ, നല്ലൊരു എക്സാമ്പിൾ ആണ്. അപ്പൊ ഇതൊക്കെയാണ് നെഗറ്റീവിന് എക്സാമ്പിൾ. ഇനി സീറോ ആണെങ്കിൽ നോ റിലേഷൻ, ഒരു ബന്ധമില്ല രണ്ട് വേരിയബിളും തമ്മിൽ. അത്രയല്ലടാ. നോ അസോസിയേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾസ്. അത് മാത്രം എഴുതിയാൽ മതി. നോ അസോസിയേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾസ്. അതായതടാ, ഒരു വാല്യൂ ചേഞ്ച് ചെയ്താൽ മറ്റേ വാല്യൂവിന് അത് എഫക്റ്റീവ്. ഒരു വാല്യൂ ചേഞ്ച് ചെയ്താൽ മറ്റേ വാല്യൂവിന് എഫക്റ്റീവ്. അതായതടാ, ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. നിങ്ങൾക്ക് ഹൈറ്റ് കുറവാണ്, അത് നിങ്ങളുടെ ബുദ്ധിയെ ബാധിക്കോ? ഇല്ല. സിമ്പിൾ എക്സാമ്പിൾ ഹൈറ്റ് ആൻഡ് ഇന്റലിജൻസ്. നിങ്ങൾക്ക് ഹൈറ്റ് കൂടുന്നതനുസരിച്ച് നിങ്ങളുടെ ബുദ്ധി കുറയണോ കൂടണോ എന്നൊന്നുമില്ല. ഹൈറ്റും ബുദ്ധിയും എന്താ? സീറോ കോറിലേഷൻ. നിങ്ങളുടെ നാട്ടിൽ പെയ്യുന്ന മഴയുടെ അളവ്, അതൊക്കെ നമ്മൾ സ്ഥിരം പറയുന്ന എക്സാമ്പിൾ. എമൗണ്ട് ഓഫ് റെയിൻഫാൾ ആൻഡ് സ്കോർ ഇൻ എക്സാം. നിങ്ങൾ നല്ലതുപോലെ പരീക്ഷയ്ക്ക് സ്കോർ ചെയ്യണമെങ്കിൽ നാട്ടിൽ അത് പെയ്യുന്ന മഴയുടെ അളവായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധവുമില്ലടാ, ഒരു ബന്ധവുമില്ല. അപ്പൊ ഇങ്ങനത്തെ എക്സാമ്പിളുകൾ ആലോചിച്ച് വെച്ചാൽ മതി. ഒരു ബന്ധമില്ലാത്ത എക്സാമ്പിൾ, എന്തെങ്കിലും ബന്ധമില്ലാത്ത നമുക്ക് തന്നെ പറയാൻ പറ്റൂലേ? ഓക്കെ, റെഡി. സെറ്റാണ് പവർ. അടുത്തത് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, കാൽക്കുലേറ്റർ എടുത്തിട്ട് ചെയ്യണം. 6 മാർക്കിനൊക്കെ എക്സാമിന് ചോദിക്കുന്ന ചോദ്യം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം. എന്താ? രണ്ട് ഡാറ്റ തന്നിട്ടുണ്ട്. കാൾ പിയേഴ്സൺ കോറിലേഷൻ കോയിഫിഷ്യന്റ് ഫൈൻഡ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് തരുന്ന ഡാറ്റ ഒന്ന് നിങ്ങൾ എക്സ് ആയിട്ട് എടുക്കുക, ഒന്ന് നിങ്ങൾ വൈ ആയിട്ട് എടുക്കുക. അപ്പൊ ആർ ഈസ് ഈക്വൽ ടു, ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്.
n സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് സിഗ്മ വൈ അറിയാമെങ്കിൽ വേഗം ഈ ഇക്വേഷനും ഇതിന്റെ പ്രോബ്ലവും അറിയാമെങ്കിൽ വേഗം ഒരു ഗ്രീൻ ടിക്ക് ഇട്ട്. ഇതിന്റെ പ്രോബ്ലം ഈ ഇക്വേഷനും അറിയാമെങ്കിൽ വേഗം ഒരു ഗ്രീൻ ടിക്ക് ഇട്ട്. n സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് സിഗ്മ വൈ സിമ്പിൾ ആണ്, വളരെ ഈസി ആണ്. n സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ദ ഹോൾ സ്ക്വയർ അതേപോലെ തന്നെ ഇൻറ്റു n സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ദ ഹോൾ സ്ക്വയർ. ഇതാണടാ ആ ഇക്വേഷൻ. ഇതാണ് ആ ഇക്വേഷൻ. ഇതിന്റെ പ്രോബ്ലം അറിയോ സാറേ? ഇത് ബിസിനസ് സ്റ്റഡീസ് ആണ്. ബിസിനസ് സ്റ്റഡീസ് അല്ല കേട്ടോ, ഇത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഇത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അത് അറിയില്ല സാറേ, അതുകൊണ്ടല്ലേ വന്നത്. നൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ടടാ. സോ നോക്കിക്കേ, എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നമ്പർ. അപ്പൊ ഇവിടെ n ആയിട്ടുള്ളത് എത്രയാടാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 2 3 4 5. എടാ അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് തന്നെ പറഞ്ഞാൽ മതി. നിങ്ങൾ വെറുതെ ഗ്രീൻ ടിക്കറ്റ് ഒന്നും വേണ്ട, നമ്മളത് പഠിപ്പിച്ചു തരും. ഹേ ഗേൾസ് എന്നൊക്കെ പറയുന്നുണ്ട്. ഹേ പ്രഭു, ഹേ ഗേൾസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ റെഡി. n ഈക്വൽ ടു 5. അപ്പൊ അങ്ങനെയാണെങ്കിൽ സിഗ്മ എക്സ് സിഗ്മ വൈ നമ്മൾ രണ്ട് കോളം ഉണ്ടാക്കുന്നു. ഇതാണ് എന്ത് നിങ്ങളുടെ എക്സിലുള്ളത്, ആ വാല്യൂസ് ഇങ്ങനെ ഇരുന്നത്. ഇതാണ് നിങ്ങളുടെ വൈയിലുള്ളത്. നിങ്ങൾക്ക് വേണ്ട നോക്കിക്കേ, ഒരു എക്സ് വൈ വേണം ആൻഡ് അതിന്റെ സമ്മ് വേണം. സിഗ്മ എക്സ് വൈ എന്ന് പറഞ്ഞാൽ എക്സ് വൈയുടെ സമ്മ്. ഇനി നിങ്ങൾക്ക് വേണ്ടത് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ, അതായത് എക്സ് സ്ക്വയേഴ്സിന്റെ സമ്മ് ആൻഡ് വൈ സ്ക്വയേഴ്സിന്റെ സമ്മ്. അപ്പൊ നിങ്ങൾ ഓരോ വാല്യൂ ഇവിടെ എഴുതിയാൽ മതി. ഫസ്റ്റ് എക്സ് വൈ അതെങ്ങനെയാ സാർ എഴുതുക? എക്സും വൈയും മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് വൈ കിട്ടിയടാ. അപ്പൊ അതാ 8 into 10 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 80. ഓക്കെ, അത് കിട്ടിയ 8 into 10 80. 6 into 7 42. 10 into 8 80. 7 into 4 28. 15 into 6 90. ഇനി ഇതെല്ലാം കൂടി ആഡ് ചെയ്യണം. ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് എഴുതണടാ. ഇതെല്ലാം കൂടി നമുക്കൊന്ന് ആഡ് ചെയ്യണം. എക്സ് എല്ലാം കൂടി ആഡ് ചെയ്ത് നോക്ക്. 8 plus 6 14 plus 10 14 plus 10 24 plus 7 31 plus 45 എന്ന് പറയുമ്പോൾ നമുക്ക് ആൻസർ 46 കിട്ടും. അപ്പൊ അങ്ങനെയാണ് സിഗ്മ വൈ നോക്കിക്കേ. 10 plus 7 17 8 25 plus 35. അപ്പൊ അതും കിട്ടിയ. ഓക്കെ, അപ്പൊ അത് രണ്ടും ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി എക്സ് സ്ക്വയർ, എടാ ഇത് എക്സ് അല്ലേ, അപ്പൊ അതിന്റെ സ്ക്വയർ ഇവിടെ എഴുതിയാൽ മതി. 8 ആണെങ്കിൽ 8ന്റെ സ്ക്വയർ എത്രയാ? 64. അങ്ങനെയാണ് എഴുതേണ്ടത്. ഇനി കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ, ഇത് 8 ആണെങ്കിൽ 8ന്റെ സ്ക്വയർ 64. അങ്ങനെയാണ് നമ്മൾ എഴുതുക. 8 സ്ക്വയർ 64. 6 ആകുമ്പോൾ 6ന്റെ സ്ക്വയർ 36. 10ന്റെ സ്ക്വയർ 100. 7ന്റെ സ്ക്വയർ 49. 15ന്റെ സ്ക്വയർ 225. കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കിയാൽ മതി. വൈ സ്ക്വയർ, എടാ ഇവിടെ വൈ 10 അല്ലേ ഉള്ളത്, അപ്പൊ ഇവിടെ 10 സ്ക്വയർ ഈക്വൽ ടു 100 എന്നാണ് നമ്മൾ എഴുതുക. അപ്പൊ വൈ എന്താണോ ആ വൈയുടെ സ്ക്വയർ ആണ് എഴുതുന്നത്. സോ നോക്കിക്കുക, 10 സ്ക്വയർ ഈക്വൽ ടു 100. ഓക്കെ ആണ്, ഈസി ആണ്, പ്രശ്നങ്ങളൊന്നുമില്ല. അടുത്തത് 7 സ്ക്വയർ 49. 8 സ്ക്വയർ 64. 4 സ്ക്വയർ 16. 6 സ്ക്വയർ 36. ഇനി ഇതെല്ലാത്തിന്റെയും സമ്മ് വേണം. എക്സ് വൈ ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് നോക്കിക്കോ. 80 plus 42. കാൽക്കുലേറ്റർ അടിച്ചു നോക്കിയാൽ മതി. 80 plus 80 എന്ന് പറയുമ്പോൾ 160 250 292 292 320 കിട്ടും. ഇതിന്റെ സമ്മ് എന്ന് പറയുന്നത് 320 ആയിരിക്കും. ഇത് 320 ആൻഡ് ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് നോക്കുക. 64 36 100 200 425. കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കിയാൽ മതി കേട്ടോ. 425. അപ്പൊ നമുക്ക് അവിടെ കിട്ടുക 474. ഓക്കെ, യെസ്. ഇനി അടുത്തത് ഇതെല്ലാ കോളത്തിലുള്ളതൊക്കെ ആഡ് ചെയ്തൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. 100 64 200 249 285 265. ഓക്കെ, ഇതെല്ലാം കിട്ടി. ഓക്കെ ആണ്, ഇനി പ്രശ്നമൊന്നുമില്ല. ഇനി നിങ്ങളുടെ ഇക്വേഷൻ ആടാ. ഇക്വേഷൻ നോക്കിക്കേ. ആർ ഈസ് ഈക്വൽ ടു, സാർ നമ്മൾ നേരത്തെ എഴുതിയ ഒരു ഇക്വേഷൻ ഇല്ലായിരുന്നോ? ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞില്ലേ? ഈ ഇക്വേഷൻ പഠിക്കണം, നിർബന്ധമാണ്, നിർബന്ധം. സോ ആർ ഈക്വൽ ടു n സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് സിഗ്മ വൈ ഓൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് n സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് n സിഗ്മ എക്സ് സ്ക്വയർ ആണ് മൈനസ് സിഗ്മ എക്സ് ഓൾ സ്ക്വയർ ഇൻറ്റു n സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഓൾ സ്ക്വയർ. ആഹാ, അടിപൊളിയാണല്ലോ സാറേ. അപ്പൊ നോക്ക്, ആർ ഈസ് ഈക്വൽ ടു n എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ എത്ര എന്ന് പറഞ്ഞത്? 5 അല്ലേ? കാരണം 1 2 3 4 5 എണ്ണം ഉള്ളത്. അപ്പൊ ദാ 5 ഇൻറ്റു സിഗ്മ എക്സ് വൈ എത്രയാടാ? 320 അല്ലേ? അപ്പൊ ദാ 5 ഇൻറ്റു 320 മൈനസ് സിഗ്മ എക്സ് ദാ സം ഓഫ് എക്സ് 46. സമയം കുറെ ആയിട്ടുണ്ടോ? നമ്മൾ ഒരുപാട് സമയം എടുക്കുന്നുണ്ടോ? ഇല്ല കേട്ടോ, വേഗം തീരും. 46 ഇൻറ്റു സിഗ്മ വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 35 ഡിവൈഡഡ് ബൈ n സിഗ്മ എക്സ് സ്ക്വയർ. എടാ സിഗ്മ എക്സ് സ്ക്വയർ അതിന്റെ സമ്മ നമ്മൾ എഴുതി 474 ആണ്. അപ്പൊ 5 ഇൻറ്റു 474 മൈനസ് അതിന്റെ സ്ക്വയർ. അടുത്തത് നോക്കിക്കേ, സിഗ്മ എക്സ് 46 ആണ്, അതിന്റെ സ്ക്വയർ ഇൻറ്റു നിങ്ങൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അടുത്തത് n സിഗ്മ വൈ സ്ക്വയർ എത്രയാ? 265 അല്ലേ? യെസ്, 265 മൈനസ് സിഗ്മ വൈ എന്ന് പറയുമ്പോൾ 35. അപ്പൊ 35ന്റെ സ്ക്വയർ. ഇതെല്ലാം കൂടി നിങ്ങൾ സിംപ്ലിഫൈ ചെയ്താൽ നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടും. 5 ഇൻറ്റു 320 അത് എത്രയാടാ? 3200. ശരിയല്ലേ? സോറി, വേണ്ട, ഞാൻ ഇപ്പം കഴിയൂ. 1600 മൈനസ് 46 ഇൻറ്റു 35. കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കിയാൽ 46 ഇൻറ്റു 35 പറഞ്ഞാൽ 1610 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ഇതിന്റെ ആൻസർ 5 ഇൻറ്റു 474 എന്ന് പറയുമ്പോൾ 2370. കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കിയാൽ മതി കേട്ടോ. കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കാണ്ട് കിട്ടൂല. അടുത്തത് 46ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ
ഈ 2116. ഇതിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതേണ്ടതാണ്, റിസ്ക് ഒന്നുമില്ല. 5 ഇൻറ്റു 2060 ഇല്ല 265. അപ്പൊ അതിന്റെ പകുതി എന്ന് പറയുമ്പോൾ 1325. യെസ് 1325. ഓക്കെ മൈനസ്. അപ്പൊ 35ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1200. 3 4 12. അപ്പൊ 1225. അപ്പൊ ഓക്കെ. അപ്പൊ ഇത്രയും കിട്ടി. റെഡിയാണ്. കാൽക്കുലേഷൻ ആണ് ശ്രദ്ധിക്കേണ്ടത്. വളരെ സിമ്പിൾ ആണ്. കാൽക്കുലേഷനിലാണ് മാർക്ക് പോകുന്നത്. സോ ആർ ഇസ് ഈക്വൽ ടു നോക്കിക്കേ, 1600 മൈനസ് 1610 മൈനസ് 10 ഓൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ അവിടെ വരുന്നത് ഇത് രണ്ടും മൈനസ് ചെയ്ത് നോക്കിക്കേ. 2370 മൈനസ് 2116. ആൻസർ 254. അപ്പൊ റൂട്ട് 254. ഓക്കെ ആണ്. ഇനി അടുത്തത് 1325 മൈനസ് 1225 റൂട്ട് 100. ആഹാ കിട്ടി. അപ്പൊ ആർ ഈക്വൽ ടു മൈനസ് 10 ബൈ റൂട്ട് 254 ഇൻറ്റു റൂട്ട് 254ന്റെ വാല്യൂ എത്രയാണെന്ന് നോക്കാം നമുക്ക്. റൂട്ട് 254ന്റെ വാല്യൂ അതായത് കാൽക്കുലേറ്ററിൽ ഒന്ന് അടിച്ചു നോക്കും. റൂട്ട് 254ന്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 15.93 തോന്നുന്നു. ജസ്റ്റ് കാൽക്കുലേറ്റർ യൂസ് ചെയ്യട്ടോ. റൂട്ട് 100ന്റെ വാല്യൂ 10. ഇനിതാ ഈ 10ഉം ഈ 10ഉം ക്യാൻസൽ ചെയ്തോ. അപ്പൊ നിങ്ങളുടെ ആർ ഈക്വൽ ടു മൈനസ് 1 ബൈ 15.93. ഇതിന്റെ ആൻസർ പറഞ്ഞേ മൈനസ് യെസ് 15.93 മൈനസ് 1 ബൈ എന്തായാലും നെഗറ്റീവ് ആ കിട്ടുക. അപ്പൊ കോറിലേഷൻ നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടുക 0.062 നെറ്റാനായിരിക്കും. കാൽക്കുലേറ്റർ എടുത്ത് നോക്കുക ആൻഡ് യു വിൽ ഗെറ്റ് ദ റൈറ്റ് ആൻസർ. സിമ്പിൾ ആണ്, ഇമ്പോർട്ടന്റ് ആണ്. 6 മാർക്ക് കേട്ടോ. ഉറപ്പിച്ചോ 6 മാർക്കിനുള്ള ചോദ്യമാണ്. അപ്പൊ ഇത് ചെയ്ത് പഠിക്കുക, കൃത്യമായിട്ട് ചെയ്ത് പഠിക്കുക. ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, 6 മാർക്കിന് ചോദിക്കുന്നതാണ്. അപ്പൊ മറക്കരുത്. ആൻഡ് ഈ ഒരു ക്വസ്റ്റ്യനും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എടാ ഇവിടെ റാങ്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. റാങ്ക് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാ ചെയ്യുക? ഇവിടെ ചോദിച്ചത് റാങ്ക് കോറിലേഷൻ കോയിഫിഷ്യന്റ് ആണ്. ഇവിടെ നേരത്തെ ചോദിച്ചത് നോക്കിക്കേ, ഇവിടെ കാൾ പിയേഴ്സൺ കോറിലേഷൻ കോയിഫിഷ്യന്റ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. കാൾ പിയേഴ്സൺ കോറിലേഷൻ കോയിഫിഷ്യന്റ് ആണ് 6 ആണ്. റാങ്ക് കോറിലേഷൻ കോയിഫിഷ്യന്റ് ആണ് റോ ആണ്. റോ ഈക്വൽ ടു 1 മൈനസ് 6 സിഗ്മ ഡി സ്ക്വയർ ബൈ എൻ ക്യൂബ് മൈനസ് എൻ ആണ്. അപ്പൊ എൻ എന്താ? എൻ ഇവിടെ ഉള്ള ആകെയുള്ള എണ്ണം. ഡി എന്താ? ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ റാങ്ക് 2 സബ്ജക്ട് തരും. എന്തെങ്കിലും ഇവിടെ തന്നത് മ്യൂസിക്കും ഡാൻസും. അങ്ങനെ എന്തെങ്കിലും 2 വേരിയബിൾ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അതിനൊന്നും ഇങ്ങനെ റോ ആയിട്ട് എഴുതുക. സോറി, ആ റോയിലുള്ളതിനൊന്ന് കുത്തനെ കോളായിട്ട് എഴുതുക. ഈ റോയിലുള്ളതൊക്കെ പിടിച്ച് ഞാൻ കുത്തനെ കോളായിട്ടുണ്ട്, ഈ റോയിൽ പിടിച്ചിട്ടൊക്കെ ഞാൻ കുത്തനെ കോളാക്കിയിട്ടുണ്ട്. അപ്പൊ ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, എക്സ് മൈനസ് വൈ ആണ് ഡി. അങ്ങനെയാണ് നോക്ക്. 1 മൈനസ് 2 മൈനസ് 1, 5 മൈനസ് 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് 1, 7 മൈനസ് 8 മൈനസ് 1, 8 മൈനസ് 6 2, 3 മൈനസ് 3 0, 4 മൈനസ് 5 മൈനസ് 1, 2 മൈനസ് 1 1, 6 മൈനസ് 7 1 എന്ന് പറഞ്ഞിട്ട് മൈനസ് 1. എന്നിതാ ഡി സ്ക്വയർ വേണം. മൈനസ് 1ന്റെ സ്ക്വയർ. ഡി സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് 1ന്റെ സ്ക്വയർ ഇവിടെ. അപ്പൊ 1 ഇവിടെ 1ന്റെ സ്ക്വയർ 1, ഇവിടെ 1, 2ന്റെ സ്ക്വയർ 4, 0ന്റെ സ്ക്വയർ 0, മൈനസ് 1ന്റെ സ്ക്വയർ 1, 1ന്റെ സ്ക്വയർ 1, മൈനസ് 1ന്റെ സ്ക്വയർ 1. ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് നോക്ക്. ടോട്ടൽ എത്ര കിട്ടാം? 6 1 4 10. അപ്പൊ ഇതാണ് എന്ത്? സിഗ്മ ഡി സ്ക്വയർ. അപ്പൊ സിഗ്മ ഡി സ്ക്വയർ ഈക്വൽ ടു 10 എന്ന് കിട്ടി. ആൻഡ് എൻ ഈക്വൽ ടു എൻ എത്രയാണ് ഇവിടെ ഉള്ളത്? 1 2 3 4 5 6 7 8 അല്ലെ? 1 2 3 4 5 6 7 8 8 എണ്ണ ഉള്ളത്. അപ്പൊ എന്നും കിട്ടി. അങ്ങനെ ആണെങ്കിൽ എടാ നിങ്ങളുടെ റോ ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ റോ ഈക്വൽ ടു 1 മൈനസ് 6 സിഗ്മ ഡി സ്ക്വയർ ബൈ 1 മൈനസ് 6 സിഗ്മ ഡി സ്ക്വയർ ബൈ എൻ ക്യൂബ് മൈനസ് എൻ. സോ നോക്കിക്കേ, 1 മൈനസ് 6 ഇൻറ്റു സിഗ്മ ഡി സ്ക്വയർ എന്ന് പറയുമ്പോൾ 10 ഡിവൈഡഡ് ബൈ 8 ക്യൂബ് മൈനസ് 8 അല്ലേ? റെഡി. അങ്ങനെയാണ് ആൻസർ എത്ര വരാൻ നോക്കിക്കോ. 8 ക്യൂബ് എന്ന് പറഞ്ഞിട്ട് 8 ഇൻറ്റു 8 64 ഇൻറ്റു 8 എന്ന് പറയുമ്പോൾ 32 48 512. അപ്പോൾ അതാ ആൻസർ കിട്ടുക. കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കിയാൽ മതി കേട്ടോ. 1 മൈനസ് 60 ബൈ 512 മൈനസ് 8 എന്ന് കിട്ടും. സോ ഫൈനൽ ആൻസർ വിൽ ബി 1 മൈനസ് 60 ബൈ 512 മൈനസ് 8 എന്ന് പറയുമ്പോൾ 504. സോ അത് എത്ര ആയിരിക്കടാ? 60 ബൈ 54 എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കുക. 60 ബൈ 54 അല്ല, 60 ബൈ 504. ആൻസർ നിങ്ങൾക്ക് കിട്ടുക 0. എത്ര കിട്ടാൻ നോക്കിക്കുക? 0.50 ബൈ 60 ബൈ 504 0.119 ആണെന്ന് തോന്നുന്നു. കാൽക്കുലേറ്ററിൽ നോക്കുക. 0.119. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ റോ റാങ്ക് കോറിലേഷൻ കോയിഫിഷ്യന്റ് എത്രയാ സാർ? എത്രയാ റാങ്ക് കോറിലേഷൻ കോയിഫിഷ്യന്റ്? വേഗം ആൻസർ പറഞ്ഞേ. 1 മൈനസ് 0.119. യെസ്, 1 മൈനസ് 0.119. യെസ്, വെരി ഗുഡ്. 0.881 ആണ്. ദിസ് ഈസ് റാങ്ക് കോറിലേഷൻ കോയിഫിഷ്യന്റ്. സാർ സിമ്പിൾ. അപ്പൊ ഇതും കിട്ടി. ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടത് ഇതൊക്കെയാണ്. അപ്പൊ നിങ്ങൾ മറക്കണ്ട, നമ്മുടെ നോട്ട്സ് കിട്ടാൻ വേണ്ടി കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ആൻഡ് ലൈവ് നോട്ട്സ് എങ്ങനെ ആപ്പിൽ എടുക്കാന്നുള്ളത്, ആപ്പിൽ കയറിയാലും നിങ്ങൾക്ക് നോട്ട്സ് കിട്ടും. ഇവിടെ ക്രിസ്മസ് എക്സാം ലൈവ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അവിടെ നിങ്ങൾ കയറിയിട്ട് ടുഡേസ് ലൈവ് എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഓരോ ലൈവും കാണാം. അവിടെ നിങ്ങൾക്ക് നോട്ട്സ് കിട്ടും. അപ്പൊ നോട്ട്സ് ഒക്കെ എടുത്ത് വളരെ അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പോൾ ഒരുപാട് സമയം എടുത്തോ? ഇല്ല. ഇനി അടുത്ത ചാപ്റ്റർ ആയിട്ട് നമുക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് തീർക്കണ്ടേ? അടുത്ത ചാപ്റ്റർ ആയിട്ട് നമ്മുടെ സ്വാതി മിസ് വരുന്നതാണ്. അപ്പൊ റെഡി അല്ലേ? റിഗ്രഷൻ അനാലിസിസ് സെക്കൻഡ് ചാപ്റ്റർ ആയിട്ട്. നിങ്ങളല്ലേ പറഞ്ഞത് ലേഡി ടീച്ചേഴ്സിനെ വിളിക്കണോ? എന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റൂലല്ലോ. സോ
അടിപൊളിയായുള്ള സുന്ദരിയായുള്ള സ്വാതി മിസ്സും വരുന്നുണ്ട്, അതേപോലെ നമ്മുടെ സുന്ദരിയായുള്ള റുസ്താ മിസ്സും വരുന്നുണ്ട്. അപ്പൊ അടിപൊളിയായിട്ട് പഠിക്കട്ടോ. സാറ് പോകല്ലേ, നിങ്ങൾ ലേഡി ടീച്ചേഴ്സിന് വേണമെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ പോകുന്നു. സുന്ദരിമാര് വരുന്നുണ്ട്. ആരാ പീതാംബര അങ്ങനെ പറഞ്ഞതാ? നമ്മളൊന്നും പറ്റില്ല. നിർബന്ധമുണ്ടോ? സുന്ദരിയാട്ടോ, നന്നായി പാട്ടൊക്കെ പാടും. നിങ്ങളൊന്ന് റിക്വസ്റ്റ് ചെയ്താൽ നല്ലോണം പാട്ടൊക്കെ പാടില്ല. അടുത്ത സുന്ദരി വരുന്നുണ്ട്. അടുത്ത സുന്ദരി വരുന്നുണ്ട്. ഇതെന്താ ഈ നീ എന്താ ഇവിടെ സുന്ദരികളുടെ നടുവിലൊരു ഇവർക്ക് ലേഡി ഫാക്കൽറ്റീസിനെ വേണമെന്നാ പറഞ്ഞത്. അതെ, സുന്ദരികൾ വേണമെന്നാ പറഞ്ഞത്. തൽക്കാലം ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഇന്നൊരു വെറൈറ്റിക്ക് അറിയോ? അതെ, ഞങ്ങളുടെ അനുപമിച്ചു. യെസ്, ഹേ പ്രഭു ഹരിറാം കൃഷ്ണ ജഗന്നാഥ പ്രേമാനന്ദ്. ഓക്കെ അടിപൊളിയായിട്ട് പഠിക്കട്ടോ. അപ്പൊ സെറ്റ് ആയിക്കോളി. ഇനി ബാക്കിയുള്ള ക്ലാസ്സുകളോട് നിങ്ങൾക്ക് വേണ്ടേ? 500 കണ്ടിട്ട് ഞങ്ങൾ അനുപമിന് ഇവിടെ എന്താ കാര്യം? അതല്ല നമ്മളിപ്പോ പോയില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ലൈവ് എടുക്കാൻ പറ്റൂല. അത് ശരിയാണ്. എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് എന്നാ പിന്നെ നിങ്ങൾ അങ്ങോട്ട് മേരി മിസ് അതാരാ? മേരി മിസ് അനു മിസ്, റുഷ്ദ മിസ്, സ്വാതി മിസ്. ക്ലാസ് മാറി. മാറി മിസ്. അടിപൊളി. ഓക്കെ ബൈ. ഞാൻ സ്വസ്ഥമായിട്ട് ക്ലാസ് എടുക്കട്ടെ. ഓക്കെ ബൈ. അപ്പൊ മക്കളെ, നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള റിഗ്രഷൻ അനാലിസിസ്, നിങ്ങൾ കോറിലേഷൻ ഒക്കെ അടിപൊളിയായിട്ട് പഠിച്ചല്ലോ. നമ്മുടെ ബൈ വേരിയേറ്റ് ഡാറ്റയിൽ നമ്മുടെ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻ ആണല്ലോ നമ്മൾ പറയുന്നത്. അപ്പൊ റിഗ്രഷൻ അനാലിസിസിൽ നമ്മൾ പഠിക്കുന്നത് ഈ വേരിയബിൾസിന്റെ നേച്ചർ ഓഫ് അസോസിയേഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഞാൻ കൂടുതൽ വലിയ തിയറീസിലൊന്നും പോകുന്നില്ല. നമുക്ക് പ്രോബ്ലം ചെയ്യാൻ വേണ്ടുന്ന കുറച്ച് ഫോർമുലാസ് നമ്മൾ ആദ്യം പഠിക്കുന്നു, എന്നിട്ട് നേരെ പ്രോബ്ലം ചറ പറയ് ചെയ്യുന്നു. ഓൾ റൈറ്റ് മക്കളെ, നോക്കിക്കേ. Regression equation are the equations of the regression lines. അതായത് നമ്മളിങ്ങനെ ബൈവേരിയറ്റ് ഡാറ്റ ഇങ്ങനെ സ്കേറ്റർ ഡയഗ്രാം ഒക്കെ വരച്ചിട്ട് നമ്മളൊരു സ്ട്രേറ്റ് ലൈൻ ഇങ്ങനെ വരയ്ക്കും അല്ലെ. ഇങ്ങനെ സ്ട്രേറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞിട്ട് അതിനോട് ആ പോയിന്റ്സ് ഇതിനോട് എത്രത്തോളം അടുത്തിരിക്കുന്നു അതൊക്കെയാണ് നമ്മൾ കോറിലേഷനിലല്ല നോക്കുന്നത്. സോ റിഗ്രഷൻ ലൈൻസ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റഡീസ് ആണ് റിഗ്രഷൻ അനാലിസിസിൽ വരുന്നത്. അപ്പൊ നമുക്ക് രണ്ട് ടൈപ്സ് ഓഫ് ഇക്വേഷൻസ് ഉണ്ട്. റിഗ്രഷൻ ഇക്വേഷൻസ് എക്സ് ഓൺ വൈയും വൈ ഓൺ എക്സും. അതിന്റെയൊക്കെ സ്പെഷ്യാലിറ്റീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വൈ ഓൺ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സിന്റെ ഒരു ഗിവൺ വാല്യൂവിന് നമ്മൾ വൈയുടെ വേരിയബിളിന്റെ ഒരു വാല്യൂ കണ്ടുപിടിക്കുന്നതാണ് നമ്മുടെ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സ് എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ. അപ്പൊ നോക്കിയേ, y മൈനസ് വൈ ബാർ ഈക്വൽ ടു ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ എന്നുള്ളതാണ് അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ വൈ ബാറും ബി വൈ എക്സും എക്സ് ബാറും ഒക്കെ എന്താ? വൈ ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ വാല്യൂ ഓഫ് വൈ ആണ്, എക്സ് ബാർ മീൻ വാല്യൂ ഓഫ് എക്സ് ആണ്. ഇനി ഇവിടെ ഉള്ളത് ബി വൈ എക്സ് ആണ്. നിങ്ങൾക്ക് അറിയാത്തൊരു സാധനം, അല്ലെങ്കിൽ നമുക്ക് പരിചയമില്ലാത്തൊരു സാധനം അല്ലേ. അത് നമ്മൾ റിഗ്രഷൻ കോഎഫിഷ്യന്റ് ഓഫ് വൈ ഓൺ എക്സ് ആണ്. ശ്രദ്ധിക്കുക, ബി വൈ എക്സ് ആണ്. അപ്പൊ വൈ ഓൺ എക്സ് നമുക്ക് വൈ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് വൈ മൈനസ് വൈ ബാർ എന്ന് പറയുന്നത്. സോ അത് നമ്മൾ കണ്ടുപിടിക്കുന്നത് കോവേരിയൻസ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ വേരിയൻസ് ഓഫ് എക്സ് വെച്ചിട്ടാണ്. നമുക്ക് കൂടുതൽ അങ്ങനത്തെ ചോദ്യങ്ങളിലേക്കൊന്നും ഈ നമ്മുടെ എക്സാം ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് മിക്കവാറും ക്വസ്റ്റ്യൻസിൽ ബി വൈ എക്സ് അല്ലെങ്കിൽ തിരിച്ച് ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ ആണെങ്കിൽ ബി എക്സ് വൈ ഒക്കെ തന്നിട്ടുണ്ടാവും കേട്ടോ. അതിലൊന്നും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. റെഡി? അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് പ്രോപ്പർട്ടീസ് ഓഫ് റിഗ്രഷൻ കോഎഫിഷ്യന്റ്, അതായത് ബി വൈ എക്സും ബി എക്സ് വൈയും. ഇത് രണ്ടുമാണല്ലോ റിഗ്രഷൻ കോഎഫിഷ്യൻസ്. ഈ റിഗ്രഷൻ കോഎഫിഷ്യൻസിന്റെ പ്രോപ്പർട്ടീസ് ഉണ്ട് നമുക്ക്. അതായത് എക്സ് ഓൺ വൈ ആണ് നമ്മുടെ ഇക്വേഷൻ എന്നുണ്ടെങ്കിൽ, അതായത് എക്സ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ആണെങ്കിൽ ഈ വൈ എന്ന് പറയുന്ന വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് ആണ് നമ്മുടെ റിഗ്രഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ഇപ്പൊ സപ്പോസ് നമുക്കൊരു 3x മൈനസ് 4y മൈനസ് 13 ഈക്വൽ ടു 0 എന്ന് പറയുന്നതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് വിചാരിക്കുക. ഏത് ഇക്വേഷൻ? റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ എന്ന് പറയുന്നത്. ഓക്കെ. ഇതിൽ നമ്മളോട് ചോദിക്കുകയാണ് എന്താണ് റിഗ്രഷൻ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ കണ്ടുപിടിക്കുക? ഈ വൈന്റെ കോഎഫിഷ്യന്റ് ഇല്ലേ, അതാണ്. അത് എങ്ങനെ മാറ്റി എഴുതണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞ ഫോമിലേക്ക് മാറ്റി എഴുതിയിട്ട് അപ്പൊ വൈയുടെ കോഎഫിഷ്യന്റ് എന്താണോ അതാണ് റിഗ്രഷൻ കോൺസ്റ്റന്റ്. ഓക്കെ. ഇനി നോക്കിക്കേ, റിഗ്രഷൻ കോഎഫിഷ്യന്റ് കേട്ടോ. നേരെ തിരിച്ച് അതിലും വരും. ഇനി നോക്കിയാൽ പ്രോപ്പർട്ടീസ് ഓഫ് റിഗ്രഷൻ കോഎഫിഷ്യൻസിൽ അടുത്ത പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ രണ്ട് റിഗ്രഷൻ കോഎഫിഷ്യൻസ് ഉണ്ടാവും നമുക്ക്. ആ രണ്ടിന്റെയും സൈൻ എപ്പോഴും സെയിം ആയിരിക്കും. ഒന്ന് നെഗറ്റീവ് ആണെങ്കിൽ ബി എക്സ് വൈ നെഗറ്റീവ് ആണെങ്കിൽ ബി വൈ എക്സും നെഗറ്റീവ് ആയിരിക്കും. ബി
എക്സ് വൈ പോസിറ്റീവ് ആണെങ്കിൽ ബി വൈ എക്സും പോസിറ്റീവ് ആയിരിക്കും. പിന്നെ അത് മാത്രമല്ല രണ്ടിന്റെയും കൂടെ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് എപ്പോഴും 1-നേക്കാൾ ചെറുതായിരിക്കും. ക്ലിയർ? എപ്പോഴും പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ 1-നേക്കാൾ ചെറുതായിരിക്കും. ക്ലിയർ? ഇനി പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ, ഇത് ഞാനൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാനുള്ള ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് വെച്ചൊരു പോയിന്റ് ആണ്. അതായത് റിഗ്രഷൻ ലൈൻസിന്റെ ഇന്റർസെക്ഷൻ, ഇതിപ്പോ ഒരു 2 റിഗ്രഷൻ ലൈൻസ് ആണെന്ന് വിചാരിക്കാം. ഈ 2 റിഗ്രഷൻ ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുന്നത് ഏത് പോയിന്റിലായിരിക്കും അറിയാമോ? എക്സ് ബാർ വൈ ബാർ, അതായത് എക്സിന്റെയും വൈയുടെയും മീൻ വാല്യൂസിലായിരിക്കും നമ്മുടെ റിഗ്രഷൻ ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുക. അപ്പൊ ഇങ്ങനെ ഒരു പോയിന്റ്, അതായത് നമുക്ക് 2 റിഗ്രഷൻ ലൈൻസ് തന്നിട്ട് ഇന്റർസെക്ഷൻ പോയിന്റ് അല്ലെങ്കിൽ എക്സ് ബാർ വൈ ബാർ മീൻ വാല്യൂസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ അതിന്റെ ഇന്റർസെക്ഷൻ പോയിന്റ്സ് കണ്ടുപിടിച്ചാൽ മതി. എങ്ങനെയാണ് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. സോ ഇത്രയും ഫോർമുലാസ് ആണ് ബേസിക്കലി നമുക്കൊരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതിനകത്ത് പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടത്. ബാക്കി നമുക്ക് പ്രോബ്ലംസിന്റെ കൂടെ അങ്ങ് പറഞ്ഞു. റെഡി അല്ലടാ മക്കളെ? മിസ്സിന്റെ പ്ലേസ് എവിടെ? എടാ മിസ്സിന്റെ പ്ലേസ് വയനാട്ടിലാണ്. ഞാൻ സുൽത്താൻ ബത്തേരിയാണ് എന്റെ വീട് കേട്ടോ. റെഡി? നമുക്ക് എന്താ പ്രോബ്ലംസ് ചെയ്തു നോക്കാം. ഓൾ റൈറ്റ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Regression analysis is the measure of dash of relationship between variables. Variables in a relationship in the എന്താണ് റിഗ്രഷൻ അനാലിസിസ് നമുക്ക് പറഞ്ഞു തരുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഞാൻ നേരത്തെ പറഞ്ഞു അത് നേച്ചർ ആണ് കാണിക്കുന്നത് കേട്ടോ. ഇതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സോ നേച്ചർ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ് ആണ് നമുക്ക് റിഗ്രഷൻ അനാലിസിസിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. ക്ലിയർ? സോ ഓപ്ഷൻ എ നേച്ചർ. വെരി ഗുഡ്. അടുത്തത്, in a regression analysis the following results are obtained. അതായത് ഒരു റിഗ്രഷൻ അനാലിസിസ് നടത്തി കഴിഞ്ഞു, നമുക്ക് തന്നിട്ടുള്ള കാര്യം BYX ഉണ്ട്, റിഗ്രഷൻ കോഎഫിഷ്യന്റ് ആയിട്ടുള്ള BYX തന്നിട്ടുണ്ട്, പിന്നെ R തന്നിട്ടുണ്ട് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഏതാണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് y ആണ്. ഓക്കെ, സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് y, ഇത് തമ്മിലുള്ള റിലേഷൻ നമ്മുടെ എവിടെ ഉണ്ടടാ? BYX is equal to R into sigma y by sigma x. നിങ്ങൾക്ക് അറിയാലോ, സിഗ്മ y എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് yയും സിഗ്മ x എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സും ആണ്. റൈറ്റ്? സോ BYX is equal to R into sigma y by sigma x. അത് തിരിച്ചാണെങ്കിലോ BXY ആയിരുന്നു തന്നതെന്നുണ്ടെങ്കിലോ സിഗ്മ x മേലെ വരും. അത്രേ ഡിഫറൻസ് ഉള്ളൂ. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, BYX is equal to 0.3. ഇത് എന്താണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്? R into sigma y by sigma x. സിഗ്മ y നമുക്ക് അറിയില്ല, സിഗ്മ x നമുക്ക് 10 ആയിട്ടാണ് തന്നേക്കുന്നത്. R എത്രയാണ് തന്നേക്കുന്നത്? ഇതിന്റെ വാല്യൂ ഒന്ന് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചേടാ. R എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്? 0.45 ആണ് തന്നിരിക്കുന്നത് അല്ലേ? സോ ഇവിടുന്ന് സിഗ്മ y എന്ത് കിട്ടും? ഇത് ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യാം. 0.23 into 10 divided by 0.45. സോ സിഗ്മ y is equal to നമുക്കൊരു 5.12 എന്ന് പറയുന്ന ഒരു വാല്യൂ, 5.1111 അങ്ങനെ കിട്ടും. സോ 5.1 അല്ലെങ്കിൽ 5.12 എന്ന് പറഞ്ഞ് എഴുതാം. മിസ് എന്റെ ഫോൺ ഒന്ന് കൊണ്ടുതരാവോ? തീർച്ചയായിട്ടും ഓക്കെ, യെസ്. മിസ്സിനുള്ള ഒരു മെസ്സേജ് ആയിട്ട് തന്നതാണ്. ഓക്കെ ഓക്കെ ഗായ്സ്, അനു മിസ് വന്നിട്ട് പറഞ്ഞിട്ട് പോയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ അങ്ങ് പറഞ്ഞേക്കാം. ഐപാഡ് ഒരു ഗിവ് അവേ നമ്മുടെ കയ്യിലുണ്ട് അല്ലെ? സോ ഐപാഡ് എങ്ങനെയാണ് കിട്ടുക എന്നുള്ളത് നാളത്തെ ലൈവിലായിരിക്കും പറയുന്നുണ്ടാവുക. ഓൾ റൈറ്റ്, ഐപാഡിന്റെ കാര്യം, ഗിവ് അവയുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലെ? സോ ഐപാഡ് നിങ്ങൾക്ക് ഭാഗ്യശാലി ആയിട്ടുള്ള, നിങ്ങളിൽ ആരാണ് ആ ഭാഗ്യശാലി എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ആരായിരിക്കും എന്നുള്ളത്. സോ അതിന്റെ കാര്യങ്ങളൊക്കെ നാളത്തെ ലൈവിലായിരിക്കും പറയാ. മറക്കാതെ വന്ന് ലൈവൊക്കെ അടിപൊളിയായിട്ട് കാണാം. ഓൾ റൈറ്റ്, ഇതിന്റെ ആൻസർ കിട്ടിയില്ലേ? 5.11. യെസ്, നമ്മുടെ ഐപാഡിന്റെ കാര്യം പറഞ്ഞല്ലോ അല്ലെ? ഐപാഡ് ഇവർക്ക് നാളത്തെ കാര്യങ്ങൾ കിട്ടുന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ മക്കളെ മറക്കണ്ട, നാളെ രാത്രിത്തെ ലൈവ് +1 ആരും +2 ആരും മിസ് ചെയ്യാനൊന്നും പാടില്ല. കാരണം നിങ്ങൾക്ക് ഐപാഡ് എങ്ങനെയാണ് കിട്ടുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെ ഡ്രീം ആണ്, ഐപാഡ് ഒക്കെ വേണം എന്നുള്ളതൊക്കെ. അപ്പൊ നിങ്ങൾ ഒന്നും അധ്വാനിക്കേണ്ട, വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐപാഡ് കയ്യിലാക്കാൻ വേണ്ടിട്ട് പറ്റും. അപ്പൊ നാളത്തെ ലൈവ് ആരും മറക്കാതെ കാണുക. അപ്പൊ സ്വാതി മിസ് കണ്ടിന്യൂ ചെയ്യട്ടെ. ഓക്കെ, യെസ്. എടാ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, റിഗ്രഷൻ ഇക്വേഷൻ. 2 റിഗ്രഷൻ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, റിഗ്രഷൻ ഇക്വേഷൻസ് ഓഫ് ദ വേരിയബിൾ x and y are 3x plus 2y minus 23 equal to 0 and x plus 2y minus 17 equal to 0. Okay, obtain the mean values of x and y. ഞാൻ തൊട്ട് മുന്നേ ഒരു കാര്യം പറഞ്ഞായിരുന്നു, നമുക്ക് റിഗ്രഷൻ ലൈൻസ് 2 തന്നിട്ടുണ്ടെങ്കിൽ അവരുടെ രണ്ടുപേരുടെയും ഇന്റർസെക്ഷൻ ആയിരിക്കും എന്ത്? മീൻ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ. മീൻ വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ബാർ വൈ ബാർ അല്ലേ വേണ്ടത് അല്ലെ? സോ റിഗ്രഷൻ ലൈൻസ് ഉണ്ടെങ്കിൽ അവരുടെ ഒരു കോയിൻസൈഡ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും, കോയിൻസൈഡ് എന്ന് പറഞ്ഞാൽ കൂട്ടിമുട്ടുന്ന പോയിന്റ് ആയിരിക്കും എന്ത്? എക്സ് ബാറും വൈ ബാറും അല്ലെങ്കിൽ മീൻ വാല്യൂസ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് നമ്മൾ ഒരു ഇന്റർസെക്ഷൻ പോയിന്റ് കണ്ടുപിടിക്കുന്നത്? 2 ഇക്വേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ നോക്കിക്കേ, 3x plus 2y minus 23 equal to 0, x plus 2y minus 17 equal to 0. നമ്മൾ ഇതിന് എന്ത് ചെയ്യണം? എക്സും വൈയും കണ്ടുപിടിക്കണം, ശരിയല്ലേ?
ഇനി നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് പോയിന്റും അല്ലെങ്കിൽ രണ്ട് ലൈനുകൾ കൂടി മുട്ടുന്ന ഒരു ഇന്റർസെക്ഷൻ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോയിന്റ് രണ്ട് ലൈനിലും ഉണ്ടാവുമല്ലോ, രണ്ട് ലൈനിലും ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സിനും വൈക്കും പകരം നമുക്ക് എക്സ് ബാറും വൈ ബാറും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇന്റർസെക്ടിങ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ആ പോയിന്റ് രണ്ടിലും കോമൺ ആയിട്ടുള്ളത് കൊണ്ടാണല്ലോ. അപ്പൊ ആ പോയിന്റ് ആണ് എക്സ് ബാർ വൈ ബാർ. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇക്വേഷനിൽ എക്സിനും വൈക്കും പകരം എക്സ് ബാർ വൈ ബാർ ഇട്ട് കൊടുക്കുന്നു. ഇനി ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരവായി. ഓൾ റൈറ്റ്. അപ്പൊ ഇവിടുന്ന് നോക്കിക്കേ, നമ്മൾ ഇവിടുന്ന് രണ്ട് വേരിയബിൾസ് കിട്ടി. സോ ഇവിടുന്ന് നമുക്ക് നോക്കിക്കേ, ഇത് സബ്ട്രാക്ട് ചെയ്യാം. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടുക, 2x ബാർ മൈനസ് 23 മൈനസ് 17 എത്രയാ, 6 minus 6 is equal to 0. അതായത് 2x bar is equal to 6 എന്ന് കിട്ടും. സോ x bar equal to 3 എന്ന് കിട്ടും. ഇതേപോലെ നമുക്ക് y കണ്ടുപിടിക്കണം. y എന്താണ്, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി y bar. സോ 3 plus 2 y bar equal to 17. 2 y bar equal to 17 minus 3 14. y bar equal to 7. എടാ അപ്പൊ മീൻ വാല്യൂ ഓഫ് x എന്ന് പറയുന്നത് 3ഉം മീൻ വാല്യൂ ഓഫ് y എന്ന് പറയുന്നത് 7ഉം. ഇത് കിട്ടിയോ മക്കളെ? ഇത് കിട്ടുന്നുണ്ടോ? ഓക്കെ ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. ഈ ക്വസ്റ്റ്യനും സെയിം ആണ്. അതായത് നമുക്ക് തന്നിട്ടുള്ള എന്താണടാ, റിഗ്രഷൻ ലൈൻസ് രണ്ടെണ്ണം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ മീനും വൈന്റെ മീനും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഒന്നും ചെയ്യേണ്ട, രണ്ട് റിഗ്രഷൻ ലൈൻസ് നിങ്ങൾ ഇതിങ്ങനെ പഠിച്ചു വെക്കുക. റിഗ്രഷൻ ലൈൻസ് രണ്ടെണ്ണം തന്നിട്ടുണ്ടെങ്കിൽ എക്സ് ബാറും വൈ ബാറും ആണ് മീൻ വാല്യൂസ് അല്ലെ. അപ്പൊ മീൻ വാല്യൂസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, അവരുടെ ഇന്റർസെക്ഷൻ പോയിന്റുകൾ കണ്ടുപിടിച്ചാൽ മതി. ഇതിപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, കാരണം ഓൾറെഡി ആ ഒരു പോയിന്റ് നമ്മൾ ചെയ്തതല്ലേ ആ ഒരു മെത്തേഡ്. നോക്കി, നമ്മുടെ രണ്ട് ലൈൻസ് ഏതൊക്കെയാ, നമ്മുടെ രണ്ട് ലൈൻസ് എക്സ് പ്ലസ് 2y ഈക്വൽ ടു 5ഉം പിന്നെ 2x പ്ലസ് 3y ഈക്വൽ ടു 8ഉം ആണ്. അപ്പൊ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഇന്റർസെക്ഷൻ എങ്ങനെയാ സോൾവ് ചെയ്തത്, ഇവിടെ 2y കോമൺ ആയിട്ടുള്ളത് കൊണ്ട് ഒന്നിൽ നിന്നും സബ്ട്രാക്ട് ചെയ്തപ്പോൾ നമുക്ക് എക്സിന്റെ ടേംസിലേക്ക് മാത്രം ഇക്വേഷൻ കിട്ടി, അവിടെ നിന്ന് എക്സ് കണ്ടുപിടിച്ചു. പക്ഷെ ഈ കേസിൽ ഇക്വേഷൻസിൽ രണ്ടും കോഎഫിഷ്യൻസ് ഒക്കെ വേറെ വേറെയാ. എക്സിന്റെ കോഎഫിഷ്യന്റ് ഒന്ന് 1ഉം ഒന്ന് 2 ആണ്, വൈയുടെ കോഎഫിഷ്യന്റ് ഒന്ന് 2ഉം ഒന്ന് 3ഉം ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇക്വേഷൻസിന്റെ ഏതെങ്കിലും ഒരു കോഎഫിഷ്യന്റ് സെയിം ആക്കാൻ വേണ്ടി ഒരു പ്രോഡക്റ്റ് ഒരു കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ജസ്റ്റ് നോക്കി, ഞാൻ ഇവിടെ ഒരു 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പം ഇവിടെ 2x ബാർ പ്ലസ് 4y പ്ലസ് 10 എന്നായിട്ട് മാറി ഏത് ഫസ്റ്റ് ഇക്വേഷൻ. ക്ലിയർ? ഇനി രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്, നമുക്ക് ഓൾറെഡി അറിയാം, 2x ബാർ പ്ലസ് 3y ബാർ ഈക്വൽ ടു 8 ആണ്. അപ്പൊ ഈ രണ്ട് ഇക്വേഷനും കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ നോക്കിയാൽ 2x ബാർ ആണ് കോമൺ ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 മൈനസ് 2 ചെയ്ത് കഴിഞ്ഞാൽ 2x ബാർ ക്യാൻസൽ ആയി ഡിലീറ്റ് ആയി പോകും. 4y ബാർ മൈനസ് 3y ബാർ ഈക്വൽ ടു 8 എന്ന് കിട്ടും. സോ y ബാർ എന്ത് കിട്ടൂടാ, y ബാർ ഇസ് ഈക്വൽ ടു ഇവിടെ 2 എന്ന് കിട്ടും. y ബാർ ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. അപ്പൊ y വാല്യൂ അല്ലെങ്കിൽ മീൻ വാല്യൂ ഓഫ് y എന്ന് പറയുന്നത് 2 എന്ന് കിട്ടി. ഇനി x ന്റെ എന്താ കിട്ടിയും, ആ y വെച്ചിട്ട് നമ്മൾ x ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ x ബാർ ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഒരു ഇന്റർസെക്ഷൻ വെച്ച് നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഓൾ റൈറ്റ് മക്കളെ, ഇനിയാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് ഒരുവിധ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് രണ്ട് ഇക്വേഷൻസ് നമുക്ക് തരും. ഓക്കെ, two lines of regression are y minus x equal to 5 and 16x minus 9y minus 94. Okay, രണ്ട് ഇക്വേഷൻസ് നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്, ഐഡന്റിഫൈ ദ ഗിവൺ ലൈൻസ് ആസ് റിഗ്രഷൻ ലൈൻ ഓഫ് y on x and ലൈൻ ഓഫ് x on y എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം. അതായത് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വിട്ടുപോയോ, ഓക്കെടാ, നമുക്ക് ഇതാണ്. രണ്ട് ക്വസ്റ്റ്യനും സെയിം ആണ്. നമുക്ക് ആദ്യം ഇത് ചെയ്തിട്ട് അങ്ങോട്ട് പോവാം. ഓൾ റൈറ്റ്. അതായത് നമുക്ക് രണ്ട് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏത് ഇക്വേഷൻ ആണ് റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ, അല്ലെങ്കിൽ ഏത് ഇക്വേഷൻ ആണ് റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, നമ്മുടെ ടാസ്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഏതാണ് ഐഡന്റിഫൈ ചെയ്യലാണ്. അപ്പൊ ഇതേ ക്വസ്റ്റ്യൻ ഇതേ മെത്തേഡുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നോക്കിക്കേ, ഐഡന്റിഫൈ എന്ന് പറഞ്ഞിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെയും ചോദിക്കാം, അല്ലെങ്കിൽ എന്താണ്, വിച്ച് വൺ ഇസ് ദ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ, ഇങ്ങനെയും ചോദിക്കാം. അപ്പൊ ഐഡന്റിഫൈ എന്ന് പറഞ്ഞാലും നിങ്ങൾ ഇതേ ആൻസർ തന്നെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ മക്കളെ, ഇതിൽ ഏതാണ് റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ എന്ന് നമുക്ക് അറിയത്തില്ല. നമ്മൾ ഏതെങ്കിലും ഒന്നിനെ അസ്യൂം ചെയ്ത് അങ്ങ് എടുക്കുക. അസ്യൂം ഞാൻ ഫസ്റ്റത്തെ ഇക്വേഷൻ എടുക്കുകയാണ്. എന്ത്, 4x minus 5y plus 33 equal to 0 is regression equation ഓഫ് എക്സ് ഓൺ വൈ എന്ന് പറഞ്ഞെടുക്കുകയാണ്. റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ ആയിട്ട് ഞാൻ ആ ഫസ്റ്റ് ഇക്വേഷനെ അസ്യൂം ചെയ്തെടുത്തു. എടാ, അതിനെ ഫസ്റ്റ് അസ്യൂം ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടുന്ന, ഇനി നമ്മുടെ പ്രൊസീജിയർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചു. അതായത് ഇക്വേഷനിൽ
ഇപ്പൊ എക്സ് ഓൺ വൈ എന്ന് പറയുന്ന ഇക്വേഷൻ ആണെങ്കിൽ അതിൽ വൈന്റെ കോഎഫിഷ്യന്റ് ആയിരിക്കും എന്ത് വരിക, ബി എക്സ് വൈ എന്ന് പറഞ്ഞ കോഎഫിഷ്യന്റ് വരിക. അടുത്ത ഇക്വേഷൻ ഇതായിരിക്കുമല്ലോ, ഇതിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് ബി വൈ എക്സ് വരിക. ഇനി നമ്മൾ ഒരു കാര്യം കൂടെ പ്രോപ്പർട്ടിയിൽ പഠിച്ചിട്ടുണ്ട്, ബി വൈ എക്സ് ഇൻറ്റു ബി എക്സ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 കിട്ടണം. അപ്പോൾ നമ്മുടെ ഈ അസംഷൻ ശരിയാണെങ്കിൽ ഇത് ഇതേപോലെ കിട്ടും. ഇനി ഇതേപോലെ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ അസംഷൻ തെറ്റാണ്, ഇത് തിരിച്ചിട്ടാൽ മതി. പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നോക്കിയേ, നമ്മുടെ ഇക്വേഷൻ ഇവിടെ ഉണ്ട്, നമ്മുടെ ഇക്വേഷൻ ഇവിടെ നമ്മൾ എടുത്തു. ഇനി നമ്മൾ ഇത് എന്ത് ഇക്വേഷനാണ് നമ്മൾ എടുത്തത്, എക്സ് ഓൺ വൈ ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്തു അല്ലെ. എക്സ് ഓൺ വൈ ആണ് നമ്മൾ അസ്യൂം ചെയ്തു. എക്സ് ഓൺ വൈ ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് ഇതിനെ എഴുതാൻ പറ്റണം. അപ്പൊ നോക്കിയാൽ ഞാൻ ഇവിടെ ഉള്ള എല്ലാത്തിനും ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവാം. 5y മൈനസ് 33 എന്ന് എനിക്ക് എഴുതാൻ പറ്റും. എക്സ് ഇസ് ഈക്വൽ ടു 5/4y മൈനസ് 33/4 എന്ന് കിട്ടും. റെഡി അല്ലേ? എക്സ് ഇസ് ഈക്വൽ ടു 5/4y മൈനസ് 33/4 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ നോക്കിക്കേ, റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ ആണ് ഇത് എടുത്തത് അല്ലെ. എക്സ് ഓൺ വൈ, ഇതിലെ കോഎഫിഷ്യന്റ് ഓഫ് വൈ എന്താണോ അതാണ് നമ്മുടെ ബി എക്സ് വൈ. ഞാനിവിടെ എഴുതി വെക്കുകയാണ്, ബി എക്സ് വൈ ഇസ് ഈക്വൽ ടു 5/4 എന്ന് എഴുതി വെച്ചു. ഓൾ റൈറ്റ്. ഇനി എനിക്ക് y ഓൺ എക്സ് എന്നുള്ളതാണ് ബാക്കിയുള്ള ഇവിടെയുള്ള അടുത്ത ഇക്വേഷൻ. 20x മൈനസ് 9y മൈനസ് 107 ഇസ് ഈക്വൽ ടു 0. ഇത് ഏത് ഇക്വേഷൻ ആയിരിക്കും? ഒബ്വിയസ്ലി അപ്പം y ഓൺ എക്സ് ആയിരിക്കും. അപ്പൊ മൈനസ് 9y മാത്രം വെച്ച് ബാക്കി എല്ലാത്തിനും അങ്ങോട്ട് കൊണ്ടുപോവാണ്. മൈനസ് 20x പ്ലസ് 107. സോ y ഇസ് ഈക്വൽ ടു 20/9x പ്ലസ് 107/9 ഇങ്ങനെ വരും. ഓൾ റൈറ്റ്. അപ്പൊ ഇവിടുന്ന് നോക്കിക്കേ, ഇവിടുന്ന് ഇവിടെ -9 ഓൾറെഡി ഉണ്ട് അല്ലെ, -9 ഓൾറെഡി ഉണ്ട്. അപ്പൊ രണ്ടും കൂടെ പ്ലസ് ആവും. ഇവിടെ വരുമ്പോ ഇത് മൈനസ് ആയിട്ട് മാറും, ഇത് മൈനസ് ആവും. ഓക്കെ, സോ ഇവിടെ നോക്കിക്കേ, എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താണോ അതാണ് നമ്മുടെ ബി വൈ എക്സ്. സോ ബി വൈ എക്സ് ഇസ് ഈക്വൽ ടു 20/9 എന്ന് കിട്ടും. കിട്ടിയോ? 20/9 എന്ന് കിട്ടിയില്ലേ? ഇനിയാണ് നമ്മുടെ കാൽക്കുലേഷൻ. അപ്പൊ നമുക്ക് രണ്ട് കോഎഫിഷ്യൻസ് കിട്ടി, രണ്ട് റിഗ്രഷൻ കോഎഫിഷ്യൻസും കിട്ടി. ഇനി ബി എക്സ് വൈ ഇൻറ്റു ബി വൈ എക്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടുന്നത് നോക്കിയേ. ബി എക്സ് വൈ ഇസ് ഈക്വൽ ടു 5/4 ഇൻറ്റു 20/9. സോ ഇത് നമ്മളൊന്ന് കട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 5 × 5 25/9 എന്ന് കിട്ടും. എടാ 25/9 ഗ്രേറ്റർ ദാൻ 1 ആണോ ലെസ് ദാൻ 1 ആണോ മക്കളെ? 25/9 ഗ്രേറ്റർ ദാൻ 1 ആണോ ലെസ് ദാൻ 1 ആണോ? അത് ഒബ്വിയസ്ലി ഗ്രേറ്റർ ദാൻ 1 ആണ് അല്ലെ. പക്ഷെ നമ്മുടെ കണ്ടീഷൻ പ്രകാരം എന്താവണമായിരുന്നു, ബി വൈ എക്സ് ഇൻറ്റു ബി എക്സ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആവണമായിരുന്നു. അപ്പൊ ഇവിടെ ഒരു കോൺട്രഡിക്ഷൻ വന്നു. ബി എക്സ് വൈ ഇൻറ്റു ബി എ വൈ എക്സ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ് നമുക്ക് എവിടെയാ തെറ്റിയത്? നമ്മുടെ ഇവിടുത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ നമുക്ക് തെറ്റിയതാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ ഇവിടുത്തെ അസംഷൻ ഉണ്ടല്ലോ, അതായത് ഈ ഇക്വേഷൻ ആണ് എക്സ് ഓൺ വൈ എന്ന് നമ്മളെടുത്ത അസംഷനിലാണ് തെറ്റിയത്. അത് ഏത് ഇക്വേഷൻ ആയിരുന്നു? y ഓൺ എക്സ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇതാണ് എക്സ് ഓൺ വൈ. സോ വി ക്യാൻ സേ 20x minus 9y minus 107 equal to 0 is the regression equation of y on x. Sorry, x on y. Clear ആയോ? ഇങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻസ് ഐഡന്റിഫൈ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? ഇങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻസ് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇതേ ക്വസ്റ്റൻ ആണ് തൊട്ടപ്പുറത്തും വരുന്നത്. രണ്ട് ലൈൻസ് ഓഫ് റിഗ്രഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഐഡന്റിഫൈ ദ ലൈൻസ് ആസ് റിഗ്രഷൻ ലൈൻ ഓഫ് y on x and റിഗ്രഷൻ ലൈൻ ഓഫ് x on y. രണ്ടാമത്തേത് ഫൈൻഡ് ദ റിഗ്രഷൻ കോഎഫിഷ്യൻസ്, പിന്നെ കമ്പ്യൂട്ട് ദ കോറിലേഷൻ കോഎഫിഷ്യന്റ്. ഓക്കെ, അപ്പൊ ഇതേ സാധനം നോക്കിക്കേ. യെസ്, ഞാൻ അസ്യൂം ചെയ്യാണ്. ഫസ്റ്റ് ഞാൻ അസ്യൂം ചെയ്യാണ്. അസ്യൂം y minus x is equal to 5 is the regression equation of x on y. ഇത് ഞാൻ അങ്ങ് എടുത്തു, എന്റെ അസംഷൻ ആണ്. എങ്ങനെയാണെങ്കിൽ എന്താ, x on y ആണെങ്കിൽ x is equal to എന്ന് പറഞ്ഞ് എനിക്ക് കിട്ടും അല്ലെ. സോ ഇവിടുന്ന് എന്താ വരിക, y minus x is equal to 5 ആണ്. ഇവിടുന്ന് minus x is equal to 5 minus y അല്ലെങ്കിൽ x is equal to y minus 5 എന്ന് കിട്ടും. ഇവിടെ y യുടെ കോഎഫിഷ്യന്റ് എന്താണോ അതായിരിക്കും നമ്മുടെ bxy. സോ bxy is equal to y യുടെ കോഎഫിഷ്യന്റ് എത്രയാ മക്കളെ? 1 ആണ് വരുന്നത് അല്ലെ. bxy is equal to 1. ഇനി തൊട്ടടുത്ത ഇക്വേഷൻ എടുത്തു, അതായിരിക്കും എന്താ, ഇവിടെ ഞാൻ x on y എടുത്തു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ y on x എന്നാണ് നമ്മുടെ അസംഷൻ വരിക. സോ 16x equal to 9y minus 94. സോ ഇവിടുന്ന് എനിക്ക് വേണ്ടത് ഏതാ? y equal to എന്ന് പറയുന്ന രീതിയിലേക്കാണ്. സോ ഞാൻ 9y മാത്രം ഇവിടെ വെച്ചിട്ട് ഇതിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരികയാണ്. 16x plus 94 എന്ന് വരും. സോ y equal to 16/9x plus 94. ഓക്കെ, അപ്പൊ വൈയുടെ വാല്യൂ ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് എത്രയാ? 16/9. 16/9 ആണ് എക്സിന്റെ കോഎഫിഷ്യന്റ്. സോ byx എന്ത് വരും? byx 16/9 വരും. ഓക്കെ, ഇതിന്റെ രണ്ടിനെയും പ്രോഡക്റ്റ് എടുത്താലും എന്ത് തന്നെയാ വരുന്നത്?
പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാലും ഗ്രേറ്റർ ആ വരിക. അല്ല, 16/9 എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ അല്ലേ? യെസ്. bxy into byx is equal to 1 into 16/9. എടാ ഇത് 16/9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും 9ൽ ഒരു തവണയേ പോവുള്ളൂ. 1 എത്ര ബാക്കി വരിക? 16/9 1നേക്കാൾ മേലെയാ വരിക അല്ലേ? 1 point something വരും. ഒരു തവണ പോവും, ബാക്കി 7 വരും. ഓക്കെ, 1 point എന്ന് പറഞ്ഞു വരും. ഓക്കെ, 1.7 വരും. സോ ഗ്രേറ്റർ ദാൻ 1 ആണ്. ഗ്രേറ്റർ ദാൻ 1 ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നോ രക്ഷ. ഇതെന്താണ്? നമ്മുടെ അസംഷൻ തെറ്റിപ്പോയി. നമ്മുടെ അസംഷൻ തെറ്റിക്കഴിഞ്ഞാൽ എന്താ? നമ്മൾ എടുത്തത് y - x = 5 ആണ്, x on y എന്ന് എടുത്തു. ഇതായിരുന്നു y on x ആണ്. സോ y - x = 5 എന്നുള്ളത് ഏതാണ് മക്കളെ? അത് y on x ആണ്. y on x ആണ്. യെസ്, 1.7 ആണ് ആൻസർ. ആരൊക്കെയോ പറയുന്നുണ്ടല്ലേ? ഗുഡ്. ഓക്കെ, റെഡി ഗൈസ്? അപ്പൊ നമ്മുടെ ഇനിയുള്ള റിഗ്രഷൻ കോഎഫിഷ്യൻസ് എങ്ങനെയാ കണ്ടുപിടിക്കുക? ഇപ്പൊ നമ്മൾക്ക് അസംഷനിലാണ് bxy1 ഉം byx 16/9 ആണെന്ന് കിട്ടിയത്. അത് തെറ്റാണെന്ന് മനസ്സിലായി. ഇനി നമ്മുടെ ഇക്വേഷൻസ് ഏതാണ്? ഇതാണ് y on x. y - x = 5 എന്നുള്ളത് y on x ആണ്. അതുപോലെ 16x = 9y - 94 എന്നുള്ളതാണ് x on y എന്ന് പറയുന്നത്. ഇനി ഇവിടെ നിന്ന് വേണം നമ്മൾ കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കാൻ. സോ നമ്മൾ ഇവിടെ വരെ ചെയ്തു കഴിഞ്ഞാൽ, അതായത് ഈ ഭാഗം വരെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫസ്റ്റ് പാർട്ട് ഓക്കെ ആയി. ഇനി രണ്ടാമത്തെ പാർട്ട് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന്, അതായത് ഈ രണ്ട് ഇക്വേഷൻസിൽ നിന്ന് നമ്മൾ byx ഉം bxy ഉം കണ്ടുപിടിക്കണം. ഓൾ റൈറ്റ്. ഇപ്പൊ ഇവിടെ നോക്കിയേ, ഇതാണ് y on x എന്ന് പറഞ്ഞാൽ y = x + 5 എന്ന് കിട്ടും. സോ byx = 1. byx = 1. ഇനി ഇവിടെയോ 16x, ഇവിടെ നമുക്ക് x on y ആണ്. അപ്പം x is equal to എന്ന് പറഞ്ഞു കിട്ടണം അല്ലേ? സോ x is equal to 9/16 - 94/16 എന്നാ വരിക. അപ്പൊ y യുടെ കോഎഫിഷ്യൻസ് എത്രയാ? 9/16 ആണ്. സോ bxy എന്ന് പറഞ്ഞത് 9/16 ആണ്. ഈ ആൻസർ കിട്ടിയോ മക്കളെ? കിട്ടിയോ? ഓക്കെ അല്ലേ? സോ byx is equal to 1, bxy equal to 9/16. ഓക്കെ ഗൈസ്, അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത ചോദ്യം നോക്കിക്കേ. ദ റിഗ്രഷൻ കോഎഫിഷ്യൻസ് ഒബ്റ്റെയിൻഡ് ഇൻ ആൻ അനാലിസിസ്, അതായത് രണ്ട് കോഎഫിഷ്യൻസ് നമുക്ക് തന്നിട്ടുണ്ട്. byx is equal to -0.225 and bxy equal to -0.04. അങ്ങനെയാണെങ്കിൽ കോറിലേഷൻ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. കോറിലേഷൻ കോഎഫിഷ്യന്റും റിഗ്രഷൻ കോഎഫിഷ്യന്റും തമ്മിലുള്ള ഒരു റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +or- (byx into bxy ആണ്. നമ്മൾ രണ്ട് റിഗ്രഷൻ കോഎഫിഷ്യന്റുകളെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. byx into bxy ചെയ്യാം. സോ r is equal to +or-√(-0.225 into -0.04 എന്ന് വരും. സോ ഇതിന്റെ ആൻസർ കിട്ടുക +or-√(0.09 എന്നാ. എടാ 0.09 റൂട്ട് എത്രയാ? +or-0.3. ക്ലിയർ? +or-0.3. ഓക്കെ, ഇനി നമുക്ക് ചെറിയൊരു റിഗ്രഷൻ കോഎഫിഷ്യന്റിന്റെ ഒരു തിയറിയാണ്. അതായത് ഇതിൽ നിന്ന് നമ്മൾ കറക്റ്റ് ആൻസർ എടുക്കുക. ഇഫ് റിഗ്രഷൻ കോഎഫിഷ്യന്റ് ഓഫ് വൺ ഓഫ് ദി റിഗ്രഷൻ കോഎഫിഷ്യന്റ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ, നമുക്ക് രണ്ട് റിഗ്രഷൻ കോഎഫിഷ്യന്റ് ഇല്ലേ? bxy ഉം byx ഉം. ഇതിൽ ഏതെങ്കിലും ഒന്ന് 1നേക്കാൾ വലുതാണെങ്കിൽ മറ്റത് എന്തായിരിക്കണം എന്നുള്ളതാണ്. ഇവിടെ ഒന്ന് വലുതാണെങ്കിൽ മറ്റത് ഒബ്വിയസ്ലി എന്തായിരിക്കണം? ചെറുതായിരിക്കണം. ലെസ് ദാൻ 1 എന്നുള്ളതാണ് ആൻസർ വരിക. ക്ലിയർ? ഇനി ഇത്രയും നേരം നമ്മൾ പഠിച്ച റിഗ്രഷൻ ലൈനും റിഗ്രഷൻ കോഎഫിഷ്യൻസും അതൊക്കെ ഏത് രീതിയിലാണ് ഒരു വേർഡ് പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ഫോളോയിങ് ടേബിൾ ഗിവ്സ് ദി ഏജ് ഓഫ് കാർസ് ഓഫ് എ സർട്ടൻ മേക്ക് ആൻഡ് ദി ആനുവൽ മെയിൻ്റനൻസ് കോസ്റ്റ്. അതായത് ഒരു കാറിന്റെ ഏജ് ഇൻ വർഷങ്ങളിൽ, ഇപ്പൊ 2 വർഷം എന്നുള്ളത്, അല്ലെങ്കിൽ 3 വർഷം 4 വർഷം, അങ്ങനെ കാറിന്റെ ഏജ് നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ ഈ വർഷങ്ങളിലൊക്കെ എത്രയാണ് ഇതിന്റെ മെയിൻ്റനൻസ് കോസ്റ്റ് വരിക എന്നുള്ളതും നമ്മുടെ ടേബിളിലുണ്ട്. ഇപ്പൊ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 ആണ്, 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20,000 ആണ്. അങ്ങനെ മെയിൻ്റനൻസ് കോസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എസ്റ്റിമേറ്റ് ദ മെയിൻ്റനൻസ് കോസ്റ്റ് ഓഫ് എ കാർ വിത്ത് ഏജ് 5 years എന്നുള്ളതാണ്. 5 years നമുക്ക് ഇവിടെ തന്നിട്ടുണ്ടോ? തന്നിട്ടില്ല. അപ്പൊ ഇങ്ങനെയാണ് പ്രോബ്ലംസ് വരിക. ഇവിടെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത് കണ്ടുപിടിക്കലാണ് റിഗ്രഷൻ അനാലിസിസിന്റെ പ്രോബ്ലം എന്ന് പറയുന്നത്. നമ്മളിവിടെ ചെയ്യേണ്ടത് ഈ ബൈവേരിയേറ്റ് ഡേറ്റയിൽ ഒന്ന് എക്സും ഒന്ന് വൈയും ആയിട്ട് എടുക്കാം. ഓക്കെ, ഒന്ന് എക്സും ഒന്ന് വൈയും ആയിട്ട് എടുക്കാം. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്?
എസ്റ്റിമേറ്റ് ദ മെയിൻ്റനൻസ് കോസ്റ്റ് എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ y ആണ് കണ്ടുപിടിക്കേണ്ടത്. y കണ്ടുപിടിക്കുക ഫോർ എ ഗിവൺ വാല്യൂ ഓഫ് എക്സ്. എക്സിന്റെ വാല്യൂ ഇവിടെ എത്ര തന്നിരിക്കുന്നത്? 5 ആണ് തന്നിരിക്കുന്നത് അല്ലെ. 5ന് എക്സിന്റെ വാല്യൂ 5 ആവുന്ന സമയത്ത് വൈയുടെ വാല്യൂ മെയിൻ്റനൻസ് ഓഫ് കോസ്റ്റ് എത്രയാന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓൾ റൈറ്റ്. അപ്പൊ നമുക്ക് y കണ്ടുപിടിക്കണം. എപ്പോ എക്സിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പൊ y ഓൺ എക്സ് ആണ് നമ്മുടെ റിഗ്രഷൻ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. y ഓൺ എക്സ് വരുമ്പോ എന്താ? y മൈനസ് y ബാർ ഈക്വൽ ടു byx ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ ആണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിലുള്ള ഓരോ ടേംസും കണ്ടുപിടിക്കണം. y ബാർ എങ്ങനെയാ കണ്ടുപിടിക്കുക? ഇതിലുള്ള എല്ലാ വാല്യൂസും സം ചെയ്യുന്നു, ടോട്ടലി 4 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് എക്സ് ബാറും. ഇനി byx എങ്ങനെ മക്കളെ നമ്മൾ കണ്ടുപിടിക്കുന്നത്? അതായത് കോറിലേഷൻ റിഗ്രഷൻ കോഎഫിഷ്യന്റ് ഓഫ് y ഓൺ എക്സ് എന്ന് പറഞ്ഞാൽ n ഇൻറ്റു സിഗ്മ എക്സ് വൈ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുന്നു, മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ബൈ n ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ദി ഹോൾ സ്ക്വയർ. ഓക്കെ, ഇതാണ് നമ്മുടെ byx, കോവേരിയൻസ് ഓഫ് എക്സ് ബൈ വൈ, കോവേരിയൻസ് ഓഫ് എക്സ്. ഓൾ റൈറ്റ്. നോക്കിക്കേ, അപ്പൊ ഇവിടെ നിന്ന് ഈ ടേബിളിൽ നമ്മൾ ജസ്റ്റ് എക്സും വൈയും കണ്ടുപിടിച്ച് സിഗ്മ എക്സ് സിഗ്മ വൈ വേണം. പിന്നെ എന്താ വേണ്ടത്? സിഗ്മ എക്സ് വൈ വേണം അല്ലെ. അപ്പൊ എക്സ് വൈ ജസ്റ്റ് എക്സും വൈയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ടേബിൾ 2 ഇൻറ്റു 10 20 4 ഇൻറ്റു 20 അങ്ങനെ എക്സ് വൈയുടെ ടേബിൾ നമ്മൾ എഴുതി. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സിഗ്മ എക്സ് വൈ 490 ആണ് കിട്ടുന്നത്. പിന്നെ ഇവിടെ എന്താ വേണ്ടത്? സിഗ്മ എക്സ് വൈ ആയി, സിഗ്മ എക്സും സിഗ്മ വൈയും ആയി, സിഗ്മ എക്സ് സ്ക്വയർ വേണം. അപ്പൊ എക്സ് സ്ക്വയറിന്റെ ടേംസ് എല്ലാം എടുത്ത് അത് ആഡ് ചെയ്ത വാല്യൂം കൂടെ വേണം, സിഗ്മ എക്സിന്റെ ഹോൾ സ്ക്വയർ കൂടെ വേണം. ഇത്രയും വാല്യൂസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ byx നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ഇവിടെ കണ്ടുപിടിക്കാം അല്ലെ. byx ഈക്വൽ ടു ഇവിടെ എത്രയാണ് n ഉള്ളത്? 1 2 3 4. അപ്പൊ n നമ്മുടെ 4 ആയിട്ടാണ് വരിക. ഓൾ റൈറ്റ്. സോ 4 ഇൻറ്റു സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ എക്സ് വൈ, സിഗ്മ എക്സ് വൈ ആണ് 490. സോ 4 ഇൻറ്റു 490 മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ, നോക്കിക്കേ സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ 20 ഇൻറ്റു 85 ആണ്, ഡിവൈഡഡ് ബൈ n ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയറിന്റെ സിഗ്മ നമ്മൾ എത്ര എടുത്തത്? 120 ആണ് അല്ലെ. അപ്പൊ 4 ഇൻറ്റു 120 വരും താഴെ, മൈനസ് 20 ദ ഹോൾ സ്ക്വയർ. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 3.25 എന്ന് പറഞ്ഞ് byx കിട്ടും. എടാ byx കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എക്സ് ബാറും y ബാറും ഓൾറെഡി ഇവിടെ കണ്ടുപിടിക്കാം. സം എടുക്കുന്നതാ, ഇവിടെ സം നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ലേ? ഇത് ഡിവൈഡഡ് ബൈ n 4 ചെയ്ത് കഴിഞ്ഞാൽ എക്സിന്റെ മീൻ വാല്യൂ കിട്ടും. 85/4 ചെയ്ത് കഴിഞ്ഞാൽ വൈന്റെ മീൻ വാല്യൂ നമുക്ക് കിട്ടും. അപ്പൊ അത് നമുക്ക് 5ഉം 7.5ഉം ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇതാ ജസ്റ്റ് ആ ഇക്വേഷനിൽ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് y ഓൺ എക്സ് കിട്ടും. ക്ലിയർ അല്ലേ മക്കളെ? ഇനി ഇവിടെ ജസ്റ്റ് എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ എത്ര കൊടുക്കണം? 5 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വൈയുടെ വാല്യൂ കിട്ടും അല്ലെ. സോ 3.25 ഇൻറ്റു 5, 3.25 ഇൻറ്റു 5 മൈനസ് y ഈക്വൽ ടു 8.75 എന്ന് വരും, 8.75. സോ മൈനസ് y ഈക്വൽ ടു 8.75 മൈനസ് 3.25 ഇൻറ്റു 5 16.25 വരും. ഓക്കെ, അപ്പൊ 16.25 മൈനസ് 8.75 എത്രയാ? 7.5 ആ വരിക. സോ മൈനസ് y ഈക്വൽ ടു 7.5 അല്ല, മൈനസ് y ഈക്വൽ ടു മൈനസ് 7.5, y ഈക്വൽ ടു 7.5 ഇൻ തൗസൻഡ്സ് ആണ്. നമ്മൾ കണ്ടുപിടിച്ചത് എന്താണ്? മെയിൻ്റനൻസ് കോസ്റ്റ് ഇൻ തൗസൻഡ്സ് ആണ് അല്ലെ. അപ്പൊ 7.5 ഇൻറ്റു 1000 അത്രയും 7500 അല്ലെ. 7.5 ഇൻറ്റു 1000 ആണ് വരിക. ഓക്കെ, ഇത്രയായിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. ഇത്രയാണ് നമ്മുടെ കോസ്റ്റ് വരിക. ഓൾ റൈറ്റ്. 5 വർഷത്തേക്ക് നമുക്ക് 7500 ആണ് വില വരിക. ക്ലിയർ അല്ലേ? ഇങ്ങനെയാണ് റിഗ്രഷൻ ഇക്വേഷന്റെ വേർഡ് പ്രോബ്ലംസ് നമുക്ക് വരിക. ഇങ്ങനെ ഒരു മെയിൻ്റനൻസ് കോസ്റ്റ്, ഒരു ബൈവേരിയറ്റ് ഡേറ്റ തരും, അതിലൊരു എക്സും വൈയും നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കണം. അതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും കണ്ടുപിടിക്കാൻ പറയാം. അപ്പൊ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്, നമ്മൾ എടുത്ത എക്സ് ആണ് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ യൂസ് ചെയ്യുക. നമ്മൾ കണ്ടുപിടിച്ച വൈ ആണ് കണ്ടുപിടിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സ് കണ്ടുപിടിക്കുക. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ടേബിൾ വരച്ചു കഴിഞ്ഞാൽ ഈ ഫോർമുലയാണ് നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത്. ഈ ഫോർമുല അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ടേബിൾ നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാം അല്ലെ. n ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ n ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ. സിഗ്മ എക്സിന്റെ സ്ക്വയർ ആണ് അല്ലെ, എക്സിന്റെ സ്ക്വയറിന്റെ സിഗ്മയാണ് അല്ലെ, മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് ആണ്. ഓക്കെ മക്കളെ, സോ ഇത്രയാണ് റിഗ്രഷൻ അനാലിസിസിൽ നിന്ന് കഴിഞ്ഞു. റിഗ്രഷൻ അനാലിസിസിൽ നിന്ന് നമുക്ക് വരുന്ന ചോദ്യങ്ങൾ. ഓൾ റൈറ്റ്. ഇത്രയും കുറെ കാലങ്ങളായിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചു വന്നിട്ടുള്ളത്. അപ്പൊ വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. റിഗ്രഷൻ ഇക്വേഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടും. സോ ബാക്കിയുള്ളതിലും നമുക്ക് പ്രോബ്ലംസ് തന്നെ കൂടുതൽ അങ്ങനെ ചെയ്ത് പോകുന്നതാണ് നല്ലത്. ഓൾ റൈറ്റ് മക്കളെ. ഓക്കെ, സോ ഗൈസ് ഇനിയും നമുക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് തീർക്കാനുണ്ട്.
എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. നാളത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് എക്സാം എന്തായാലും എളുപ്പമായിട്ട് നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റും. ഓൾ റൈറ്റ്, യെസ്. വീണ്ടും അനു മിസ് വരുന്നുണ്ടല്ലോ. എന്താ അനു മിസ്സേ? ഒരു പാട്ട് പാടാൻ ആഗ്രഹം തോന്നി വന്നതാ. പാട്ട് പാടാൻ? ഓക്കെ, ഏത് പാട്ടാ പാടാൻ പോന്നെ? നമ്മുടെ മറ്റേ ഈ പാട്ട് പാടിയാലോ, ഏത്? തനതിന്ത താനാതിന്ത താനാദിന്ദത്തിന്തിന്നോ തനദിന്ദത്താനാദിന്ദത്താനാദിന്ദത്തിന്തിന്നോ ചെമ്പാവ് പുന്നെല്ലിൻ ചോറോ നല്ല മുത്താരം മിന്നുന്ന മുല്ലപ്പൂച്ചിരിയോ. നമുക്ക് ബിസിനസ് ഒക്കെ നാളെ വരുന്നുണ്ട്. ഡോണ്ട് വറി. നാളെ വരുന്നുണ്ട്. ഡോണ്ട് വറി. ഓക്കെ, ഇനി റുസ്താ മിസ് അല്ലേ? യെസ്. ഓക്കെ റുസ്താ മിസ്. ബൈ. മൈക്ക് തന്നില്ലെങ്കിൽ ഓക്കെ, ബൈ 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 ബൈ. യെസ്, മക്കളെ, അപ്പൊ നമ്മള് തേർഡ് ചാപ്റ്ററിലേക്ക് കടക്കല്ലേ. എടാ, എക്സാമിന് ഒരു 10 ചാപ്റ്റേഴ്സ് ആണ് ഇന്ന് നമ്മൾ ലൈവ് തരാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആക്ച്വലി ഒരു 9-10 എന്നുള്ള ആ ഒരു പ്രോബബിലിറ്റിയിലാണ് നമ്മൾ. സ്കൂളിൽ എന്താ പറഞ്ഞേ? ഒന്ന് പറഞ്ഞേ, സ്കൂളിൽ എന്താ പറഞ്ഞേ? അപ്പൊ ആദ്യം ഞാൻ പരിചയപ്പെടുത്താം. ഇവരിങ്ങനെ പേര് പറഞ്ഞ് നിങ്ങൾ ഇപ്പൊ കേട്ടിട്ടുണ്ടാവും. റുഷ്ദ എന്നാട്ടോ എന്റെ പേര്, റുഷ്ദ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങല്ലേ. അപ്പൊ ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ 3ഉം 4ഉം ഒന്നിച്ചങ്ങ് പഠിക്കാൻ പോവാണ്. 5ഉം 6ഉം ഞാൻ തന്നെ നിങ്ങളെ പഠിപ്പിക്കുക. പക്ഷെ ഒരു ഇച്ചിരി ബ്രേക്കിന് വേണ്ടി ഇടയ്ക്കൊന്ന് ഷാമിൽ സർ ഒരു ചാപ്റ്റർ ആയിട്ട് വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് 5th and 6th ചാപ്റ്റേഴ്സ് കൂടി പഠിക്കാം. റൈറ്റ്, ഓക്കെ അല്ലേ? അപ്പൊ ഇവരൊക്കെ തമ്മിൽ അത്യാവശ്യം ബന്ധമുണ്ട് കേട്ടോ. എലിമെന്ററി കാൽക്കുലസ് ബാക്കി ചാപ്റ്റേഴ്സുമായിട്ട് അത്ര ബന്ധമൊന്നുമില്ല. ബട്ട് സ്റ്റിൽ ഇന്റഗ്രേഷൻ ഒക്കെ നമുക്ക് ആവശ്യമാണ്. ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന റാൻഡം വേരിയബിൾസ്, ഡിസ്ക്രീറ്റ് റാൻഡം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തമ്മിൽ കണക്റ്റഡ് ആണ് കേട്ടോ. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് ഒക്കെ 13 ചാപ്റ്റേഴ്സ് എന്നാണോ സ്കൂളിൽ നിന്ന് പറഞ്ഞേ? എന്നാ പിന്നെ അവർക്ക് ഇത് പബ്ലിക് ആയിട്ട് പ്രഖ്യാപിച്ചാൽ പോരെ അല്ലേ? വെറുതെ മനുഷ്യന് ക്രിസ്മസ് സെക്കൻഡ് ടേം എന്നൊക്കെ പറഞ്ഞിട്ട് മൊത്തം ചാപ്റ്റർ എടുത്ത് എക്സാമിന് ഇടാനാണെങ്കിൽ പിന്നെ ഇത് പബ്ലിക് ആയിട്ട് അങ്ങ് പ്രഖ്യാപിച്ചാൽ പോരെ. എന്ത് മനുഷ്യന്മാരാണ്. എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ. മാക്സിമം ചാപ്റ്റേഴ്സ് നമ്മൾ തന്നെ ലൈവിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. റൈറ്റ്, അപ്പൊ തുടങ്ങല്ലേടാ. യെസ്, അപ്പൊ എലിമെന്ററി കാൽക്കുലസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 2 റിസൾട്ട്സ് നന്നായിട്ട് അറിഞ്ഞാൽ ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. എപ്പോഴും എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്. തുടങ്ങല്ലേ? അപ്പൊ നിങ്ങൾ റെസ്പോണ്ട് ചെയ്തോണ്ടിരിക്കണം കേട്ടോ. ഞാൻ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും, നിങ്ങൾ അതിന്റെ ആൻസർ പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ലാണ്ട് നിങ്ങൾ വെറുതെ ഉള്ള വർത്താനം ഇവിടെ നടക്കില്ല കേട്ടോ. അതായത് ഞാൻ ഭീഷണിപ്പെടുത്തിയതല്ല, പക്ഷേ നിങ്ങൾ പഠിക്കണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കുക, ആൻസർ പറയാ. ആ ഒരു മെത്തേഡ് ആയിരിക്കും നമുക്ക് നല്ലത്. എന്റെ സ്ഥലം ആരോ ചോദിച്ചു, കോഴിക്കോടാണ് കേട്ടോ. അപ്പൊ നമ്മൾ തുടങ്ങുകയാണ്. എലിമെന്ററി കാൽക്കുലസിൽ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് x³ പ്ലസ് x പ്ലസ് 1. നമുക്കില്ലടാ ഓരോ ക്വസ്റ്റ്യൻ അനുസരിച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവാം. സോ നിങ്ങൾ നോക്കിക്കേ, x³ പ്ലസ് x പ്ലസ് 1ന്റെ ഡെറിവേറ്റീവ് ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യുക? x³ ഡെറിവേറ്റീവ് കാണുക, x ഡെറിവേറ്റീവ് കാണുക, 1ന്റെ ഡെറിവേറ്റീവ് കാണുക, അവരെ പ്ലസ് ചെയ്യുക. സോ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇങ്ങനെ ഒന്നിലധികം ഫംഗ്ഷൻസ് വന്നാൽ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് ഡെറിവേറ്റീവ് എടുക്കുക, എന്നിട്ട് അവരുടെ സം എടുക്കുക. നിങ്ങൾ പറ, ഏറ്റവും ആദ്യത്തെ എന്റെ ക്വസ്റ്റ്യൻ ഇതാണ് ഡിഫറൻസിയേഷൻ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട റിസൾട്ട്. d/dx അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് x⁻n. d/dx ഓഫ് x⁻n എന്താടാ? പെട്ടെന്ന് പറ d/dx ഓഫ് x⁻n എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു, യെസ്, ഇറ്റ് ഈസ് nx⁻n-1. അതായത് d/dx ഓഫ് x³ എന്ന് പറഞ്ഞാൽ n പകരം 3 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? റിസൾട്ടിൽ n പകരം 3 എന്ന് കൊടുത്താൽ 3 into x⁻³ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 3x². കറക്റ്റ് ആണോ? ഒന്ന് പറഞ്ഞേ, കറക്റ്റ് ആണോ? അപ്പൊ നമ്മളിപ്പോ എന്താ ചെയ്തത്? നിങ്ങൾ നോക്കുക, നമ്മുടെ കയ്യിൽ 3 ടേംസ് ഉണ്ട്. ആദ്യം x³ ആണ്. അപ്പൊ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എന്താടാ? 3x² എന്നാണ്. സംഭവം ഇത്രയേ ഉള്ളൂ. x³ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ പവർ ആയിട്ടുള്ള 3 ഇല്ലേ, അതിനെ നമ്മൾ പിടിച്ച് മുന്നോട്ടിടുക. അപ്പൊ നമുക്ക് 3 എന്ന് കിട്ടി. എന്നിട്ട് എന്ത് ചെയ്യുക? എക്സിന്റെ പവർ 1 കുറയ്ക്കുക. പവർ ആയിട്ടുള്ള 3നെ പിടിച്ച് മുന്നോട്ടിടുക, എക്സിന്റെ പവർ 1 കുറയ്ക്കുക, 3x² എന്ന് കിട്ടും. ഇനി അടുത്തതോ എക്സ് ആണ്. എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ മക്കളെ? ഇപ്പൊ പഠിച്ചോ, എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്. എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്. ഇനി 1ന്റെ ഡെറിവേറ്റീവ് എന്താ? 1ന്റെ ഡെറിവേറ്റീവ് 1 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. 1, 2, 3, 5, 10, 20, 100 ഇവരൊക്കെ കോൺസ്റ്റന്റ്സ് ആണ്. കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് എന്താണ്? വേഗം ഒന്ന് പറഞ്ഞേ. ഞാൻ ഈ പറഞ്ഞെന്ന് നിങ്ങളോട് പറയാന്നല്ലാണ്ട് നിങ്ങൾ ഇത് പറയുന്നില്ലല്ലോ. യെസ്, കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് എന്താടാ? 0 ആണ് അല്ലേ? യെസ്, അപ്പൊ 1ന്റെ ഡെറിവേറ്റീവ് 0 ആണ്. നമുക്ക് വേണ്ട 3 ആൾക്കാരുടെയും ഡെറിവേറ്റീവ്സ് കിട്ടിയില്ലേ? x³ 3x² ആണ്, x-ന്റേത് 1 ആണ്, 1ന്റേത് 0 ആണ്. ഇനി എന്താ ചെയ്യാ? നമുക്ക് വേണ്ടത് നമ്മുടെ f എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ്. ഇതിന് ഞാൻ f എന്ന് വിളിക്കുകയാണെങ്കിൽ f' എന്ന് ഞാൻ ഡെറിവേറ്റീവിനെ വിളിക്കുകയാണ്. ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു x³ ഡെറിവേറ്റീവ് 3x² പ്ലസ് x-ന്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് 1ന്റെ ഡെറിവേറ്റീവ് 0. അപ്പൊ ആൻസർ എന്താ വരിക? ദിസ് ഈസ് ഈക്വൽ ടു 3x² പ്ലസ് 1. കാരണം 0നെ നമ്മൾ ആഡ് ചെയ്യില്ല. ക്ലിയർ ആണോ? ഇത് എല്ലാവർക്കും സെറ്റ് ആണോ? ഒരു ഫംഗ്ഷൻ തന്നാൽ അതിന്റെ ഡെറിവേറ്റീവ് എടുക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ? ഒന്ന് നോക്കിയിട്ട് പറ. ഓക്കെ ആണോ?
അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഫൈൻഡ് ദ സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ദി ഫംഗ്ഷൻ y is equal to 4x cube minus 2x square plus 7x plus 9. സോ ഇവിടെ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വാട്ട് ഇസ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ? ഇവിടെ ഒന്നുമില്ല. ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ dy/dx കാണുന്നു, അതായത് ഒരു തവണ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ആ പേര് പോലെ തന്നെ 2 ടൈംസ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സോ ഓൾറെഡി ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്താൽ നമുക്ക് ഒരു ഡെറിവേറ്റീവ് കിട്ടും. അതിനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്താൽ we get the second derivative. ഞാൻ ഈ പറഞ്ഞ റിസൾട്ട് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. x raised to n ന്റെ nx−1 ആണ്, x ന്റെ 1 ആണ്, 1 ന്റെ 0 ആണ്. ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. നമുക്ക് നോക്കാം. 1 എന്നല്ല കേട്ടോ, കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് 0 ആണ്. തുടങ്ങല്ലേ? നോക്കിക്കോ. 4x ക്യൂബ് മൈനസ് 2x സ്ക്വയർ പ്ലസ് 7x പ്ലസ് 9. നിങ്ങൾ ആദ്യം നോട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? നമുക്ക് ആദ്യം dy/dx എഴുതാം അല്ലെ. dy/dx എഴുതുമ്പോൾ ഇവിടെ നേരത്തെ പോലെയല്ല, മുമ്പിൽ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അതായത് എക്സിന്റെയും എക്സ് സ്ക്വയറിന്റെ ഒക്കെ കൂടെ 4, 2, 7 എന്നൊക്കെ പറഞ്ഞിട്ട് കോഎഫിഷ്യൻസ് വരുന്നുണ്ട്. 1 അല്ലാത്ത കോഎഫിഷ്യൻസ് 4, 2, 7. എടാ നിങ്ങൾ 4 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്, എന്നാ പിന്നെ കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് 0 ആണെന്ന് വിചാരിച്ചിട്ട് ഇവിടെ മൊത്തത്തിൽ അങ്ങ് 0 എന്ന് എഴുതാൻ പാടുണ്ടോ? ഇല്ല. മനസ്സിലാക്കുക. പ്ലസ് ഫോമിൽ, അതായത് ഇപ്പൊ ഇവിടെ നോക്കിക്കേ, +9 എന്ന് പറഞ്ഞിട്ട് കോൺസ്റ്റന്റ് വന്നിട്ടുണ്ട്. ഇങ്ങനെ എഡീഷൻ ഫോമിൽ കോൺസ്റ്റന്റ് ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴാണ് നമ്മൾ അവരുടെ ഡെറിവേറ്റീവ് 0 ആയിട്ട് കൺസിഡർ ചെയ്യുക. അല്ലാണ്ട് ഒരിക്കലും എക്സ് സ്ക്വയറിന്റെ കൂടെയോ എക്സ് ക്യൂബിന്റെ കൂടെയോ ഒക്കെ കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾ കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0 ആണ് എന്ന കോൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് ആൻസർ 0 എന്ന് എഴുതി വെക്കരുത്. ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. സോ ആദ്യം 4x ക്യൂബിന്റെ ഡെറിവേറ്റീവ് ആണ് നമുക്ക് വേണ്ടത്. എങ്ങനെയാ വരികയെന്നറിയോ? ആ 4 ഇല്ലടാ, അതിന് നിങ്ങൾ ഒരു മാറ്റവും വരുത്തണ്ട, അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുക. 4x ക്യൂബിലെ 4 ആയിട്ട് തന്നെ നിൽക്കട്ടെ. ഇനിയോ എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് നമ്മൾ എടുക്കണം. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടേ ഉള്ളൂ, 3നെ താഴോട്ട് എടുക്കുക, എക്സിന്റെ പവർ 1 കുറയ്ക്കുക, 4 × 3 x സ്ക്വയർ എന്ന് വരും. മൈനസ് 2x സ്ക്വയറിൽ 2 അവിടെ തന്നെ നിൽക്കട്ടെ. ഇനി നമ്മൾ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എടുക്കും. എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 താഴേക്ക് വരും, എക്സിന്റെ പവർ 1 കുറയും, അതായത് x⁻1 അല്ലെങ്കിൽ x ആയിട്ട് മാറും. അപ്പൊ നമുക്ക് സെക്കൻഡ് ടേമിന്റെ ഡെറിവേറ്റീവ് കിട്ടി. അടുത്തതോ 7x ആണ്. 7 നിങ്ങൾ അങ്ങനെ തന്നെ എഴുതുക. എക്സിന്റെ ഡെറിവേറ്റീവ് എന്തായിരുന്നു? 1 ആണ്. സോ 7 എന്ന് വന്നു. അവസാനം 9ന്റെ ഡെറിവേറ്റീവ്. 9 is a constant, hence derivative is equal to 0. അപ്പൊ നമുക്ക് 4 ടേംസിന്റെയും ഡെറിവേറ്റീവ് കിട്ടി. ആൻസർ എന്താ വരിക? 4 × 3 ആദ്യം വരും. 4 × 3 എന്ന് പറഞ്ഞാൽ 12x സ്ക്വയർ എന്ന് വരും. മൈനസ് നോക്കിക്കേ, 2 × 2 4x പ്ലസ് 7 × 1 7 പ്ലസ് 0 നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. സോ ദിസ് ഈസ് ഈക്വൽ ടു dy/dx. ഓക്കെ ആണോ? dy/dx ഓക്കെ ആണോ എന്ന് പറഞ്ഞേ, വേഗം പറഞ്ഞേ. dy/dx ഓക്കെ ആണോ? റൈറ്റ്? യെസ്. അപ്പൊ ഈ രീതിയിൽ നമ്മൾ ഓരോ ടേംസിന്റെ ഡെറിവേറ്റീവ് എടുത്തപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്. ആൻഡ് സെക്കൻഡ് ഡെറിവേറ്റീവിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക d²y/dx² എന്നാണ് കേട്ടോ. എങ്ങനെയാ d²y/dx² കാണുക? ഒരു വ്യത്യാസവും ഇല്ലടാ. dy/dxനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അവിടെ നമ്മൾ ഇപ്പൊ യൂസ് ചെയ്ത അതേ റൂൾസ് ആണ് യൂസ് ചെയ്യുക. ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ട ഫംഗ്ഷൻ ആരാ? നോക്കിക്കേ, dy/dx എന്ന് പറഞ്ഞാൽ 12x² മൈനസ് 4x പ്ലസ് 7 ആണ്. നമുക്ക് തുടങ്ങാം. ആദ്യം 12x² ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ 12 × x² ഡെറിവേറ്റീവ്, ദാറ്റ് ഈസ് 2x, മൈനസ് 4x ഡെറിവേറ്റീവ് 4. 17ന്റെ ഡെറിവേറ്റീവ് 0 ആണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. 12 × 2 24x മൈനസ് 4. എടാ എവിടെ? നിങ്ങളുടെ കമന്റ് കാണുന്നില്ലല്ലോ. നിങ്ങൾ സെക്കൻഡ് ഡെറിവേറ്റീവ് പെട്ടെന്ന് എഴുതാൻ പറ്റില്ലായിരുന്നോ? നിങ്ങൾക്ക് 24x മൈനസ് 4 ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് കമന്റ് ചെയ്യാൻ പറയില്ല. കാരണം എക്സാമിന്റെ തലേന്ന് ഇരുന്ന് നിങ്ങൾ അതിന് സമയം കളയണ്ട. പക്ഷെ എളുപ്പമുള്ളതൊക്കെ നിങ്ങൾ പറ കേട്ടോ. റൈറ്റ്? അപ്പൊ ഇതെന്താണ്? സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 24x മൈനസ് 4. വെരി ഗുഡ്, വെരി ഗുഡ്. അനശ്വര. യാ, യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഇന്റഗ്രൽ 0 to 2x² മൈനസ് 2 dx. പിന്നെ ആരാടാ പറഞ്ഞ? നാജിയ. യെസ്, കിട്ടുന്നുണ്ടല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. യാ, അങ്ങനെയാണെങ്കിൽ x² മൈനസ് 2 dx ഇന്റഗ്രേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ഫ്രം 0 to 2. അപ്പൊ ആദ്യം നമ്മൾ x² മൈനസ് 2 എന്ന് പറയുന്ന ഇന്റഗ്രന്റ് ഒന്ന് ഫോക്കസ് ചെയ്യാണ്. ആദ്യം നമുക്ക് x² ഇന്റഗ്രൽ എടുക്കണം, പിന്നെ നമുക്ക് 2ന്റെ ഇന്റഗ്രൽ എടുക്കണം. മനസ്സിലാക്കി വെച്ചോ. ഇന്റഗ്രൽ x⁻n dx എന്ന് പറഞ്ഞാൽ, ഇന്റഗ്രൽ x⁻n dx എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ ഡെറിവേറ്റീവ് പറഞ്ഞപ്പോൾ nx⁻n−1 ആയിരുന്നു. ഡെറിവേറ്റീവും ഇന്റഗ്രലും കൂടി മിക്സ് ആക്കാറുണ്ട് പിള്ളേര്. പക്ഷെ അത് ചെയ്യരുത്. x⁻n ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ x⁻n+1/n+1 ആണ്. അതായത് എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ 2 ഇല്ലടാ, അതൊന്നുകൂടി ആഡ് ചെയ്യുക. അതായത് x⁻2+1 എന്ന് വരും. അതേ 2+1 താഴെ കൊടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു x³ 3. ഇതേപോലെ ഇവിടെ നമുക്ക് ചോദിച്ചിട്ടുള്ളത് എന്താണ്? യെസ്, ഇവിടെ x² ഇന്റഗ്രൽ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? സോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? x⁻2+1/2+1 ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു x³ 3. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ലെഫ്റ്റ് സൈഡിൽ നമ്മൾ
ഇന്റഗ്രൽ 0 to 2 x square minus 2 dx സ്റ്റാർട്ട് ചെയ്യാണ്. which is equal to എടാ ഈ 0 to 2 എന്ന് പറയുന്നില്ലേ ഡെഫിനിറ്റ് ഇന്റർവെലിന്റെ ഈ ലിമിറ്റ്സ് അത് അവിടെ വെക്കുക കേട്ടോ. അത് നമുക്ക് അവസാന നടപടിയാക്കാം. അതുവരെ ജസ്റ്റ് അതിനെ ഇങ്ങനെ കൊണ്ടുപോകാം ഓരോ സ്റ്റെപ്പിലും. നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്നറിയോ, ഈ പറയുന്ന ഇന്റഗ്രേഷൻ ആദ്യം ചെയ്യണം. ആദ്യം എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രൽ നമ്മൾ ഫൈൻഡ് ചെയ്തു. ഇറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് ബൈ 3 മൈനസ് 2 എന്ന് പറയുന്ന ഒരാളുണ്ട്. 2 ന്റെ ഇന്റഗ്രൽ എന്താ ഒന്ന് വേഗം പറഞ്ഞേ. 2 ന്റെ ഇന്റഗ്രൽ എന്താ? വാട്ട് ഇസ് ദി ഇന്റഗ്രൽ ഓഫ് 2? ഒന്ന് പെട്ടെന്ന് പറ. നിങ്ങളുടെ കമന്റ് കണ്ടിട്ടേ ഞാനത് ബാക്കി പറയുള്ളൂ. 2 ന്റെ ഇന്റഗ്രൽ എന്താണ്? നമ്മളിപ്പോ ഇത്രയും നേരം ഡെറിവേറ്റീവ് പഠിക്കുമ്പോൾ പറഞ്ഞായിരുന്നു കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് 0 ആണെന്ന് അല്ലേ? അതേപോലെ 2 ന്റെ ഇന്റഗ്രൽ 0 ആണോ? മിക്സ് ചെയ്യരുത്. യെസ്, അതിന്റെ ഇടയ്ക്ക് ഞാൻ കീർത്തനയുടെ 0 കണ്ടു. അല്ലാണ്ടും കുറച്ച് ആൾക്കാർ നാജിയ പറയുന്നത് 2+c ആണെന്നാണ്. ആൻഡ് ഇൻ ബിറ്റ്വീൻ കുറെ പേര് 2x എന്നും പറയുന്നുണ്ട്. അനശ്വരയും 0 എന്നാ പറഞ്ഞു. എടാ 0 എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ആണ്. ഇപ്പൊ തെറ്റിച്ചവര് ഇപ്പൊ നോട്ട് ചെയ്ത് വെക്കുക. കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് ആണ് 0. പക്ഷെ ഇവിടെ ആരും ഡെറിവേറ്റീവ് ചോദിച്ചിട്ടില്ല. ഇവിടെ ഇന്റഗ്രൽ ആണ് ചോദിച്ചത്. കോൺസ്റ്റന്റിന്റെ ഇന്റഗ്രൽ എങ്ങനെയാണെന്ന് അറിയോ ഫൈൻഡ് ചെയ്യുക? ഒരു എക്സ് അങ്ങ് കൂടെ കൊടുക്കുക. അതായത് ഇന്റഗ്രൽ കെ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു കെ എക്സ് പ്ലസ് സി. ഏതാണോ കോൺസ്റ്റന്റ് അതിന്റെ കൂടെ ഒരു എക്സ് ഇട്ട് കൊടുക്കുക. അപ്പൊ ഇവിടെ 2 അല്ലേ കോൺസ്റ്റന്റ്? അപ്പൊ നമ്മൾ എന്താണെന്ന് അറിയാം, ഇവിടെ പിന്നെയും ഇന്റഗ്രൽ സൈൻ ഇടാൻ പാടില്ല കേട്ടോ. അത് എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് ആണ്. നമ്മൾ വൺസ് ഇന്റഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ഇന്റഗ്രലിന്റെ ആ ഒരു വള്ളിയില്ല, അത് നമ്മൾ ഇടേണ്ട ആവശ്യമില്ല. നമ്മൾ ബ്രാക്കറ്റ് ആണ് ഇടുക. ഓക്കെ, സോ ആദ്യത്തെ ഫംഗ്ഷൻ എക്സ് സ്ക്വയർ ആണ്, അതിന്റെ ഇന്റഗ്രൽ എക്സ് ക്യൂബ് ബൈ 3 ആണ്. 2 ന്റെ ഇന്റഗ്രൽ എന്താ നമ്മളിപ്പോ പറഞ്ഞു, ഇറ്റ് ഈസ് 2x പ്ലസ് സി ഇല്ല. അത് നമ്മൾ എപ്പോഴും എഴുതില്ല കേട്ടോ. പ്രത്യേകിച്ച് ഇങ്ങനെ 0 to 2 എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ലിമിറ്റ് കറക്റ്റ് തരികയാണെങ്കിൽ അവിടെ പിന്നെ നമ്മൾ ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് ആയിട്ടുള്ള സി എഴുതേണ്ട ആവശ്യമില്ല. അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. സി എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ ഓരോ ഫംഗ്ഷന്റെയും ഇന്റഗ്രൽ ഫൈൻഡ് ചെയ്തു. ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യണം. 0 to 2 ആണ് ലിമിറ്റ് വരുന്നത്. സോ ദിസ് ഈസ് ഈക്വൽ ടു എങ്ങനെയാ ലിമിറ്റ് കൊടുക്കുക? ഒന്നുമില്ല, ആദ്യം ഈ ഫംഗ്ഷനിൽ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക മൈനസ് ഇതേ ഫംഗ്ഷനിൽ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ ആദ്യം 2 കൊടുക്കുമ്പോൾ 2 ക്യൂബ് ബൈ 3 മൈനസ് 2 into 2 എന്ന് വരും. ഇതാണ് ഫസ്റ്റ് ടേം ആയിട്ട് വരിക. മൈനസ് ഇനി നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? എക്സിന് പകരം 0 എന്ന് കൊടുക്കണം. സോ 0 ബൈ 3 മൈനസ് 2 into 0 എന്ന് വരും. പക്ഷെ ഇത് എന്താടാ വരിക? ഈ 0യുടെ കുറച്ച് എന്താ പറയാ 0 ബൈ 3 അല്ലെങ്കിൽ 2 into 0 എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം 0 ആണ്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ക്വാണ്ടിറ്റി നമ്മൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ മനസ്സിലാക്കുക, ലിമിറ്റ് അധികവും നിങ്ങൾക്ക് 0 to 2 എന്നൊക്കെ പറഞ്ഞ് 0യിലാണ് തുടങ്ങുക. ആൻഡ് ഈ 0 കൊടുക്കുമ്പോൾ എപ്പോഴും ലിമിറ്റ് എളുപ്പമാവുകയും ചെയ്യും. ലിമിറ്റ് കാണാൻ നമുക്ക് പെട്ടെന്ന് പറ്റും. കാരണം എന്താ വെച്ചാൽ 0 കൊടുക്കുമ്പോൾ അധിക ഫംഗ്ഷനും 0 ആയിട്ട് മാറും. അപ്പൊ ഇവിടെ നോക്കിക്കോ, ദിസ് ഇസ് ഈക്വൽ ടു 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 ആണ്. 8 ബൈ 3 മൈനസ് 2 into 2 4 എന്ന് വരും. 0 നമ്മൾ ഇനി മൈൻഡ് ചെയ്യുന്നില്ല. സോ ദിസ് ഇസ് ഈക്വൽ ടു 8 മൈനസ് 12 ബൈ 3 ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് 4 ബൈ 3. എവിടെ മൈനസ് 4 ബൈ 3 എന്ന് ആരെങ്കിലും പറഞ്ഞോ? മൈനസ് 4 ബൈ 3 ആർക്കെങ്കിലും കിട്ടിയായിരുന്നോടാ? സോ ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം? മൈനസ് 5 ബൈ 3 ആണ് പ്രൈമിന് കിട്ടിയത്. എടാ 8 നിന്ന് 12 കുറച്ച മൈനസ് 4 അല്ലടാ. അതൊന്ന് കറക്റ്റ് ചെയ്താൽ നമ്മുടെ ആൻസർ ആയി. സോ ഈ രീതിയിൽ ഇന്റഗ്രേഷന്റെ ക്വസ്റ്റ്യൻസും നമ്മുടെ ഡിഫറൻസിയേഷന്റെ ക്വസ്റ്റ്യൻസും ബേസിക് ആയിട്ട് ചോദിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഫൈൻഡ് ഇന്റഗ്രൽ ഓഫ് 8 വിത്ത് റെസ്പെക്ട് ടു എക്സ്. അതായത് ചോദിച്ചിട്ടുള്ളത് ഇന്റഗ്രൽ 8 dx ആണ്. ലിമിറ്റ് ഒന്നും തന്നിട്ടില്ല. അപ്പൊ നമ്മൾ ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് സി ആഡ് ചെയ്യണം. ഞാൻ പറഞ്ഞു ഇന്റഗ്രൽ കെ ഡി എക്സ് എന്ന് പറഞ്ഞാൽ, അതായത് കോൺസ്റ്റന്റിന്റെ ഇന്റഗ്രൽ ചോദിച്ചാൽ ഒരു എക്സ് അങ്ങ് കൂടെ കൊടുത്തേക്കണം. കെ എക്സ് എന്ന് പറഞ്ഞ് മാറ്റണം. സോ ഇവിടെ 8 ആണ് കോൺസ്റ്റന്റ്. 8ന്റെ കൂടെ എക്സ് കൊടുത്താൽ 8x പ്ലസ് സി എന്ന് വരും. സോ വാട്ട് ഇസ് ഇന്റഗ്രൽ 8 dx? ഇറ്റ് ഈസ് ഈക്വൽ ടു 8x പ്ലസ് സി. വെരി ഗുഡ്, വെരി ഗുഡ്. എന്താ അത് വായിക്കടാ? സുഭാന അങ്ങനെ തന്നെയാണോ? പിന്നെ ആരാ പറഞ്ഞേ? വെരി ഗുഡ്, വെരി ഗുഡ്. സോ 8ന്റെ ഇന്റഗ്രൽ 8x പ്ലസ് സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇവാലുവേറ്റ് ഇന്റഗ്രൽ 0 to 1 x പ്ലസ് 1 dx. എങ്ങനെയാ ചെയ്യാ? വേഗം പറഞ്ഞേ, എങ്ങനെയാ ചെയ്യാ? ആദ്യം എക്സിന്റെ ഇന്റഗ്രൽ എടുക്കണം. എക്സിന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ എക്സ് ആക്ച്വലി x raised to 1 ആണ്. സോ ഇന്റഗ്രൽ എടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഇന്റഗ്രൽ x raised to 1 dx എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു പവർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക, താഴെയും ആഡ് ചെയ്ത് കൊടുക്കുക. സോ x raised to 1 plus 1 by 1 plus 1 എന്നാണ് വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ 2. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? ഇന്റഗ്രൽ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ബൈ 2 ആണ്. ഇതൊക്കെ ശരിക്കും നിങ്ങൾ എപ്പോഴും ചെയ്ത് ഫൈൻഡ് ചെയ്യേണ്ട കാര്യമല്ല കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇന്റഗ്രൽ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ബൈ 2 ആണ്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? എക്സ് സ്ക്വയർ ബൈ 2 കൊടുക്കും പ്ലസ് 1ന്റെ ഇന്റഗ്രൽ. കെയുടെ ഇന്റഗ്രൽ കെ ഇൻറ്റു എക്സ് ആണെങ്കിൽ 1ന്റെ ഇന്റഗ്രൽ 1 ഇൻറ്റു എക്സ്, അതായത് എക്സ് ആണ്. അപ്പൊ നമ്മൾ ആദ്യം ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. പിന്നെ നമ്മൾ 0 മുതൽ 1 വരെ ലിമിറ്റ് കൊടുക്കുകയാണ്. ആദ്യം നമ്മൾ 1 കൊടുത്താൽ 1/2 പ്ലസ് 1 എന്ന് വരും. മൈനസ് 0 കൊടുത്താൽ മൈനസ് 0 എന്ന് വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/2 പ്ലസ് 1 ചെയ്താൽ വി ഗെറ്റ് 3/2.
3/2 ആൻസർ കിട്ടിയായിരുന്നോ? എന്റെ വേറെ എന്തൊക്കെയോ ആൻസർ ഞാൻ കണ്ടല്ലോ. സുഭാന 3/2 എന്ന് ഞാൻ കണ്ടു. പിന്നെ എടാ തിയറി പറയാൻ ഈ ചാപ്റ്റർ തിയറി ചാപ്റ്റർ അല്ലടാ. ഈ ചാപ്റ്ററിന് നിങ്ങൾക്ക് കുറച്ച് തിയറി, കുറച്ച് കത്തിയൊക്കെ പഠിച്ചു വെച്ചിട്ട് പോവാന്ന് വിചാരിച്ചാൽ നടക്കില്ല കേട്ടോ. ഈ ചാപ്റ്ററിന് ഈ പറയുന്ന ഇന്റഗ്രേഷനും ഡിഫറൻസിയേഷനും പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് എന്തായാലും ചോദിക്കുന്ന കുറച്ച് എന്താ പറയാ തിയററ്റിക്കൽ സാധനങ്ങൾ അങ്ങനെ ഇല്ല കേട്ടോ ഈ ചാപ്റ്ററിൽ. എന്നോട് ക്ഷമിക്കുക, ഇത് മാത്സ് ആണ് ഈ ചാപ്റ്റർ ആക്ച്വലി. വെരി ഗുഡ് 3/2 കിട്ടിയ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ക്വസ്റ്റ്യൻ ഇതാണ്. If x raised to n dx is equal to integral x raised to n dx is equal to x raised to 10 by 10 plus c, then the value of n is. അതായത് ഇന്റഗ്രൽ x raised to n dx എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നിട്ടുള്ളത് x raised to 10 by 10 plus c എന്നാണ്. നമുക്കറിയാവുന്ന റിസൾട്ട് എന്താ? ഇന്റഗ്രൽ x raised to n എന്ന് പറഞ്ഞാൽ x raised to n plus 1 by n plus 1 plus c ആണ്. ഇവിടെ തന്നിട്ടുള്ളത് എന്താടാ? ഇവിടെ തന്നിട്ടുള്ളത് ഇറ്റ് ഈസ് ഈക്വൽ ടു x raised to 10 by 10 plus c എന്നാണ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഈ രണ്ട് ഇക്വേഷൻസ് ഒന്ന് കമ്പയർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ പറ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് n. എന്നിന്റെ വാല്യൂ എന്താണ്? യെസ്, ഞാൻ കുറേ കമന്റ്സ് കാണുന്നുണ്ട്. നാജിയ, ഷഫി, പിന്നെന്താ CJ ബോയ്, ഫാത്തിമ ഷഫ്രൻ, വെരി ഗുഡ്. അനീസ, നാജിയ, പിന്നെ നാജിയ ആണല്ലേ. യെസ്, ഹെന, വെരി ഗുഡ്. അപ്പൊ നമ്മൾ എങ്ങനെയാ അത് കമ്പയർ ചെയ്യുക? ഇവിടെ നോക്കിയാൽ രണ്ടും സിമിലർ ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്. ആകെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എക്സിന്റെ പവർ n+1 ആണ്, ഇവിടെ 10 ആണ്. വിച്ച് മീൻസ് ഇവർ ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം n+1 എന്ന് പറയുന്നത് 10 ആണ് എന്നാണ്. ഓക്കെ, n+1 10 ആണെങ്കിൽ എന്നിന്റെ വാല്യൂ 10 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 9. വെരി ഗുഡ്. സെറ്റ് അല്ലടാ? അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഇന്റഗ്രൽ x raised to n dx is equal to x raised to 9/9 ഇപ്പൊ 10/10 ഇപ്പൊ പറഞ്ഞു, 9/9 20/20 എന്നൊക്കെ പറഞ്ഞാൽ അതിനനുസരിച്ച് നിങ്ങൾ n+1 is equal to 20, n is equal to 19 ആ രീതിക്ക് കൺവേർട്ട് ചെയ്യണം. ചെയ്യില്ലടാ? ചെയ്യാൻ പറ്റില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. അപ്പൊ ഇവിടെ ആൻസർ എന്താ? ഓപ്ഷൻ 3. അടുത്തത് find k if integral 0 to k x square dx is equal to 9. നോക്കിക്കേ, ഇന്റഗ്രൽ 0 to k x square dx is equal to 9 ആണെങ്കിൽ k യുടെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. ആദ്യം what is integral x square dx? നമ്മൾ ഇപ്പൊ പഠിച്ചിട്ടേ ഉള്ളൂ. x സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അത് x³ 3 ആവും. ഇനി ലിമിറ്റും കൊടുക്കണം 0 to k. ഇതാണ് 9 ഈക്വൽ ആയിട്ടുള്ളത്. സോ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താ വരിക? ആദ്യം k എന്ന് കൊടുക്കുമ്പോൾ k³ 3 എന്ന് വരും, മൈനസ് 0 എന്ന് കൊടുക്കുമ്പോൾ 0³ 3 എന്നാണ് വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 9 എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ തന്ന സംഗതി നമ്മൾ അങ്ങ് എഴുതി കൊടുത്തു. കെയുടെ വാല്യൂ വേഗം പറയാട്ടോ. കിട്ടിയവര് 3 എന്നൊക്കെ പറയുന്നുണ്ട്. ആരാ പറഞ്ഞ? ആകാശ് പറഞ്ഞിട്ടുണ്ട് 3 ആണെന്ന്. നമുക്ക് നോക്കാം. അപ്പൊ k³ - 3 is equal to 9 എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം 0 നമ്മൾ എഫക്ട് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ k³ എന്തായിരിക്കും? 9 × 3 27 ആയിരിക്കും. Then what will be the value of k? എടാ ആരുടെ ക്യൂബാ 27? 3യുടെ ക്യൂബ് അല്ലെ? 3 × 3 9 ആണ്, 9 × 3 27 ആണ്. വിച്ച് മീൻസ് കെയുടെ വാല്യൂ 3 ആണ്. 3³ is equal to 27. ക്ലിയർ ആണോ? അൽഫി പിന്നെ ആരാ? അഫ്രി പറഞ്ഞിട്ടുണ്ട്. യെസ് അമേസ് ടെക് പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. ഉബൈദ് ജോജോ 2.0 പറഞ്ഞിട്ടുണ്ട്. 27 k³ ആണ് കേട്ടോ. അപ്പൊ കെയുടെ വാല്യൂ 3 എന്നാണ് വരിക. അപ്പൊ നമ്മൾ കെയുടെ വാല്യൂ ഫൈൻഡ് ചെയ്തു. ഇതും എപ്പോഴും ചോദിക്കുന്നതാണ്. നിങ്ങൾ ഈ 9 എന്ന് പറയുന്ന വാല്യൂസിന് വരെ അവർ ചിലപ്പോൾ മാറ്റി വാല്യൂസ് തരും. പക്ഷെ ഇതേ രീതിയിലാണ് നമ്മൾ ചെയ്യുക. സോ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഷാമിൽ സാർ മതി എന്ന് പറയുന്നവർക്ക് ഷാമിൽ സാർ അടുത്ത ചാപ്റ്റർ ആയിട്ട് വരും, പേടിക്കണ്ട കേട്ടോ. ഇപ്പൊ ഷാമിൽ സാർ വരും. ഒക്കെ കൂടി ഷാമിൽ സാറിന് ബുദ്ധിമുട്ടാവില്ലടാ, അതുകൊണ്ടാട്ടോ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നത്. റൈറ്റ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇഫ് y is equal to 2x plus 3 dy/dx is equal to, പെട്ടെന്ന് പറ, y 2x plus 3 ആണെങ്കിൽ dy/dx എന്താണ്? ആദ്യം 2x ന്റെ ഡെറിവേറ്റീവ് എടുക്കുക. 2x ന്റെ ഡെറിവേറ്റീവ് എന്താ? എടാ kx ന്റെ ഡെറിവേറ്റീവ് k എന്നാണ് വരിക. സോ ഇന്റഗ്രേഷനും ഡിഫറൻസിയേഷനും ആക്ച്വലി ഇങ്ങനെ തിരിഞ്ഞു വരുന്ന ഒരു സംഗതിയാണ് കേട്ടോ. അതായത് kx ന്റെ ഡെറിവേറ്റീവ് k ആണ്, k യുടെ ഇന്റഗ്രൽ kx ആണ്. അതാണ് അവർ തമ്മിലുള്ള ഒരു ബന്ധം. അതായത് 5x ന്റെ ഡെറിവേറ്റീവ് 5 ആണ്, 10x ന്റെ ഡെറിവേറ്റീവ് 10 ആണ്. അതേപോലെ ഇവിടെ 2x ന്റെ ഡെറിവേറ്റീവ് 2 ആണ്, പ്ലസ് 3 യുടെ ഡെറിവേറ്റീവ് എന്താ? കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0 ആണ്. സോ 2 + 0 2 എന്നാണ് നമുക്ക് കിട്ടുക. വെരി ഗുഡ്. സോ ഓപ്ഷൻ 1 2 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. അഗൈൻ d²y/dx² അല്ലെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് ചോദിക്കുന്നത്. എടാ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്തു നോക്ക്, ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിക്കേ. വേഗം പറ. ഇതൊക്കെ പഠിച്ചാൽ എന്ത് കിട്ടും? മാം ഇത് ജീവിതത്തിൽ യൂസ് ആക്കാറുണ്ടോ ഡെയിലിന്ന്? എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, പ്രൊമോഷൻ ആണെന്ന് വിചാരിക്കരുത് കേട്ടോ. ഇപ്പൊ നിങ്ങൾ പഠിക്കുന്ന ഡിഫറൻസിയേഷനും ആപ്ലിക്കേഷൻസും ഇന്റഗ്രേഷനും ഒക്കെ എവിടെയാ യൂസ് ചെയ്യാന്ന് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ലേ? റൈറ്റ്, ഡിഫറൻസിയേഷൻ ഇന്റഗ്രേഷൻ ഒക്കെ കാണുമ്പോൾ ഈ വള്ളിയും ഈ dy/dx ഒക്കെ എവിടെയാ യൂസ് ചെയ്യുക, ഇതിനെ കൊണ്ടൊക്കെ വല്ല ഉപകാരം ഉണ്ടോ എന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നാളെ
+2 മാത്സിന്റെ ലൈവ് നമ്മുടെ Eduport +1 സയൻസ് ആൻഡ് സയൻസ് നിങ്ങളല്ലേ കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് +1 ആൻഡ് +2 സയൻസ് ചാനലിൽ എന്തുണ്ടാവും? നമ്മുടെ ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ്, ആപ്ലിക്കേഷൻസ് ഓഫ് ഇന്റഗ്രൽസ്, ഈ 2 ചാപ്റ്ററിന്റെയും ലൈവ് ഉണ്ടാവും. സോ ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ് പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനാണ് ഡിഫറൻസിയേഷൻ പഠിക്കുന്നത്. ആപ്ലിക്കേഷൻസ് ഓഫ് ഇന്റഗ്രൽസ് പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനാണ് ഇന്റഗ്രേഷൻ പഠിക്കുന്നത്. സോ ഈ 2 ചാപ്റ്ററും ലൈവ് ഒന്ന് അറ്റൻഡ് ചെയ്താൽ മതി കേട്ടോ. വേണമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുത്തോ, സയൻസ് ഫ്രണ്ട്സിനും. ഓക്കെ റൈറ്റ്. അപ്പൊ ഇനി നമ്മൾ d²y/dx² കടക്കാണ്. ആദ്യം വാട്ട് ഇസ് dy/dx? നമുക്കറിയാം സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്. ആദ്യം ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണണം. എന്താ വരിക നോക്കിക്കേ, 2x³ ആണ്. അപ്പൊ നമ്മൾ 2 അങ്ങനെ തന്നെ വെക്കുന്നു. x³ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 3x² എന്ന് വരും. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് -4 ഇൻറ്റു x² ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 2x എന്ന് വരും. പ്ലസ് 6x എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് എടുത്താൽ 6 എന്ന് വരും. പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ, ആത്മാർത്ഥമായിട്ട് പറഞ്ഞാട്ടോ. റൈറ്റ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? 2 ഇൻറ്റു 3x² -4 ഇൻറ്റു 2x പ്ലസ് 6 എന്ന് പറയാം. സോ ദിസ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 3 6x² എന്ന് വരും. -4 ഇൻറ്റു 2 8x പ്ലസ് 6 എന്ന് വരും. ഇതാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ്. നിങ്ങൾ പറ എന്താ സെക്കൻഡ് ഡെറിവേറ്റീവ്? 12x - 8 എന്ന് കാണുന്നുണ്ട്. നമുക്ക് നോക്കാം. സോ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ ചെയ്ത് വെച്ചിട്ടുള്ള dy/dx നെ നമ്മൾ ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അതായത് 6 ഇൻറ്റു x² ഡെറിവേറ്റീവ് ആയിട്ടുള്ള 2x മൈനസ് 8 ഇൻറ്റു x ഡെറിവേറ്റീവ് ആയിട്ടുള്ള 1. അതായത് 8x ഡെറിവേറ്റീവ് 8 ആണ്, 6 ഡെറിവേറ്റീവ് 0 ആണ്. സോ ആൻസർ എന്താ വരിക? 6 ഇൻറ്റു 2 12x മൈനസ് 8 എന്ന് വരും. വെരി ഗുഡ്, വെരി ഗുഡ്. 12x - 8 ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വെരി ഗുഡ്. അപ്പൊ നിങ്ങൾ ട്രാക്കിലായല്ലോ അല്ലെ? ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുക, സെക്കൻഡ് ഡെറിവേറ്റീവ് കാണുക. ആകെ ഈ കുറച്ച് റിസൾട്ട്സേ നമുക്ക് യൂസ് ചെയ്യാനുള്ളൂ. ഓക്കെ, യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? യെസ്, ഇവിടെ ഇത്രയും ക്വസ്റ്റ്യനേ ഉള്ളൂ. അടുത്തത് d/dx ഓഫ് 1/x⁻⁸ ആണ്. അതായത് 1/x⁸ ഡെറിവേറ്റീവ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടോ? എവിടെ നിങ്ങൾക്ക് ഇത് കാണുന്നുണ്ടോടാ? ചോദിച്ചിട്ടുള്ളത് d/dx ഓഫ് 1/x⁸ ആണ് കേട്ടോ. സോ ഇതെങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ചെയ്യുക? നമുക്ക് x⁻n ആണെങ്കിൽ nx⁻n-1 ആണെന്ന് അറിയാം. പക്ഷെ ഇവിടെ 1/x⁻n ആണ്. എന്താ ചെയ്യുക? ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നമ്മുടെ എന്താ പറയാ എക്സ് വാല്യൂസ് ഇല്ലടാ, എക്സിന്റെ പവേഴ്സ്, അതിൽ നിങ്ങൾ ഇങ്ങനെ x⁻² എന്ന് കണ്ടു എന്ന് വിചാരിക്കാം. x⁻² എന്ന് കണ്ടാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ? ഇറ്റ് ഈസ് ഈക്വൽ ടു 1/x². അതായത് 1/x²നെയാണ് നമ്മൾ മാത്തമാറ്റിക്കലി x⁻² എന്ന് പറഞ്ഞ് മാറ്റി എഴുതുക. അങ്ങനെയാണെങ്കിൽ x⁻³ എന്തായിരിക്കും? x⁻³ എന്ന് പറഞ്ഞാലേ 1/x³ ആണ്. 1ന്റെ താഴെയുള്ള പോസിറ്റീവ് പറഞ്ഞാൽ നമ്മൾ അത് നെഗറ്റീവ് ആയിട്ട് എക്സിന്റെ മുകളിൽ എഴുതും. സോ 1/x³ എന്ന് പറഞ്ഞാൽ x⁻³ ആണ്. അപ്പൊ ഇത് തിരിച്ചും പറയാം. അതായത് 1/x³ എന്ന് പറഞ്ഞാൽ x⁻³ ആണ്, 1/x² എന്ന് പറഞ്ഞാൽ x⁻² ആണ്. സിമിലർലി 1/x⁸ എന്താണ്? 1/x⁸ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു x⁻⁻8. യെസ്, അപ്പൊ എക്സിന്റെ പവർ എന്താ? -8 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു d/dx ഓഫ് x⁻⁻8. ക്ലിയർ ആണോ? x⁻⁻8 വരെ ഓക്കെ ആണോ? യെസ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും നമ്മൾ ആക്ച്വലി ഡെറിവേറ്റീവ് കണ്ടിട്ടില്ല. ഫംഗ്ഷനെ നമ്മളൊന്ന് ഫോം മാറ്റി കുട്ടപ്പനാക്കി കൊണ്ടുവരികയാണ്. കാരണം നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്ന രീതിക്ക് അതിനെ മാറ്റണമല്ലോ. ഇപ്പൊ ഇത് ആക്ച്വലി x⁻⁻8 എന്ന് പറഞ്ഞിട്ട് x⁻n ഫോമിലാണ്. x⁻n ഫോമിലാണെങ്കിൽ ഡെറിവേറ്റീവ് എന്താടാ? nx⁻n-1 ആണ്. ഇവിടുത്തെ n -8 ആണ്. സോ -8 ഇൻറ്റു x⁻n-1 എന്ന് പറഞ്ഞാൽ -8 - 1 എന്ന് വരും. തെറ്റിക്കരുത് കേട്ടോ. സോ ദിസ് ഈസ് ഈക്വൽ ടു -8x⁻⁻8 - 1 എന്ന് പറഞ്ഞാൽ -9 എന്ന് വരും. ഓക്കെ, യെസ്. സൗണ്ട് കുറവാണോ? നീ ഒന്ന് ഫോണിന്റെ വോളിയം ഒന്ന് കൂട്ടി നോക്കുവോ? ബാക്കിയുള്ളവർക്ക് സൗണ്ടിന്റെ ഇഷ്യൂ ഉണ്ടോ എന്ന് പറയൂ. ഞാൻ എന്റെ മാക്സിമം സൗണ്ട് ഇവിടെ ഇടുന്നുണ്ട് കേട്ടോ. സോ -8 ഇൻറ്റു x⁻⁻8 - 1 എന്ന് വരും. ദാറ്റ് ഇസ് -8x⁻⁻9. ഇതൊരിക്കലും ഇതിവിടെ ആക്ച്വലി പ്രൊഡക്റ്റ് ആട്ടോ. നിങ്ങൾ പ്ലസ് അല്ലെങ്കിൽ നടുക്ക് ഡിഫറൻസ് ഒന്നും എടുത്ത് എഴുതരുതേ. യെസ്, -8x⁻⁻9 തന്നെയാണല്ലോ അല്ലെ ഷഫ്രീൻ ഉദ്ദേശിച്ചത്, അല്ലാണ്ട് -9 താഴെ എക്സിന്റെ കൂടെ അല്ലല്ലോ. അത് പവർ ആണ് കേട്ടോ. സോ ഇതിനെ വീണ്ടും എങ്ങനെ മാറ്റി എഴുതാന്ന് അറിയോ? -8 ഡിവൈഡഡ് ബൈ x⁻⁻9 നമുക്ക് x⁻9 എന്ന് പറഞ്ഞിട്ട് താഴെ എഴുതാൻ പറ്റും. സോ ഈ രീതിക്കും എഴുതാം, അല്ലെങ്കിൽ ഇതാ ഇങ്ങനെ എഴുതാം. രണ്ടായാലും കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ ആൻസർ. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ, പെട്ടെന്ന് പറഞ്ഞു പോവാം. ഇഫ് മാർജിനൽ കോസ്റ്റ് is 5x² - 6x + 8 where x is the number of output units, find the total cost. എടാ ഈ രീതിക്ക് മാർജിനൽ കോസ്റ്റ് തന്നിട്ട് നിങ്ങളോട് ടോട്ടൽ കോസ്റ്റ് ചോദിക്കാം, അല്ലെങ്കിൽ മാർജിനൽ റവന്യൂ തന്നിട്ട് ടോട്ടൽ റവന്യൂ ചോദിക്കാം. ഈ കേസസിലൊക്കെ നമ്മൾ എന്താണെന്നറിയോ ചെയ്യേണ്ടത്? ഇന്റഗ്രേഷൻ ആണ്. പഠിച്ചു വെക്കുക. മാർജിനൽ തന്നിട്ട് ടോട്ടൽ ചോദിക്കുമ്പോൾ ഇന്റഗ്രേഷൻ ആണ് ചെയ്യേണ്ടത്. സോ മാർജിനൽ റവന്യൂ കോസ്റ്റ് ഒക്കെ ആയിക്കോട്ടെ, അത് തന്നിട്ട് നമ്മളോട് ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ റവന്യൂ ചോദിക്കുമ്പോൾ യു ഹാവ് ടു ഡു ഇന്റഗ്രേഷൻ. തിരിച്ചും ചോദിക്കാം.
അതായത് ടോട്ടൽ തന്നിട്ട് മാർജിനൽ നിങ്ങളോട് ഫൈൻഡ് ചെയ്യാൻ പറയാം. അപ്പൊ നിങ്ങൾ എന്താണെന്നറിയോ ചെയ്യേണ്ടത്? ഡെറിവേറ്റീവ്, ദാറ്റ് ഈസ് ഡി ബൈ ഡി എക്സ് ആണ്. ഇതൊന്ന് ഇപ്പൊ തന്നെ കീ പോയിന്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. മാർജിനൽ വന്ന് ടോട്ടൽ ചോദിച്ചാൽ ഇന്റഗ്രൽ ആണ്. എന്താ പറയുക, ടോട്ടൽ വന്നിട്ട് മാർജിനൽ ചോദിച്ചാൽ ഡിഫറൻസിയേഷൻ ആണ്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് മാർജിനൽ വന്നിട്ട് ടോട്ടൽ ആണ്. സോ നമ്മൾ എന്താ ഫൈൻഡ് ചെയ്യേണ്ടത്? ഇന്റഗ്രൽ 5x² - 6x + 8 dx ആണ്. ഇന്റഗ്രേഷൻ ആണ് നമ്മൾ ചെയ്യേണ്ടത്. തുടങ്ങല്ലേ? നോക്കിക്കോ. ആദ്യം 5x² ഇന്റഗ്രൽ എന്താണ്? ഇറ്റ് ഈസ് 5 × x² ഇന്റഗ്രൽ എന്താടാ? ഇറ്റ് ഈസ് x³ / 3. സോ x² ഇന്റഗ്രൽ x⁻²+1 / 2+1 ആണ്. ദാറ്റ് ഈസ് x³ / 3 ആണ്. മൈനസ് 6 × x ന്റെ ഇന്റഗ്രൽ എന്താ? നമ്മൾ പറഞ്ഞു x⁻1 ആണല്ലേ. സോ x⁻1 + 1 / 1+1 എന്ന് പറഞ്ഞാൽ x² / 2 ആണ്. അടുത്തത് 8 ആണ്. 8 ന്റെ ഇന്റഗ്രൽ 8x ആണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? യെസ്. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദിസ് ഈസ് ഈക്വൽ ടു 5/3x³ മൈനസ് 6ഉം 2ഉം ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാം? 3 എന്ന് പറയാം. സോ -3x² + 8x എന്ന് പറയാം. ദിസ് ഈസ് ദി what total cost function. Total cost function. ക്ലിയർ ആണോടാ? സോ ഈ രീതിക്ക് നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ യെസ് കിട്ടി മിസ്. ആരാടാ പറഞ്ഞത്? കിട്ടി മിസ് ആകാശ്. യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. ഇങ്ങനത്തെ ഒക്കെ നിങ്ങൾ കിട്ടിയെന്ന് ഒരു തംസപ്പ് തന്നാൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഒരു ഫയറോ എന്താ നിങ്ങൾ ഈ പറഞ്ഞ പോലെ കിട്ടി എന്നൊക്കെ പറഞ്ഞാൽ മതി. അല്ലാണ്ട് നിങ്ങൾ കഷ്ടപ്പെട്ട് ഇത് ചെയ്ത്, അതായത് കഷ്ടപ്പെട്ട് നിങ്ങൾ ചെയ്യണം. കമന്റ് ചെയ്ത് ബുദ്ധിമുട്ടുണ്ട്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം ഈ 5/3 x³ എന്നൊക്കെ പറഞ്ഞ് കമന്റ് ചെയ്ത് വരുമ്പോഴേക്കും ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ കഴിയും. സോ നിങ്ങൾ ചെയ്ത് നോക്കുക. ഒറ്റയ്ക്ക് വെറുതെ കണ്ടിരിക്കണ്ട, ചെയ്ത് നോക്കുക. കിട്ടിയെന്ന് ഉറപ്പായിട്ട് നിങ്ങൾ ഒരു തംസപ്പ് കൊടുക്കുക കേട്ടോ. റൈറ്റ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. The cost of manufacturing X items is given by C of X is equal to 2x² minus 24x plus 107. To have minimum cost, how many items to be manufactured? ഒരു കോസ്റ്റ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. 2x² minus 24x plus 107 ആണ്. നമുക്കറിയാം കോസ്റ്റ് എപ്പോഴും നമ്മൾ മിനിമൈസ് ചെയ്യണം അല്ലേ. സോ മിനിമം കോസ്റ്റ് കിട്ടണമെങ്കിൽ എത്ര എക്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം എന്നാണ്. ഹൗ മെനി ഐറ്റംസ് വി ഹാവ് ടു മാനുഫാക്ചർ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് C of X എന്ന് പറയുന്ന ഫംഗ്ഷന്റെ മിനിമം നമ്മൾ ഫൈൻഡ് ചെയ്യണം. മിനിമം ഫൈൻഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എക്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് നമ്മൾ ഫൈൻഡ് ചെയ്യണം. ഈ രീതിയിൽ ഒരു ഫംഗ്ഷൻ തന്നിട്ട് നിങ്ങളോട് മിനിമം അല്ലെങ്കിൽ മാക്സിമം ഒക്കെ ഫൈൻഡ് ചെയ്യാൻ പറയാം. ഇപ്പോൾ കോസ്റ്റിന്റെ കേസിലാണെങ്കിൽ നിങ്ങളോട് മിനിമം കോസ്റ്റ് എന്ന് പറയും. റവന്യൂയുടെ കേസിലാണെങ്കിൽ നിങ്ങളോട് മാക്സിമം റവന്യൂ അല്ലെങ്കിൽ മാക്സിമം പ്രോഫിറ്റ് കിട്ടാൻ എത്രയാണ് എക്സ് എന്നുള്ള രീതിയിൽ ചോദിക്കും. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് വെച്ചിട്ട് നമ്മുടെ മാക്സിമം മിനിമം ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. ഇത് തന്നെ നമ്മുടെ ഡിഫറൻസിയേഷന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്യാന്ന് വെച്ചാൽ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. തന്നിട്ടുള്ളത് C of X ആണ്. ആദ്യം നമ്മൾ ചെയ്യുക C' of X എന്ന് പറയുന്ന C of X എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കാണും. വാട്ട് ഇസ് C' of X? ആദ്യം 2x² ഡെറിവേറ്റീവ് എടുക്കുക. 2 × x² ആണ്. ദാറ്റ് ഇസ് 2 × x² ഡെറിവേറ്റീവ് ആയിട്ടുള്ള 2x മൈനസ് 24x ന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ 24 × 1 എന്ന് വരും. ദാറ്റ് ഇസ് 24. 107 ഡെറിവേറ്റീവ് 0 ആണ്. ദാറ്റ് ഇസ് ദിസ് ഈസ് ഈക്വൽ ടു 4x മൈനസ് 24. അപ്പൊ ആദ്യത്തെ പരിപാടി എന്താണെന്ന് അറിയോ? ഇങ്ങനെ മാക്സിമം കാണുക മിനിമം കാണുക എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ആദ്യം തന്നിട്ടുള്ള ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കണ്ടുവെക്കുക. ഞാൻ പറയുന്ന സ്റ്റെപ്സ് ഫോളോ ചെയ്യണം കേട്ടോ. സോ ആദ്യം തന്നിട്ടുള്ള ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കണ്ടുവെക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം എന്നറിയോ? ഡെറിവേറ്റീവ് ഇസ് ഈക്വൽ ടു 0 എന്ന് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അതായത് ഇവിടെ 4x മൈനസ് 24 ഇസ് ഈക്വൽ ടു 0 എന്ന് പറയണം. 4x മൈനസ് 24 ഇസ് ഈക്വൽ ടു 0 വിച്ച് മീൻസ് 4x is equal to 24 and x ന്റെ വാല്യൂ എന്തായിരിക്കും? പെട്ടെന്ന് പറഞ്ഞ x ന്റെ വാല്യൂ എന്തായിരിക്കും? 24/4 that is equal to 6 എന്ന് വരും. വെരി ഗുഡ് വെരി ഗുഡ്. പ്രൈം പറഞ്ഞിട്ടുണ്ട് 6 ആണ്. പ്രൈമിന്റെ പേരെന്താണോ? സോ x is equal to 6 എന്ന് കിട്ടി. ഇപ്പോഴും ആൻസർ ആയിട്ടില്ല കേട്ടോ. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യണം. അതായത് ഈ കിട്ടിയ x ഇല്ലേ, ഇത് മിനിമം ആണോ മാക്സിമം ആണോ എന്ന് നമുക്ക് അറിയില്ല. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും എന്നറിയോ? എടാ ശ്രദ്ധിച്ചോട്ടോ. ആദ്യം നമ്മൾ C of X എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കണ്ടു. ദാറ്റ് ഇസ് 4x മൈനസ് 24. എന്നിട്ട് നമ്മൾ ഡെറിവേറ്റീവ് ഇസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എക്സിന് ഒരു വാല്യൂ കിട്ടി. ഇനിയും പണിയുണ്ട്. C' of X വരെയല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇനി നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കണം. സെക്കൻഡ് ഡെറിവേറ്റീവിനെ ഞാൻ C" of X എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഡെറിവേറ്റീവിന്റെ സ്റ്റാൻഡേർഡ് നൊട്ടേഷൻ ആണ് കേട്ടോ. സോ C" of X എന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ഈക്വൽ ടു 4x മൈനസ് 24 ന്റെ ഡെറിവേറ്റീവ് 4 ആണ്. സോ C" of X is equal to 4 എന്ന് വന്നു. ക്ലിയർ? ഇനി C" of X is equal to 4 ആണെങ്കിൽ നിങ്ങൾ പറ, ഈ 4 എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് അല്ലേടാ? 4 എപ്പോഴേലും നെഗറ്റീവ് ആവും? ഇല്ല, 4 എപ്പോഴും പോസിറ്റീവ് ആണ്. അതായത് നമ്മൾ ഈ എക്സിന് പകരം ഈ കിട്ടിയ 6 കൊടുത്താലും C" of 6 എന്തായിരിക്കും? 4 തന്നെ ആയിരിക്കും. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0. അതായത് C" of 6 ഗ്രേറ്റർ ദാൻ 0 ആണെന്നാണ് നമ്മൾ ഫൈൻഡ് ചെയ്തത്. അതേപോലെ C' of 6 ഈക്വൽ ടു 0 ആണ്. കാരണം
സി ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആവുന്ന പോയിന്റ് ആണ് 6 എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടി കൺക്ലൂഡ് ചെയ്യാം കേട്ടോ. സോ നമുക്കിപ്പോൾ കിട്ടിയ കാര്യങ്ങൾ 6 എന്ന് പറയുന്ന പോയിന്റിൽ നിങ്ങൾ സി ഡാഷ് കണ്ടാൽ ആൻസർ 0 എന്നാണ് കിട്ടുക. സി ഡബിൾ ഡാഷ് ഓഫ് എക്സ് കണ്ടാൽ നിങ്ങൾക്ക് ഗ്രേറ്റർ ദാൻ 0 എന്നാണ് കിട്ടുക. സോ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്താണെന്നറിയോ പറയുന്നത്? ഈ രീതിയിൽ എഫ് ഡാഷ് ഓഫ് എക്സ് 0യും എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0യും ആയിട്ടുള്ള പോയിന്റ് ആണ് എക്സ് എങ്കിൽ ആ എക്സ് മിനിമത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് ആയിരിക്കും. സോ പോയിന്റ് ഇതാണ്. ഞാൻ ഒന്നുകൂടി പറയുന്നുണ്ട്. സി ആണ് പോയിന്റ് എങ്കിൽ എഫ് ഡാഷ് ഓഫ് സി 0യും എഫ് ഡബിൾ ഡാഷ് ഓഫ് സി ഗ്രേറ്റർ ദാൻ 0യും ആണെങ്കിൽ സി എന്ന് പറയുന്നത് മിനിമം പോയിന്റ് ആണ്. അതേപോലെ എഫ് ഡാഷ് ഓഫ് സി 0യും എഫ് ഡബിൾ ഡാഷ് ഓഫ് സി ലെസ് ദാൻ 0യും ആണെങ്കിൽ സി എന്ന് പറയുന്നത് മാക്സിമം പോയിന്റ് ആണ്. സി എന്ന് പറയുന്നത് മാക്സിമം പോയിന്റ് ആണ്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. തീരെ അറിയാത്തവരാണെങ്കിൽ ഒന്ന് എഴുതി വെക്കുക. സോ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ ചെയ്തത് എന്താണ്? സി ഡാഷ് ഓഫ് 6 0, സി ഡബിൾ ഡാഷ് ഓഫ് 6 ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് കേസിലാണ് അത് വരിക. അതായത് എക്സ് ഈക്വൽ ടു 6 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. 6 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? കോസ്റ്റ് മിനിമൈസ് ചെയ്യാൻ പറ്റുക. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കാം കേട്ടോ. യെസ്, 6 items are to be manufactured. എന്നാണ്? എന്നല്ലേ? എന്നാണ്? യെസ് ആണ് കേട്ടോ. റൈറ്റ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. Total revenue of a firm given by R of x is equal to 22x minus x square, where x is the number of units sold. Find the optimum revenue that the company can make. അതായത് ഇവിടെ നമുക്കൊരു റവന്യൂ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. R of x is equal to 22x minus x square. എന്നിട്ട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഒപ്റ്റിമം റവന്യൂ ഫൈൻഡ് ചെയ്യാനാണ്. ഈ ഒപ്റ്റിമം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോടാ? മാക്സിമം അല്ലെങ്കിൽ മിനിമത്തിനെയാണ് ഒപ്റ്റിമം എന്ന് പറയുന്നത്. പക്ഷെ റവന്യൂയുടെ കേസിൽ നമുക്കറിയാം മിനിമം റവന്യൂ ഫൈൻഡ് ചെയ്യാൻ ആരെങ്കിലും പറയൂ? ഇല്ല അല്ലെ? മാക്സിമം റവന്യൂക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് അല്ലെങ്കിൽ മാക്സിമം റവന്യൂ ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. സോ ആർ ഓഫ് എക്സ് എന്ന് പറയുന്ന 22 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷന്റെ മാക്സിമം ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. എങ്ങനെയാ? തുടങ്ങിക്കോ. ആദ്യം ആർ ഡാഷ് ഓഫ് എക്സ് കാണാം. നമ്മുടെ ഈ ചാപ്റ്ററിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആട്ടോ. സോ ആർ ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 22 അല്ല 22ന്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഇസ് 0 മൈനസ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x എന്ന് വരും. അതായത് മൈനസ് 2x എന്ന് കിട്ടി. ഇനിയോ ആർ ഡാഷ് ഓഫ് എക്സ് 0 ആവുന്ന പോയിന്റ്സ് കാണാം. 22x അല്ലേടാ, ഞാൻ എഴുതിയതിൽ മിസ്റ്റേക്ക് ഉണ്ട്, ഭാഗ്യം, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ആകെ പാളുമായിരുന്നു കേട്ടോ. 22x മൈനസ് എക്സ് സ്ക്വയർ ആണ്. അപ്പൊ ഡെറിവേറ്റീവ് കാണുമ്പോൾ എന്താ വരിക? ഡെറിവേറ്റീവ് കാണുമ്പോൾ വി ഗെറ്റ് 22 മൈനസ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x എന്ന് വരും. സോ ആദ്യം നമ്മൾ ചെയ്യുക ആർ ഡാഷ് ഓഫ് എക്സ് 0 ആവുന്ന പോയിന്റ് ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ആർ ഡാഷ് ഓഫ് എക്സ് എന്താ? 22 മൈനസ് 2x ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു 0 ആവുന്ന പോയിന്റ് നമ്മൾ എക്സ് ഫൈൻഡ് ചെയ്യണം. സോ ദിസ് ഇംപ്ലൈസ് 2x is equal to 22. നോക്കിക്കേ, 22 minus 2x 0 ആണെങ്കിൽ 2x 22 ആയിരിക്കും. എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? 22/2 that is equal to 11 ആയിരിക്കും. അപ്പൊ നമുക്ക് എക്സിന് ഇപ്പോൾ ഒരു വാല്യൂ കിട്ടിയിട്ടുണ്ട്. യെസ്, കാർത്തിക്കും പ്രൈമും ഒക്കെ പറഞ്ഞ പോലെ എക്സിന് നമുക്ക് CJ ബോയ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എക്സിന് നമുക്കൊരു വാല്യൂ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് മാക്സിമം ആണോ മിനിമം ആണോ നമുക്ക് അറിയില്ല. അതിനുവേണ്ടി നമ്മൾ എന്ത് ഫൈൻഡ് ചെയ്യണം? ആർ ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഫൈൻഡ് ചെയ്യണം. അപ്പൊ നമുക്ക് കിട്ടുന്നത് ആർ ഡാഷ് ഓഫ് എക്സ് 22 മൈനസ് 2x ആണ്. സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 22ന്റെ ഡെറിവേറ്റീവ് 0 എന്ന് വരും. മൈനസ് 2xന്റെ ഡെറിവേറ്റീവ് -2 എന്ന് വരും. അതായത് ആൻസർ വരിക -2 എന്നാണ്. ആൻഡ് ദിസ് -2 ഇസ് ഓൾവേസ് ലെസ് ദാൻ 0. -2 ഒരിക്കലും പോസിറ്റീവ് ആവില്ല. സോ -2 ഇസ് ലെസ് ദാൻ 0. അപ്പൊ നമുക്കിപ്പോ കിട്ടിയത് 11 എന്ന് പറയുന്ന പോയിന്റിൽ x is equal to 11 ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും x equal to 11ൽ r dash of x 0 ആണ്. അതായത് r dash of 11 0 ആണ്. r ഡബിൾ ഡാഷ് ഓഫ് 11 എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ലെസ് ദാൻ 0. ഇങ്ങനെ വന്നാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈക്വൽ ടു 0യും ഡബിൾ ഡാഷ് ലെസ് ദാൻ 0യും ആണെങ്കിൽ അത് മാക്സിമത്തിന് കറസ്പോണ്ടിങ് ആണ്. സോ ഇതാണ് നമ്മുടെ മാക്സിമം പോയിന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇതാണ് നമ്മുടെ മാക്സിമം പോയിന്റ് എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങളോട് ഫംഗ്ഷന്റെ മാക്സിമം അല്ലടാ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞത്. അതായത് ഫൈൻഡ് ദി ഒപ്റ്റിമം റവന്യൂ ദാറ്റ് ദി ഫംഗ്ഷൻ ക്യാൻ മേക്ക് എന്നല്ലേ ചോദിച്ചേ. അപ്പൊ നിങ്ങൾ എക്സിന്റെ വാല്യൂ മാത്രം എഴുതിയാൽ പോരാ, ആർ ഓഫ് എക്സിന്റെ വാല്യൂ എഴുതണം. അതായത് എക്സിന് പകരം 11 എന്ന് കൊടുത്തിട്ട് ആർ ഓഫ് 11 കാണണം. ഇറ്റ് ഈസ് ഈക്വൽ ടു 22 into 11 മൈനസ് 11 സ്ക്വയർ എന്ന് വരും. ഓക്കെ, എന്താണ് ആൻസർ കിട്ടുക? എന്താ ആൻസർ കിട്ടുക? ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ. 22 into 11 മൈനസ് 11 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 121 എന്ന് വരും അല്ലെ. 120 11 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 121 ആണ്. ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് 121 എന്ന് കിട്ടും. യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ നമ്മുടെ മാക്സിമം റവന്യൂ എന്ന് പറയുന്നത് 121 ആണ്. യെസ്, ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ചാപ്റ്ററിലോട്ട് കടക്കല്ലേ? റാൻഡം വേരിയബിൾസിലോട്ട് കടക്കല്ലേ? യാ, ഓ ടീച്ചർ ഹായ് തരാലോ. സ്നേഹ ആൻസർ ഒക്കെ പറ, അപ്പൊ ഞാൻ പേരൊക്കെ വിളിക്കും. ആണോ? യാ, 121. വെരി ഗുഡ് വെരി ഗുഡ്. സോ
ഇതായിരുന്നു നമ്മുടെ തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള എലിമെന്ററി കാൽക്കുലസ്. അവിടെ നമ്മൾ എന്തൊക്കെയാ പഠിച്ചേ? ഡിഫറൻസിയേഷൻ പഠിച്ചു, ഇന്റഗ്രേഷൻ പഠിച്ചു, റിലേറ്റഡ് പ്രോബ്ലംസ് നമ്മൾ പറഞ്ഞു. അതിൽ തന്നെ മാക്സിമൈസ് ചെയ്യുക, മിനിമൈസ് ചെയ്യുക, അങ്ങനത്തെ പ്രോബ്ലംസും ഉണ്ട്. അതേപോലെ മാർജിനൽ റവന്യൂ തന്നിട്ട് ടോട്ടൽ റവന്യൂ, അല്ലെങ്കിൽ ടോട്ടൽ തന്നിട്ട് മാർജിനൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലിയർ ആവാത്ത ഏരിയ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്ന ഏരിയ ഒന്നുകൂടി പഠിച്ച് ഒന്നുകൂടി കണ്ട് സെറ്റ് ആക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് കടക്കാം. ബിഫോർ ദാറ്റ്, എടാ നിങ്ങൾക്ക് ഇവിടുന്ന് ആരോ ഐപാഡ് ഒക്കെ തരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടല്ലോ. നിങ്ങൾക്ക് എന്ത് സുഖ അല്ലേ? ഇവിടുന്ന് ഐപാഡ് ഗിവ് അവേ ഉണ്ട് കൊമേഴ്സിലെ കുട്ടികൾക്ക് എന്നൊക്കെ പറഞ്ഞല്ലോ. യെസ്, കൊമേഴ്സിലെ കുട്ടികൾക്കും സയൻസിലെ കുട്ടികൾക്കും ഒക്കെ. സോ അതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് കേട്ടോ. അപ്പൊ ഈ ഐപാഡിലേക്ക് എങ്ങനെ എത്താന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? എന്ത് ചെയ്താലേ ഈ ഐപാഡ് കിട്ടുക, അല്ലെങ്കിൽ ലൈവ് കാണുന്ന എല്ലാവർക്കും ഐപാഡ് ഉണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് അറിയേണ്ടി വരും അല്ലേ? സോ അത് നാളത്തെ ലൈവിൽ പറയൂ കേട്ടോ. നാളത്തെ ലൈവില് അനുമിസ് പറയും. അപ്പോൾ നാളത്തെ ലൈവ് എന്തായാലും മിസ് ചെയ്യാണ്ട് കാണുക. എന്നിട്ട് ആ ഐപാഡ് നിങ്ങൾ അടിച്ചെടുക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. നിങ്ങളിൽ ആർക്കോ ഒരാൾക്കുള്ളതാണ്. റൈറ്റ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. ദാറ്റ് ഇസ് റാൻഡം വേരിയബിൾസ്. ഓക്കെ, യെസ്. ഐപാഡ് ഒന്നും എല്ലാവർക്കും കിട്ടൂലെന്ന്. എടാ നിനക്ക് ഒന്ന് പോരെ, നാജിയൊക്കെ ഒന്ന് പോരെ. ആ ഒന്ന് നമുക്കിത് ആർക്കാ കിട്ടാന്ന് അറിയില്ലല്ലോ. ചിലപ്പോ നാജിക്കാണെങ്കിലും കിട്ടുന്നേ, ആർക്കും കിട്ടാലോ. കിട്ടുന്നവർക്ക് ഒന്ന് മതിയല്ലോ. റൈറ്റ്, അപ്പൊ റാൻഡം വേരിയബിൾസിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ട്രൂ ഫോർ എ PMF? അതായത് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷനെ കുറിച്ച് ശരിയല്ലാത്തൊരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താന്ന് പെട്ടെന്ന് പറഞ്ഞേ. പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷന്റെ കേസിൽ ട്രൂ അല്ലാത്തൊരു കാര്യം. ഇവിടെ ആദ്യം പറഞ്ഞിട്ടുള്ളത് P of x is greater than or equal to 0 എന്നാണ്. P of x greater than or equal to 0 ആണോ? യെസ്, നമുക്കറിയാം പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷനിലെ എല്ലാ പ്രോബബിലിറ്റീസും 0യോ അതിൽ കൂടുതലോ ആയിരിക്കും. ഒരിക്കലും അത് നെഗറ്റീവ് ആവില്ല. which means P of x is always greater than or equal to 0. യെസ്, ലക്കൊക്കെ നമുക്ക് നോക്കാം. എന്താ ലക്കില്ല എന്നൊക്കെ ഒരു വർത്താനം? അങ്ങനെയൊന്നും ഇല്ല. ഓക്കെ, അടുത്ത നോക്കിക്കോ. സിഗ്മ P of x is equal to 1. കറക്റ്റ് ആണോ? സിഗ്മ P of x 1 ആണോ? സിഗ്മ P of x 1 ആണ്. കാരണം സം ഓഫ് പ്രോബബിലിറ്റീസ് വിൽ ബി ഓൾവേസ് ഈക്വൽ ടു 1. നിങ്ങൾക്ക് കുറേ പ്രോബബിലിറ്റി ഉണ്ടെന്ന് വിചാരിക്കാം. റാൻഡം വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ട് കുറേ പ്രോബബിലിറ്റീസ് ഉണ്ടെങ്കിൽ അവരുടെ സം എപ്പോഴും 1 ആയിരിക്കും. അതായത് ടോട്ടൽ പ്രോബബിലിറ്റി എപ്പോഴും 1 ആയിരിക്കും. സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താ? സിഗ്മ എന്ന് പറഞ്ഞാൽ സം ആണ് അല്ലേ? റൈറ്റ്. ഇനി അടുത്തത് P of x is equal to P of x less than or equal to x. ഇത് കറക്റ്റ് ആണോടാ? ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. കാരണം ഒരിക്കലും P of x എന്ന് പറഞ്ഞാൽ ഇറ്റ് is not equal to P of x less than or equal to x. പകരം P of x അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് x കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് P of x is equal to x എന്നാണ് കേട്ടോ. 3 എവിടെ നിന്ന് വന്നയാ? x equal to x. അതായത് P of x എന്ന് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് റാൻഡം വേരിയബിൾ ആയിട്ടുള്ള x സ്മോൾ x എടുക്കുമ്പോൾ ഉള്ള പ്രോബബിലിറ്റി ആണ്. അതായത് x വാല്യൂ എടുക്കുമ്പോൾ ഉള്ള പ്രോബബിലിറ്റി തന്നെയാണ് നമ്മൾ P of x എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് റോങ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇത് റോങ് ആണെന്ന് പറയാൻ പറ്റും. ആൻഡ് അഗൈൻ a less than b less than c. എങ്ങനെയാണെങ്കിൽ P of a less than x less than c എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാൻ പറ്റും? a to b and b to c ഉള്ള പ്രോബബിലിറ്റീസിന്റെ സം ആണെന്ന് പറയാൻ പറ്റും. which is also right. അപ്പൊ ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്? ഇവിടെ നോട്ട് ട്രൂ ആണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? യെസ്, ഓപ്ഷൻ 3 ആണ്. ഒരുപാട് പേര് പറഞ്ഞിരുന്നു കേട്ടോ. ഓപ്ഷൻ 3 ആണ്. എടാ സ്റ്റാറ്റി നിങ്ങൾ പെട്ടെന്നിരുന്ന ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ ഒന്ന് ഇനിയിപ്പോ ക്രിസ്മസ് എക്സാം ഒക്കെ കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ഫസ്റ്റ് മുതൽ എന്താ പറയാ തുടക്കം മുതൽ ഒന്ന് വൃത്തിക്കിരുന്നാൽ സ്റ്റാറ്റി ബുദ്ധിമുട്ടല്ല. ശരിക്കും പെട്ടെന്ന് കാണുമ്പോൾ ബുദ്ധിമുട്ടാണ്. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ കുറെ ടേംസ് കേൾക്കും, കുറെ കോഎഫിഷ്യൻസ്, കുറെ അത് ഇത് കോറിലേഷൻ റിഗ്രഷൻ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒരു പരിചയമില്ലാത്ത കുറെ ടേംസ് ആണ്. സ്റ്റാറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ആൾക്കാർ ചോദിക്കുക മീൻ മീഡിയൻ മോഡ് അല്ലേന്നാ. പക്ഷെ അതൊക്കെ വെറുതെ പറയാം, അതൊക്കെ പണ്ട് അല്ലേ. ഇപ്പൊ നമ്മൾ കുറച്ചുകൂടി കുറെ അഡ്വാൻസ്ഡ് ആയിട്ടാ കാര്യങ്ങൾ പഠിക്കുന്നത്. സോ പെട്ടെന്ന് അത് പഠിക്കാൻ അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ടാവും. ദാറ്റ് ഇസ് നിങ്ങളുടെ പ്രശ്നമല്ല, അത് സ്റ്റാറ്റിയുടെ പ്രശ്നമാണ്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടേ? ആ പ്രശ്നം മറികടക്കാൻ വേണ്ടി കുറച്ചധികം എഫേർട്ട് ഇട്ടിട്ട് സബ്ജക്ട് പഠിക്കുക. പഠിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ കണ്ടാൽ മനസ്സിലാവും എപ്പോഴും ഒരേപോലെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഡിഫിക്കൽട്ട് ഒന്നും അല്ല പാസ് ആവാൻ വേണ്ടിയിട്ട്. അപ്പൊ കാര്യങ്ങളൊന്നും ഇങ്ങനെ പഠിച്ചു പോയാൽ മതി. അത് നമുക്ക് സെറ്റ് ആക്കാം കേട്ടോ, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. റൈറ്റ്. അപ്പൊ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ തേർഡ് ഓപ്ഷൻ ആണ്. അടുത്തത് ചെക്ക് വെദർ ദി ഫോളോയിങ് ഇസ് ദി PMF ഓഫ് എ റാൻഡം വേരിയബിൾ x. ഇവിടെ തന്നിട്ടുള്ളത് ഒരു ബോക്സ് ആണ്. അതായത് x, അതായത് റാൻഡം വേരിയബിളിന്റെ വാല്യൂവും കറസ്പോണ്ടിങ് പ്രോബബിലിറ്റിയും തന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മളോട് ചോദിക്കുന്നത് ഇതൊരു PMF ആണോ എന്നാണ്. ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് PMF ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. എടാ ഇവിടെ പ്രോബബിലിറ്റീസ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. 0.3, 0.2, 0.3, 0.2 ഇതൊക്കെ എന്താ പോസിറ്റീവ് ആണ്. അതായത് P of x is greater than or equal to 0. എല്ലാ എക്സ് വാല്യൂസിനും കറസ്പോണ്ടിങ് ആയിട്ട് പ്രോബബിലിറ്റീസ് പോസിറ്റീവ് ആണ്. ഫസ്റ്റ് കണ്ടീഷൻ ഓക്കെ ആണ്. അടുത്ത കണ്ടീഷൻ എന്താണെന്നറിയോ? സം ഓഫ് പ്രോബബിലിറ്റീസ് 1 ആവണം. ഇവിടെ നോക്കിക്കേ, സം ഓഫ് പ്രോബബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ 0.3 + 0.2 + 0.3
plus 0.2. എന്താ വരിക 0.3 plus 0.2 0.5. again 0.3 plus 0.2 0.5. 0.5 ഉം 0.5 ആഡ് ചെയ്താൽ 1 എന്ന് കിട്ടും. അതായത് നമുക്ക് എന്താ കിട്ടുക സിഗ്മ p of x is equal to 1 എന്ന് കിട്ടും. So p of x probability is greater than or equal to 0 ആണ്. Sum of probabilities is equal to 1 ആണ്. Therefore നമുക്ക് എന്ത് പറയാൻ പറ്റും സ്റ്റാറ്റിസ്റ്റിക്സ് ഈസി ആണ്. കാരണം എനിക്ക് മിസ് ഉണ്ടല്ലോ, അത് എനിക്ക് സുഖിച്ചടാ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, നിങ്ങൾക്ക് എജ്യൂപോർട്ട് ഉണ്ട് പിന്നെന്താ അല്ലേ. സോ സിഗ്മ പി ഓഫ് എക്സ് 1 ആണ്. അപ്പൊ ആ രണ്ട് കണ്ടീഷൻസ് ഓക്കെ ആണ്. നമുക്ക് എന്ത് പറയാൻ പറ്റും അറിയോ therefore നമുക്ക് എന്ത് പറയാൻ പറ്റും ദിസ് ഇസ് എ PMF ആണ് എന്ന് പറയാൻ പറ്റും. PMF അല്ലാന്ന് നമ്മൾ എപ്പോഴാണെന്ന് അറിയാം പറയാം ചിലപ്പോൾ നമുക്ക് തന്നിട്ടുള്ള പ്രോബിലിറ്റീസ് നിങ്ങൾക്ക് നെഗറ്റീവ് ഒക്കെ തരും. ഇപ്പൊ നെഗറ്റീവ് 0.2 ആണെന്ന് വിചാരിക്കുക, അപ്പൊ നിങ്ങൾ പറയണം പ്രോബിലിറ്റി നെഗറ്റീവ് ആയി ഇത് PMF അല്ല എന്ന് പറയണം. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് സമ്മ് ചെയ്ത് നോക്കുമ്പോൾ 1 അല്ല 1ൽ കൂടുതലാണ് കിട്ടുന്നതെന്ന് വിചാരിക്കുക, അപ്പോഴും നിങ്ങൾ പറയണം സീനാണ് PMF അല്ല എന്ന് പറയണം. ഇപ്പൊ കറക്റ്റ് ആണ് ഇറ്റ് ഈസ് എ PMF എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. റാൻഡം വേരിയബിൾ ഹാസ് ദ ഫോളോയിങ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ, ഫൈൻഡ് p of 0 less than x less than 4. ആദ്യം വാല്യൂ ഓഫ് എ കാണാൻ പറഞ്ഞിട്ടുണ്ട്. എ എന്താടാ ഇവിടെ നോക്കിക്കേ 0 1 2 3 4 ഇതാണ് നമ്മുടെ റാൻഡം വേരിയബിൾ എടുക്കുന്ന വാല്യൂസ് എന്ന് പറയുന്നത്. കറസ്പോണ്ടിങ് പ്രോബിലിറ്റീസ് ആയിട്ട് അവർ തന്നിട്ടുള്ളത് a 2a 3a 4a 5a ആണ്. എടാ നിങ്ങൾക്ക് റാൻഡം വേരിയബിൾ എന്താണെന്നും കാര്യങ്ങളും ഒന്നും അറിഞ്ഞില്ലെങ്കിലും നിങ്ങൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചോ, കാരണം നാളെ എക്സാമിന് ഇതൊക്കെ വരാനുള്ളതാണ്. അതിന് വലിയ വിവരമൊന്നും വേണ്ട കേട്ടോ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്കും അത് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. സോ സംഭവം എന്താന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു സം ഓഫ് പ്രോബിലിറ്റീസ് എപ്പോഴും ഈക്വൽ ടു 1 ആയിരിക്കും. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ സം ഓഫ് പ്രോബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇല്ലടാ ഫസ്റ്റ് പ്രോബിലിറ്റി എ, പിന്നത്തെ പ്രോബിലിറ്റി 2a, പിന്നെ 3a, പിന്നെ 4a, പിന്നെ 5a. സോ ഇവരുടെ സം ആണ് 1 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എയുടെ വാല്യൂ ആണ് ചോദിക്കുന്നത്. സോ ദിസ് സം ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൂട്ടിയിട്ട് പറ a plus 2a 3a, 3a plus 3a 6a, പിന്നെ 10a 15a. സോ 15a ഈക്വൽ ടു 1 എന്ന് വന്നാൽ എയുടെ വാല്യൂ എന്താ വേഗം പറഞ്ഞേ. വാട്ട് ഇസ് ദി വാല്യൂ ഓഫ് എ? എയുടെ വാല്യൂ എന്താടാ a is equal to 1/15 വരും. സിമ്പിൾ. സോ നമുക്ക് എന്ത് കിട്ടി എയുടെ വാല്യൂ കിട്ടി. എളുപ്പല്ലേടാ. സോ എയുടെ വാല്യൂ കിട്ടി കഴിഞ്ഞാൽ ഇനി എന്താ ചോദിച്ചിട്ടുള്ളത് ഫൈൻഡ് p of 0 less 1 വരും, പിന്നെ ആര് വരും p of x equal to 2 വരും, and then comes p of x is equal to 3. ഇവരുടെ സം ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. സോ this is equal to എന്താ p of x equal to 1 എന്ന് പറഞ്ഞാൽ നമ്മൾ ഫൈൻഡ് ചെയ്തിട്ടുണ്ട് 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബിലിറ്റി 2a ആണ്. അതേപോലെ 2ക്ക് കറസ്പോണ്ടിങ് 3a ആണ്, 3ക്ക് കറസ്പോണ്ടിങ് 4a ആണ്. അപ്പൊ നമ്മൾ എഴുതേണ്ടത് 2a plus 3a plus 4a ആണ്, which is equal to 9a. 4 plus 3 7 plus 2 9a എന്ന് വന്നു. സോ p of 0 less than x less than 4 is equal to 9a ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമുക്ക് എയുടെ വാല്യൂ ഓൾറെഡി അറിയാം. a equal to 1/15 ആണ്. സോ ഇതാണ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാനുള്ളത്. 9 into 1/15 that is equal to 9/15. ഇതാണ് റിക്വയർഡ് പ്രോബിലിറ്റി. യെസ് പ്രൈം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആരാടാ 9a നിർത്തരുത് കേട്ടോ, കാരണം നമ്മൾ എയുടെ വാല്യൂ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. എയുടെ വാല്യൂ കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഫൈനൽ കിട്ടും. ലൈവ് സ്റ്റക്ക് ആയിരുന്നോടാ? ഇപ്പൊ ഓക്കെ അല്ലേ? സോറിടാ ഞാൻ അറിഞ്ഞില്ല കേട്ടോ. താങ്ക് യു. ഇപ്പൊ ഓക്കെ അല്ലേടാ? അപ്പൊ നമ്മള് ഇങ്ങനെ പ്രോബിലിറ്റീസ് ഓഫ് 0 less than x less than 4 അല്ലെങ്കിൽ 2 less than 5 എന്നൊക്കെ പറഞ്ഞാൽ 2ന്റെയും 5ന്റെ ഇടയിലുള്ളവരെ എടുക്കുക. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ 2നെയും 5നെയും കൂടി കൺസിഡർ ചെയ്യുക കേട്ടോ. സോ ആ രീതിയിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഇങ്ങനത്തെ പ്രോബിലിറ്റീസ് ഫൈൻഡ് ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ ഓഫ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ x is given. Calculate the mean and variance of x. പറ എന്താണ് ഒരു പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷന്റെ മീൻ എന്ന് പറഞ്ഞാൽ? മീൻ അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ എന്നൊക്കെ പറഞ്ഞാൽ സെയിം അല്ലേ. സോ മീൻ is equal to e of x is equal to what? e of x ന്റെ ഡെഫിനിഷൻ ഇതാണ്. ഇറ്റ് is sigma x into p of x. അതായത് x into corresponding probability ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക, അവരുടെ സം എടുക്കുക. ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് എത്ര എക്സുകൾ ഉണ്ട്? x1 x2 x3 x4 എന്ന് പറഞ്ഞിട്ട് 4 വാല്യൂസ് ഓഫ് x ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? x1ന്റെ കൂടെ p of x1 മൾട്ടിപ്ലൈ ചെയ്യണം, പ്ലസ് x2ന്റെ കൂടെ p of x2, പ്ലസ് x3യുടെ കൂടെ p of x3, പ്ലസ് x4ന്റെ കൂടെ p of x4. ഇതാണ് നമ്മുടെ പരിപാടി. എങ്ങനെയാ ചെയ്യാ? സിമ്പിൾ അല്ലേടാ. x1 into p of x1 എന്ന് പറഞ്ഞാൽ 0 into 0.1 എന്ന് വരും. പ്ലസ് നിങ്ങൾ ചെയ്ത് എന്നിട്ട് ആൻസർ പറഞ്ഞു തന്നെ x2 into corresponding probability എന്ന് പറഞ്ഞാൽ 1 into 0.3 എന്ന് വരും. ആൻഡ് ദെൻ x2 into corresponding probability എന്ന് പറഞ്ഞാൽ 2 into 0.4 വരും. x4 into corresponding probability എന്ന് പറഞ്ഞാൽ 3 into 0.2 എന്ന് വരും. ആൻസർ പറഞ്ഞേ. ആൻസർ എന്താ വരിക? വേഗം പറഞ്ഞേ. സോ ദിസ് ഇസ് ഈക്വൽ ടു 0 into സംതിങ് എന്ന് പറഞ്ഞാൽ 0 ആണ്. സോ ഇത് നമുക്ക് വേണ്ട. അടുത്തത് 1 into 0.3 എന്ന് പറഞ്ഞാൽ 0.3, പ്ലസ് 2 into 0.4 0.8, പ്ലസ് 3 into 0.6 0.6, 0.2 0.6. അപ്പൊ മൊത്തത്തിൽ എത്ര വരും? 0.8ഉം 0.6 കൂടി 1.4 വരും. മൊത്തത്തിൽ 1.7 വരും അല്ലെ? ആണോടാ? യെസ് അനശ്വര പറഞ്ഞിട്ടുണ്ട്.
ഇറ്റ് ഇസ് ഈക്വൽ ടു 1.7. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? മീൻ കിട്ടി. ഇറ്റ് ഇസ് ഈക്വൽ ടു 1.7. ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. ഇൻഫാക്ട് ലാസ്റ്റ് 2023 നിങ്ങൾക്ക് പബ്ലിക്കിന് ചോദിച്ചിട്ടുള്ളത് ഈ ക്വസ്റ്റൻ ആയിരുന്നു കേട്ടോ. സോ 1.7 ആണ് നമ്മുടെ മീൻ എന്ന് പറയുന്നത്. പോരാ, വേരിയൻസ് കൂടി കാണണം. എന്താ വേരിയൻസ് കാണാനുള്ള ഇക്വേഷൻ? വേരിയൻസ് ഇസ് ഈക്വൽ ടു ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ആണ് ഇക്വേഷൻ. അറിയാത്തവർ ഇപ്പൊ പഠിച്ചു വെക്കുക. ഇതില് ഇ ഓഫ് എക്സ് സ്ക്വയറും ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയറും സെയിം അല്ല കേട്ടോ. അത് മനസ്സിലാക്കുക. കാരണം എന്താ, അങ്ങനെ സെയിം ആണെങ്കിൽ ഇവരുടെ ഡിഫറൻസ് എടുത്താൽ 0 എന്നാണ് വരിക. സോ ഇ ഓഫ് എക്സ് സ്ക്വയർ വരെ ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ വരെ. ഈ ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയറിൽ നമ്മൾ ഫൈൻഡ് ചെയ്ത ഇ ഓഫ് എക്സ് ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. കാരണം എന്താ, ഇ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1.7 എന്ന് നമുക്കറിയാം. അപ്പൊ സെക്കൻഡ് പീസ് നമ്മുടെ കയ്യിൽ ഉണ്ട് ഓൾറെഡി. പക്ഷേ ഫസ്റ്റത്തെ പീസ് അതായത് ഇ ഓഫ് എക്സ് സ്ക്വയർ എന്താന്ന് നമുക്കറിയില്ല. എങ്ങനെയാ ഫൈൻഡ് ചെയ്യുക? ശ്രദ്ധിക്കുക. ഇ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? ഇ ഓഫ് എക്സ് എക്സ് ഇൻറ്റു പി ഓഫ് എക്സിന്റെ സം അല്ലേ? ഇവിടെ ഇ ഓഫ് എക്സ് സ്ക്വയർ ആയതുകൊണ്ട് എക്സ് സ്ക്വയർ പി ഓഫ് എക്സിന്റെ സം ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. സോ ഓരോ ടേമിന്റെയും സ്ക്വയറിനെയാണ് നമ്മൾ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അതായത് x1 എടുക്കുമ്പോൾ 0 അല്ലേ, 0യുടെ സ്ക്വയർ എടുക്കുക. അഗെയിൻ 0 തന്നെയാണ്. സോ 0 സ്ക്വയർ ഇൻറ്റു 0.1 എന്നാണ് വരിക. അതേപോലെ അടുത്ത എന്താ 1 അല്ലേ, 1 സ്ക്വയർ ഇൻറ്റു 0.3 എന്ന് വരും. അപ്പൊ അതാണ് അവിടുത്തെ വ്യത്യാസം കേട്ടോ. ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ആൻഡ് ദെൻ 2 സ്ക്വയർ ഇൻറ്റു 0.4 എന്ന് വരും. 2 സ്ക്വയർ ഇൻറ്റു 0.4 ആൻഡ് ദെൻ കംസ് 3 സ്ക്വയർ ഇൻറ്റു 0.2. അപ്പൊ ഇ ഓഫ് എക്സ് സ്ക്വയർ എങ്ങനെയാ കാണുക? എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് അല്ലടാ. വീണ്ടും സ്റ്റക്ക് ആയിട്ടുണ്ടോടാ? വീണ്ടും സ്റ്റക്ക് ആവുന്നുണ്ടോ? നിങ്ങളൊന്ന് പറഞ്ഞേ. ഇപ്പൊ ഓക്കെ ആണെങ്കിൽ ഒന്ന് പറഞ്ഞേ. സ്റ്റക്ക്. ഇപ്പൊ ഓക്കെ. യാ, ഇപ്പൊ ഓക്കെ അല്ലടാ? അങ്ങനെയാണെങ്കിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നിങ്ങൾ സ്റ്റക്ക് ആയ പറ കേട്ടോ, ഞാൻ കമന്റ് നോക്കാവേ. യെസ്, പിന്നെയും സ്റ്റക്ക് ആവുന്നുണ്ടോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ 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 ഓക്കെ, ഞാൻ കുറെ കണ്ടു കേട്ടോ. സോ ഐ ട്രസ്റ്റ് ഓക്കെ. അപ്പൊ അടുത്ത എന്താ, നമ്മളിങ്ങനെ ഓരോ ടേംസിന്റെയും സ്ക്വയർ എടുത്തിട്ട് കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 0 സ്ക്വയർ ഇൻറ്റു 0.1, പിന്നെ നോക്കിക്കേ 1 സ്ക്വയർ ഇൻറ്റു 0.3, 2 സ്ക്വയർ ഇൻറ്റു 0.4, 3 സ്ക്വയർ ഇൻറ്റു 0.2. അതാണ് നമ്മുടെ അടുത്ത ഡ്യൂട്ടി. നോക്കിക്കേ 0 സ്ക്വയർ ഇൻറ്റു 0.1 എന്ന് പറഞ്ഞാൽ 0 എന്നാണ് കിട്ടുക. ഇനി 1 ഇൻറ്റു 0.3, 0.3 ആണ്. 2 സ്ക്വയർ 4 അല്ലേ, അപ്പൊ 4 ഇൻറ്റു 0.4 എന്ന് പറഞ്ഞാൽ 1.6 എന്ന് വരും. 3 സ്ക്വയർ 9 ആണ്. 9 ഇൻറ്റു 0.2 എന്ന് പറഞ്ഞാൽ 1.8 വരും. മൊത്തത്തിൽ എത്രയാ കിട്ടുക? 1 + 2 + 2.8 പിന്നെ 3.4 എന്ന് വരും. മൊത്തത്തിൽ 3.7 എന്ന് വരും അല്ലെ? കറക്റ്റ് അല്ലടാ? 3.7 എന്നല്ലേ വരിക? യെസ്. 1.8, 2.8, 3, 3.4, 3.7 വരും. യെസ്. അപ്പൊ എന്താ കിട്ടിയത്? ഇ ഓഫ് എക്സ് സ്ക്വയർ കിട്ടി. നമുക്ക് വേണ്ടത് എന്താണ്? വി നീഡ് ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. അതിൽ ഇ ഓഫ് എക്സ് സ്ക്വയർ നമ്മൾ ഫൈൻഡ് ചെയ്തു, ഇട്ട് 3.7. ഇനി നമ്മൾ ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ എടുക്കണം. അതായത് 1.7 സ്ക്വയർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. എന്താ കിട്ടുക? 2.89 കിട്ടും. സോ നമുക്ക് വേണ്ടത് എന്താണ്? ഈ ഒരു ഡിഫറൻസ് ആണ്. സോ 3.7 മൈനസ് 2.89 എന്ന് പറഞ്ഞാൽ വി ഗെറ്റ് 0.81 ആസ് ദി വേരിയൻസ്. ഓക്കെ ആണോടാ? ഓക്കെ ആണോ? യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. ഫാത്തിമ ഷെഫ്രിൻ. എടാ, ഈ 12 ചാപ്റ്റേഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് എന്താ നിങ്ങളോട് പറഞ്ഞത്? നമ്മളിപ്പോ ആക്ച്വലി ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അത്രയൊന്നും വരാറില്ല. ഒരു 11, 10 വരെയൊക്കെയാണ് വരാറുള്ളത്. ഓക്കെ, സ്കൂളിൽ എന്താ പറഞ്ഞേ? സ്കൂളിൽ തുടക്കത്തിൽ ആരൊക്കെയോ 13 ചാപ്റ്റേഴ്സ് 14 ചാപ്റ്റേഴ്സ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. സ്റ്റക്ക് ഇല്ല അല്ലെ? നിങ്ങൾ എന്നെ പറ്റിക്കാണോ? യെസ്. അപ്പൊ എന്തായാലും വേരിയൻസ് കാണാൻ പറഞ്ഞാൽ ആദ്യം മീൻ കാണുക, ഇ ഓഫ് എക്സ് കാണുക. ഇതൊക്കെ നല്ല മാർക്കിന്റെ ക്വസ്റ്റൻ ആട്ടോ. നോക്കിക്കേ 3 മാർക്ക് 3, 4 മാർക്കിനൊക്കെ ഈ ക്വസ്റ്റൻ ചോദിക്കാറുണ്ട്. മീനും വേരിയൻസും. മീൻ കാണാൻ ജസ്റ്റ് ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് സം എടുക്കുക. വേരിയൻസ് കാണാൻ വേണ്ടിയിട്ട് ഇ ഓഫ് എക്സ് സ്ക്വയറിന് ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ മൈനസ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തത് നോക്കിക്കോ, പ്രോപ്പർട്ടീസ് ഓഫ് ഇ ഓഫ് എക്സ് വെച്ചിട്ടുള്ള 1-2 ക്വസ്റ്റൻസ് കൂടി നമുക്ക് ചെയ്യാം. സോ ജസ്റ്റ് ഞാനൊന്ന് ഇ ഓഫ് എക്സിന്റെയും പ്രോപ്പർട്ടീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാവും. ഇവിടെ ഒന്നുമില്ല, എക്സ്പെക്ടേഷൻ ഓഫ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ, അതായത് എ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ്. ഇവിടുത്തെ എയും ബിയും ഒക്കെ കോൺസ്റ്റന്റ്സ് ആണ് കേട്ടോ. ഇവിടുത്തെ എയും ബിയും കോൺസ്റ്റന്റ്സ് ആണ്. സോ ഒരു കോൺസ്റ്റന്റിന്റെ എക്സ്പെക്ടേഷൻ എടുത്താൽ നിങ്ങൾക്ക് കിട്ടുക കോൺസ്റ്റന്റ് തന്നെയാണ്. ഇ ഓഫ് എ എന്ന് പറഞ്ഞാൽ എ ആണ്. അതായത് നിങ്ങളോട് ഇല്ല എക്സാമിന് ഇ ഓഫ് 5 എന്താന്ന് ചോദിച്ചാൽ 0 എന്നൊന്നും എഴുതി വെക്കരുത്, 5 എന്ന് എഴുതി വെക്കുക. കോൺസ്റ്റന്റിന്റെ എക്സ്പെക്ടേഷൻ കോൺസ്റ്റന്റ് തന്നെയാണ്. അടുത്തത് ഇ ഓഫ് എ എക്സ്, അതായത് ഇ ഓഫ് 5x എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ 5നെ പിടിച്ച് പുറത്തേക്ക് ഇട്ടിട്ട് 5 into e of x എന്ന് എഴുതുക. ദാറ്റ് ഇസ് a into e of x എന്ന് വരും. e of ax is equal to a into e of x എന്ന് വരും. അടുത്തത് e of x plus b ആണ്. ദാറ്റ് is equal to e of x plus b. And then e of ax plus b ആണ്. ദാറ്റ് is equal to a into e of x plus b. ഈ രീതിയിൽ പ്രോപ്പർട്ടീസ് ഒന്ന് ഓർത്ത് വെക്കുക. e of x plus or minus y എന്തായിരുന്നു? x ഉം y ഒക്കെ റാൻഡം വേരിയബിൾസ് ആണെങ്കിൽ e of x plus or minus y എന്ന് പറഞ്ഞാൽ
ഇ ഓഫ് എക്സ് പ്ലസ് ഓർ മൈനസ് ഇ ഓഫ് വൈ ആണ്. അപ്പൊ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ഏതാണെന്ന് അറിയോ? ഇതാണ് ഇ ഓഫ് എ എക്സ് പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ഇ ഓഫ് എക്സ് പ്ലസ് ബി ആണ്. ആ കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതേപോലെ പ്രോപ്പർട്ടീസ് ഓഫ് വേരിയൻസ് ആണ്. വേരിയൻസ് ഓഫ് എ ഈക്വൽ ടു 0 ആണ്. എക്സ്പെക്ടേഷൻ എ തന്നെയായിരുന്നു, പക്ഷെ വേരിയൻസ് ഓഫ് 5 നിങ്ങളോട് ചോദിച്ചാൽ അവിടെ ആൻസർ 0 ആണ്. അതേപോലെ വി ഓഫ് എ എക്സ് എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു വി ഓഫ് എക്സ് അല്ല, എ സ്ക്വയർ ഇൻറ്റു വി ഓഫ് എക്സ് ആണ് നോട്ട് ചെയ്ത് വെക്കുക. ഇനി വി ഓഫ് എ എക്സ് പ്ലസ് ബി എന്ന് പറഞ്ഞാലോ എ സ്ക്വയർ ഇൻറ്റു വി ഓഫ് എക്സ് തന്നെയാണ്. കാരണം അവിടെ നമ്മൾ വേരിയൻസ് ഓഫ് ബി എടുത്താൽ നമുക്ക് 0 എന്നാണ് കിട്ടുക. സോ ഇറ്റ് ഇസ് എ സ്ക്വയർ ഇൻറ്റു വി ഓഫ് എക്സ്. നേരത്തെ പോലെ തന്നെ വി ഓഫ് എക്സ് പ്ലസ് ഓർ മൈനസ് വൈ എന്ന് പറഞ്ഞാൽ വി ഓഫ് എക്സ് പ്ലസ് ഓർ മൈനസ് വി ഓഫ് വൈ എന്ന് കിട്ടും. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇനി ക്വസ്റ്റൻസിലേക്ക് നമ്മൾ കിടക്കുകയാണ്. എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റൻ ആണ്, നോക്കിക്കോളൂ. ഇഫ് എക്സ് ഇസ് എ റാൻഡം വേരിയബിൾ വിത്ത് എക്സ്പെക്ടേഷൻ ഇസ് ഈക്വൽ ടു 4 ആൻഡ് വേരിയൻസ് ഇസ് ഈക്വൽ ടു 2, ഫൈൻഡ് ഇ ഓഫ് 4x minus 3 ആൻഡ് വി ഓഫ് 4x minus 3. എങ്ങനെയാടാ ഒന്ന് പറഞ്ഞേ. ഇ ഓഫ് 4x minus 3 നമ്മൾ എങ്ങനെയാ കാണുക? നമ്മളിപ്പോ പഠിച്ചിട്ടേ ഉള്ളൂ. കോൺസ്റ്റന്റ് എക്സിന്റെ കൂടെയുള്ള കോൺസ്റ്റന്റ് ഇല്ലേ 4, അതിന് നമ്മൾ മെല്ലെ പുറത്തേക്ക് ഇടുക. അപ്പൊ എന്ത് കിട്ടും? 4 ഇൻറ്റു ഇ ഓഫ് എക്സ് എന്ന് കിട്ടും. മൈനസ് കോൺസ്റ്റന്റിനെ അങ്ങനെ തന്നെ വെക്കുക. കാരണം നമ്മൾ പഠിച്ചത് ഇ ഓഫ് എ എക്സ് പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ഇ ഓഫ് എക്സ് പ്ലസ് ബി എന്നാണ്. ആ പ്ലസ് ബി മൈനസ് ആയ മൈനസ് ആവുന്നേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇ ഓഫ് 4x minus 3 എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു ഇ ഓഫ് എക്സ് മൈനസ് 3 ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു എക്സ്പെക്ടേഷൻ ആരം 4 കൊടുക്കുക, മൈനസ് 3 കൊടുക്കുക. കാരണം എന്താ, എക്സ്പെക്ടേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. സോ 4 ഇൻറ്റു 4 16 മൈനസ് 3 എന്ന് വരും. ആൻസർ എന്താണ് വരിക? യെസ്, വെരി ഗുഡ്, 13 ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക കേട്ടോ. 13 ആണേ വരിക. റൈറ്റ്. അടുത്തത് വേരിയൻസ് ഓഫ് 4x minus 3 ആണ്. എങ്ങനെയാ വേരിയൻസ് കാണാം? എന്താണ് വേരിയൻസിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ഈക്വൽ ടു, നിങ്ങൾ നോക്കുക, 4നെ മുന്നോട്ട് ഇടണം, പക്ഷെ 4 ആയിട്ടല്ല, 4 സ്ക്വയർ ആയിട്ടാണ്. 4 സ്ക്വയർ വി ഓഫ് എക്സ് എന്നാണ് വരിക. അവിടെ കോൺസ്റ്റന്റ് ഉണ്ടാവില്ല കേട്ടോ. സോ 4 സ്ക്വയർ ഇൻറ്റു വി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 16 ഇൻറ്റു വി ഓഫ് എക്സ് ഇവിടെ എന്താടാ 2 ആണ്. 16 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 32 ആണ്. ഇതാണ് നമ്മുടെ ആൻസർ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. സോ ഈ രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് ഇ ഓഫ് എക്സും വി ഓഫ് എക്സും തന്നിട്ട് ഇങ്ങനത്തെ ലീനിയർ കോമ്പിനേഷൻസ് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. നോട്ട് ഡൗൺ ചെയ്യുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ അടുത്ത് നോക്കിക്കോ. ഡിഫൈൻ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആൻഡ് വാട്ട് ആർ ദി പ്രോപ്പർട്ടീസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. ലാസ്റ്റ് 2023 ചോദിച്ചിട്ടുള്ളത് തന്നെയാണ്. ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിനെ ഡിഫൈൻ ചെയ്യാൻ, അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യാൻ, അതിന്റെ പ്രോപ്പർട്ടീസും മെൻഷൻ ചെയ്യാൻ. എന്താണ് ഈ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ? നമ്മൾ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്നൊക്കെ പറയുക അല്ലേ. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്ന് നമ്മൾ പറയും. സോ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. അതിനെ നമുക്ക് എങ്ങനെ കറക്റ്റ് ഡിഫൈൻ ചെയ്യാം? ഇൻ കേസ് ഓഫ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു, കണ്ടിന്യൂസിന്റെ കേസിൽ നമ്മൾ ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് -∞ മുതൽ എക്സ് വരെ ഇന്റഗ്രേറ്റ് ചെയ്യാണ് വേണ്ടത്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു -∞ ടു എക്സ്, നമ്മുടെ ഗിവൺ ഫംഗ്ഷൻ ആയിട്ടുള്ള എഫ് ഓഫ് എക്സ് ഡി എക്സ്. സോ ഈ രീതിക്ക് പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ -∞ ടു എക്സ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇതൊന്ന് പഠിച്ചു വെക്കുക. ഇതാണ് എന്തെന്ന് പറയുന്നത്? കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിന്റെ കേസിൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി പ്രോപ്പർട്ടീസ് എന്തൊക്കെയാടാ? 0ന്റെയും 1ന്റെയും ഇടയിലാണ് ഇതിന്റെ വാല്യൂ വരിക. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അടുത്ത പ്രോപ്പർട്ടി, എഫ് ഓഫ് -∞ എപ്പോഴും 0 ആയിരിക്കും, എഫ് ഓഫ് ∞ എപ്പോഴും 1 ആയിരിക്കും. ആരോ തിയറി ചോദിച്ചായിരുന്നു, അവർക്കുള്ള തിയറി ആട്ടോ ഇത്. എഫ് ഓഫ് -∞ 0 ആണ്, എഫ് ഓഫ് ∞ 1 ആണ്. ആൻഡ് ദെൻ എഫ് ഓഫ് എക്സ് എപ്പോഴും നോൺ ഡിക്രീസിംഗ് ആയിരിക്കും ആൻഡ് കണ്ടിന്യൂസ് ടു ദി റൈറ്റ് ആയിരിക്കും. പി ഓഫ് എ ടു ബി നമ്മളോട് ചോദിക്കാന്ന് വിചാരിക്കുക. പി ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യുക? ഇറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ആണ്. ഇത്രയും പ്രോപ്പർട്ടീസും പഠിച്ചു വെക്കുക. ഈ പറയുന്ന ഇക്വേഷനും ഒന്ന് പഠിച്ചു വെക്കുക. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ്. പിന്നെയും പോയോടാ? പിന്നെയും പോയോ? പ്രശ്നമുണ്ടോ ഒന്ന് പറഞ്ഞേ. പ്രശ്നമുണ്ടോ? എന്താണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ വരിക? എഫ് ഓഫ് എക്സ് ഒരു സി ഡി എഫ് ഓഫ് റാൻഡം വേരിയബിൾ, അതായത് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് ഓഫ് -∞ എന്താണ്? ഇല്ല അല്ലേ? ഓക്കെ അല്ലേ? റൈറ്റ്. എന്താണ് എഫ് ഓഫ് -∞? നമ്മളിപ്പോ പ്രോപ്പർട്ടീസിൽ പഠിച്ചിട്ടേ ഉള്ളൂ. എഫ് ഓഫ് -∞ നാവൊന്നും കിട്ടുന്നില്ലടാ, വഴങ്ങുന്നില്ല. എഫ് ഓഫ് -∞ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, യാ. സോ എഫ് ഓഫ് -∞ 0 ആണ്, എഫ് ഓഫ് ∞ 1 ആണ്. അത് രണ്ടും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ ഇവിടെ പഠിച്ചിട്ടേ ഉള്ളൂ കേട്ടോ. റൈറ്റ്. ഓക്കെ, യെസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എക്സ് ഹാസ് ദി PDF f of x is equal to 2x if 0 less than x less than 1 and 0 otherwise obtain distribution function of x എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ഇച്ചിരി പാടുള്ള പ്രോബ്ലം ആയിരിക്കും. അപ്പൊ നിങ്ങളൊന്ന് ഇരുന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അറിയുന്നവർക്ക്, അതായത് ചാപ്റ്റർ അത്യാവശ്യം ധാരണ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇനി ആദ്യമായിട്ട് ഇത് കേൾക്കുന്നവരാണെങ്കിൽ ഒരു ബുദ്ധിമുട്ട് തോന്നും. പക്ഷേ നമുക്ക് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോവാം. ആദ്യം ചോദിച്ചിട്ടുള്ളത് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ്. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞിട്ടേ ഉള്ളൂ. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ -∞ ടു എക്സ്
എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. ആരുടെ കേസിൽ? കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിന്റെ കേസിൽ. സോ ആദ്യം ഇക്വേഷൻ അങ്ങ് എഴുതി വെക്കുക, മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇനി ഇവിടെ 0 മുതൽ 1 വരെ നമുക്ക് ഫംഗ്ഷൻ തന്നിട്ടുള്ളത് 2x ആണ്. അല്ലാത്ത പക്ഷം, അതായത് 0യുടെ മുന്നേയും 0യുടെ ശേഷവും ഒക്കെ ഫംഗ്ഷൻ 0 ആണ്. ഞാനൊരു പിക്ചർ വരച്ച് നോക്കുകയാണെങ്കിൽ ഇത് 0 ആണ്, ഇത് 1 ആണ്, ഇത് മൈനസ് ഇൻഫിനിറ്റി, ഇത് ഇൻഫിനിറ്റി. റിയൽ ലൈൻ ആണ് കേട്ടോ. റിയൽ ലൈനിൽ മൈനസ് ഇൻഫിനിറ്റി, 0, 1, ഇൻഫിനിറ്റി നമ്മൾ മാർക്ക് ചെയ്തു. നമുക്കിപ്പോൾ മനസ്സിലായത് 0 to 1 നമ്മുടെ ഫംഗ്ഷൻ 2x ആണ്. അല്ലാതെ 0യുടെ താഴെ ആയാലും 1ന്റെ മുകളിലായാലും ഒക്കെ ഫംഗ്ഷൻ എന്താണ്? 0 ആണ്. കാരണം അതർവൈസ് 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 0 to 1 ഫംഗ്ഷൻ 2x ആണ്, അല്ലാത്തടത്തൊക്കെ ഫംഗ്ഷൻ 0 ആണ്. ഇനി എന്താ ചോദിച്ചിട്ടുള്ളത്? ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ്. നമ്മൾ ഇതിനെ 3 കേസ് ആയിട്ട് ചെയ്യണം. അതായത് നമ്മൾ എങ്ങനെയാ ചെയ്യാന്ന് വെച്ചാൽ, ഇവിടെ 0യുടെ താഴെ നമ്മൾ ഒരു കേസ് ആയിട്ട് കൺസിഡർ ചെയ്യണം, 0 മുതൽ 1 വരെ ഒരു കേസ് ആയിട്ട് കൺസിഡർ ചെയ്യണം, 1ന്റെ മുകളിൽ മറ്റൊരു കേസ് ആയിട്ട് കൺസിഡർ ചെയ്യണം. അപ്പൊ ഏറ്റവും ആദ്യം ഞാൻ എടുക്കുന്നത് x ലെസ് ദാൻ 0 എന്ന് പറയുന്ന കേസാണ്. അവിടെ നിങ്ങൾ നോക്കിക്കേ, എന്താണ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ? എഫ് ഓഫ് എക്സ് മൈനസ് ഇൻഫിനിറ്റി മുതൽ എക്സ് വരെ എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. പക്ഷേ ഇവിടുത്തെ ഫംഗ്ഷൻ എന്താടാ? 0യുടെ താഴെ എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ദി ഫംഗ്ഷൻ ഹിയർ? ഫംഗ്ഷൻ ഇവിടെ 0 ആണ്. അതായത് നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് എന്താണ്? ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് 0 ഡി എക്സിനെയാണ്. 0നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ ആൻസർ 0 തന്നെയാണ് വരിക. അതായത് എക്സ് ലെസ് ദാൻ 0യുടെ കേസിൽ എളുപ്പത്തിൽ പറയാൻ പറ്റും നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, ഇത് നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. സോ മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ലെസ് ദാൻ 0 ആയതുകൊണ്ട്, എക്സ് ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ 0യിൽ താഴെയാണ്, അപ്പൊ അവിടെ ഫംഗ്ഷൻ 0 ആണ്. അപ്പൊ നമ്മൾ ഇവിടെ ഫംഗ്ഷൻ 0 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് ആൻസർ 0 എന്ന് കിട്ടും. ഇനി അടുത്തത് നമ്മുടെ സെക്കൻഡ് കേസ് ആയിട്ട് നമ്മൾ എടുക്കുക 0 to x, 0 മുതൽ 1 വരെയുള്ള എക്സ് വാല്യൂസ് ആണ്. സോ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 എന്ന് വരും. 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 ആണെങ്കിൽ നിങ്ങൾ പറ മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണെന്ന് അറിയോ ചെയ്യുക? ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് 0 മുതൽ മൈനസ് ഇൻഫിനിറ്റി മുതൽ 0 വരെയാണ്. പിന്നെയാണ് നമ്മൾ 0 to 1 എടുക്കുക. നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. 0 to 1 എന്ന് പറയുമ്പോൾ ഇവിടെയാണ് വരിക. അപ്പൊ നമ്മൾ ആക്ച്വലി മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് എന്ന് പറയുമ്പോൾ ഇവിടെയാണ് നമ്മുടെ എക്സ് വരിക. 0 to 1 എന്ന് പറയുമ്പോൾ ഈ ഒരു കേസിൽ നമ്മുടെ എക്സ് ഇങ്ങനെയാ വരിക. അപ്പൊ നമ്മൾ എക്സ് വരെയുള്ള ഇന്റഗ്രൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ആദ്യം മൈനസ് ഇൻഫിനിറ്റി ടു 0 ചെയ്യണം, പിന്നെ 0 to x ചെയ്യണം. അത് നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കുക കേട്ടോ. സോ എക്സ് എന്ന് പറയുന്നത് 0ന്റെയും 1ന്റെയും ഇടയിലാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് ഇങ്ങനെ നടുക്കുള്ള ഏതോ ഒരു പോയിന്റ് ആയിരിക്കും. സോ മൈനസ് ഇൻഫിനിറ്റി മുതൽ എക്സ് വരെ ഇന്റഗ്രേറ്റ് ചെയ്യണം. അതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് പെട്ടെന്ന് നേരെ അങ്ങ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചെയ്യുക മൈനസ് ഇൻഫിനിറ്റി മുതൽ 0 വരെ ചെയ്യും, പിന്നെയാണ് നമ്മൾ 0 to x ചെയ്യുക. അപ്പൊ ഇത് സ്പ്ലിറ്റ് ചെയ്യുക. എന്താ ചെയ്യുക? മൈനസ് ഇൻഫിനിറ്റി ടു 0 എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് 0 to x എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് വരും. ദിസ് ഈസ് ഈക്വൽ ടു അഗൈൻ മൈനസ് ഇൻഫിനിറ്റി ടു 0 എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ മുന്നേ ഇവാലുവേറ്റ് ചെയ്തതാണ് 0 ആണ്. കാരണം അവിടെ ഫംഗ്ഷൻ എന്താണ്? 0 ആണ്. അപ്പൊ ഇത് 0 എന്ന് വരും. അടുത്തത് 0 to x എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 0 മുതൽ അങ്ങോട്ട് ഫംഗ്ഷൻ എന്താണ്? 2x ആണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് കൊടുക്കണം? 2x dx എന്ന് കൊടുക്കണം. ഇനി ഇന്റഗ്രൽ 2x എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു ഇന്റഗ്രൽ x ആണ്. എക്സിന്റെ ഇന്റഗ്രൽ x²/2 ആണ് അല്ലെ. സോ 2ഉം 2ഉം ക്യാൻസൽ ആയിട്ട് നമുക്ക് x² എന്ന് കിട്ടും. ഈ x²ന് നമ്മൾ 0 to x ലിമിറ്റ് കൊടുക്കണം. x ലിമിറ്റ് കൊടുത്താൽ x² എന്ന് പറയുന്നത് x² തന്നെയാണ്. 0 എന്ന് കൊടുത്താൽ 0 എന്ന് വരും. സോ ആൻസർ എന്താ വരിക? x² എന്നാണ്. ഓക്കെ, ഇതൊന്ന് ശരിയാക്കി. റൈറ്റ്, അടുത്ത ക്വസ്റ്റനിലേക്ക് അടുത്ത പാർട്ടിലേക്ക് കടന്നാലോ? അതായത് ഇപ്പൊ നമ്മൾ 0 to 1 ചെയ്തു. ഇനി നമുക്ക് ഒരു പാർട്ട് കൂടി ചെയ്യാനുണ്ട്. ദാറ്റ് ഈസ് എക്സ് ഗ്രേറ്റർ ദാൻ 1. എക്സ് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വരിക? ഇത് 0 ആണ്, ഇത് 1 ആണ്, മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി. ഇവിടെയാണ് നമ്മുടെ ഫംഗ്ഷൻ 2x, ഇവിടെയും ഇവിടെയൊക്കെ 0 ആണ്. എക്സ് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ ആയിട്ടാണ് നമ്മുടെ എക്സ് വരിക. 1നേക്കാളും കൂടുതലുള്ള ഇവിടെയാണ് നമ്മുടെ എക്സ് കിടക്കുന്നത്. സോ നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. എപ്പോഴും ആദ്യം ആ ഡെഫിനിഷൻ എഴുതുക. ഇനി ഈ ഒരു എക്സിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ എത്ര പാർട്ടായിട്ട് സഞ്ചരിക്കണം? ആദ്യം മൈനസ് ഇൻഫിനിറ്റി ടു 0 സഞ്ചരിക്കണം, പിന്നെ 0 to 1 പോകണം, അത് കഴിഞ്ഞിട്ട് 1 to x പോകണം. നമുക്ക് പോവാം. ആദ്യം മൈനസ് ഇൻഫിനിറ്റി ടു 0 എന്ന് പറയണം അല്ലെ. സോ 0 എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ അവിടെ 0 dx എന്ന് വരും. അടുത്തത് 0 to 1 എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 2x ആണ്. സോ 2x dx എന്ന് വരും. ആൻഡ് ദെൻ 1 to x ആണ് നമ്മൾ പോകേണ്ടത്. അവിടെ അഗെയിൻ ഫംഗ്ഷൻ 0 ആണ്. അപ്പൊ ആക്ച്വലി ഈ ഇന്റഗ്രലും 0 എന്ന് വരും, ഈ ഇന്റഗ്രലും 0 വരും. കാരണം രണ്ട് പീസും 0 ആണ്. നമുക്ക് ആകെ കാൽക്കുലേറ്റ് ചെയ്യാനുണ്ടാവുക നടുവിലുള്ള 0 to 1 2x dx എന്ന് പറയുന്ന ഇന്റഗ്രൽ ആണ്. എന്താ വരിക? 2xന്റെ ഇന്റഗ്രൽ തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞിട്ടേ ഉള്ളൂ. 2xന്റെ ഇന്റഗ്രൽ x² ആണ്. സോ ഇവിടെ എന്താ വരിക? x² ഫ്രം 0 to 1 എന്ന് വരും. എക്സിന് പകരം 1 കൊടുത്താൽ 1² എന്ന് വരും, മൈനസ് 0 എന്ന് കൊടുത്താൽ 0² വരും. 1 - 0 ആൻസർ 1 എന്ന് കിട്ടും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ
ആൻസർ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. എടാ ഒറ്റ ക്വസ്റ്റ്യൻ കൂടി, ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ കൂടി, അത് നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. അതോടുകൂടി നമ്മുടെ ചാപ്റ്റർ കഴിയും. ഈ ക്വസ്റ്റ്യൻ എനിക്കറിയാം ഇതിന് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഒന്നാമത് ഇന്റഗ്രേഷൻ ഉണ്ട്, പിന്നെ ഈ -ഇൻഫിനിറ്റി പോലത്തെ കാര്യങ്ങളുണ്ട്. അതിന്റെ കോൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആവാനുണ്ടാവും. ഇത് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ വിട്ടോട്ടോ. അതായത് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ക്രിസ്മസ് എക്സാമിന് ഇത് വരില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പബ്ലിക്കിലേക്ക് നമുക്ക് പഠിച്ചാൽ മതി. അപ്പോഴേക്ക് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇരിക്കാം കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. എക്സ് ഒരു continuous random variable ആണ് with variance is equal to 4. The value of v of 2x plus 1 is equal to v of 2x plus 1 എന്താടാ? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടേ ഉള്ളൂ വേരിയൻസിന്റെ പ്രോപ്പർട്ടി എന്താ? v of ax plus b എന്ന് പറഞ്ഞാൽ a square into v of x ആണ്. ഇവിടെ 2 square into v of x എന്ന് വരും. സോ 4 into v of x എത്രയാടാ? 4 ആണ്. ആൻസർ എത്ര വരിക? വേഗം പറഞ്ഞേ, ആൻസർ എന്താ വരിക? ആൻസർ എന്താ വരിക? യെസ്, 4 into 4 16 വരും. സോ വേരിയൻസ് ഓഫ് 2x plus 1 എന്ന് പറഞ്ഞാൽ 16 ആണ്. ക്ലിയർ ആണോടാ? ക്ലിയർ ആണോ? യെസ്. അപ്പൊ ഈ രീതിയിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിന്റെ വേരിയൻസ് അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെക്ടേഷൻ ഇതൊക്കെ തന്നാൽ v of 2x plus 1, e of 2x plus 1 ഒക്കെ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങളോട് കൂടി നമ്മൾ ഈ ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ അടുത്തതായിട്ട് നമുക്ക് ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് പഠിക്കാം. ബിഫോർ ദാറ്റ് ഒരു ചാപ്റ്ററുമായിട്ട് ഷാമിൽ സാർ വരുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് കടക്കാം കേട്ടോ. സോ തൽക്കാലം എനിക്കൊരു ബ്രേക്ക്, നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവുക. അടുത്ത ചാപ്റ്റർ നിങ്ങളുടെ സ്വന്തം ഷാമിൽ സാർ ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കും. ഷാമിൽ സാറേ ഓടി വായോ. സോ കാണാട്ടോ. യാ ബൈ. അപ്പൊ ഇനി ഇതാ അടുത്ത ചാപ്റ്റർ നമ്മള് ഇത് പെട്ടെന്ന് കഴിയൂട്ടോ ഒരു ചാപ്റ്റർ. ഹായ് റിൻഷാദ്. എടാ ഹായ്, റെഡി അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെ അതിലുണ്ടടാ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് അടുത്ത ചാപ്റ്റർ നോക്കാം. റെഡി? അവിടെ ഒരു കാര്യം കൂടി, ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ചാപ്റ്റർ 7th ആണ്. ഓർഡറിലല്ല പോകുന്നത്. സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഉസ്താമിസ് 2 ചാപ്റ്റർ എടുത്തുകൊണ്ട് ഉസ്താമിസിന് റെസ്റ്റ് വേണ്ടേ? അപ്പൊ നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് ചാപ്റ്റേഴ്സ് എടുക്കാൻ പറ്റില്ലല്ലോ അല്ലെ? സോ അപ്പൊ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഹായ് സാർ, ഞാൻ വന്നിട്ടിരിക്കുന്നു. പക്ഷേ വന്നിരിക്കുന്നു. ഹായ് ഹായ് ഹായ്. സോ അങ്ങനെയാണെങ്കിൽ എടാ നമുക്ക് നേരിട്ട് ചാപ്റ്ററിലേക്ക് കടക്കാം. സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ് വളരെ സിമ്പിൾ ആണ്, ഈസി ആണ്. സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചാപ്റ്റർ എന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും വരാറില്ല. സിമ്പിൾ ആയുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. കൺസെപ്റ്റ് കാര്യങ്ങൾ കൃത്യമായിട്ട് ഈ ക്വസ്റ്റ്യൻസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഷുവർ ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മളൊരു റിവിഷൻ നടത്തുന്നതിനേക്കാളും നല്ലത് ഷുവർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതാണ്. കുറച്ചുകൂടി എഫക്റ്റീവ് ആണ്. സോ അങ്ങനെയാണ് നോക്കിക്കേ. Which one of the following is statistics? അപ്പൊ സാറേ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്ന് അറിയില്ല, പിന്നെ ഏതാ നിങ്ങൾ ഇതിൽ ഏതാണെന്ന് പറയാ? എടാ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട സംഭവമാണ്. വാട്ട് ഈസ് സ്റ്റാറ്റിസ്റ്റിക്സ്? ഇറ്റ് ഈസ് എ മെഷറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സാമ്പിൾ. ഇത് ഒഴിവാക്കണോ? ഓക്കെ എടാ മൈക്ക് ഒന്ന് മാറ്റട്ടെ. ഞാൻ ഇവിടെ ഇതാ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഷറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സാമ്പിൾ ആണ്. ഓക്കെ ആണോ? ഇത് റെഡിയാണ്? മൈക്കിലല്ലേ കേക്ക്? സാമ്പിൾ. അപ്പൊ സാമ്പിൾ എന്താ സാറേ? എടാ നമ്മുടെ കയ്യിൽ വലിയൊരു പോപ്പുലേഷൻ ഉണ്ട്. നിങ്ങളുടെ ക്ലാസ്സിലെ മൊത്തത്തിലൊരു കുട്ടികളുണ്ട്. ആ ക്ലാസ്സിലെ കുട്ടികളിൽ നിന്ന് ഒരു 10 ആളെ തിരഞ്ഞെടുക്കാണ്. എന്തിനു വേണ്ടിയിട്ട്? എന്തെങ്കിലും ഒരു പഠനം നടത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കലോത്സവത്തിന് ഒപ്പന കളിക്കാൻ വേണ്ടിയിട്ട് 10 ആൾക്കാരെ മാത്രം നിങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് തിരഞ്ഞെടുക്കുക. ആ തിരഞ്ഞെടുക്കുന്ന 10 ആൾക്കാരില്ലേ, അവരാണ് സാമ്പിൾ. നിങ്ങളുടെ ക്ലാസ് മൊത്തല്ലേ, അതാണ് എന്ത്? പോപ്പുലേഷൻ. അപ്പടാ നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ മെഷറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സാമ്പിൾ. അങ്ങനെയാണ് പോപ്പുലേഷൻ എന്താടാ? പോപ്പുലേഷൻ പാരാമീറ്റർ ആണ്. പാരാമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഷറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പോപ്പുലേഷൻ. മെഷറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പോപ്പുലേഷൻ. അപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ ആ പോപ്പുലേഷന്റെ മൊത്തം എന്തെങ്കിലും, അതാണ് ഹൈറ്റ് ആണ് നോക്കുന്നത് വിചാരിച്ചോ. നിങ്ങളുടെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളുടെ ഹൈറ്റ് ആണ് എടുക്കുന്നത്. എന്നിട്ട് അതിന്റെ മീൻ എടുക്കാന്ന് വിചാരിച്ചോ. അപ്പൊ ഹൈറ്റിന്റെ മീൻ, അതാണ് എന്താ അവിടെ? പാരാമീറ്റർ. നിങ്ങൾ ഒപ്പന കളിക്കാൻ വേണ്ടി നമ്മൾ സെലക്ട് ചെയ്ത 10 കുട്ടികളില്ലേ, ആ 10 കുട്ടികളുടെ ഹൈറ്റിന്റെ മീനാണ് എടുക്കുന്നതെങ്കിൽ അതാണ് എന്ത്? സാമ്പിൾ. അവിടുത്തെ മീനാണ് എന്ത്? സാമ്പിൾ. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്. അപ്പൊ സാമ്പിളിൽ എടുക്കുന്ന മെഷറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്ത്? സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ എടുക്കുന്നതാണ് എന്ത്? പാരാമീറ്റർ. അങ്ങനെയാണ് ഇതിന് എക്സാമ്പിൾ പറഞ്ഞിടാ. ഇവിടെ മ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീനാട്ടോ. എന്ത് മീനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പോപ്പുലേഷൻ മീനാണ്. പോപ്പുലേഷൻ മീനിനെയാണ് നമ്മൾ മ്യൂ എന്ന് പറയാ. പോപ്പുലേഷൻ മീനാണ്. ഈ സിഗ്മ എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. നിങ്ങൾക്ക് അറിയാം, സിഗ്മ എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞ വേരിയൻസ്. ഇതും പോപ്പുലേഷൻ്റെതാണ്. ആൻഡ് ഇത് n എന്ന് പറഞ്ഞ നമ്പർ ഓഫ് സാമ്പിൾ സൈസ് ആണ്, എക്സ് ബാർ. അപ്പൊ ഇവിടുത്തെ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് സാമ്പിൾ മീൻ. എക്സ് ബാർ എന്ന് പറയുന്നത് എന്താടാ? സാമ്പിൾ മീൻ. അപ്പൊ സാമ്പിൾ മീനിനെയാണ് നമ്മൾ എന്ത് പറയാ? എക്സ് ബാർ എന്ന് പറയാം. അപ്പൊ എക്സ് ബാർ എവിടെ കണ്ടാലും അത് സാമ്പിൾ മീനാന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ സാമ്പിൾ മീൻ സാമ്പിൾ നിന്ന് എടുത്തതല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ട് വരുന്നത് ഏതാ? എക്സ് ബാർ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. യെസ്, എക്സ് ബാർ ആണ് റൈറ്റ് ആൻസർ. എക്സ്
ബാർ എന്ന് പറയുന്നുണ്ട്, BAR ബാർ. റെഡിയാടാ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. എ പോപ്പുലേഷൻ കൺസിസ്റ്റ് ഓഫ് ദ വാല്യൂസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു പോപ്പുലേഷനിൽ 4, 2, 8 3 വാല്യൂസ് മാത്രമേ ഉള്ളൂ. യൂസിങ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞത്. വിത്ത് റീപ്ലേസ്മെന്റ് ഓർ വിത്തൗട്ട് റീപ്ലേസ്മെന്റ്, രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. എങ്ങനെയാണെങ്കിലും നമ്മൾ അത് ചെയ്യടാ. സോ ഈസി ആണ്. അപ്പോൾ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റ് ആണെങ്കിൽ നോക്കിക്കേ, നമ്മുടെ ടോട്ടൽ സാമ്പിൾ സൈസ് എത്ര ആദ്യം എഴുതി കാണിച്ചു തരാം. ടോട്ടൽ സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. അത് n⁻n. അപ്പൊ n എന്ന് പറഞ്ഞാൽ എന്താ? n എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ സൈസ്, വലിയ n പോപ്പുലേഷന്റെ സൈസ് ആണ് n എന്ന് പറഞ്ഞാൽ. ആൻഡ് സ്മോൾ n എന്താടാ? സാമ്പിളിന്റെ സൈസിനെയാണ് നമ്മൾ എന്ത് പറയാ? n സ്മോൾ എന്ന് പറയാം. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഇനി നല്ലതുപോലെ വായിച്ചു നോക്കിക്കേ. ഇവിടെ പോപ്പുലേഷനിൽ നമുക്ക് ആകെ 3 ആൾക്കാരാണ് തന്നത്. അപ്പൊ ക്യാപിറ്റൽ N = 3, ക്യാപിറ്റൽ N = 3. ആൻഡ് സ്മോൾ n നിങ്ങൾ നോക്കിക്കേ, ഓഫ് സാമ്പിൾ ഓഫ് സൈസ്, സാമ്പിളിന്റെ സൈസസ് ആർ 2. അപ്പൊ n = 2. അങ്ങനെയാണെങ്കിൽ എടാ ഇവിടെ ടോട്ടൽ എത്ര സാമ്പിൾസ് നിങ്ങൾക്ക് ഉണ്ടാവും? n⁻n, ക്യാപിറ്റൽ N 3, സ്മോൾ n 2. അപ്പൊ 3² എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 9. ഓക്കെ ആണ്. 9 3⁻², 9. അപ്പൊ സിമ്പിൾ ആണ്, ഈസിയാണ്, പ്രശ്നമൊന്നുമില്ല. 3⁻², 9. അങ്ങനെയാണ് സാർ അതെങ്ങനെ ടേബിൾ വരയ്ക്കുക? ക്വസ്റ്റ്യൻ നോക്കിക്കോ. ആൻഡ് ഡിറ്റർമൈൻ ദ മീൻ ഓഫ് സാമ്പിൾ മീൻസ്. സാമ്പിൾ മീൻസിന്റെ മീനുമാണ് അല്ലെ? സാമ്പിൾ മീൻസിന്റെ മീനുമാണോ? ഞാൻ കാൽക്കുലേറ്റർ എടുക്കുന്നുണ്ട്. ആൻഡ് നമുക്ക് കാൽക്കുലേറ്റർ ആവശ്യമുണ്ട്. കാൽക്കുലേറ്റർ വെച്ച് ചെയ്യാനേ പറ്റൂ. അപ്പൊ നോക്കിക്കേ, 4, 2, 8 വിത്ത് റീപ്ലേസ്മെന്റാ. റീപ്ലേസ് സോറി, നമുക്ക് എന്ത് ചെയ്യാം? ഒരേ വാല്യൂസ് തന്നെ എടുക്കാം, പ്രശ്നമൊന്നുമില്ല. അപ്പൊ നോക്കിക്കേ, വിത്ത് റീപ്ലേസ്മെന്റ് അല്ലേ? അപ്പൊ 4 2 4 2 4 4 4 8 ഇങ്ങനെയാണ് ആദ്യത്തത് വരും. 9 എണ്ണല്ലേ ഉള്ളത്. ഇനി അടുത്തത് 2 വെച്ച് തുടങ്ങാം. 2 വെച്ചാകുമ്പോൾ 2 4 സോറി 2 4 വേണ്ട, 2 2 2 4 വരും കേട്ടോ. അപ്പോൾ 2 2 2 4 2 8 റെഡിയാണ്. ഇത് ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണെന്ന് വേഗം പറയണേ. ഇനി അടുത്തത് ഒരാൾ കൂടി ഉണ്ടല്ലോ, 8 അല്ലേ? അപ്പോൾ 8 4 8 2 8 8. അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ സാമ്പിൾ വാല്യൂസ് ഉണ്ടാവും. ഇങ്ങനെ ഒരു കോളാക്കി എഴുതണം. 9 എണ്ണം ഉണ്ടല്ലേ? ഇനി നോക്കിക്കേ, മീനാ വേണ്ടത്. മീൻ വേണമെങ്കിൽ ഇവിടെ അതാ ഇതിന്റെ മീൻ നിങ്ങൾ ഫൈൻഡ് ചെയ്യേണ്ട എങ്ങനെ അറിയോ? ഈ 4 + 2/2 ചെയ്താൽ മതി. അപ്പോൾ എന്താ 6/2 6/2 എന്ന് പറഞ്ഞാൽ 3. ഇവിടെ 4 + 4 8 ആണ്. 8ന്റെ ഹാഫ് 4. ഇവിടെ 4 + 8 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും 12 ആണ്. 12ന്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ എന്താ 6. ഓക്കെ, 2 + 2 4 4ന്റെ ഹാഫ് 2 2 + 4 6 6ന്റെ ഹാഫ് 3 2 + 8 10 10ന്റെ ഹാഫ് 5 8 + 2 10 10ന്റെ ഹാഫ് 5 ഇവിടെ 12 12ന്റെ ഹാഫ് 6 ഇവിടെ 16 16ന്റെ ഹാഫ് 8. ഇനി അങ്ങനെയാണെങ്കിൽ എടാ നോക്കിക്കേ, സാമ്പിൾ മീൻ ഞങ്ങളോട് ചോദിച്ചത് എന്താ നോക്കിക്കേ, മീൻ ഓഫ് സാമ്പിൾ മീൻസ്. മീൻ ഓഫ് സാമ്പിൾ മീൻ, സാമ്പിൾ മീൻസ് ആണ് എക്സ് ബാർ തന്നത്. അപ്പൊ മീൻ ഓഫ് സാമ്പിൾ മീൻ ആണ് ചോദിച്ചത് സാർ. മീൻ ഓഫ് സാമ്പിൾ മീൻസ്, സാമ്പിൾ മീൻസിന്റെ മീൻ. അപ്പൊ സാമ്പിൾ മീൻസിന്റെ മീൻ ആണെങ്കിലടാ നിങ്ങൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ ഫൈൻഡ് ചെയ്താൽ മതി. അതെങ്ങനെയാ ചെയ്യുക സാർ? സാമ്പിൾ മീനിന്റെ മീൻ. അപ്പൊ നോക്കിക്കേ, സാമ്പിൾ മീൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ടോട്ടൽ ഒന്ന് എടുത്ത് നോക്കിക്കടാ. 8 6 14, 8 6 14 14 5 19 5 29 സോറി 14 24 24 3 27 2 29 29 3 32 32 10 42. അതായത് ആ സാമ്പിൾസിന്റെ എല്ലാം കൂടി സമ്മ്, മീനിന്റെ സമ്മ് 42. എത്ര എണ്ണം ഉണ്ട്? 9. അപ്പൊ 42/9. സാമ്പിൾ വാല്യൂ അങ്ങനെയാണോ സാറേ? സാമ്പിൾ വാല്യൂ ഇങ്ങനെ തന്നെയാടാ. സാമ്പിൾ വാല്യൂ നമ്മൾ ഇത് ഇങ്ങനെയാ. വിത്ത് റീപ്ലേസ്മെന്റ് ആണെങ്കിൽ ഇങ്ങനെ എഴുതുക, വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആണെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, യെസ്, റെഡി, ഓക്കെ ആണ് കേട്ടോ. സോ അങ്ങനെയാണ് നോക്കിക്കുക. 42/9 42/9 സാമ്പിൾ വാല്യൂസ് അല്ലേ? അപ്പോൾ നമ്മൾ 42/9. എടാ 42/9 ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തേ. 4.666. ആൻസർ പറഞ്ഞ വേഗം. 4.666. ഇതാണ് എനിക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് ഇതാണോ കിട്ടുന്നത് നോക്കാം. ഞാൻ കാൽക്കുലേറ്ററിൽ അടിച്ചതാട്ടോ. അപ്പോൾ ഇത് തന്നെയാണ് കിട്ടുക. റെഡി. അപ്പോൾ ഇതാണ് വിത്ത് റീപ്ലേസ്മെന്റ് ആണെങ്കിൽ. ഇനി സാർ വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആണെങ്കിൽ അത് നമുക്ക് ചെയ്യാട്ടോ, പ്രശ്നമല്ല. അതിന് മുമ്പ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ, Z ഈസ് എ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ. Z എന്ന് പറയുന്നത് എന്താ? സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ ആണെങ്കിൽ ദെൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് Z² എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന ക്വസ്റ്റ്യൻ. എടാ Z എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ ആണെങ്കിൽ നമ്മൾ അതെങ്ങനെ എഴുതുക? x - μ/σ ഫോളോസ് n ഫോളോ. നമ്മൾ ഒരു ഇത് പഠിച്ചിട്ടില്ലേ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ 0 to 1 അല്ലേ? മീൻ മ്യൂ ആൻഡ് സിഗ്മ നമ്മുടെ വേരിയൻസ്, സോറി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ. ഓക്കെ, നോക്കിക്കേ. അങ്ങനെയാണ് മീൻ 0 വേരിയൻസ് 1 ഉള്ളത് കേട്ടോ. സോറി, വേരിയൻസ് അല്ല, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. രണ്ടും 1 ആയിരിക്കും ഇവിടെ ഈ കേസിൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എടാ നമ്മളോട് ചോദിച്ചത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് Z² എന്നാണ്. അത് വളരെ സിമ്പിൾ ആടാ. Z² എന്ന് പറഞ്ഞാൽ x - μ/σ ഇതിന്റെ ഹോൾ സ്ക്വയർ ആണ്. അതായത് x - μ²/σ². ഇത് ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ ഏതാ? Z² ഫോളോ. Z സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ ആണെങ്കിൽ ആൻസർ കമന്റ് ചെയ്തേ. യെസ്, വെരി ഗുഡ്. ഇത് ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് chi² ഡിസ്ട്രിബ്യൂഷൻ വിത്ത്
1 degrees of freedom. ആ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് 1 degrees ഓഫ് ഫ്രീഡം ആണ് ഇത് ഫോളോ ചെയ്യുന്നത്. അപ്പൊ ആൻസർ കിട്ടി. അപ്പൊ ദാ കൈ സ്ക്വയർ n ആണെങ്കിൽ എങ്ങനെയാ വരികടാ? കൈ സ്ക്വയർ n ആണെങ്കിൽ വരിക ഇങ്ങനെയാ, z1 സ്ക്വയർ പ്ലസ് z2 സ്ക്വയർ പ്ലസ് z3 സ്ക്വയർ പ്ലസ് അപ് ടു ഇങ്ങനെ പോയിട്ട് zn സ്ക്വയർ. ഇതാണ് എന്ത്? കൈ സ്ക്വയർ n ഡിസ്ട്രിബ്യൂഷൻ. സോറി, കൈ സ്ക്വയർ n വിത്ത് n degrees ഓഫ് ഫ്രീഡം. ഓർത്ത് വെക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാട്ടോ. ഓക്കെ, റെഡി, സിമ്പിൾ ആണ് സാർ. ഇനി അടുത്ത നോക്കിക്കേ, സ്റ്റാറ്റിസ്റ്റിക്കൽ കോൺസ്റ്റന്റ് ഓർ മെഷേഴ്സ് സച്ച് ആസ്, ശ്രദ്ധിക്കണേ, സ്റ്റാറ്റിസ്റ്റിക്കൽ കോൺസ്റ്റന്റ് സച്ച് ആസ് മീൻ, മീഡിയൻ, മോഡ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വിച്ച് ആർ കാൽക്കുലേറ്റഡ് ഫ്രം സാമ്പിൾസ്. സാമ്പിൾസ് എടുക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ്. വേഗം പറഞ്ഞേ, ഞാൻ ഫസ്റ്റ് ക്ലാസ് ഈ ചാപ്റ്റർ തുടങ്ങിയത് അത് തന്നെയാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ വാല്യൂസ് എവിടുന്ന് എടുക്കുന്നത്? സാമ്പിൾസ് നിന്ന് എടുക്കുന്നത്. ഇതിന് ആൻസർ വേഗം പറഞ്ഞേ. പാരാമീറ്റർ ആണോ, സ്റ്റാറ്റിസ്റ്റിക്സ് ആണോ, ഹൈപ്പോത്തസിസ് ആണോ, എസ്റ്റിമേറ്റ് ആണോ? സാമ്പിൾസ് എടുക്കുന്നത് എ ആണോ, പാരാമീറ്റർ ആണോ? പാരാമീറ്റർ പോപ്പുലേഷൻ നല്ലേ, പോപ്പുലേഷൻ നല്ലേ. ഇത് എവിടുന്ന് എടുക്കുന്നത് നോക്കിക്കേ, സാമ്പിൾസ് നിന്നാണ്. സാമ്പിൾസ് യെസ്, സ്റ്റാറ്റിസ്റ്റിക്. വെരി ഗുഡ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താ? സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് കറക്റ്റ് ആൻസർ. സ്റ്റാറ്റിസ്റ്റിക് കേട്ടോ. അപ്പൊ മറക്കരുത്, സ്റ്റാറ്റിസ്റ്റിക് എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. പോപ്പുലേഷൻ, പാരാമീറ്റർ പോപ്പുലേഷൻ എന്നാണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക് എടുക്കുക എവിടുന്ന? സാമ്പിൾസ് എന്നാണ്. യെസ്, അടിപൊളിയടാ, അടിപൊളി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, എ പോപ്പുലേഷൻ കൺസിസ്റ്റ് ഓഫ് ദി വാല്യൂസ്. ഇങ്ങനത്തെ ഒരു ചോദ്യം എന്തായാലും എക്സാമിന് ഉണ്ടാവും. നോക്കിക്കേ, നോട്ട് ചെയ്ത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അധികവും വരാറുള്ളത് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ് തന്നെയാണ്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആണ് ഇവിടെ ചോദിച്ചത്. ഫൈൻഡ് മീൻ ഓഫ് ദി പോപ്പുലേഷൻ പറഞ്ഞിട്ടുണ്ട്. ചെക്ക് വെദർ ഇ ഓഫ് സാമ്പിൾ മീൻ, ഇ ഓഫ് എക്സ് ബാർ ഈക്വൽ ടു പോപ്പുലേഷൻ മീൻ, അത് ചെക്ക് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇ ഓഫ് എക്സ് ബാർ സാമ്പിൾ മീനിന്റെ മീൻ വേണം. അതിന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ടേബിൾ വരയ്ക്കണം. അതിന് മുമ്പടാ സാമ്പിൾ സൈസ് 2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ് സാർ. സാമ്പിൾ സൈസ് 2, അതായത് സ്മോൾ n ഈക്വൽ ടു 2. പോപ്പുലേഷൻ സൈസ് ക്യാപിറ്റൽ n എത്രയായിരിക്കും? ക്യാപിറ്റൽ n എന്ന് പറഞ്ഞാൽ 1 2 3 4 5 5 5 5 5 ആണ്. സിമ്പിൾ അടാ, സിമ്പിൾ അടാ. ഇനി നോക്കിക്കേ, നിങ്ങൾക്ക് ഇവിടെ ടോട്ടൽ ഫസ്റ്റ് മീൻ പോപ്പുലേഷൻ അല്ലേ ചോദിച്ചത്? ഫസ്റ്റ് മീൻ പോപ്പുലേഷൻ, മീൻ ഓഫ് പോപ്പുലേഷൻ, പോപ്പുലേഷൻ മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പോപ്പുലേഷൻ മീൻ എന്ന് പറഞ്ഞാൽ, പോപ്പുലേഷൻ മീൻ അത് നമ്മൾ ഇങ്ങനെ കേട്ടോ ഡിനോട്ട് ചെയ്യുക. മ്യൂന്നാ പോപ്പുലേഷൻ മീൻ ഡിനോട്ട് ചെയ്യുക. എക്സ് ബാർ ആണ് സാമ്പിൾ മീൻ. പോപ്പുലേഷൻ മീൻ കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ 8 + 9 + 13 + 15 + 16 ഓൾ ഡിവൈഡഡ് ബൈ എത്ര എണ്ണം ഉള്ളത്? 5 എണ്ണം അല്ലേ? അപ്പൊ ഡിവൈഡ് ചെയ്താൽ മതി. ആൻസർ എത്ര കിട്ടാൻ നോക്ക്? 8 9 17 13 30 30 10 20 61 61/5 61/5 എന്ന് പറയുമ്പോൾ 60 എന്ന് പറയുമ്പോൾ എത്ര? 12 അല്ലേ? ആൻസർ 12.2 ആയിരിക്കും കിട്ടാൻ. ചെയ്ത് നോക്കട്ടെ. 12.2 ആണോ? യെസ്, വെരി ഗുഡ്. 12.2 ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. വെരി ഗുഡ്. 12.2 ആണ് ആൻസർ എടാ. 12.2. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. പോപ്പുലേഷൻ മീൻ കിട്ടി. ഇനി എന്താ ചെക്ക് ചെയ്യാൻ പറഞ്ഞത്? ഇ ഓഫ് സാമ്പിൾ മീൻ പോപ്പുലേഷൻ മീൻ ഈക്വൽ ആണോന്ന്. സാർ അതെങ്ങനെയാ ചെയ്യാ? എടാ, സാമ്പിൾ മീനിന്റെ ഈ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പെക്ടേഷൻ അല്ലെ? എക്സ്പെക്ടേഷൻ ഓഫ് സാമ്പിൾ മീൻ ഈക്വൽ ടു പോപ്പുലേഷൻ മീൻ. അപ്പൊ സാമ്പിൾ മീനിന്റെ മീൻ വേണം. അപ്പൊ സാമ്പിൾ മീൻ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബി എഴുതുന്നതിന് മുമ്പ് ടോട്ടൽ നമ്പർ ഓഫ് സാമ്പിൾസ്. എടാ, നമ്മൾ ഇവിടെ ചെയ്തില്ലായിരുന്നോ? ഇവിടെ നോക്ക്, ടോട്ടൽ സാമ്പിൾ സൈസ് നിങ്ങൾ എത്ര സാമ്പിൾസ് ഉണ്ടാവും എന്നുള്ളത് നോക്കിയത് n/n ആ. അത് ഏതിലാ? വിത്ത് റീപ്ലേസ്മെന്റിലാ. വിത്തൗട്ട് റീപ്ലേസ്മെന്റിലാണെങ്കിൽ നമ്പർ ഓഫ് സാമ്പിൾസ്, ശ്രദ്ധിക്കണേ, നമ്പർ ഓഫ് സാമ്പിൾസ് ഇൻ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആണെങ്കിൽ ദാറ്റ് ഈസ് NCN. എടാ, ഇവിടെ വേഗം കമന്റ് ചെയ്ത NCN എത്രയായിരിക്കും? സാർ നാളെ മോർണിംഗ് ലൈവ് ഇടുവോ പ്ലീസ്? മോർണിംഗ് ലൈവ് ഉണ്ടടാ, പേടിക്കൊന്നും വേണ്ട, മോർണിംഗ് ലൈവ് ഉണ്ട്. അപ്പോൾ 5C, n എത്രയാ? 2. എടാ, അവിടെ ക്യാപിറ്റൽ N പോപ്പുലേഷൻ സൈസ് ആണ്, സ്മോൾ n സാമ്പിൾ സൈസ്. 5C2 കാൽക്കുലേറ്ററിൽ അടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 എന്ന് കിട്ടും. യെസ്, 5C2 10 എന്ന് കിട്ടി. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി ശ്രദ്ധിച്ചോ. അപ്പൊ സാമ്പിൾ നമ്പേഴ്സ്, സാമ്പിൾ വാല്യൂസ് x1 x2 എടാ വിത്തൗട്ട് റീപ്ലേസ്മെന്റ്. അപ്പൊ 8 9 13 15 16 ഒക്കെ അവിടെ ഉണ്ട്. അപ്പൊ ആദ്യം എഴുതേണ്ടത് 8 9 8 9 8 13 8 15 8 16. ഓക്കെ, പ്രശ്നമൊന്നുമില്ലേ? അപ്പൊ 8 വെച്ചിട്ടുള്ള എല്ലാം എഴുതി. ഇനിതാ വിത്തൗട്ട് റീപ്ലേസ്മെന്റാ. ഈ 8 9 ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇനി 9 8 എഴുതാൻ പറ്റൂല, 8 8 എഴുതാൻ പറ്റൂല. കാരണം എന്താ? അത് റീപ്ലേസ് ചെയ്യാൻ പറ്റൂല. 8 9 ഓൾറെഡി വന്നതാണ്, അതുകൊണ്ട് അത് പറ്റൂല. ഇനിതാ നോക്കിക്കേ, 9 വെച്ച് 9 13 9 15 9 16. അടുത്ത സാമ്പിൾ വാല്യൂസ് 9 വെച്ചിട്ടടാ. 9 13 9 15 9 16. ഓക്കെ ആണ്. ഇനി അടുത്ത നോക്കിക്കേ. അപ്പൊ 9 കഴിഞ്ഞു. അപ്പൊ 9 വെച്ചിട്ടുള്ളതായി. ഇനി 13 വെച്ച് 13 15 13 16
13, 15, 13, 16 അത് മാത്രമേ ഉള്ളൂ. 13, 15, 13, 16. അപ്പോൾ അതെന്താ സാറേ 13, 9 ഒന്നും എഴുതാത്തത്? എടാ 13, 9 ഇവിടെ നമ്മൾ ഓൾറെഡി എഴുതി. ഇനി സാർ ഇപ്പം നിങ്ങൾ ചോദിക്കും സാർ 13, 8 എന്താ എഴുതാത്തത്? അത് 8, 13 ആയിട്ട് നമ്മൾ എഴുതി വിത്തൗട്ട് റീപ്ലേസ്മെന്റ്. ഇനി അടുത്ത നോക്കിക്കേ, ഈ 15 to 16 മാത്രം പോയാൽ മതി. 15 to 16. ഓക്കെ, ഇനി മീൻ കാണണ്ടേ? എടാ മീൻ എന്ന് പറഞ്ഞാൽ ഈ സാമ്പിൾ വാല്യൂസ് രണ്ടും കൂടി ആഡ് ചെയ്ത് കിട്ടുന്നതിന് മീൻ. അപ്പോൾ ഇവിടെ സത്യത്തിൽ വരും ഇങ്ങനെയാണ്. ഒന്ന് ഞാൻ കാണിച്ചു തരാം. 8 + 9/2. അതായത് 8, 9, 17. 17ന്റെ പകുതി എത്രയാടാ? 17ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 8.5 അല്ലേ? കാൽക്കുലേറ്റർ എവിടെ? കാൽക്കുലേറ്ററിൽ ചെയ്താൽ മതി കേട്ടോ. സിമ്പിൾ ആയിട്ട് കിട്ടുന്നതൊന്നും ഒരിക്കലും നമ്മൾ തെറ്റിക്കരുത്. ഓക്കെ 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 വെറീസ് യെസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ 8.5 കിട്ടും. 8ഉം 13, 21ന്റെ പകുതി 10.5. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 10.5 എന്ന് കിട്ടും. ഓക്കെ ആണ്. അടുത്തത് 8ഉം 15ഉം 23ന്റെ പകുതി 11.5. 8ഉം 16ഉം 24ന്റെ ഹാഫ് 12. 9ഉം 13ഉം 22 ഹാഫ് 11. 9ഉം 15ഉം 24 ഹാഫ് 12 മീനാണ്. 9ഉം 16ഉം 25. 25ന്റെ ഹാഫ് 12.5. 13, 15 ഹാഫ് എടുക്കുമ്പോൾ 14 കിട്ടും. 13, 16, 19, 29 ആണ് ഹാഫ് 14.5. ഇതിൻ്റെ ഹാഫ് 15.5. ഇതൊക്കെ നിങ്ങൾ കാൽക്കുലേറ്റർ എടുത്ത് നിങ്ങൾ ചെയ്താൽ മതി. നോ ഇഷ്യൂ. ഓക്കെ, ഇപ്പം ഇത്രയും സംഭവം നമുക്ക് കിട്ടിയിട്ടുണ്ട് സാർ. എടാ ഇനി വേണ്ടത് എന്താണെന്നറിയോ? ഇനി വേണ്ടതാ നോക്കിക്കുക. ഇ ഓഫ് സാമ്പിൾ മീൻ ഈക്വൽ ടു പോപ്പുലേഷൻ മീൻ തെളിയിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇ ഓഫ് സാമ്പിൾ മീൻ ഫൈൻഡ് ചെയ്യണം. ഇ ഓഫ് സാമ്പിൾ മീൻ ഫൈൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? എടാ ഒന്നുമില്ല, ഇ ഓഫ് ഈ സംഭവമല്ലേ, നിങ്ങൾ എന്താ ഒന്നുമില്ലടാ, നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ എക്സ് ബാർ ഇല്ലേ, ഈ സിഗ്മ എക്സ് ബാർ ഇല്ലേ, ആ എക്സ് ബാറിന്റെ ഓരോന്നിന്റെയും സമ്മ് കാണാം. ഇനി അതിനെന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് സാമ്പിൾസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇതെല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്ക്. ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് നോക്കിയാൽ ആൻസർ നിങ്ങൾക്ക് കിട്ടുക 8.5 + 10.5 + 11.5 + 12 + 11 + 12 + 12.5 + 14 + 14.5 + 15.5. ഇതെല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആൻസർ ദാറ്റ് ഈസ് 122. എന്നിവിടെ എത്രയാണ് ഉള്ളത്? ടോട്ടൽ സാമ്പിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ട് 10. അപ്പോൾ 122/10. സോ ദ ആൻസർ വിൽ ബി 12.2. 12.2 ആണ് ആൻസർ കിട്ടിയത്. ഇത് രണ്ടും സെയിം ആണോ? യെസ്, പോപ്പുലേഷൻ മീനും 12.2 ആണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ എന്ത് പറയും? പോപ്പുലേഷൻ മീൻ ഈസ് ഈക്വൽ ടു എന്താ നിങ്ങളോട് പറഞ്ഞത്? ഇ ഓഫ് സാമ്പിൾ മീൻ. അത്രേ ഉള്ളൂ സാറേ. അപ്പോൾ സിമ്പിൾ ആണെന്ന് മനസ്സിലായല്ലോ. ഏത് ചോദ്യം വിത്തൗട്ട് റീപ്ലേസ്മെന്റ് വന്നാലും ഇങ്ങനെ ചെയ്തു കൊടുത്താൽ മതി. വളരെ ഈസിയാണ്. ഇത് ഓക്കെ ആണോ? വലിയ പ്രശ്നമൊന്നുമില്ല. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആണെങ്കിൽ ഇത് ഓർത്ത് വെക്കണേ. വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആണെങ്കിൽ നമ്പർ ഓഫ് സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ NCN ആണ്. വിത്ത് റീപ്ലേസ്മെന്റ് ആണെങ്കിൽ N/N ആണ്. N/N. ഓക്കെ റെഡി. അവിടെ ഓക്കെ ആണുള്ളവരൊക്കെ ഒന്ന് വേഗം ഗ്രീൻ ടിക്ക് ഇട്ടെ. ചെറിയൊരു പച്ചശരി ഇട്ടെ. അങ്ങനെയാണ് നമ്മൾ അടുത്ത കാര്യം പറയാൻ പോവാണ്. പച്ചശരി ഇട്ടെ വേഗം. ഓക്കെ അടാ, വെരി ഗുഡ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ദ സ്ക്വയർ ഓഫ് സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണല്ലോ സാറേ. ഇവിടെ എവിടെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് Z സ്ക്വയർ. സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിളിനെയാണ് Z എന്ന് പറയാ. അപ്പോൾ Z എന്ന് പറഞ്ഞാൽ x - μ/σ. അതിന്റെ സ്ക്വയർ Z സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x - മ്യൂവിന്റെ ഹോൾ സ്ക്വയർ /σ². ഇതെന്താ ഫോളോ ചെയ്യാന്ന് പറഞ്ഞത്? chi-square ഡിസ്ട്രിബ്യൂഷൻ വിത്ത് 1 degrees ഓഫ് ഫ്രീഡം. അപ്പൊ ഇത് ഏത് സ്റ്റാറ്റിസ്റ്റിക്കാടാ? chi-square സ്റ്റാറ്റിസ്റ്റിക്സ് ആണോ, നോർമൽ ആണോ, ടി സ്റ്റാറ്റിസ്റ്റിക് ആണോ, എഫ് ആണോ? വേഗം പറഞ്ഞേ. ഇതിന് ആൻസർ നിങ്ങൾ വേഗം പറഞ്ഞേടാ. ദിസ് ഈസ് chi-square സ്റ്റാറ്റിസ്റ്റിക്സ് ആർ. chi-square സ്റ്റാറ്റിസ്റ്റിക് സി. വെരി ഗുഡ്. അപ്പൊ അത് ഓർത്ത് വെക്കണേ. chi-square എന്താ? സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിളിന്റെ സ്ക്വയർ x - μ ഹോൾ സ്ക്വയർ /σ² അല്ലെങ്കിൽ x - μ/σ ദ ഹോൾ സ്ക്വയർ. chi-square ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ വിത്ത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് എഴുതണേ. chi-square വിത്ത് ഇങ്ങനെ എഴുതിക്കൊള്ളാണ്ട്. വിത്ത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 1 DF1. ഓക്കെ എടാ, റെഡി, സിമ്പിൾ. ഇനി നോക്കിക്കോ അടുത്തത്. റേഷ്യോ ഓഫ് 2 chi-square. എടാ 2 chi-squareന്റെ റേഷ്യോ അത് വളരെ സിമ്പിൾ ആ സാറേ. എടാ 2 chi-squareന്റെ റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ 2 chi-square എടുത്തു. ഇതാണ് chi-square 1 ആൻഡ് സോറി 2 chi-squareന്റെ റേഷ്യോ അല്ലേ പറഞ്ഞത്? റേഷ്യോ ഓഫ് 2 chi-square. അപ്പോൾ chi-square ഇവിടെ ഞാൻ
കൈ സ്ക്വയർ രണ്ടാമത്തെ എടുത്തു. ഇത് 1 ആയതുകൊണ്ട് കൈ 1 സ്ക്വയർ, ഇത് 2 ആയതുകൊണ്ട് കൈ 2 സ്ക്വയർ. പ്രശ്നമൊന്നുമില്ലേ? അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ റേഷ്യോ നമ്മൾ വിളിക്കുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ്, ദാറ്റ് ഈസ് എഫ് ഡിസ്ട്രിബ്യൂഷൻ. വെറുതെ വിളിക്കൂല, അതിനെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യും? വിത്ത് റെസ്പെക്ട് ടു ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പോൾ ഇത് എഫ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പോൾ എഫ് ഡിസ്ട്രിബ്യൂഷൻ മാത്രമാണോ ഇതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ല സാറേ, ഇത് എഫ് ഡിസ്ട്രിബ്യൂഷൻ വിത്ത് ഏതാ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്നും കൂടി എഴുതും. അപ്പോൾ N1 N2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. റെഡി. അപ്പോൾ ഇത് ഏത് സ്റ്റാറ്റിസ്റ്റിക്കിന് എക്സാമ്പിളാ? ഇത് എഫ് സ്റ്റാറ്റിസ്റ്റിക്കിന് എക്സാമ്പിളാ. അപ്പോൾ എഫ് സ്റ്റാറ്റിസ്റ്റിക് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ 2 എണ്ണം പഠിക്കും. റേഷ്യോ ഓഫ് 2 കൈ സ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എഫ് സ്റ്റാറ്റിസ്റ്റിക്. ഇനി എഫ് സ്റ്റാറ്റിസ്റ്റിക് എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയുക? റേഷ്യോ ഓഫ് 2 കൈ സ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക് വിത്ത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 1 and 2, സോറി N1 and N2. സിമ്പിൾ ആണ്. അപ്പോൾ ഓക്കെ ആണ്, നോട്ട് ചെയ്ത് വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അടുത്ത നോക്കിക്കേ, ദ സ്ക്വയർ ഓഫ് ടി സ്റ്റാറ്റിസ്റ്റിക്. എടാ ടി സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ സ്ക്വയർ. ആദ്യം ടി സ്റ്റാറ്റിസ്റ്റിക് എന്താണെന്ന് എഴുതാം. ടി സ്റ്റാറ്റിസ്റ്റിക് എഴുതാൻ നമ്മൾ ഇങ്ങനെയാണ്, Z/√y/n. ഈ y എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? y എന്ന് പറഞ്ഞാൽ കൈ സ്ക്വയറാ, കൈ സ്ക്വയർ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. Z എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ. ഇത് സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിളാണ് ആണേ. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേടാ, നമുക്ക് വേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഈസിയാണ് സാർ, ഇതൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല. നോക്കിക്കേ, ഇതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ Z² ഈ റൂട്ടുള്ളതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ y/n വരും. ശരിയല്ലേ? y/n. എടാ ഈ y എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കൈ സ്ക്വയർ n ആണ്, അത് നമ്മൾ അങ്ങനെ ഡിനോട്ട് ചെയ്യുക. അപ്പോൾ Z² എന്ന് പറഞ്ഞാൽ എന്താ? അത് നമ്മൾ നേരത്തെ പറഞ്ഞതാ. ആക്ച്വലി ഈ Z-ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കൈ സ്ക്വയർ 1 അല്ലേ? കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പോൾ കൈ സ്ക്വയർ 1 എഴുതാം, ഒരു പ്രശ്നവുമില്ല. ഡിവൈഡഡ് ബൈ ഈ വൈക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? കൈ സ്ക്വയർ n എഴുതാം, അതും പ്രശ്നമില്ല. അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു n ഉണ്ട്. സിമ്പിൾ. എടാ ഇതിൻ്റെ അടിയിലും നമുക്കൊരു /1 ഇട്ട് കൊടുത്തൂടെ? ഏത് നമ്പറിനെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അത് തന്നെയല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്ക്, റേഷ്യോ ഓഫ് കൈ സ്ക്വയർ വിത്ത് അനദർ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ്റെ റേഷ്യോന് നമ്മൾ പറയുന്ന പേരാണ് സാർ എഫ് സ്റ്റാറ്റിസ്റ്റിക്. അങ്ങനെയാണ് ഇവിടുത്തെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്താ വരിക? വിച്ച് ഈസ് ഈക്വൽ ടു എഫ് സ്റ്റാറ്റിസ്റ്റിക് ആൻഡ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം N1 N2. അപ്പോൾ ഇവിടുത്തെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 1, n വരിക. ഈസി. അപ്പോൾ ഇത് ഏത് സ്റ്റാറ്റിസ്റ്റിക് ആണ്? എഫ് സ്റ്റാറ്റിസ്റ്റിക് ആണ്. സിമ്പിൾ ആണ്, ഇങ്ങനെ ആലോചിച്ച് വെക്കുക. അപ്പോൾ കഴിയും. റെഡി. ഇനി അടുത്ത നോക്കിക്കുക, ഇഫ് എക്സ് ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഓക്കെ വിത്ത് മീൻ mu 0 ആൻഡ് സിഗ്മ 1. അങ്ങനെയാണെങ്കിൽ നോക്ക്, y ഫോളോസ് കൈ സ്ക്വയർ n. ഇത് നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞതാണ്. എടാ ക്വസ്റ്റ്യൻ നോക്കിക്കേ, x/√y/n. അങ്ങനെയാണെങ്കിൽ എടാ എക്സ് ഇത് ഏതാ ഡിസ്ട്രിബ്യൂഷൻ? ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു, തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു. Z/√y/n ആണെങ്കിൽ ദാറ്റ് ഈസ് ടി ഡിസ്ട്രിബ്യൂഷൻ സാർ. അങ്ങനെയാണെങ്കിൽ ഇത് ഏതാ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം? നിങ്ങൾ പറയണം. സിമ്പിൾ ആണ്. എടാ നോക്കിക്കേ, ഇത് ഏതാന്ന് വേഗം പറഞ്ഞേ. യെസ്, ഇതിൻ്റെ ആൻസർ വരട്ടെ. എടാ നമ്മൾ നേരത്തെ പറഞ്ഞു Z/√y/n. Z എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ. അതാണ് സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ N01 എന്ന് പറഞ്ഞ് തന്നത്. സിമ്പിൾ. ഈ y എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈ സ്ക്വയർ n. ഇവിടെ y എന്ന് പറഞ്ഞത് കൈ സ്ക്വയർ n. അങ്ങനെയാണെങ്കിൽ ഇത് ഏതാടാ? ഏത് സ്റ്റാറ്റിസ്റ്റിക്കാ? വേഗം പറഞ്ഞേ. ടി സ്റ്റാറ്റിസ്റ്റിക് ആണ് വിത്ത് 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണോ? അല്ലടാ, അല്ല. ഇവിടെ n കണ്ടോ? ഈ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. അപ്പം നമ്മൾ ഇത് പറയേണ്ടതാ ടി ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഇവിടെ n ഉണ്ടെങ്കിൽ അത് n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. ഓക്കെ ആണല്ലോ? റെഡി. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ? സി ആണ്. പ്രശ്നങ്ങളൊന്നുമില്ല, ഈസി ആണ്. ഇനി അടുത്തത് ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇത് നമ്മൾ നേരത്തെ ഓൾറെഡി ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഓൾറെഡി ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇത് നിങ്ങൾക്ക് വിട്ടു തന്നു. എടാ y ഫോളോ സ്റ്റുഡൻറ് ടി ഡിസ്ട്രിബ്യൂഷൻ. സ്റ്റുഡൻറ് ടി ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് പറയാ. സ്റ്റുഡൻറ് ടി ഡിസ്ട്രിബ്യൂഷൻ, സ്നെഡക്കോസ് എഫ് ഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെ പറയാം. നിങ്ങൾ അങ്ങനെയൊന്നും പഠിക്കേണ്ട. സ്റ്റുഡൻറ് ടി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ടി ഡിസ്ട്രിബ്യൂഷൻ്റെ സ്ക്വയർ y ഫോളോസ് ടി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ടി സ്ക്വയർ എന്താ വരിക? നേരത്തെ നമ്മൾ എഴുതി അതേ സാധനം തന്നെ. ഇത് ടി ആണെങ്കിൽ ടി സ്ക്വയർ എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി Z²y/√n അല്ലേ? അപ്പോൾ ടി സ്ക്വയർ എന്തായിരിക്കും വരിക? ടി ഈക്വൽ ടു Z/√y/n ആണെങ്കിൽ ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതി നേരത്തെ Z/y/n. ഓക്കെ ആണ്. Z എന്ന് പറഞ്ഞാൽ കൈ 1 സ്ക്വയർ ആണ്. അപ്പോൾ കൈ 1 സ്ക്വയർ വിത്ത് 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പോൾ ഇത് കൈ സ്ക്വയർ n വിത്ത് n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. സോ എഫ് ഡിസ്ട്രിബ്യൂഷൻ വിത്ത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 1, n. സിമ്പിൾ. ഓപ്ഷൻ നോക്കണം. എഫ് ഡിസ്ട്രിബ്യൂഷൻ വിത്ത് 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഇത്രയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അടുത്ത ചാപ്റ്ററുമായിട്ട് നമ്മുടെ റുസ്താമിസ് വരും. ഓക്കെ അല്ലേ? പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. റെഡി. ഓക്കെ.
യെസ്, അപ്പൊ നമ്മള് അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കാം കേട്ടോ. ചാപ്റ്റർ 5ലേക്ക് കടക്കാണ്. ദാറ്റ് ഇസ് ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. നിങ്ങൾക്ക് അറിയണ്ടാവും ഈ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസിൽ നമ്മൾ രണ്ട് ഡിസ്ട്രിബ്യൂഷൻസ് ആണ് പഠിക്കുക. നമ്മുടെ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും. സോ റിലേറ്റഡ് പ്രോബ്ലംസ് കൂടി ചെയ്താൽ പെട്ടെന്ന് തീരുന്ന ഒരു ചാപ്റ്റർ ആണ് കേട്ടോ ഇത്. ഓക്കെ അല്ലടാ? എന്താ നിങ്ങളുടെ അവസ്ഥ? മൊത്തത്തിൽ കിളി പോയിരിക്കുകയാണോ, അല്ലെങ്കിൽ ഏകദേശം ഒന്ന് സെറ്റ് ആവുന്നുണ്ടോ? നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഒക്കെ വരുന്നുണ്ടോ? യെസ്, കടക്കല്ലേ അടുത്ത ചാപ്റ്ററിലേക്ക് ഐശ്വര്യമായിട്ട്. ക്ഷീണിച്ചോ എല്ലാരും? ക്ഷീണം ഉണ്ടോടാ? കിളി പോയി. പിന്നെ ഇല്ല, ഓക്കെ ആണ്. യാ, പിന്നെ എക്സാമിന്റെ തലേന്ന് വരുന്ന ഒരു ടെൻഷൻ ഒക്കെ അല്ലേ നിങ്ങൾക്ക്? ചോക്കേടോ, ചോക്കേ ആക്ക് നാളെ എക്സാം എഴുതുമ്പോൾ ശരിയായിക്കോളും. പക്ഷെ ഈ പറഞ്ഞു പോയിക്കില്ലൊക്കെ നാളെ വരുടോ. 6th ചാപ്റ്റർ മുതലാണ് ഇമ്പോർട്ടന്റ് എന്നല്ലേ, അതായത് ഹാഫ് ഇയർലിക്ക് കുറച്ചുകൂടി ഫോക്കസ് അവിടെ ഉണ്ടാവുന്നല്ലേ. പക്ഷെ മൊത്തത്തിൽ ക്വസ്റ്റ്യൻസ് എല്ലായിടത്തും ഉണ്ടാവും കേട്ടോ. സോ നമ്മൾ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസിൽ ആദ്യം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. റൈറ്റ് ദ കണ്ടീഷൻസ് റിക്വയർഡ് ഫോർ ബൈനോമിയൽ എക്സ്പെരിമെന്റ്സ്. ബൈനോമിയൽ എക്സ്പെരിമെന്റ്സ് കണ്ടക്ട് ചെയ്യാനുള്ള കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോ നമുക്ക് 4 കണ്ടീഷൻസ് ആണ് വരുന്നത്. ദർ ആർ n ഫൈനൈറ്റ് ഐഡന്റിക്കൽ ട്രയൽസ്. അതായത് അവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ബൈനോമിയൽ എക്സ്പെരിമെന്റ് ആണ് കണ്ടക്ട് ചെയ്യുന്നെങ്കിൽ അവിടെ n ഐഡന്റിക്കൽ ട്രയൽസ് ആണ് ഉണ്ടാവുക. അതായത് ഫൈനൈറ്റ് ട്രയൽസ് ആണ് ഉണ്ടാവുക, ഇൻഫൈനൈറ്റ് ആയിട്ട് ഉണ്ടാവില്ല. ഐഡന്റിക്കൽ കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഒരേപോലത്തെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 10 ടൈംസ് നമ്മൾ കോയിൻ ടോസ് ചെയ്യണം. എടാ, ഒരു പ്രാവശ്യം കോയിൻ ടോസ് ചെയ്യുമ്പോഴും 2 പ്രാവശ്യം കോയിൻ ടോസ് ചെയ്യണമൊക്കെ ഒരേ എക്സ്പെരിമെന്റ് ആണല്ലേ. സോ ഫൈനൈറ്റ് ആയിട്ട് ഐഡന്റിക്കൽ ട്രയൽസ് ആണ് അവിടെ ഉണ്ടാവേണ്ടത്. ഈച്ച് ട്രയൽ ഹാസ് 2 പോസിബിൾ ഔട്ട്കം. അതാണ് അവിടുത്തെ ഒരു കീ പോയിന്റ് എന്ന് പറയുന്നത്. എല്ലാ ട്രയലിനും 2 പോസിബിൾ ഔട്ട്കംസേ പാടുള്ളൂ. ഫോർ എക്സാമ്പിൾ നമ്മുടെ കോയിൻ ടോസ് ചെയ്യുന്ന കേസിലാണെങ്കിൽ നമുക്കറിയാം ഹെഡ് ഓർ ടെയിൽ. 2 ട്രയൽസ് ആണ്, 2 ഔട്ട്കംസ് ആണ് അവിടെ ഉണ്ടാവുക. ഒന്നുകിൽ ഹെഡ് ആയിരിക്കും അല്ലെങ്കിൽ ടെയിൽ ആയിരിക്കും. സോ നമുക്ക് കിട്ടേണ്ടത് ഹെഡ് ആണെങ്കിൽ നമ്മൾ പറയും ഹെഡ് കിട്ടുക എന്നുള്ളതാണ് സക്സസ് എന്ന് പറയുന്നത്. ഫെയിലിയർ എന്തായിരിക്കും? ടെയിൽ ആയിരിക്കും. സോ 2 പോസിബിൾ ഔട്ട്കംസ് ആണ് അവിടെ ഉണ്ടാവുക. അതിനെ നമ്മൾ വിളിക്കുക എന്താണ്? വി കോൾ ഇറ്റ് സക്സസ് ആൻഡ് ഫെയിലിയർ. ഓക്കെ, സക്സസ് ആൻഡ് ഫെയിലിയർ. ഇനി അടുത്തത് ദ പ്രോബബിലിറ്റീസ് ഓഫ് 2 ഔട്ട്കംസ് റിമെയിൻ കോൺസ്റ്റന്റ്. നിങ്ങളില്ലടാ ആദ്യം കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിലും രണ്ടാമത് മാറ്റി ടോസ് ചെയ്യുകയാണെങ്കിലും ഒക്കെ നമുക്കറിയാം ഹെഡും ടെയിലും കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ എപ്പോഴും 1/2 ആണ്. അത് നിങ്ങൾ ഒന്നാമത് എറിയുമ്പോഴും അഞ്ചാമത് എറിയുമ്പോഴൊക്കെ ഹെഡിനും ടെയിലിനും ഈക്വൽ പ്രോബബിലിറ്റി ആണ്. അതാണ് ഇവിടെ പറയുന്നത്. ദ പ്രോബബിലിറ്റീസ് ഓഫ് 2 ഔട്ട്കംസ് റിമെയിൻ കോൺസ്റ്റന്റ് ആൻഡ് ദി ട്രയൽസ് ആർ ഇൻഡിപെൻഡന്റ്. ആദ്യം എറിഞ്ഞതും രണ്ടാമത് എറിഞ്ഞതും തമ്മിൽ ബന്ധം ഉണ്ടാവില്ല. ആദ്യം ഹെഡ് കിട്ടിയതുകൊണ്ട് രണ്ടാമത് ഹെഡ് കിട്ടുന്നോ അല്ലെങ്കിൽ ടെയിൽ കിട്ടുന്നോ നമുക്ക് പറയാൻ പറ്റില്ല. സോ 4 കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ദർ ആർ n ഐഡന്റിക്കൽ ട്രയൽസ്. ഈച്ച് ട്രയൽ ഹാസ് 2 possible outcomes. Key point ആണ്. And probabilities of the outcomes are constant and the trials are independent. ഈ പോയിന്റ്സ് ഒക്കെ ഓർത്ത് വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ക്വസ്റ്റ്യന്റെ മുന്നേ നമുക്ക് ആദ്യം ഒന്ന് ഇക്വേഷൻ ഒക്കെ പറഞ്ഞിട്ട് പോവാട്ടോ, ഒന്ന് ഓർത്തെടുത്ത് പോവാം. സോ നോക്കിക്കേ, പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ബൈനോമിയൽ എക്സ്പെരിമെന്റ് കേസിൽ റാൻഡം വേരിയബിൾ എക്സ് is said to follow binomial distribution if its probability mass function is given by p of x is equal to ncx p raised to x q raised to n minus x. സ്ട്രോ മാറ്റിയാല് ncx p raised to x q raised വേണ്ട, ക്യാരി ഓൺ, അല്ല കുഴപ്പമില്ല, തണുപ്പല്ലേ, റൈറ്റ്. സോ p of x is equal to ncx p raised to x q raised to n minus x ആണ്, where x is equal to 0 1 2 etc n and q is equal to 1 minus p 0 otherwise. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. p of x is equal to ncx p raised to x q raised to n minus x. എന്താണ് ഈ p യും q ഒക്കെ? നമ്മൾ പറഞ്ഞു നമുക്ക് ആകെ 2 ഔട്ട്കംസ് ആണ് ഉണ്ടാവുക, ഒന്നുകിൽ സക്സസ് അല്ലെങ്കിൽ ഫെയിലിയർ. സക്സസിന്റെ പ്രോബബിലിറ്റിനെയാണ് നമ്മൾ p എന്ന് വിളിക്കുക, ഫെയിലിയറിന്റെ പ്രോബബിലിറ്റിനെയാണ് നമ്മൾ q എന്ന് വിളിക്കുക. n എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് ട്രയൽസ് ആണ്. ആൻഡ് ഈ ncx എന്ന് പറഞ്ഞാൽ എന്താ? ncx എന്ന് പറഞ്ഞാൽ നമ്മുടെ കോമ്പിനേഷൻ ആണ്. ncx എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ ബൈ n മൈനസ് എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് ഫാക്ടോറിയൽ എന്ന് പറയുന്ന കോമ്പിനേഷൻ ആണ്. സോ ഈ ഇക്വേഷൻ നന്നായിട്ട് പഠിക്കുക. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഈ ഒരു കാര്യമാണ്. പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ncx p raised to x q raised to n minus x ആണ്. ഇതെങ്ങനെ ക്വസ്റ്റ്യൻസിൽ അപ്ലൈ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ബിഫോർ ദാറ്റ്, ബൈനോമിയൽ എക്സ്പെരിമെന്റ് ആണെങ്കിൽ അവിടെ ആക്ച്വലി n p എന്ന് പറയുന്ന 2 പാരാമീറ്റേഴ്സ് ആണ് കേട്ടോ നമ്മൾ പറയുക. കാരണം q എന്ന് പറയുന്നത് എന്താ? 1 മൈനസ് p ആണ്. ഇവരുടെ രണ്ടുപേരുടെയും സം എപ്പോഴും 1 ആയിരിക്കും. p plus q 1 ആയതുകൊണ്ട് തന്നെ p കിട്ടിയാൽ നിങ്ങൾക്ക് q കിട്ടും, q കിട്ടിയാൽ നിങ്ങൾക്ക് p യും ഫൈൻഡ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ n ഉം p യും ആണ് നമ്മൾ പാരാമീറ്റേഴ്സ് ആയിട്ട് പറയുക. q നെ നമ്മൾ സെപ്പറേറ്റ് പറയില്ല, കാരണം എന്താ? p കിട്ടിയാൽ തന്നെ നമുക്ക് q ഫൈൻഡ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ അതിന്റെ നൊട്ടേഷൻ ആയിട്ട് ഇങ്ങനെ b ഓഫ് n p എന്നാണ് എഴുതാൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അപ്പോൾ x ഫോളോസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക, എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ n ഇൻറ്റു p ആയിരിക്കും. അതായത് നമ്പർ ഓഫ് ട്രയൽസ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആയിരിക്കും എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ മീൻ എന്ന് പറയുന്നത്. അതേപോലെ വേരിയൻസ് എന്താടാ? n p q ആണ്. ആൻഡ്
സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും വേരിയൻസിന്റെ സ്ക്വയർ റൂട്ട് ആണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് NPQ. അപ്പോൾ എന്തൊക്കെയാ പഠിച്ചു വെക്കേണ്ടത്? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഓർക്കുക P of x is equal to NCX, P raised to x, Q raised to n minus x ആണ്. ഇനി അതിന്റെ മീനും വേരിയൻസും SG ഒക്കെ എങ്ങനെയാ വരിക? മീൻ എന്ന് പറഞ്ഞാൽ NP ആണ്, വേരിയൻസ് NPQ ആണ്, ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റൂട്ട് ഓഫ് NPQ ആണ്. ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുകയാണ്. എ ഫെയർ കോയിൻ ഇസ് ടോസ്ഡ് 5 times. ഒരു ഫെയർ കോയിൻ നമ്മൾ 5 പ്രാവശ്യം എറിയാണ്, അങ്ങനെ ടോസ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എക്സാക്ട്ലി 2 heads? ബൈനോമിയൽ എക്സ്പെരിമെന്റ് ആണ് അല്ലേ? കാരണം n ഐഡന്റിക്കൽ ട്രയൽസ് ആണുള്ളത്. ഇവിടെ 5 times ആണ് നമ്മൾ ത്രോ ചെയ്യുന്നത്. ഓരോ ത്രോയിലും നമുക്ക് 2 ഔട്ട്കംസ് ആണ് ഉണ്ടാവുക, ഏതർ ഹെഡ് ഓർ ടെയിൽ ആണ് ഉണ്ടാവുക. ഈ രീതിയിൽ നമ്മുടെ ബൈനോമിയൽ എക്സ്പെരിമെന്റ് ആണ് നമ്മൾ ഈ ടോസിങ് എ കോയിൻ എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ n എന്താടാ? n എന്ന് പറഞ്ഞാൽ 5 ആണ്. ആൻഡ് പിന്നെ നമുക്ക് എന്താ വന്നിട്ടുള്ളത്? എക്സാക്ട്ലി 2 heads കിട്ടാനുള്ള പ്രോബബിലിറ്റി ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. ദാറ്റ് വി ഹാവ് ടു ഫൈൻഡ് P of x is equal to 2. അല്ലേ, ഇതല്ലേ നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്? ഒന്ന് നോക്കിക്കേ, P of x equal to 2 അല്ലേടാ നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് എന്തൊക്കെയാണ് അറിയാവുന്ന കാര്യം? ടോസിങ് എ കോയിൻ എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി 2 heads കിട്ടാന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ സക്സസ് എന്താ? ഹെഡ് കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ സക്സസ്. അപ്പൊ സക്സസിന്റെ പ്രോബബിലിറ്റി എന്താ? സക്സസിന്റെ പ്രോബബിലിറ്റിനെയാണ് നമ്മൾ P എന്ന് വിളിച്ചത്. വേഗം പറ, വാട്ട് ഈസ് P? സക്സസിന്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 1/2 എന്ന് വരും. കാരണം എന്താ? ഒരു കോയിൻ ടോസ് ചെയ്താൽ ഹെഡിനും ടെയിലിനും ഈക്വൽ പ്രോബബിലിറ്റി ആണ്, ഹാഫ്. അതായത് ഒന്നുകിൽ ഹെഡ് അല്ലെങ്കിൽ ടെയിൽ ആണ്. സോ രണ്ടാളുടെയും പ്രോബബിലിറ്റി 1/2 ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? P ഈക്വൽ ടു 1/2 ആണ്. അതുകൊണ്ട് Q എന്താണ്? Q എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ ആണ്. പക്ഷേ P plus Q 1 ആയതുകൊണ്ട് Qന്റെ വാല്യൂ എന്തായിരിക്കും? P ഹാഫ് ആണെങ്കിൽ Qന്റെ വാല്യൂ 1/2 ആയിരിക്കും. ഓക്കെ, റൈറ്റ്. അപ്പൊ ഈ രീതിയിൽ Pയും Q ഹാഫ് ഹാഫ് എന്ന് നമുക്ക് കിട്ടി. എന്നിന്റെ വാല്യൂ കിട്ടി. P of x equal to 2 നമ്മൾ ഫൈൻഡ് ചെയ്യണം. വേഗം പറ, എങ്ങനെയാ നമ്മൾ ചെയ്യുക? ആദ്യം ഇക്വേഷൻ എന്താ? NCX. അപ്പൊ ഇവിടെ n എന്ന് പറഞ്ഞാൽ 5 ആണ്, എക്സിന്റെ വാല്യൂ ആണ് 2 എന്ന് പറയുന്നത്. സോ 5C2 എന്ന് വരും. ഇനി P raised to x, Q raised to n minus x ആണ്. ഇവിടുത്തെ P എന്താ? 1/2 ആണ്. 1/2 raised to x-ന് പകരം ഇവിടെ 2 എന്ന് വരും. ആൻഡ് Q എന്താ? 1/2 തന്നെയാണ്. Qന്റെ പവർ n minus x ആണ്. n 5 ആയതുകൊണ്ട് 5 minus x അല്ലെങ്കിൽ 5 minus 2 എന്ന് വരും. ഇതാണ് കേട്ടോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. വേഗം നോക്കിക്കേ, എന്താ വരിക? 5C2 into 1/2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/2 സ്ക്വയർ ആണ്. കാരണം 1-ന് ഏത് പവർ കൊടുത്താലും 1 തന്നെ കിട്ടുക. അപ്പൊ നമ്മൾ താഴെ മാത്രം പവർ കൊടുത്താൽ മതി. അതേപോലെ 1/2 raised to 5 minus 2 എന്ന് പറഞ്ഞാൽ എന്താടാ? 5 minus 2 3 ആണ്. സോ 1/2 raised to 3 എന്ന് വരും. ദാറ്റ് ഈസ് 1/2 raised to 3. ക്ലിയർ ആണോ? അപ്പൊ നിങ്ങൾ നോക്കിക്കേ, കോയിൻ ടോസ് ചെയ്യുന്ന എക്സ്പെരിമെന്റ് ആണ്. അവിടെ നമുക്ക് P ആൻഡ് Q എന്ന് പറഞ്ഞാൽ ഹാഫ് ആണ്. കാരണം ഹെഡ് കിട്ടുക എന്നുള്ളതാണ് അവിടുത്തെ നമ്മുടെ സക്സസ് എന്ന് പറയുന്നത്. അതിനുള്ള പ്രോബബിലിറ്റി ഹാഫ് ആണ്. Pയും Qവും കിട്ടി, Nഉം കിട്ടി. നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് P of x is equal to 2 ആണ്. അതായത് ഇവിടുത്തെ സ്മോൾ എക്സ് എന്ന് പറഞ്ഞാൽ 2 ആണ്. നമുക്ക് ഇക്വേഷനിൽ വേണ്ട സംഗതികളൊക്കെ കിട്ടിയ സ്ഥിതിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷനിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക മാത്രമാണ് നമ്മൾ ചെയ്തത്. ഫൈനൽ ആൻസർ എന്താ വരിക? ആദ്യം 5C2 എന്ന് പറഞ്ഞാൽ എങ്ങനെയാ കാണുക? 5C2 കാണാനുള്ള എളുപ്പവഴി എന്താണെന്നറിയോ? താഴെയുള്ള നമ്പർ നോക്കുക. 2 അല്ലേ താഴെ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? 5-ൽ തുടങ്ങിയിട്ട് 5 into 4 രണ്ട് ടേംസ് എഴുതിയാൽ മതി. 2 ആണ് താഴെ, അതുകൊണ്ട് നിങ്ങൾ 5 into 4 വരെ ചെയ്യുക. ഡിവൈഡഡ് ബൈ താഴെയുള്ള 2ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 2 ഫാക്ടോറിയൽ എന്ന് എഴുതാം. സോ എന്താ കിട്ടുക? 20/2 എന്ന് വരും. കാരണം 2 ഫാക്ടോറിയൽ 2 ആണ്. 20/2 എന്ന് പറഞ്ഞാൽ 10 എന്ന് വരും. സോ നമുക്ക് 10 ആണ് 5C2 ആയിട്ട് കിട്ടുക. വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി 1/2 സ്ക്വയർ ഇൻറ്റു 1/2 ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം 1/2 സ്ക്വയർ ഇൻറ്റു 1/2 ക്യൂബിനെ നമുക്ക് ഒന്നിച്ചിട്ട് 1/2 raised to 5 എന്ന് എഴുതാം. കാരണം എന്താ? A raised to m ഇൻറ്റു A raised to n എന്ന് പറഞ്ഞാൽ A raised to m plus n ആണ്. അപ്പൊ ഇവിടെ 2 plus 3 5 എന്ന് വരും. ഇനി what is 2 raised to 5? 2 raised to 5 32 ആണ്. അപ്പൊ 10/32 എന്നാണ് നമ്മുടെ ആൻസർ വരിക. ഓക്കെ ആണോ? ഫൈനൽ ആൻസർ 10/32 എന്നാണ് വരിക. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇങ്ങനത്തെ ടൈപ്പാണ് എക്സാമിന് പൊതുവേ കാണാറുള്ളത്. നോക്കിക്കോളൂ, ഇനി അങ്ങോട്ടുള്ള ടൈപ്പ് കേട്ടോ. സോ if x follows binomial distribution with mean 6 and variance 3.6, find probability of success. x എന്ന് പറയുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നത്. അവിടെ മീൻ 6 ആണ്, വേരിയൻസ് 3.6 ആണ്. ചോദിച്ചിട്ടുള്ളത് പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആണ്. ദാറ്റ് ഈസ് P ആണ് ചോദിച്ചിട്ടുള്ളത്. എന്താണോ ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ മീൻ എന്ന് പറഞ്ഞാൽ? മീൻ നമ്മൾ പറഞ്ഞു NP എന്നാണ് മീൻ നമ്മൾ പറയാം. ദാറ്റ് ഈസ് NP ആണ് മീൻ. സോ NP ആണ് ഇവിടെ 6 എന്ന് തന്നിട്ടുള്ളത്. NPQ ആണ് വേരിയൻസ്. സോ NPQ is equal to 3.6 ആണ്. നിങ്ങൾ പറ, നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് P ആണ്. പക്ഷേ NPയും NPQവും തന്നാൽ നമുക്ക് പെട്ടെന്ന് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്ന ആളാരാ? P ആണോ അതോ Q ആണോ? വേഗം പറഞ്ഞേ, എന്താ നമ്മൾ ചെയ്യുക? നോക്കിക്കേ, NPQ by NP എന്ന് ചെയ്താൽ നമുക്ക് എന്താണ് കിട്ടുക?
NPQ by NP എന്ന് ചെയ്താൽ NPയും NPയും ക്യാൻസൽ ആയിട്ട് നമുക്ക് Q കിട്ടും. ആൻഡ് ഈ Q നമ്മൾ എങ്ങനെയാ ഫൈൻഡ് ചെയ്യുക? NPQ 3.6 ആണ് ഡിവൈഡഡ് ബൈ NP 6 ആണ്. അപ്പൊ നമുക്ക് Q ആണ് കേട്ടോ കിട്ടുക. ഷിയാം പെട്ടെന്ന് നമുക്ക് കിട്ടുന്നത് Q ആയിരിക്കും. കാരണം എന്താ? NPQ ഡിവൈഡഡ് ബൈ NP ചെയ്താൽ നമുക്ക് Q കിട്ടും. NPയും NPയും ക്യാൻസൽ ആയിട്ട്. സോ NPQ 3.6ഉം NP 6ഉം ആയതുകൊണ്ട് 3.6 by 6 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.6. യെസ്. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയത് Qന്റെ വാല്യൂ ആണ്. പക്ഷെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് പ്രോബബിലിറ്റി ഓഫ് സക്സസ് ദാറ്റ് ഈസ് പിയുടെ വാല്യൂ ആണ്. പക്ഷെ നമുക്കറിയാം P plus Q എന്താണ്? 1 ആണ്. അതുകൊണ്ട് തന്നെ പിയുടെ വാല്യൂ 1 മൈനസ് Q എന്നാണ് വരിക. ദാറ്റ് ഈസ് 1 മൈനസ് 0.6 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.4. ഓക്കെ അല്ലേ? റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇതേപോലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും കേട്ടോ. നമുക്ക് നോക്കാം. ദ മീൻ ഓഫ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഇസ് 4 ആൻഡ് ഇറ്റ്സ് വേരിയൻസ് ഇസ് 3. അതായത് എഗെയിൻ NP 4 ആണ്, NPQ 3 ആണ്. ചോദിച്ചിട്ടുള്ളത് എന്താണ്? റൈറ്റ് ദ PMF ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ. PMF എഴുതണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? N അറിയണം, P അറിയണം, Q അറിയണം. കാരണം എന്താ? P of x എന്ന് പറഞ്ഞാൽ NCX P raised to x Q raised to n minus x ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യം N എങ്ങനെയാ ഫൈൻഡ് ചെയ്യുക, P എങ്ങനെയാ ഫൈൻഡ് ചെയ്യുക, Q എങ്ങനെയാ ഫൈൻഡ് ചെയ്യാന്ന് നോക്കാം. ബേസിക് ആയിട്ട് NPയും NPQയും തന്നാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും പെട്ടെന്ന് നമുക്ക് കിട്ടുക Qന്റെ വാല്യൂ ആണ്. അത് ഫൈൻഡ് ചെയ്യാൻ നമുക്ക് NPQ by NP ചെയ്താൽ മതി, നമുക്ക് Q കിട്ടും. സോ NPQ എന്താണ്? ഇവിടെ NPQ എന്ന് പറഞ്ഞാൽ 3 ആണ്, ഡിവൈഡഡ് ബൈ NP എന്ന് പറഞ്ഞാൽ 4 ആണ്. സോ 3/4 ആണ് Q എന്ന് പറയുന്നത്. Q 3/4 ആണെങ്കിൽ P എത്രയായിരിക്കും? 1 മൈനസ് Q ചെയ്താൽ മതി. ദാറ്റ് ഇസ് 1 മൈനസ് 3/4, അതായത് 1/4 എന്ന് കിട്ടി. പിയും ക്യൂവും കിട്ടിയാൽ നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യാൻ പറ്റും? N ഫൈൻഡ് ചെയ്യാൻ പറ്റും. എങ്ങനെയാടാ? NP4 അല്ലേ? അപ്പൊ പിന്നെ P കിട്ടിയാൽ N ഫൈൻഡ് ചെയ്യാം. സോ NP is equal to 4 ആണ്. അതിൽ പിയുടെ വാല്യൂ 1/4 ആണ്. സോ N into 1/4 4 ആണ്. അങ്ങനെയാണെങ്കിൽ N ന്റെ വാല്യൂ എന്തായിരിക്കും? 4 into 4 that is equal to 16 ആണ്. അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി? നമുക്ക് N കിട്ടി, P കിട്ടി, Q കിട്ടി. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് P of x എന്ന് പറയുന്നത്? P of x is equal to NCX. നോക്കിക്കോ, NCX P raised to x Q raised to n minus x. That is equal to നമ്മുടെ N 16 ആണ്. സോ 16CX എന്ന് വരും. നമ്മുടെ P എന്താടാ? P എന്ന് പറയുന്നത് 1/4 ആണ്. സോ 1/4 raised to x എന്ന് വരും. Q 3/4 അല്ലേ? അപ്പൊ 3/4 raised to n minus x ആണ്. എഗെയിൻ n പകരം 16 കൊടുക്കുക. x പകരം വാല്യൂ വേണ്ട കേട്ടോ, കാരണം നമ്മൾ പ്രോബബിലിറ്റി ഫംഗ്ഷൻ ആണ് എഴുതുന്നത്. അവിടെ നമുക്ക് x പർട്ടിക്കുലർ വാല്യൂ കൊടുക്കണ്ട, x ആയിട്ട് തന്നെ വെച്ചാൽ മതി. N-ഉം P-യും Q-യും നിങ്ങൾ ഫൈൻഡ് ചെയ്യണം, കാരണം x അവരാ തരിക. P of x equal to 2, P of x equal to 3 എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അല്ലാത്ത പക്ഷം നമ്മൾ ഇങ്ങനെയാണ് എഴുതി വെക്കുക. അപ്പോൾ ദിസ് ഇക്വേഷൻ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, പഠിച്ചു വെക്കുക. അതിലൂടെ NPയും NPQയും വെച്ചിട്ട് എങ്ങനെയാണെന്നുള്ളത് പറയാം കേട്ടോ. നാളെ മോർണിംഗ് ലൈവ് ഉണ്ടാവും, പക്ഷെ അത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് പെട്ടെന്ന് പറയലായിരിക്കും കേട്ടോ. അതായത് ഓടിച്ച് നിങ്ങൾക്കൊന്ന് ഓർമ്മിപ്പിക്കാനായിരിക്കും. ഇപ്പൊ നിങ്ങൾ ഇതൊന്നും പഠിക്കാണ്ട് നാളെ പഠിക്കാന്ന് വിചാരിച്ചാൽ അപ്പോൾ പോസിബിൾ ആയിരിക്കില്ല. കാരണം ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പോവുകയുള്ളൂ കേട്ടോ നാളേക്ക്. കാരണം വളരെ കുറച്ച് സമയത്തിൽ നിങ്ങൾക്ക് മൊത്തം ചാപ്റ്റേഴ്സും കവർ ചെയ്യണ്ടേ, അതുകൊണ്ട് കേട്ടോ. റൈറ്റ്, ഓക്കെ. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഹാസ് മീൻ 10 ആൻഡ് വേരിയൻസ് 8. ഫൈൻഡ് P of x equal to 2. നേരത്തെ പറഞ്ഞ പോലെ ഒരു പെർട്ടിക്കുലർ വാല്യൂവിലാണ് പ്രോബബിലിറ്റി ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. വീണ്ടും ഒരേപോലെയാണ് ക്വസ്റ്റ്യൻ. NP 10 ആണ്, NPQ 8 ആണ്. അത് നമുക്ക് Q ഫൈൻഡ് ചെയ്യാം. അതായത് NPQ by NP that is equal to 8/10 which is equal to 0.8. Q 0.8 ആണെങ്കിൽ P എത്രയായിരിക്കും? 1 minus 0.8 ആയിരിക്കും. That is 0.2. പിയും ക്യൂവും കിട്ടിക്കഴിഞ്ഞാൽ P of x equal to 2 ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത്. P of x equal to 2 എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് N വേണം അല്ലേ? സോ അതിലേക്ക് കടക്കുന്ന മുന്നേ നമുക്ക് N കൂടി ഫൈൻഡ് ചെയ്യണം. വാട്ട് ഇസ് N? NP 10 ആണെങ്കിൽ N എന്ന് പറഞ്ഞാൽ 10/P ആണ്. സോ 10/P എന്ന് പറഞ്ഞാൽ 0.2 ആണ് അല്ലേ? സോ 10/0.2 എന്ന് പറയുമ്പോൾ എന്താ വരിക? 10/2 2/10 ദാറ്റ് ഇസ് 50 എന്ന് വരും. N-ന്റെ വാല്യൂ എന്താടാ? N is equal to 50 എന്നാണ് കിട്ടുക. N കിട്ടി, Q കിട്ടി, P കിട്ടി. ഇനി നമുക്ക് P of x equal to 2 കാണാം. That is equal to NCX P raised to x Q raised to n minus x. അതിൽ നമ്മൾ N-ന് പകരം 50 കൊടുക്കുക, X-ന് പകരം 2 കൊടുക്കുക. P എന്താ? നമ്മുടെ P എന്ന് പറഞ്ഞാൽ 0.2 ആണ്. സോ Pക്ക് പകരം 0.2 കൊടുക്കുക. എഗെയിൻ X-ന് പകരം 2 കൊടുക്കുക. Q എന്താടാ? Q എന്ന് പറയുന്നത് 0.8 ആണ്. 0.8 raised to n minus x എന്ന് പറഞ്ഞാൽ
50 മൈനസ് 2 അല്ലേ, ദാറ്റ് ഈസ് 48 എന്ന് വരും. സോ ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഇത് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യില്ല, ഇത് ഞാൻ ഇവാലുവേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പറ, അല്ലാത്ത പക്ഷം നിങ്ങൾ സയന്റിഫിക് കാൽക്കുലേറ്ററിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ അത് ചെയ്താൽ നമ്മുടെ ആൻസർ ആയി. 50C2 എങ്ങനെയാ ചെയ്യുക? അതും കാൽക്കുലേറ്ററിൽ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ട്രിക്ക് യൂസ് ചെയ്യാം കേട്ടോ. അതായത് താഴെയുള്ള നമ്പർ 2 ആണ്. നമ്മൾ എന്ത് ചെയ്യാന്നറിയോ, 50ൽ തുടങ്ങിയിട്ട് ഒരു നമ്പർ താഴോട്ട് 50 × 49 രണ്ട് നമ്പേഴ്സ് എഴുതിയാൽ മതി. താഴെ 2 ഫാക്ടോറിയൽ. 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 2 അല്ലേ, അപ്പോൾ 50യും 2ഉം ക്യാൻസൽ ചെയ്താൽ 25 എന്ന് കിട്ടും. 25 × 9 ചെയ്താൽ 1225 എങ്ങാനും ആണ്. അതായിരിക്കും നമുക്ക് 50C2 ആയിട്ട് കിട്ടുക. ഓക്കെ, സോ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ബാക്കി 0.2² × 0.8 കാൽക്കുലേറ്ററിൽ അടിച്ചാൽ യു വിൽ ഗെറ്റ് ദി ഫൈനൽ ആൻസർ. കുഴപ്പമില്ലല്ലോ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 10% of items produced by a machine are likely to be defective. 5 items are selected at random. Find the probability that at least one item is defective. Use binomial distribution എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാ ചെയ്യുക? പറഞ്ഞിട്ടുള്ളത് ഒരു മെഷീനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മൊത്തം ഐറ്റംസിൽ 10% are likely to be defective എന്നാണ്. അതായത് മൊത്തം നമ്മൾ 100% ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ ഒരു 10%, മൊത്തത്തിൽ 100 ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ 10 ഡിഫക്റ്റീവ് പീസ് അവിടെ വരുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഡിഫക്റ്റീവ് ആവാനുള്ള പ്രോബബിലിറ്റി ആണ് ആക്ച്വലി നമുക്ക് പെർസെൻറ്റേജിന്റെ രൂപത്തിൽ തന്നിട്ടുള്ളത്. ഡിഫക്റ്റീവ് ആവാനുള്ള പ്രോബബിലിറ്റി എന്താ? നിങ്ങൾ പറ. 10% എന്ന് പറഞ്ഞാൽ 10/100 ആണ്. അതായത് 1/10 അല്ലെങ്കിൽ 0.1 ആണ് ഡിഫക്റ്റീവ് ആവാനുള്ള പ്രോബബിലിറ്റി എന്നാണ് തന്നിട്ടുള്ളത്. ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഇവിടെ 5 ഐറ്റംസ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അങ്ങനെ പിക്ക് ചെയ്യുന്നത്. 5 ഐറ്റംസ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് അറ്റ് ലീസ്റ്റ് വൺ ഐറ്റം ഇസ് ഡിഫക്റ്റീവ്. നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് പ്രോബബിലിറ്റി ദാറ്റ് അറ്റ് ലീസ്റ്റ് വൺ ഐറ്റം ഇസ് ഡിഫക്റ്റീവ് എന്നുള്ളതാണ്. ഈ അറ്റ് ലീസ്റ്റ് വൺ ഐറ്റം എന്ന് പറഞ്ഞാൽ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? അറ്റ് ലീസ്റ്റ് വൺ ഐറ്റം എന്ന് പറഞ്ഞാൽ ഇല്ലടാ, ഒരു ഡിഫക്റ്റീവ് എങ്കിലും വേണം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതിനുള്ള പ്രോബബിലിറ്റി ആണ് ചോദിക്കുന്നത്. അറ്റ്ലീസ്റ്റ് 1 എന്ന് പറയുമ്പോൾ 2 ആയാൽ കുഴപ്പമുണ്ടോ? ഒന്നെങ്കിലും വേണം എന്ന് പറഞ്ഞാൽ ഇല്ലടാ, 0 ആവാൻ പാടില്ല, കാരണം ഒന്നെങ്കിലും വേണം. പക്ഷേ 2, 3, 4 ഒക്കെ ആവാം. മൊത്തത്തിൽ 5 ആണ്. സോ 1 മുതൽ അങ്ങോട്ട് ഒന്നെങ്കിലും വേണം എന്ന് പറഞ്ഞാൽ 1 ഡിഫക്റ്റീവ് ആവാം, 5ൽ 2 ഡിഫക്റ്റീവ് വരാം, 3 വരാം, 4 വരാം, 5 വരാം. സോ നമ്മൾ ആക്ച്വലി ഫൈൻഡ് ചെയ്യേണ്ടത് പ്രോബബിലിറ്റി ഓഫ് x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. ക്ലിയർ ആണോ? വി ഹാവ് ടു ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. കാരണം അറ്റ്ലീസ്റ്റ് 1 ഡിഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ 1ഓ അതിൽ കൂടുതലോ ആണ്. ഇത് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 1, 2, 3, 4, 5 കണ്ട് സം ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ പ്രോബബിലിറ്റി എപ്പോഴും 1 ആയിരിക്കും. 1ൽ നിന്ന് പി ഓഫ് എക്സ് ഈക്വൽ ടു 1 മൈനസ് ചെയ്യാം. പി ഓഫ് എക്സ് ഈക്വൽ ടു 0 മൈനസ് ചെയ്യാം. കാരണം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ അവിടെ ആകെ നമ്മൾ മിസ് ചെയ്യുന്നത് 0നെയാണ്. സോ ടോട്ടൽ പ്രോബബിലിറ്റി 1ൽ നിന്ന് P of 0 മൈനസ് ചെയ്താൽ വിൽ ഗെറ്റ് P of x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഓക്കെ, അതായത് P of x ലെസ് ദാൻ 1 ആണ് നമ്മൾ മൈനസ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ മൈനസ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് കൂടി വേണമെങ്കിൽ P of x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 കാണാൻ വേണ്ടി നമ്മൾ 1 മൈനസ് P of x ലെസ് ദാൻ 1 ആണ് കൺസിഡർ ചെയ്യുക. 1 മൈനസ് P of x ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ P of x ഈക്വൽ ടു 0 ആണ്. അപ്പം നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത് ഈ ഒരു ക്വാണ്ടിറ്റി ആണ് യൂസിങ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. പറ, എങ്ങനെയാണ് ഇവിടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യുക? ആദ്യം 10% ഐറ്റംസ് ഡിഫക്റ്റീവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കും ഇവിടെ ഡിഫക്റ്റീവിന്റെ പ്രോബബിലിറ്റി ആണ് വേണ്ടത്. അതായത് ഇവിടെ നമ്മുടെ സക്സസ് എന്ന് പറഞ്ഞാൽ ഡിഫക്റ്റീവ് ആണ്, സക്സസിന്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഡിഫക്റ്റീവ് ആവാനുള്ള പ്രോബബിലിറ്റി ആണ്. ദാറ്റ് ഈസ് 10%, അതായത് 10/100. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/10 അല്ലെങ്കിൽ 0.1. P 0.1 ആണെങ്കിൽ Q എന്തായിരിക്കും? 1 മൈനസ് P, ദാറ്റ് ഈസ് 1 മൈനസ് 0.1, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.9 എന്ന് വരും. പിയും ക്യൂവും കിട്ടിക്കഴിഞ്ഞാൽ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും? P of x ഈക്വൽ ടു 0. n ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്, 5 ഐറ്റംസ് ആണ്. സോ എന്നും നമ്മുടെ കയ്യിലുണ്ട്. സോ P, Q, n കയ്യിലുണ്ടെങ്കിൽ നമുക്ക് P of x ഈക്വൽ ടു 0 ഫൈൻഡ് ചെയ്യാൻ പറ്റും. എങ്ങനെയാടാ P of x ഈക്വൽ ടു 0 ഫൈൻഡ് ചെയ്യുക? NC0 P റേസ് ടു 0 Q റേസ് ടു n മൈനസ് 0. അതായത് x ഉള്ളിടത്തൊക്കെ ഞാൻ 0 കൊടുത്തു. NC0 P റേസ് ടു 0 Q റേസ് ടു n മൈനസ് 0 ആണ്. ഇതിൽ തന്നെ n എന്താ? n നമ്മൾ ഫൈൻഡ് ചെയ്തിട്ടുണ്ട് 5 ആണ്. സോ 5C0 P എന്ന് പറഞ്ഞാൽ 0.1 റേസ് ടു 0 എന്ന് വരും. Q 0.9 ആണ്. സോ 0.9 റേസ് ടു n മൈനസ് 0 എന്ന് പറഞ്ഞാൽ 5 എന്ന് വരും. ദിസ് ഈസ് ഈക്വൽ ടു 5C0 എന്താടാ? NC0 എപ്പോഴും 1 ആണ്. സോ 5C0 എന്ന് പറഞ്ഞാൽ 1 ആണ്. 0.1 റേസ് ടു 0 എന്ന് പറഞ്ഞാൽ എന്താ? ഓർക്കുക, ഒരു നോൺ സീറോ നമ്പറിന്റെ പവർ 0 ആണെങ്കിൽ ആൻസർ 1 ആയിരിക്കും. സോ 0.1 റേസ് ടു 0 എന്ന് പറഞ്ഞാൽ ആൻസർ 1 ആണ്. നമ്മൾ ആകെ ചെയ്യാനുള്ളത് 0.9 റേസ് ടു 5 ആണ്. അത് നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ. സോ 0.9 റേസ് ടു 5 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു 0.59. അപ്പോൾ നമ്മുടെ മൊത്തം ആൻസർ വരിക 0.59 എന്നാണ്.
നമുക്ക് എന്ത് കിട്ടി? P of x equal to 0 കിട്ടി. It is equal to 0.59. അപ്പോൾ നമ്മൾ 1 minus 0.59 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ആൻസർ കിട്ടും. ദാറ്റ് ഈസ് 0.4 സംതിങ് എന്ന് വരും. സോ ഈ രീതിക്കാണ് നമ്മൾ എന്ത് ചെയ്യുക? അതായത് നമ്മൾ 0.59 0.6 ആയിട്ട് റൗണ്ട് ചെയ്യുകയാണെങ്കിൽ 1 minus 0.6 0.4 എന്ന് വരും. ഇതാണ് നമ്മുടെ പ്രോബബിലിറ്റി ആയിട്ട് വരിക. ഓക്കെ ആണോ? യെസ്. അപ്പോൾ ഒരു ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് പഠിക്കണം, എന്താണ് ചോദിച്ചതെന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് പോയ്സൺ ഡിസ്ട്രിബ്യൂഷനിലേക്ക് കടക്കാം. സോ പോയ്സൺ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ ആക്ച്വലി കണ്ടീഷൻസ് ആയിട്ട് വരിക, എക്സ് എന്ന് പറയുന്നത് ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആയിരിക്കണം. ബൈനോമിയലും പോയ്സണും ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസിന്റെ കേസാണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് വരുമ്പോൾ അത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്. ഓക്കെ. സോ ഇവിടെ ദ ഒക്കറൻസസ് ആർ റാൻഡം. റാൻഡം എന്ന് പറയാൻ കാരണം നമ്മൾ ഈ പോയ്സന്റെ കേസിൽ എടുക്കുന്ന എക്സാമ്പിൾസ് എങ്ങനെയാണെന്ന് അറിയൂടാ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു വീക്കിൽ അല്ലെങ്കിൽ ലാസ്റ്റ് വീക്കിൽ കോഴിക്കോട് സിറ്റിയിൽ നടന്ന നമ്പർ ഓഫ് ആക്സിഡൻറ്റ്സ്, ഇതാണ് നമ്മുടെ സിറ്റുവേഷൻ എന്ന് വിചാരിക്കാം. എനിക്കിങ്ങനെ പറയാൻ പറ്റുമോ? ലാസ്റ്റ് വീക്കിൽ 10 ആക്സിഡന്റ് സിറ്റിയിൽ നടന്നിട്ടുണ്ട്, അതുകൊണ്ട് അടുത്ത വീക്കിൽ 10 ആക്സിഡന്റ് നടക്കും. ഇങ്ങനെ പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല അല്ലെ. ഈ ഒക്കറൻസസ് റാൻഡം ആണ്. ചിലപ്പോൾ അടുത്ത വീക്കിൽ ഒരു ആക്സിഡന്റും ഇല്ലാണ്ട് വരാം, അല്ലെങ്കിൽ 15 ആക്സിഡൻറ്റ്സ് ഉണ്ടാവാം, 20 ആക്സിഡൻറ്റ്സ് ഉണ്ടാവാം. ഒരിക്കലും നമുക്ക് കഴിഞ്ഞ വീക്ക് ഇങ്ങനെ ആയതുകൊണ്ട് അടുത്ത വീക്ക് ഇങ്ങനെയെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഈ ഒക്കറൻസസ് റാൻഡം ആണ്, അൺപ്രെഡിക്റ്റബിൾ ആണ്. റാൻഡം ആണ്, അൺപ്രെഡിക്റ്റബിൾ ആണ് എന്നുള്ള കാര്യം ആലോചിച്ച് വെക്കുക. ആൻഡ് ഒക്കറൻസസ് ആർ ഇൻഡിപെൻഡന്റ്. അതായത് ഇന്നലെ 5 ആക്സിഡന്റ് നടന്നു എന്ന് വിചാരിച്ചു ഇന്ന് 5 എണ്ണം നടക്കണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇവർ തമ്മിൽ ബന്ധമില്ല. ദേ ആർ ഇൻഡിപെൻഡന്റ്. ഓക്കെ. സോ ഇതൊക്കെയാണ് പോയ്സൺ ഡിസ്ട്രിബ്യൂഷന്റെ കണ്ടീഷൻസ് എന്ന് പറയുന്നത്. നോട്ട് ചെയ്ത് വെക്കുക, കാരണം എക്സാമിന് ചിലപ്പോൾ കണ്ടീഷൻസ് എന്താണെന്ന് തന്നെ നിങ്ങളോട് ചോദിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ പോയ്സൺ ഡിസ്ട്രിബ്യൂഷനും നമുക്ക് എന്തുണ്ട്? വി ഹാവ് എ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു P of x equal to x e raised to minus lambda lambda raised to x by x factorial. അപ്പോൾ എന്താണ് പ്രോബബിലിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് e raised to minus lambda lambda raised to x by x factorial. ഇവിടെ ആക്ച്വലി e എന്ന് പറഞ്ഞാൽ ഇല്ലടാ, 2.718 എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ് കേട്ടോ. ഓയിലേഴ്സ് നമ്പർ എന്നൊക്കെ പറയുന്ന ഒരു എക്സ്പോണൻഷ്യൽ കോൺസ്റ്റന്റ് ആണ്, അല്ലാണ്ട് e എന്ന് പറയുന്നത് നിങ്ങളുടെ ഇക്വേഷനിലുള്ള ഒരു വേരിയബിൾ അല്ല കേട്ടോ. e എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആയിട്ടുള്ള 2.71 ആണ്. അത് നിങ്ങൾക്ക് കാൽക്കുലേറ്ററിലും e എന്ന് പറഞ്ഞിട്ട് തന്നെ കാണാം. നിങ്ങൾ ഈ വാല്യൂ കാണാണ്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. e എന്ന് തന്നെ കാൽക്കുലേറ്ററിൽ നിങ്ങൾക്ക് അടിച്ചു കൊടുക്കാൻ പറ്റും. അതേപോലെ ലാംഡ എക്സ്, ഇത്രയും ക്യാരക്ടേഴ്സ് ആണുള്ളത്. എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? P of x is equal to x. അതായത് നമുക്ക് പ്രോബബിലിറ്റി ഓഫ് x equal to 2, x equal to 3 ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ ഈ എക്സ് ഫിൽ ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ ആക്ച്വലി ഉള്ള ഒരു വേരിയബിൾ എന്ന് പറഞ്ഞാൽ അത് ലാംഡയാണ്. ഈ ലാംഡ എന്താണെന്ന് അറിയോ? ഇറ്റ് ഈസ് ദി മീൻ നമ്പർ ഓഫ് ഒക്കറൻസസ് ഇൻ ദി ഇന്റർവൽ ആണ്. അതായത് നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ഡേറ്റ അങ്ങ് അനലൈസ് ചെയ്യും. അതായത് കഴിഞ്ഞ 4 ആഴ്ചകളിലായിട്ട് ആക്സിഡൻസ് ഇങ്ങനെയാണ്. അപ്പം നമുക്ക് മനസ്സിലാവും മീൻ നമ്പർ ഓഫ് ആക്സിഡൻസ് ഇത്രയാണ്. ഏകദേശം ഒരു മാസം നടക്കുന്ന ഒരു മീൻ നമ്പർ ഓഫ് ആക്സിഡൻസ് ഇത്രയാണ്. അപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ഉണ്ടാവുക, ഒരു സിറ്റുവേഷൻ നടക്കാനുള്ള ഒരു മീൻ ചാൻസ് ഇത്രയാണ്. ലാംഡയുടെ വാല്യൂ ആണ് നിങ്ങൾക്ക് അവിടെ തരാം. എന്നിട്ട് നിങ്ങളോട് ചോദിക്കും, അങ്ങനെയാണെങ്കിൽ അടുത്ത ആഴ്ച എക്സാക്ട്ലി 2 ആക്സിഡൻസ് നടക്കാനുള്ള പ്രോബബിലിറ്റി എന്ത്? സോ ഒരു ആവറേജ് കണക്ക് തന്നിട്ട് എക്സാക്ട് കണക്കാണ് നമ്മളോട് ചോദിക്കുക. ആവറേജ് കണക്ക് തന്നിട്ട് എക്സാക്ട് കണക്ക് പ്രോബബിലിറ്റി നമ്മളോട് ചോദിക്കുകയാണ് ചെയ്യുക. അത് ഫൈൻഡ് ചെയ്യാനാണ് e raised to minus lambda lambda raised to x by x factorial എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുക. ഇതിൽ ലാംഡ മാത്രമാണ് പാരാമീറ്റർ എന്ന് പറയുന്നത്. സോ പോയ്സൺ ഡിസ്ട്രിബ്യൂഷന്റെ പാരാമീറ്റർ ലാംഡയാണ്. ആൻഡ് പോയ്സൺ ഡിസ്ട്രിബ്യൂഷന്റെ മീനും വേരിയൻസും ലാംഡ തന്നെയാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷനിലേക്ക് വരുമ്പോൾ അത് റൂട്ട് ലാംഡ ആയിട്ട് മാറും. അപ്പം നമുക്ക് ഇവിടുന്ന് എന്താ പറയാൻ പറ്റുക? പോയ്സൺ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ മീനും വേരിയൻസും ഈക്വൽ ആണ് എന്ന് പറയാൻ പറ്റും. ഓക്കെ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. Which distribution is known as law of improbable events? ഏത് ഡിസ്ട്രിബ്യൂഷൻ ആണ് ലോ ഓഫ് ഇംപ്രോബബിൾ ഇവന്റ്സ് എന്ന് പറഞ്ഞ് അറിയപ്പെടുന്നത്? ഒരു സംശയമില്ല, പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. 1 മാർക്കിന് ചോദിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു പ്രത്യേക സംഭവമാണ് അല്ലേ ഈ പറയുന്ന പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സോ ഇതാണ് റാൻഡം ആയിട്ടുള്ള അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഈ ഒരു ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ ലോ ഓഫ് ഇംപ്രോബബിൾ ഇവന്റ്സ് എന്ന് വിളിക്കുക. നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത നോക്കിക്കേ, റൈറ്റ് എനി 2 സിറ്റുവേഷൻസ് വെയർ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ ക്യാൻ ബി സക്സസ്ഫുള്ളി അപ്ലൈഡ്. ഏതെങ്കിലും ഇഷ്ടമുള്ള 2 സിറ്റുവേഷൻസ് നിങ്ങൾ എഴുതിക്കോളൂ. എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് ടു ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് സർട്ടൻ നമ്പർ ഓഫ് ആക്സിഡൻസ് ഇൻ എ സിറ്റി, അല്ലെങ്കിൽ പ്രിന്റിംഗ് മിസ്റ്റേക്സ് ഇൻ എ ബുക്ക്. ഇതൊക്കെ ഒരു ആവറേജ് കണക്ക് നിങ്ങൾക്ക് തരും. എന്നിട്ട് എക്സാക്ട്ലി 10 പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവാനുള്ള ചാൻസ് നിങ്ങളോട് ചോദിക്കും. അല്ലെങ്കിൽ ഒരു ആവറേജ് കണക്ക് തന്നിട്ട് എക്സാക്ട്ലി 10 ആക്സിഡൻസ് ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റി നിങ്ങളോട് ചോദിക്കും. സോ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ വി ക്യാൻ യൂസ് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ. അടുത്തത് ഇഫ് എക്സ് ഫോളോസ് പി ഓഫ് എക്സ്. പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത്
പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ 6 എന്നാണ് കേട്ടോ. അതായത് എക്സ് ഫോളോസ് പി ഓഫ് ലാംഡ എന്നാണ് നമ്മൾ പറയാം. ബൈനോമിയലിന്റെ കേസിൽ നമ്മുടെ പാരാമീറ്റേഴ്സ് എന്നും പിയും ആയിരുന്നു. അപ്പൊ നമ്മൾ പറയാ എക്സ് ഫോളോസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് എൻ പി എന്നായിരുന്നു. ഇവിടെ പോയ്സോണിന്റെ പിയും നമ്മുടെ ലാംഡ പാരാമീറ്ററും ആണ്. സോ ഇവിടെ ഈ 6 എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ. അപ്പൊ ലാംഡ 6 ആണ്. അങ്ങനെയാണെങ്കിൽ പി എം എഫ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് പി എം എഫ്? പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ ഇ റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ അല്ലേ? സോ അവിടെ നമുക്ക് എന്ത് കൊടുക്കാം? ലാംഡയ്ക്ക് പകരം 6 കൊടുക്കാം. സോ ലാംഡ ഉള്ളിടത്തൊക്കെ 6 കൊടുത്താൽ ഇ റേസ് ടു മൈനസ് 6 റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ എന്ന് വരും. സോ ഇത് ഏത് കേസിലാണ്? നമ്മളിവിടെ പ്രത്യേകം കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. എക്സ് ഇസ് ഈക്വൽ ടു 0, 1, 2 എക്സെട്ര എന്ന് പറയുമ്പോൾ ആൻഡ് 2 നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു n ഒബ്സർവേഷൻസ് ആണെങ്കിൽ n വരെ ആയിരിക്കും നമുക്ക് ഈ ഒരു വാല്യൂ വരിക. 0 അതർവൈസ് എന്നാണ് നമ്മൾ പറയുക. സോ അത് നമുക്ക് ഇവിടെ ഒന്ന് കൊടുത്തു വെക്കാം കേട്ടോ. എക്സ് ഈക്വൽ ടു 0, 1, 2 എക്സെട്ര ആൻഡ് അതർവൈസ് നമ്മുടെ വാല്യൂ വരിക 0 ആണ്. 0 അതർവൈസ്. സോ ഈ രീതിയിൽ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു മൈനസ് 6 റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ എന്ന് വരും. ഇതിൽ തന്നെ എക്സിന് നിങ്ങൾക്ക് പർട്ടിക്കുലർ വാല്യൂ തന്നാൽ വി ക്യാൻ ഫൈൻഡ് ദി എക്സാക്ട് പ്രോബബിലിറ്റി. ഓക്കെ ആണോ? ഓക്കെ ആണോ? യെസ്. അങ്ങനെയാണെങ്കിൽ അടുത്ത് നോക്കിക്കോ. റാൻഡം വേരിയബിൾ എക്സ് ഹാസ് പി എം എഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് 4 റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ വെർ എക്സ് ഈക്വൽ ടു 0, 1, 2 എക്സെട്ര. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ട്രൂ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഇ റേസ് ടു മൈനസ് 4 റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ ആണ് തന്നിട്ടുള്ളത്. ചോദിച്ചിട്ടുള്ളത് ഇ ഓഫ് എക്സും ബി ഓഫ് എക്സും, അതായത് എക്സ്പെക്ടേഷനും വേരിയൻസും ആണ്. നമുക്കറിയാവുന്ന കാര്യം പോയ്സോൺ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ എക്സ്പെക്ടേഷനും വേരിയൻസും ഒക്കെ എന്താണ്? ലാംഡയാണ്. ലാംഡ എങ്ങനെയാ ഫൈൻഡ് ചെയ്യുക? തന്നിട്ടുള്ളത് ഇ റേസ് ടു മൈനസ് 4 റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ ആണ്. നമുക്കറിയാവുന്ന ഇക്വേഷൻ ഇ റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ ആണ്. അതായത് ലാംഡയ്ക്ക് പകരമാണ് നമുക്കിവിടെ 4 തന്നിട്ടുള്ളത്. നോക്കിക്കേ, ലാംഡ ഉള്ളിടത്തൊക്കെ 4 ആണ്. വിച്ച് മീൻസ് ലാംഡയുടെ വാല്യൂ 4 ആണ്. എടാ പറയടാ, വാട്ട് ഇസ് എക്സ്പെക്ടേഷൻ ആൻഡ് വേരിയൻസ്? പെട്ടെന്ന് പറ, എന്താണ് എക്സ്പെക്ടേഷനും വേരിയൻസും? വേഗം പറ. എന്താ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക? എക്സ്പെക്ടേഷനും വേരിയൻസും പോയ്സോണിന്റെ കേസിൽ ദേ ആർ ഈക്വൽ ആൻഡ് ദിയർ വാല്യൂ ഇസ് 4. അപ്പൊ എക്സ്പെക്ടേഷനും 4 ആയിരിക്കും, വേരിയൻസും 4 ആയിരിക്കും. ഓക്കെ ആണോ? യെസ്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ചൂസ് ദി കറക്റ്റ് ആൻസർ ഫോർ എ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ. നമ്മളിപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ മീനും വേരിയൻസും എന്താണ്? ഈക്വൽ ആണ് അല്ലേ? സോ അവർ തമ്മിലുള്ള ബന്ധം മീൻ ഇസ് ഈക്വൽ ടു വേരിയൻസ്. അടുത്തത് മീൻ ഓഫ് എ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ 2 ആണെങ്കിൽ പി ഓഫ് എക്സ് ഈക്വൽ ടു 4 എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോട്ട് ചെയ്ത് വെക്കുക. മീൻ എന്ന് പറഞ്ഞാൽ ലാംഡയാണ്, തന്നിട്ടുള്ളത് ലാംഡ ഈക്വൽ ടു 2 എന്നാണ്. അങ്ങനെയാണെങ്കിൽ പി ഓഫ് എക്സ് ഈക്വൽ ടു 4 ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യുക? വി ഹാവ് ടു ഫൈൻഡ് ഇ റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഇവിടെ എക്സിന് പകരം എന്താണ്? എക്സിന് പകരം 4 ആണ്. അപ്പൊ എക്സ് ഉള്ളിടത്തൊക്കെ നമുക്ക് എന്ത് കൊടുക്കാം? 4 കൊടുക്കാം. ആൻഡ് ലാംഡ തന്നിട്ടുണ്ട്, ലാംഡയുടെ വാല്യൂ 2 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ലാംഡയ്ക്ക് പകരം 2 എന്ന് കൊടുക്കാം. സോ ഇ റേസ് ടു മൈനസ് 2 റേസ് ടു 4 ബൈ 2 ഫാക്ടോറിയൽ എന്ന് വരും. സോറി, 4 ഫാക്ടോറിയൽ എന്ന് വരും. സോ ഇ റേസ് ടു 2 റേസ് ടു 4 എന്ന് പറഞ്ഞാൽ 16 ആണ്. 4 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ എത്രയാടാ? 2 ഇൻറ്റു 3 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് 24 അല്ലേ? സോ 16 by 24 അത് ക്യാൻസൽ ചെയ്യുക. ഇൻറ്റു ഇ റേസ് ടു മൈനസ് 2 കൂടി ചെയ്താൽ യു വിൽ ഗെറ്റ് ദി ആൻസർ. അത് നിങ്ങൾ ചെയ്യില്ലേ? വാല്യൂ നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യല്ലോ അല്ലേ? സോ ഇയുടെ പവർ ആയിട്ട് -2 എന്ന് കൊടുത്താൽ ഇ റേസ് ടു മൈനസ് 2 കിട്ടും. എന്നിട്ട് ഇൻറ്റു 16 by 24 ചെയ്താൽ യു വിൽ ഗെറ്റ് ദി ആൻസർ. കാൽക്കുലേഷൻ ഞാൻ വെറുതെ ചെയ്ത് സമയം കളയണ്ടല്ലോ അല്ലേ? കാൽക്കുലേഷൻ എന്തായാലും നിങ്ങൾക്ക് ഇപ്പോൾ എങ്ങനെയാണ് ചെയ്യാമെന്നൊന്നും എനിക്ക് കാണിച്ചു തരാനൊന്നും പറ്റില്ല. ഞാൻ സയന്റിഫിക് കാൽക്കുലേറ്റർ അല്ല യൂസ് ചെയ്യുന്നത്, ഫോണാണ് കേട്ടോ. നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? അറിയാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. സോ കാൽക്കുലേഷൻ കറക്റ്റ് ചെയ്യുക. ഇനി തെറ്റൊന്നും ഉറപ്പാണെങ്കിൽ ഇവിടെ വെച്ച് നിർത്തിക്കോ. എന്നാലും വേണ്ടില്ല, തെറ്റിക്കരുത് കേട്ടോ ആൻസർ. സോ പ്രോബിലിറ്റിക്കൊക്കെ ഒരു കണക്കുണ്ട്. നിങ്ങൾക്ക് തോന്നിയ പോലെ ചെയ്തിട്ട് നെഗറ്റീവ് പ്രോബിലിറ്റി ഒക്കെ കിട്ടിയാലേ ആൻസർ തെറ്റാന്നാണ് അർത്ഥം. സോ അത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ വലിയ എന്തെങ്കിലും പൊട്ട ആൻസറാണ് കിട്ടുന്നെങ്കിൽ ഈ ഒരു സ്റ്റെപ്പിൽ വെച്ച് നിങ്ങൾ നിർത്താൻ വേണ്ടി നോക്കാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. Okay. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. Average number of phone calls per minute coming into the switchboard of a company is 2.5. Find the probability that during one particular minute there will be no phone calls at all. Exactly 2 calls. ഞാൻ പറഞ്ഞു ആവറേജ് തന്നിട്ട് എക്സാക്ട് കണക്ക് ചോദിക്കുന്നതാണ് നമ്മുടെ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ. ഇവിടെ ആവറേജ് എത്രയാണ്? 2.5 ആണ്. ഈ ആവറേജ് ആണ് നമ്മുടെ മീൻ അല്ലെങ്കിൽ ലാംഡ എന്ന് പറയുന്നത്. ലാംഡ ഈക്വൽ ടു 2.5 എന്നാണ് അവർ ഇൻഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുള്ളത്. ചോദിക്കുന്നത് നോ ഫോൺ കോൾസ് അറ്റ് ഓൾ എന്ന് പറഞ്ഞാൽ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ആണ്. Similarly, exactly 2 phone calls എന്ന് പറഞ്ഞാൽ P of x equal to 2 ആണ് അവർ ഉദ്ദേശിക്കുന്നത്. Okay, so what is P of x? P of x എന്ന് പറഞ്ഞാൽ e raised to minus lambda, lambda raised to x by x factorial ആണ്. ഇവിടെ ലാംഡയ്ക്ക് പകരം 2.5 കൊടുത്താൽ e raised to minus 2.5 raised to x divided by x factorial എന്ന് വരും. ഇനി എന്ത് ചെയ്താൽ മതി? എക്സിന് പകരം 0യും
2 കൊടുത്താൽ നമുക്ക് 2 ആൻസേഴ്സ് കിട്ടും. സോ ആദ്യം P of x equal to 0 എങ്ങനെയാ കാണുക? ഇറ്റ് ഈസ് ഈക്വൽ ടു e raised to -0. കാരണം e raised to minus ലാംഡ എന്ന് പറയുമ്പോൾ സോറി ലാംഡയാണ് അവിടെ 0 അല്ല കേട്ടോ. ലാംഡ എന്ന് പറയുന്നത് എന്തായിരുന്നു? നമുക്ക് ലാംഡ 2.5 ആണ്. സോ e raised to minus 2.5 ഇൻറ്റു ഇനി എന്താ ചെയ്യേണ്ടേ? 2.5 raised to എക്സിന് പകരമാണ് 0 കൊടുക്കേണ്ടത്. ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 0 ഫാക്ടോറിയൽ എന്ന് വരും. എടാ ഇതെന്താ വരിക? e raised to minus 2.5 എന്നാണ് വരിക. കാരണം 2.5 raised to 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഒരു നോൺ സീറോ നമ്പറിന്റെ പവർ 0 ആണെങ്കിൽ ആൻസർ 1 ആയിരിക്കും. സോ 2.5 raised to 0 is equal to 1. സിമിലർലി 0 ഫാക്ടോറിയലും 1 ആണ്, 0 അല്ല കേട്ടോ. 0 ഫാക്ടോറിയലും 1 ആണ്. അപ്പോൾ ആകെ ഇവിടെ e raised to minus 2.5 മാത്രമേ ഉള്ളൂ. അത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. സോ -2.5 e raised to minus 2.5 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു 0.082 എന്നാണ് വരുന്നത്. നിങ്ങളൊന്ന് കാൽക്കുലേറ്ററിൽ അടിച്ചിട്ട് ഇതേ വാല്യൂ കിട്ടുന്നുണ്ടോ നോക്കിക്കാൻ. നിങ്ങൾക്ക് ചെയ്യാൻ അറിയുമെന്ന് ഞാൻ നോക്കട്ടെ. 0.082. എടാ നാളത്തെ എക്സാമിന് കാൽക്കുലേറ്റർ എന്തായാലും കൊണ്ടുപോകണം കേട്ടോ. കാരണം e raised to സംതിങ് വാല്യൂ ഒന്നും നിങ്ങൾക്ക് കൈകൊണ്ട് ചെയ്യാൻ പറ്റില്ല. e raised to minus 2.5 ഒന്നും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാൽക്കുലേറ്റർ കൊണ്ടുപോവുക. 0.082 എന്നാണ് കേട്ടോ നമുക്ക് ആൻസർ കിട്ടുന്നത്. അടുത്തത് P of x equal to 2 അല്ലേ? നമ്മൾ എന്താ ചെയ്യുക? e raised to minus ലാംഡ raised to x ആണ്. സോ 2.5 raised to എക്സിന് പകരം 2 എന്ന് കൊടുക്കും. ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ എന്ന് വരും. ഇതും നിങ്ങൾ ഇതേപോലെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. സോ എന്താ കിട്ടുക? e raised to minus 2.5 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇൻറ്റു 2.5ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 6.25 വരും. ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് 25.65. റോങ് ആണല്ലോ. ഒന്നുകൂടി നോക്കട്ടെ കേട്ടോ. സോ -2.5 e raised to this into 2.5 സ്ക്വയർ എന്ന് പറയുമ്പോൾ 6.25 എന്ന് വരും. ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു 0.2565 എന്നൊക്കെയാണ്. നമുക്ക് എന്ത് ചെയ്യാം? 0.26 എന്ന് പറഞ്ഞ് റൗണ്ട് ചെയ്യാം. സോ ദിസ് ഈസ് ഈക്വൽ ടു ദിസ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? കറക്റ്റ് വാല്യൂ അവസാനം വരെ കൊണ്ടെത്തിച്ചാൽ അതിൻ്റെ കാൽക്കുലേഷൻ കൂടി നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ. സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതായത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, അതിൻ്റെ P of x എന്താണ്? NCX, P raised to x, Q raised to n minus x. അതിൻ്റെ മീനും വേരിയൻസും നമ്മൾ പറഞ്ഞു. NP, NPQ. അത് വെച്ചിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. അതേപോലെ പോയ്സൺ ഡിസ്ട്രിബ്യൂഷനിലേക്ക് വന്നപ്പോൾ e raised to minus ലാംഡ raised to x by x ഫാക്ടോറിയൽ ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് അവിടെ ലാംഡ അതായത് മീൻ എന്ന് പറയുന്നതും വേരിയൻസ് എന്ന് പറയുന്നതും ഒക്കെ നമ്മുടെ ലാംഡ തന്നെയാണ്. അത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി പഠിക്കാം. അടുത്ത ചാപ്റ്ററിലേക്ക് നമുക്ക് കടക്കാം. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആയിട്ടുള്ള, അതായത് നമ്മുടെ റാൻഡം വേരിയബിൾസ് നിങ്ങൾക്ക് അറിയാം. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസും ഉണ്ട്, കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസും ഉണ്ട്. എന്താ ഇവർ തമ്മിലുള്ള വ്യത്യാസം? ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ അവർ ഫൈനിറ്റ് അല്ലെങ്കിൽ കൗണ്ടബിളി ഇൻഫിനിറ്റ് ആയിട്ടുള്ള വാല്യൂസ് ആണ് എടുക്കുക. ഒരു 5 വാല്യൂസ്, 10 വാല്യൂസ് അല്ലെങ്കിൽ 1 2 3 4 എന്ന് പറഞ്ഞ് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന വാല്യൂസ്. പക്ഷേ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസിന്റെ കേസിൽ അവർ ഇന്റർവെൽസിലാണ് വാല്യൂ എടുക്കുക. ഇപ്പോൾ എന്തെങ്കിലും ഒരു ബാറ്ററി ലൈഫ് ഒക്കെ ആണെങ്കിൽ നമ്മൾ പറയും ഇത്ര മുതൽ ഇത്ര വരെ, അല്ലാണ്ട് എക്സാക്ട്ലി ഒരു വാല്യൂ അല്ല നമ്മൾ പറയാം. സോ ഇന്റർവെൽസിൽ വാല്യൂ എടുക്കുമ്പോഴാണ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ് ആവുക. അല്ലാത്ത പക്ഷം ഫൈനൈറ്റ് അല്ലെങ്കിൽ കൗണ്ടബിൾ ആകുമ്പോഴാണ് നമ്മൾ എന്തെന്ന് പറയാം? ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറയാം. സോ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഏറ്റവും പെട്ടെന്ന് എങ്ങനെയാണെന്ന് അറിയാം നമ്മൾ തിരിച്ചറിയുക. അതിന്റെ ഫ്രീക്വൻസി കർവ് നമ്മൾ വരച്ചാൽ ഇങ്ങനെ ഇരിക്കും, കറക്റ്റ് ആയിട്ട് സിമെട്രിക് ആയിട്ടിരിക്കും. ഓക്കെ, സോ നോർമൽ കർവ് എന്ന് പറഞ്ഞാൽ സിമെട്രിക് ആയിട്ടുള്ള കർവ് ആയിരിക്കും. ഇനി നോർമൽ ഡിസ്ട്രിബ്യൂഷനും നമുക്ക് എന്തുണ്ട്? ഒരു പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഉണ്ട്. ആൻഡ് ഇവിടെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ കേട്ടോ. നമ്മുടെ ഡിസ്ക്രീറ്റിന്റെ കേസിലാണ് നമ്മൾ PMF പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയുക. ഇവിടെ നമ്മൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്നാണ് പറയുക. ആൻഡ് എന്താ ഈ PDF എന്ന് പറയുന്നത്? ഇവിടെ ഇറ്റ് ഈസ് 1/σ√2π into e raised to minus x minus mu whole square by 2 sigma square. ആദ്യമായിട്ട് കേൾക്കുകയാണെങ്കിൽ ഒന്ന് എത്താൻ ചാൻസ് ഉണ്ട്. പക്ഷെ പേടിക്കണ്ട, ഇത് വെച്ചിട്ടല്ല നമ്മൾ പ്രോബ്ലംസ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം. എന്താണ് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ P of x എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് 1/σ√2π e raised to minus x minus mu whole square by 2 sigma square. ഇവിടുത്തെ മ്യൂ എന്ന് പറഞ്ഞാൽ മീൻ തന്നെയാണ്. ആൻഡ് സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വേരിയൻസ് ആണ് കേട്ടോ. സോ മീനും വേരിയൻസ് ഒക്കെ ഡയറക്റ്റ്ലി എന്തിലുണ്ട്? നമ്മുടെ F of x ലുണ്ട്. സോ ഇങ്ങനൊരു ഇക്വേഷനിൽ നിങ്ങൾക്ക് ചിലപ്പോൾ മ്യൂക്കും സിഗ്മയ്ക്കും വാല്യൂ അവർ മാറ്റിയിട്ട് തരും. മ്യൂവിന്റെ പൊസിഷനിൽ 3 എന്നും സിഗ്മയുടെ പൊസിഷനിൽ 6 എന്നും ഒക്കെ തന്നിട്ട് എന്ത് തരും? എന്ത് ചോദിക്കും? മീൻ എന്താ, വേരിയൻസ് എന്താന്ന് ചോദിക്കും. അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് ഒറിജിനൽ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്തിട്ട് മീനും വേരിയൻസ് ഒക്കെ നിങ്ങൾക്ക് പിക്ക് ചെയ്യാൻ പറ്റണം. അത് മാത്രമേ ഈ ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ചോദിക്കുള്ളൂ. ക്വസ്റ്റ്യൻസ് ചോദിക്കുക നമ്മൾ ഗ്രാഫ് വെച്ചിട്ടാണ്. അതിന് നമുക്ക് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ പഠിക്കണം. ബിഫോർ ദാറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ നമ്മൾ പറഞ്ഞു മീൻ എക്സ് ആണ്,
വേരിയൻസ് സിഗ്മ സ്ക്വയർ ആണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മയാണ്. അപ്പോൾ ആക്ച്വലി നമ്മൾ അതിന്റെ ബെൽ കർവ് ഇങ്ങനെ വരച്ചു നോക്കിയാൽ കറക്റ്റ് സെൻട്രൽ ഉണ്ടാവുക ആരാന്നറിയോ? മ്യൂ ആണ് കേട്ടോ. മീനിന് സിമെട്രിക് ആയിട്ടാണ് നമ്മുടെ ഫ്രീക്വൻസി കർവ് ഉണ്ടാവുക. കറക്റ്റ് സെൻട്രൽ നമ്മുടെ മ്യൂ അല്ലെങ്കിൽ മീൻ കിടക്കുന്നുണ്ടാവും. ഇനി നമ്മൾ പറഞ്ഞു പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയ്യുക സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ്. എന്താണെന്നറിയോ ഈ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രത്യേകത? അവിടെ മീൻ 0 ആയിരിക്കും, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1 ആയിരിക്കും. മീൻ 0യും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1 ഉള്ള ആ ഒരു സ്പെസിഫിക് കേസ് ആണ് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. മീൻ എത്രയാടാ? 0 ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാ? 1 ആണ്. സോ ഇതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സോ അതിനനുസരിച്ച് നമ്മുടെ ഇക്വേഷനും ഒന്ന് മാറും. കാരണം മ്യൂ ഉള്ളിടത്തൊക്കെ 0 എന്ന് വരും, സിഗ്മ ഉള്ളിടത്തൊക്കെ 1 ആവും. അപ്പം നമ്മുടെ ഇക്വേഷൻ 1/√2π e⁻z²/2 ആയിട്ട് മാറും. സ്റ്റാൻഡേർഡിന്റെ കേസിൽ നമ്മൾ എക്സ് അല്ല z ആണ് വേരിയബിൾ ആയിട്ട് യൂസ് ചെയ്യുക. എക്സ് അല്ല z ആണ്. അപ്പം മനസ്സിലാക്കുക, നോർമൽ കേസിൽ എക്സും സ്റ്റാൻഡേർഡ് കേസിൽ സെഡും ആയിരിക്കും. അപ്പോൾ ഇനി അങ്ങോട്ട് എക്സിനെ നമ്മൾ സെഡിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മുടെ പരിപാടികൾ ചെയ്യുക. അപ്പോൾ ആ ഒരു കൺവേർഷൻ എന്താണെന്ന് വെച്ചാൽ എക്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ചെയ്താൽ വിൽ ഗെറ്റ് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. സോ സാധാരണ നമ്മൾ പറയാ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ എക്സ് ഫോളോസ് എൻ ഓഫ് മ്യൂ സിഗ്മ സ്ക്വയർ എന്നാണ് പറയുക. പക്ഷെ നോർമൽ ആകുമ്പോൾ അത് n(0(1) ആയിട്ട് മാറും. ആൻഡ് നോർമലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുക z എന്ന് പറയുന്ന പുതിയ വേരിയബിൾ എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ആയിരിക്കും. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഈ എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ യൂസ് ചെയ്യും. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ ഈ ബെൽ കർവിന്റെ സിമെട്രി എന്ന് പറയുന്നത് 0ക്ക് കറസ്പോണ്ടിങ് ആയിരിക്കും. കാരണം എന്താ? ഞാൻ പറഞ്ഞു മീനിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നോർമൽ കർവിൽ സിമെട്രി വരിക. കറക്റ്റ് സെന്ററിൽ മീൻ വാല്യൂ ആണ് ഉണ്ടാവുക. പക്ഷെ ഇവിടെ മീൻ എന്താണ്? സ്റ്റാൻഡേർഡ് കേസിൽ മീൻ 0യും നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1 ആയതുകൊണ്ട് തന്നെ മീനിന് കറസ്പോണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആക്ച്വലി 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മുടെ സ്പ്ലിറ്റ് വരിക കേട്ടോ. ഞാൻ വരച്ചത് കറക്റ്റ് അല്ല. ഇവിടെ ഈ ഒരു സെന്ററിൽ വരിക 0 ആണ്. ഇപ്പുറത്ത് ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി എന്നൊക്കെ നമുക്ക് പറയാം. ക്ലിയർ? ഇനി നമ്മൾ ക്വസ്റ്റ്യൻസിലേക്കൊക്കെ കടക്കുകയാണ്. ബിഫോർ ദാറ്റ് നമ്മുടെ ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുക ഈ ഒരു സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾ ആയിരിക്കും. ഇത് ഞാൻ നിങ്ങൾക്ക് സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇതിന്റെ വാല്യൂസ് ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനനുസരിച്ച്. സോ ഈ ഒരു ടേബിൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ഫൈൻഡ് ചെയ്യുക? നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷനിലെ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ സോൾവ് ചെയ്യാൻ പോണത്. ഈ ടേബിൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കൂടെ ബാക്കിൽ അറ്റാച്ച്ഡ് ആയിരിക്കും കേട്ടോ. ഓക്കെ, സോ നമുക്ക് എങ്ങനെയാണ് ഈ ടേബിൾ വെച്ച് വാല്യൂസ് ഫൈൻഡ് ചെയ്യാന്നൊക്കെ പറയാം. ബിഫോർ ദാറ്റ് ഈ ടേബിളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്താണെന്നറിയോ? നമുക്ക് കിട്ടുന്നത് P ഓഫ് 0 <z z1 എന്ന് പറയുന്ന പ്രോബബിലിറ്റി ആണ്. അതായത് സ്റ്റാൻഡേർഡ് നോർമൽ കേസ് ആണ് ഈ ഒരു ടേബിളിൽ നിന്ന് നമുക്ക് കിട്ടുക. അതിൽ തന്നെ P ഓഫ് 0 z 1.2 ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് 1.2ന്റെയും 0ന്റെയും ഇടയിൽ z വരാനുള്ള പ്രോബബിലിറ്റി. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ടേബിൾ വെച്ചിട്ട് ഫൈൻഡ് ചെയ്യുക. എങ്ങനെയാ ഫൈൻഡ് ചെയ്യാന്നല്ലേ നമുക്ക് നോക്കാം. 1.2 എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കേണ്ട എന്താണെന്നറിയോ? ഇതാ ഇവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇതാ നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ചുകൂടി അടിപൊളിയായിട്ട് 1.23 കൺസിഡർ ചെയ്യാം. നിങ്ങൾക്ക് കുറച്ചുകൂടി ആ എക്സാമ്പിൾ നല്ലപോലെ മനസ്സിലാവും. സോ 1.23 എന്ന് പറയുന്ന വാല്യൂ ആണ് നമ്മൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി ആണ് നമ്മൾ ടേബിൾ വെച്ച് ഫൈൻഡ് ചെയ്യാൻ പോകുന്നത്. ടേബിൾ വാല്യൂ നോക്കാൻ അറിയാത്തവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യം എന്താണെന്നറിയോ ചെയ്യുക? ആദ്യം നമ്മൾ 1.2 എന്ന് പറയുന്ന വാല്യൂ നമ്മുടെ വെർട്ടിക്കൽ ഈ ഒരു പിക്ചറിൽ നിന്ന് ഫൈൻഡ് ചെയ്യും. ഓക്കെ, 1.2 ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ പെന്നിന്റെ കളർ ഒന്ന് മാറ്റട്ടെ. നോക്കിക്കേ, നിങ്ങൾ ഈ വെർട്ടിക്കൽ ആദ്യം സെറ്റിന്റെ താഴോട്ടുള്ള വാല്യൂസ് നോക്കിയാൽ 1.2 നിങ്ങൾ കാണുന്നില്ലേ? ഞാനിപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ളത് 1.2 ആണ്. ആദ്യം നിങ്ങൾ എന്താണെന്നറിയോ ചെയ്യേണ്ടത്? 1.2 എന്ന് പറയുന്ന ആ വാല്യൂ എടുക്കുക. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? വി നീഡ് 1.23ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റിയാണ് വേണ്ടത്. പക്ഷെ ഇവിടെ നമ്മുടെ കയ്യിൽ 1.2 മാത്രമേ ഉള്ളൂ. നിങ്ങൾ നോക്കിക്കേ, ഈ ലൈന് മൊത്തത്തിൽ 1.2 1.3 ഒക്കെ കഴിഞ്ഞാൽ പിന്നെ 2ലേക്ക് കടക്കുക ചെയ്യുക. 1.23 ഇല്ല. നമ്മൾ എന്താ ചെയ്യുക? ഒരു 0.03 കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി അല്ലേ? ആ 0.03 നമ്മൾ മുകളിൽ നിന്നാണ് എടുക്കുക. അതായത് മുകളിൽ നമ്മൾ ഇങ്ങനെ നോക്കിയിട്ട് 0.03 എടുക്കും. അപ്പോൾ ലെഫ്റ്റിൽ നമുക്കൊരു 1.2 ഉണ്ട്, മുകളിൽ നമുക്ക് 0.03 ഉണ്ട്. ഇത് രണ്ടും കൂടി മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഇല്ലടാ, ആ കോമൺ പോയിന്റ് ആണ് നമ്മുടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഹിയർ ഇറ്റ് ഈസ് 0.3907. ഓക്കെ, സോ 0.3907 ഇതാണ് നമ്മുടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? സോ ഇത് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് സെറ്റ് ആക്കാം. ഈ ഒരു സ്റ്റാൻഡേർഡ് കേസിനാണ് നമ്മൾ ഈ പറയുന്ന ടേബിൾ യൂസ് ചെയ്യുക എന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ടേബിൾ യൂസ് ചെയ്യുക ഈ ഒരു സ്റ്റാൻഡേർഡ് കേസിനാണ്. ഇതിന്ന് നമ്മൾ എന്ത് ഫൈൻഡ് ചെയ്യും? നമ്മൾ പ്രോബബിലിറ്റി ഫൈൻഡ് ചെയ്യും. പക്ഷെ എപ്പോഴും നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് 0 to z1 വാല്യൂസ് ആയിരിക്കില്ല തരിക. വാല്യൂസിന്റെ സ്വഭാവം മാറും, അതിനനുസരിച്ച് നമ്മുടെ ഒരു അപ്രോച്ചും മാറും. ആദ്യം ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫോർ എ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ P of 0 z infinity is equal to. ആദ്യം എന്താണെന്നറിയോ ചെയ്യേണ്ടത്? സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിളിന്റെ കേസിൽ നമ്മൾ പിക്ചർ വരച്ച് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് സെന്ററിൽ 0 ആണ്.
and this is infinity, this is minus infinity. For a standard normal variable, probability from 0 to infinity എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ഈ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഏരിയ അണ്ടർ ദി കർവ് ആണ്. ഈ കർവിന്റെ അണ്ടറിലുള്ള ടോട്ടൽ ഏരിയ എന്താണെന്നറിയോ? 1 ആണ്. കാരണം ടോട്ടൽ പ്രോബബിലിറ്റി 1 ആണ്. അപ്പോൾ ടോട്ടൽ ഏരിയ 1 ആണെങ്കിൽ നിങ്ങൾ പറ ഈ ഏരിയയും എത്ര വീതമായിരിക്കും? നമുക്കറിയാം സിമെട്രിക് ആണ് കർവ് എന്ന് പറയുന്നത്. അതായത് എക്സാക്ട്ലി ഹാഫ് ആയിട്ടാണ് ടോട്ടൽ ഏരിയനെ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ ഏരിയ 1 ആണെങ്കിൽ ഈ ഏരിയ 0.5 ആയിരിക്കും, ഈ ഏരിയയും 0.5 ആയിരിക്കും. ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? 0 to infinity ഏരിയ ആണ്. നിങ്ങൾ പറ 0 to infinity പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എങ്ങനെയാ വരിക? 0 to infinity എന്ന് പറയുമ്പോൾ പ്രോബബിലിറ്റി ഈ ഒരു ഹാഫ് ഏരിയ ആണ് നമുക്ക് വേണ്ടത്. ദാറ്റ് ഈസ് കറസ്പോണ്ടിങ് വാല്യൂ നമുക്ക് വരിക 0.5 എന്നാണ്. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കി വെക്കുക, സ്റ്റാൻഡേർഡ് നോർമലിന്റെ കേസിൽ കറക്റ്റ് ഹാഫ് -ഇൻഫിനിറ്റി മുതൽ 0 ആണെങ്കിലും 0 മുതൽ ഇൻഫിനിറ്റി ആണെങ്കിലും നമുക്ക് പ്രോബബിലിറ്റി വരിക 0.5 എന്നാണ്. അടുത്ത നോക്കിക്കോളൂ. ഇഫ് x follows a normal distribution with mean 28 and SD 5, find P of 25 less than x less than 30. ഈ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുക P of 25 to 30 ആയിരിക്കും ഇൻ ടേംസ് ഓഫ് എക്സ്. പക്ഷെ നമുക്ക് ചെയ്യാൻ അറിയാം ഇൻ ടേംസ് ഓഫ് Z ആണ്. നമ്മൾ ഇതിനെ Z-ലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ചോദിച്ചിട്ടുള്ളത് P of 25 less than x less than 30 ആണ്. Z-ലേക്ക് കൺവേർട്ട് ചെയ്യുക എങ്ങനെയാണെന്ന് അറിയോ? Z is equal to നമ്മൾ പറഞ്ഞു x minus mu by sigma ആണ് നമ്മുടെ കൺവേർഷൻ. ഈ മ്യൂവും സിഗ്മയും എന്താ? മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ആണ്. സോ മീൻ എന്താ തന്നിട്ടുള്ളത്? 28 ആണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 5 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? x minus 28 by 5 എന്നെടുക്കണം. അതായത് എക്സിന് പകരം നമ്മൾ ഇനി എഴുതാൻ പോകുന്നത് x minus 28 by 5 ആണ്. നിങ്ങൾ നോക്കിക്കോ, എക്സിന് പകരം മാത്രം എഴുതിയാൽ പോരാ. ഇതേ ചേഞ്ച് നമ്മൾ ഒരിക്കലും ഇനീക്വാലിറ്റിയിൽ ഒരാൾക്ക് മാത്രം ഒരു ചേഞ്ച് കൊടുക്കാൻ പാടില്ല. 3 നമ്പേഴ്സിനും നമ്മൾ ഇത് കൊടുക്കും, 3 ടേംസിനും നമ്മൾ ഇത് കൊടുക്കും. അതായത് 25ൽ നിന്നും നമ്മൾ എന്ത് ചെയ്യും? 28 മൈനസ് ചെയ്ത് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ലെസ് ദാൻ എക്സും നമ്മൾ x മൈനസ് മ്യൂ ബൈ സിഗ്മ, അതായത് x മൈനസ് 28 ബൈ 5 ചെയ്യും. 30യും നമ്മൾ എന്ത് ചെയ്യും? 30 മൈനസ് 28 ബൈ 5 ചെയ്യും. സോ ദിസ് ഈസ് ഈക്വൽ ടു P ഓഫ് 25 മൈനസ് 28 എന്ന് പറയുമ്പോൾ -3 ബൈ 5 എന്ന് വരും, വിച്ച് ഇസ് ലെസ് ദാൻ x മൈനസ് മ്യൂ ബൈ സിഗ്മ, അല്ലെങ്കിൽ x മൈനസ് 28 ബൈ 5നെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വി കോൾ ഇറ്റ് Z. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ എഴുതുക? Z എന്നാണ് എഴുതുക, വിച്ച് ഇസ് ലെസ് ദാൻ 30 മൈനസ് 28 എന്ന് പറയുമ്പോൾ 2 ബൈ 5 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു P ഓഫ് മൈനസ് 3 ബൈ 5 എന്ന് പറയുമ്പോൾ 30 ബൈ 5 ചെയ്യുമ്പോൾ 6, അപ്പോൾ 0.6 എന്ന് വരും. ലെസ് ദാൻ Z ലെസ് ദാൻ 0.4 എന്ന് വരും. ഈ പ്രോബബിലിറ്റി ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, യെസ്. എടാ അടുത്ത ചാപ്റ്റർ ഇപ്പോൾ തുടങ്ങും കേട്ടോ. നമുക്ക് ഈ ചാപ്റ്റർ തീർത്ത് പെട്ടെന്ന് അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കാം. സോ P ഓഫ് മൈനസ് 0.6 ലെസ് ദാൻ Z ലെസ് ദാൻ 0.4 ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. അതായത് ഇൻ ടേംസ് ഓഫ് Z നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? ഇൻ ടേംസ് ഓഫ് എക്സ് ആയിരുന്നു. പക്ഷെ നമുക്കിപ്പോൾ Z-ന്റെ ടേമിലേക്ക് നമ്മൾ മാറ്റിയിട്ടുള്ളത് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്തിട്ടാണ്. ദാറ്റ് ഇസ് x മൈനസ് മ്യൂ ബൈ സിഗ്മ. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാമെന്നറിയോ? നമ്മളിപ്പോൾ ഫൈൻഡ് ചെയ്യേണ്ടത് ആക്ച്വലി എന്താണെന്നറിയോ? ഞാനൊരു ഫിഗറിലൂടെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ കർവെങ്കിൽ ദിസ് ഇസ് 0. നമുക്കറിയാം -0.6 എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിൽ കിടക്കും ആൻഡ് 0.4 എന്ന് പറഞ്ഞാൽ റൈറ്റിൽ കിടക്കും. ഓക്കെ, അപ്പോൾ ആക്ച്വലി നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത് ഈ ഒരു ഏരിയയാണ്. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ -0.6 മുതൽ 0 ഉള്ള അതേ ഏരിയ ആയിരിക്കും നമുക്ക് 0 മുതൽ 0.6 ചെയ്താലും കിട്ടുക. കാരണം നമ്മുടെ കർവ് സിമെട്രിക് ആണ്. അപ്പോൾ നമുക്ക് ഈ നെഗറ്റീവിന് ഡീൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് നമ്മൾ മറികടക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ കറസ്പോണ്ടിങ് പോസിറ്റീവ് വാല്യൂ എടുത്തിട്ടാണ്. മനസ്സിലാക്കുക, -6 മുതൽ 0 വരെയുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഏരിയ ആണ്. അത് തന്നെയായിരിക്കും 0 to 0.6 എടുത്താലും നമുക്ക് കിട്ടുക. കാരണം ഏരിയ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, പ്രോബബിലിറ്റി എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ -0.6 മുതൽ 0 വരെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുക എന്താണെന്നറിയോ? 0 മുതൽ 0.6 വരെ, പോസിറ്റീവ് 0.6 വരെ നമ്മൾ ചെയ്യും. അതിൻ്റെ കൂടെ നമുക്ക് എന്തുകൂടി വേണം? 0.4 എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയും കൂടി വേണം അല്ലേ? സോ 0 to 0.4 എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? P ഓഫ് 0 ലെസ് ദാൻ Z ലെസ് ദാൻ 0.4 ചെയ്യും. പെട്ടെന്ന് നോക്കിക്കേ, ടേബിൾ നോക്കിയിട്ടാണ് നമ്മൾ ഈ വാല്യൂസ് എടുക്കുക. സോ 0.6ന് കറസ്പോണ്ടിങ് ആയിട്ടും 0.4ന് കറസ്പോണ്ടിങ് ആയിട്ടും നമുക്ക് ടേബിൾ വാല്യൂ എടുക്കണം. കാരണം ഇതിപ്പോൾ P ഓഫ് 0 ലെസ് ദാൻ Z ലെസ് ദാൻ Z1 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഫോമിൽ എത്തിയിട്ടുണ്ട്. സോ ആദ്യം Z1 0.6 ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? ഇതിങ്ങനെ സൂം ചെയ്ത് 0.6ന്റെ വാല്യൂ എടുക്കാം. 0.62 0.63 എന്നൊന്നുമില്ല, 0.6 തന്നെയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ വാല്യൂ തന്നെ എടുക്കാം. ദാറ്റ് ഇസ് 0.2257. കാരണം അതിൻ്റെ മുകളിൽ 00 ആണ് വരുന്നത്. ചേഞ്ച് ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു വാല്യൂ ആണ് എടുക്കേണ്ടത്. 0.2257. അപ്പോൾ എന്താ ഇവിടെ വരിക? 0.2257 എന്ന് വരും. പ്ലസ്
0.4 കറസ്പോണ്ടിങ് ആയിട്ടോ എന്താ വരിക നോക്കിക്കേ 0.4 കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു വാല്യൂ ആണ് വരിക ദാറ്റ് ഇസ് 0.1554. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇപ്പുറത്ത് 0.1554 ആഡ് ചെയ്ത് കൊടുക്കാം എന്താണ് ഫൈനൽ ആൻസർ വരിക 0.2257 അല്ലെ 0.2257 പ്ലസ് 0.1554 0.3811 ആൻസർ കിട്ടും ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് പ്രോബബിലിറ്റി ബിറ്റ്വീൻ 25 ആൻഡ് 30 എന്ന് പറയുന്നത് ഇത് എനിക്കറിയില്ല കേട്ടോ ആദ്യമായിട്ട് കാണുമ്പോൾ ഇത് എങ്ങനെ ഇരിക്കുന്നു കാരണം നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടെങ്കിൽ ഈ ഒരു ടേബിൾ നോക്കി എഴുതാനൊക്കെ നിങ്ങൾക്ക് അറിയണ്ടാവും അല്ലാത്തവർക്ക് ബുദ്ധിമുട്ടായിരിക്കും സ്പീഡാക്കാലോ സ്പീഡാക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല ഇനി നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സ്ലോ ആക്കുന്നത് കേട്ടോ സ്പീഡാക്കാലോ ഷുവർ അടുത്തത് റൈറ്റ് എനി 4 പ്രോപ്പർട്ടീസ് ഓഫ് എ നോർമൽ കർവ് നോർമൽ കർവിന്റെ ഏതെങ്കിലും 4 പ്രോപ്പർട്ടീസ് ആണ് പറയാൻ പറഞ്ഞിട്ടുള്ളത് നമുക്ക് പറയാം ആദ്യം നോർമൽ കർവ് ഇസ് ബെൽ ഷേപ്ഡ് ആൻഡ് സിമെട്രിക് അബൌട്ട് x ഈക്വൽ ടു മ്യൂ നമ്മൾ പറഞ്ഞു നോർമൽ കർവ് എന്ന് പറയുന്നതിന്റെ സെന്ററിൽ വരിക മ്യൂ ആണല്ലേ അതായത് മീൻ ആണ് സോ ഇറ്റ് ഇസ് സിമെട്രിക് അബൌട്ട് x ഈക്വൽ ടു മ്യൂ അടുത്തത് നോർമൽ കർവിന്റെ കേസിൽ മീനും മീഡിയനും മോഡും ഈക്വൽ ആയിരിക്കും പ്രത്യേകം പഠിക്കുക മീൻ ഇസ് ഈക്വൽ ടു മീഡിയൻ ഇസ് ഈക്വൽ ടു മോഡ് ആയിരിക്കും ഇൻ കേസ് ഓഫ് നോർമൽ കർവ് അതേപോലെ ക്വാർട്ടൈൽസ് ആർ ഇക്വി ഡിസ്റ്റൻസ് ഫ്രം ദി മീഡിയൻ നോർമൽ കർവ് ഇസ് യൂണി മോഡൽ അതായത് നോർമൽ കർവിന് ഒരൊറ്റ മോഡേ ഉണ്ടാവുള്ളൂ യൂണി മോഡൽ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ മോഡാണ് അതിനുണ്ടാവുക ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ദേ ആർ പ്രോപ്പർട്ടീസ് ഓഫ് നോർമൽ കർവ്സ് അടുത്ത നോക്കിക്കേ പി ഓഫ് 0 ലെസ് ദാൻ z1 തന്നു എന്നിട്ട് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് വാല്യൂ ഓഫ് z1 ആണ് അതായത് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ ഇല്ലടാ പ്രോബബിലിറ്റി തന്നിട്ട് z1ന്റെ വാല്യൂ തിരിച്ചു ചോദിക്കുകയാണ് എങ്ങനെയാ ഫൈൻഡ് ചെയ്യുക പ്രോബബിലിറ്റി തന്നു എന്നിട്ട് z1ന്റെ വാല്യൂ ഓക്കെ അപ്പൊ നമ്മൾ എന്താണെന്ന് അറിയോ ചെയ്യേണ്ടേ ആദ്യം പ്രോബബിലിറ്റിയുടെ ടേബിൾ നിങ്ങൾ എടുക്കുക അതായത് നമ്മുടെ സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾ എടുക്കുക ആ ടേബിളിൽ ഈ പറയുന്ന വാല്യൂ നമ്മൾ തപ്പുക അതായത് 0.4251 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ തെരഞ്ഞു കണ്ടുപിടിക്കുക കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മുടെ എക്സ് വാല്യൂ ആണ് നമ്മൾ എടുക്കേണ്ടത് അപ്പൊ നമ്മുടെ മിഷൻ എന്താണ് 0.4251 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ ടേബിളിൽ ഫൈൻഡ് ചെയ്യാൻ പോവാണ് അപ്പൊ ഇതിങ്ങനെ ഇൻക്രീസിംഗ് ആയിട്ടാണ് വരിക നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം 0.42 ഇങ്ങനെ വന്ന് 0.42 നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക് കാണുന്നുണ്ടോ നിങ്ങൾ ഇത് ഒറിജിനൽ ടേബിൾ എടുത്തിട്ട് ചെക്ക് ചെയ്യണം കേട്ടോ വെരിഫൈ ചെയ്യണേ സോ ഇവിടെ നോക്കിക്കോ 0.42 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ വന്ന് നമുക്ക് വേണ്ടത് എന്താ 0.4251 ആണോ നമുക്ക് വേണ്ടത് യെസ് 0.4251 ആണ് വിച്ച് ഇസ് എക്സാക്ട്ലി ദിസ് പോയിന്റ് അപ്പോൾ നമ്മൾ പോയിന്റ് സ്പോട്ട് ചെയ്തു ഇനി നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഏതാണ് എക്സ് വാല്യൂ എന്ന് അറിയണം സെഡ് വാല്യൂ നമുക്ക് അറിയണം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് ലെഫ്റ്റിലേക്ക് നോക്കുമ്പോൾ 1.4 ആണ് മുകളിലേക്ക് നോക്കുമ്പോൾ 0.04 ആണ് നിങ്ങൾ പറ വാട്ട് വിൽ ബി ദി വാല്യൂ ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി 1. ലെഫ്റ്റിൽ നമുക്ക് 1.4 മുകളിൽ 0.04 ആണ് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 1.44 എന്ന് വരും സോ z1ന്റെ വാല്യൂ 1.44 ആണ് ഓക്കെ ആണോ റൈറ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ ലെറ്റ് x be a normal variable with mean 50 and standard deviation 10 find p of x less than 70 ഇവിടെ ചോദിച്ചിട്ടുള്ളത് p of x less than 70 ആണ് പക്ഷേ ഒരു എന്താ പറയാ മയോ ഇല്ല എക്സിന്റെ ടേമിൽ നമുക്ക് ഒന്നും ചെയ്യാനില്ല z-ലേക്ക് കൺവേർട്ട് ചെയ്യാന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഉദ്ദേശം സോ മീനും തന്നിട്ടുണ്ട് ഡീവിയേഷനും തന്നിട്ടുണ്ട് അതായത് mu 50 ആണ് സിഗ്മ എന്ന് പറയുന്നത് 10 ആണ് നമുക്ക് എക്സിനെ z-ലേക്ക് കൺവേർട്ട് ചെയ്യണം എന്താ z x minus mu by സിഗ്മയാണ് ദാറ്റ് ഇസ് x minus 50 by 10 ആണ് അപ്പോ p of x less than 70 ചോദിച്ചാൽ നമ്മൾ എന്താണെന്ന് അറിയോ ചെയ്യുക p of x minus mu by sigma less than 70 minus mu ക്ക് പകരം എന്ത് കൊടുക്കുക 50 കൊടുക്കുക സിഗ്മയ്ക്ക് പകരം 10 കൊടുക്കുക ഈ x minus mu by sigമേനെയാണ് നമ്മൾ z എന്ന് വിളിച്ചത് സോ ഈ ഒരു ക്വാണ്ടിറ്റി നമുക്ക് എങ്ങനെ പറയാം z എന്ന് പറയാം 70 minus 50 by 10 എന്ന് പറഞ്ഞാൽ 70 minus 50 20 ആണ് 20 by 10 എന്ന് പറയുമ്പോൾ 2 വരും സോ നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത് p of z less than 2 ആണ് നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ ആദ്യം കർവ് വരച്ച് നോക്കുക ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കർവ് വെച്ചിട്ടാണ് ചെയ്യുക സോ കർവിൽ ദിസ് ഇസ് 0 ആൻഡ് ഒരു 2 എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്ക് ഇവിടെ കൊടുക്കാം സോ നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത് എന്താണെന്ന് അറിയോ പ്രോബബിലിറ്റി ഓഫ് z ലെസ് ദാൻ 2 എന്നാണ് അതായത് 2ന്റെ താഴെയുള്ള മൊത്തം ഏരിയ നമ്മൾ ഫൈൻഡ് ചെയ്യണം 2ന്റെ താഴെയുള്ള മൊത്തം ഏരിയ എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇത് മാത്രമാണോ വരിക അല്ല ഇത് അടക്കമാണ് വരിക സോ ടോട്ടൽ ഏരിയ ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത് പക്ഷേ മനസ്സിലാക്കുക നമുക്കറിയാവുന്നത് ടേബിൾ വെച്ച് ഫൈൻഡ് ചെയ്യാനുള്ളത് 0 to z1 ആണ് അല്ലെങ്കിൽ 0 to z ആണ് നമ്മൾ ടേബിൾ വെച്ചിട്ട് ഫൈൻഡ് ചെയ്യുക പക്ഷേ ഇവിടെ നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യാൻ പറ്റും ടോട്ടൽ ചോദിച്ചാൽ 0 to 2 നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും അതിന് മുന്നേ ഉള്ളത് ഈ പോർഷൻ ഇല്ലടാ ഇതെന്താ വരിക ഇവിടുത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു 0.5 ആണ് കാരണം ടോട്ടൽ ഏരിയ 1 ആണ് ഹാഫ് ഏരിയ 0.5 ആണ് അപ്പൊ പിന്നെ ഈ ഒരു വഴി മാത്രം നമ്മൾ നോക്കിയാൽ മതി 0 to 2 നമ്മൾ ഫൈൻഡ് ചെയ്യും അതുവരെ നമ്മുടെ കയ്യിൽ ഓൾറെഡി 0.5 ഉണ്ട് ഓക്കെ സോ 0 to 2 നമ്മൾ ഫൈൻഡ് ചെയ്യാൻ പോവാണ് എന്നിട്ട് എന്ത് ചെയ്യും നമ്മൾ ടോട്ടൽ ഏരിയ കാണാൻ വേണ്ടി 0.5 കൂടി നമ്മൾ ആഡ് ചെയ്യും സോ നമ്മുടെ പരിപാടി ഇതാണ് p of
0 ലെസ് ദാൻ z ലെസ് ദാൻ 2 കാണാൻ വേണ്ടി നമ്മൾ 0.5 പ്ലസ് പി ഓഫ് 0 നമുക്ക് കാണേണ്ടത് പി ഓഫ് z ലെസ് ദാൻ 2 അല്ലേ. പി ഓഫ് 0 ലെസ് ദാൻ അല്ല കേട്ടോ, പി ഓഫ് z ലെസ് ദാൻ 2 കാണാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് 0.5ന്റെ കൂടെ പി ഓഫ് 0 ലെസ് ദാൻ z ലെസ് ദാൻ 2 ചെയ്യും. കാരണം ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോം, ഇതാണ് നമുക്ക് ടേബിൾ വെച്ച് കാണാൻ അറിയാം. അപ്പോൾ അത് നമ്മൾ കാണാൻ പോവാണ്. 0.5ന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും, 2ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂ എടുക്കാൻ പോവാണ്. ടേബിൾ ഇവിടെ ഉണ്ട്. സോ 2ക്ക് കറസ്പോണ്ടിങ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ 2 വാല്യൂ തപ്പുക. 2 എന്ന് പറഞ്ഞാൽ 2.0 ആണ്. 2.0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂ വരുന്നത് 0.4772 ആണ് കേട്ടോ. സോ നമ്മൾ എന്ത് ചെയ്യുക, 0.4772 കൊടുക്കുക. മൊത്തം എത്ര വരും, 0.9772 എന്ന് വരും. ഇതാണ് പി ഓഫ് സെഡ് ലെസ് ദാൻ 2 എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. വേണമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഞാനൊരു ഹിന്റ് ഇട്ട് തന്നിട്ട് ഞാൻ നിർത്താം. എന്നിട്ട് നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കാം. കാരണം ഇത് എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കോളൂ, എക്സ് ഒരു നോർമൽ വേരിയബിൾ ആണ് വിത്ത് മീൻ 5 ആൻഡ് SD 3. അങ്ങനെയാണെങ്കിൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് നോർമൽ വേരിയബിൾ തന്നിട്ടുണ്ട് എക്സ്, അതിന്റെ മീനും SD-യും തന്നിട്ടുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ നമ്മൾ എങ്ങനെയാ ഫൈൻഡ് ചെയ്യുക? എന്താ നമ്മുടെ കൺവേർഷൻ? എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മയാണ്. ഇവിടെ മ്യൂ 5ഉം സിഗ്മ 3ഉം ആണ്. അപ്പൊ എന്തായിരിക്കും സെഡ് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 5/3 എന്നാണല്ലേ വരിക. ദാറ്റ് ഇസ് ഓപ്ഷൻ 3. ഓക്കെ ആണോടാ? കിട്ടുന്നുണ്ടോ? യെസ്. ഇനി അടുത്ത നോക്കിക്കേ, the daily wages of 1000 workers are normally distributed with a mean of 700 and SD of 50. Estimate the number of workers whose wages are between 690 and 720 and more than 750. നമ്മൾ എന്താണെന്ന് അറിയൂടാ ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത് പി ഓഫ് പ്രോബബിലിറ്റി. നമ്മൾ 690യുടെയും 720യുടെയും ഇടയിൽ നമ്മുടെ സാലറി വരാൻ, അതായത് വേജ് വരാനുള്ള പ്രോബബിലിറ്റി ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. സോ 690 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 720 നമ്മൾ ഫൈൻഡ് ചെയ്യണം. അതേപോലെ വേജ് മോർ ദാൻ 750 ആവാനുള്ള പ്രോബിലിറ്റി, അതായത് പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 750 നമ്മൾ ഫൈൻഡ് ചെയ്യണം. പക്ഷേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും ഒരിക്കലും എക്സ് വെച്ച് ചെയ്യാൻ ശ്രമിക്കരുത്. സെഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക? സെഡ് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മയാണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് ഇവിടുത്തെ മീൻ വേജ് തന്നിട്ടുണ്ട് എത്രയാണ്? 700 ആണ്. ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 50 ആണ്. സോ എക്സ് മൈനസ് 700/50 എന്ന് വരും. നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. ദാറ്റ് ഇസ് പി ഓഫ് 690 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 720 വിച്ച് ഈസ് ഈക്വൽ ടു പി ഓഫ് 3 ടേംസിലും നമ്മൾ മൈനസ് 700/50 ചെയ്യണം. ദാറ്റ് ഇസ് 690 മൈനസ് 700 ഡിവൈഡഡ് ബൈ 50 ലെസ് ദാൻ സെഡ് എന്ന് വരും. കാരണം എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ എന്ന് പറഞ്ഞാൽ സെഡ് ആണ്. ആൻഡ് ഇതേപോലെ 720 മൈനസ് 700/50 എന്ന് വരും. എത്രയാടാ വാല്യൂ വരിക? യെസ്, നമുക്ക് വിച്ച് ഈസ് ഈക്വൽ ടു 690 മൈനസ് 700 എന്ന് പറയുമ്പോൾ മൈനസ് 10 ആണ് അല്ലേ. സോ മൈനസ് 1/5 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 0.2. ദാറ്റ് ഈസ് പി ഓഫ് മൈനസ് 0.2 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ 720 മൈനസ് 200/50 എന്ന് പറയുമ്പോൾ 20/50 എന്ന് വരും. ദാറ്റ് ഈസ് 2/5 അല്ലെങ്കിൽ 0.4 എന്ന് വരും. സോ പി ഓഫ് മൈനസ് 0.2 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ 0.4 ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. ഇതും എങ്ങനെയാണ് ഗ്രാഫ് വെച്ചിട്ട് നിങ്ങളിത് മനസ്സിലാക്കുക? നോക്കിക്കേ, ഇതാണ് 0 എന്ന് പറയുന്നത് സെന്ററിൽ. ആൻഡ് മൈനസ് 0.2 എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിൽ വരും, റൈറ്റിലാണ് 0.4 വരിക. കാരണം അത് പോസിറ്റീവ് വാല്യൂ ആണ്. നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത് ഈ ഒരു പ്രോബബിലിറ്റി ആണ്. ഇത് നേരത്തെ നമ്മൾ പറഞ്ഞ അതേ കേസാണ്. അതായത് മൈനസ് 0.2 to 0 കാണുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി? പി ഓഫ് 0 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ 0.2 കണ്ടാൽ മതി. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും? പി ഓഫ് 0 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ 0.4 കാണും. കാരണം സിമെട്രിക് ആയതുകൊണ്ട് മൈനസ് 0.2 to 0 ചെയ്യുന്നതും 0 to 0.2 ചെയ്യുന്നതും സെയിം എഫക്റ്റ് ആണ്. ദിസ് ഈസ് ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഗ്രാഫ് നോക്കുക. സോ ഇവിടെ നമ്മുടെ ഗ്രാഫ്, നമ്മുടെ ടേബിൾ, നോർമൽ ടേബിളിൽ ഏതാടാ വാല്യൂ? 0.4ഉം 0.2ഉം 0.2ഉം 0.4ഉം ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? നോർമൽ ടേബിളിൽ 0.2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 0.2ന് കറസ്പോണ്ടിങ് 0.0793 എന്ന് വരുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ എന്ത് കൊടുക്കുക? 0.0793 എന്ന് കൊടുക്കുക. പ്ലസ് 0.4ന് കറസ്പോണ്ടിങ് ആയിട്ടോ 0.4ന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ 0.1554 ആണ് വാല്യൂ വരുന്നത്. സോ അതും നമ്മൾ എന്ത് കൊടുക്കുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക 0.1554. ഇത് സം ചെയ്താൽ യു വിൽ ഗെറ്റ് ദി റിക്വയർഡ് ആൻസർ. ഇതേപോലെ അടുത്ത ഞാൻ നിങ്ങൾക്ക് ബാക്കി ഹോംവർക്ക് ആയിട്ട് തരികയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 750 ആണ്. അവിടെയും നമ്മൾ എന്ത് ചെയ്യണം? എക്സിനെ സെഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പി ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ 750നെ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക? 750 മൈനസ് മീൻ ബൈ എസ് ഡി ആണ്. മീന് 700ഉം SD 50ഉം ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം?
പി ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ 750 മൈനസ് 750 ആണ്. 50/50 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇനി എന്ത് ചെയ്യുക? ഗ്രാഫ് വരച്ചു നോക്കുക. ഗ്രാഫ് വരച്ചു നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതാണ് z ഈക്വൽ ടു 0, ഇതാണ് z ഈക്വൽ ടു 1. നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത് z ഗ്രേറ്റർ ദാൻ 1 ആവാനുള്ള പ്രോബബിലിറ്റി ആണ്. അതായത് ഇതാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് ഈ ഒരു പീസ് ഫൈൻഡ് ചെയ്യുക? നമുക്കറിയാവുന്നത് 0 മുതൽ 1 വരെ ഫൈൻഡ് ചെയ്യാനാണ്. 0 മുതൽ z1 വരെ ഫൈൻഡ് ചെയ്യാനാണ് നമുക്കറിയാം. നമ്മൾ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ പ്രോബബിലിറ്റി 0.5 ആണ്. അതായത് മൊത്തത്തിൽ വരുന്ന പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.5 ആണ്. അതിൽ നിന്ന് 0 മുതൽ 1 വരെ നമുക്ക് കാണാൻ അറിയാമല്ലോ. അത് നമ്മൾ മൈനസ് ചെയ്താൽ ഇപ്പോൾ കിട്ടേണ്ട പി ഓഫ് z ഗ്രേറ്റർ ദാൻ 1 നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ടോട്ടൽ 0.5ൽ നിന്ന് നമ്മൾ പി ഓഫ് 0 ലെസ് ദാൻ z ലെസ് ദാൻ 1 ചെയ്താൽ മതി. ഇത് നിങ്ങൾ ടേബിളിൽ നിന്ന് ഫൈൻഡ് ചെയ്യുക. 0.5ൽ നിന്ന് ഡിഫറൻസ് എടുക്കുക. യു വിൽ ഗെറ്റ് ദി റിക്വയർഡ് ആൻസർ. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻസിൽ നിന്ന് പഠിക്കുന്നത്. ഇനി ബാക്കി ചാപ്റ്റേഴ്സുമായിട്ട് ഷാമിൽ സാറും സ്വാതി മിസ്സും ഒക്കെ വെയിറ്റിംഗ് ആണ്. കുറച്ചുകൂടി പഠിച്ചിട്ട് പോവാം കേട്ടോ. മാക്സിമം പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതുക. ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ക്രിസ്മസ് എക്സാം ആണ്, ഇനിയും പബ്ലിക് ഒക്കെ വരുന്നുണ്ട്. ആൻഡ് നാളെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ റോക്കറ്റ് റിവിഷൻ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് ഈ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് ഓർമ്മിച്ച് സ്പീഡാക്കി ഓടിക്കാം. യെസ്, അപ്പോൾ ഷാമിൽ സാർ ഓക്കെ, റെഡി റെഡി റെഡി. സെറ്റ് സെറ്റ് സെറ്റ്. എടാ ഉറങ്ങാനൊക്കെ തോന്നുന്നുണ്ടാവും, പക്ഷെ ഉറങ്ങരുത്. അതാണ് ഇതിൻ്റെ. ഓക്കെ, റെഡി 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 റെഡി. സോ അങ്ങനെയാണെങ്കിൽ നമ്മളിത് അടുത്ത ചാപ്റ്റർ ഏതായിരുന്നു? യെസ്, എസ്റ്റിമേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് 8th ചാപ്റ്റർ അല്ലേ. 8th ചാപ്റ്റർ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണോ എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആണ്. എസ്റ്റിമേഷൻ ഓഫ് പാരാമീറ്റേഴ്സ്. പാരാമീറ്റേഴ്സ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് സാറേ. പോപ്പുലേഷൻ്റെ മെഷറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പാരാമീറ്റേഴ്സ്. അതിൻ്റെ എസ്റ്റിമേഷൻ, അതിനെപ്പറ്റി നമ്മൾ നടത്തുന്ന ചെറിയ ചെറിയ എസ്റ്റിമേഷൻ കാര്യങ്ങളുമാണ് ഇതിൽ പഠിക്കാനുള്ളത്. ശ്രദ്ധിച്ചോ. 2 മാർക്കിന് നിങ്ങൾക്ക് നാളെ കാണാൻ പോകുന്ന വൺ ഓഫ് ദ ക്വസ്റ്റ്യൻ ആയിരിക്കാം ഇത്, അല്ലെങ്കിൽ 1 മാർക്കിനായിരിക്കാം. ഗുഡ് എസ്റ്റിമേറ്ററിന്റെ ഡിസൈറബിൾ പ്രോപ്പർട്ടി എഴുതാൻ പറയും. അപ്പൊ നിങ്ങൾ എഴുതേണ്ടത് ഏതൊക്കെയാണെന്ന് അറിയടാ. വളരെ ഈസിയാണ്. 4 പോയിന്റ് എഴുതി കൊടുത്താൽ മതി. എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ആ 4 പോയിന്റ് എഴുതിയാൽ മതി. ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഒരു നല്ല എസ്റ്റിമേറ്ററിന്റെ ഡിസൈറബിൾ പ്രോപ്പർട്ടീസ്. എടാ വേഗം പറഞ്ഞേ. അൺബയസ്ഡ്നെസ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അൺബയസ്ഡ്നെസ്, അതേപോലെ തന്നെ എഫിഷ്യന്റ്, അതേപോലെ തന്നെ കൺസിസ്റ്റന്റ്. അതേപോലെ തന്നെ കൺസിസ്റ്റന്റ്, അതേപോലെ തന്നെ ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സഫിഷ്യന്റ്. ഈ 4 പോയിന്റും അറിയായിരുന്നോ? ഒരു നല്ല എസ്റ്റിമേറ്റർ ആണെങ്കിൽ അതിന്റെ ക്വാളിറ്റി അൺബയസ്ഡ്, എഫിഷ്യന്റ്, സഫിഷ്യന്റ് ആൻഡ് കൺസിസ്റ്റന്റ്. ഓർഡർ ഒന്നും മാറിയാലൊന്നും പ്രശ്നമില്ല കേട്ടോ. ബട്ട് ഈ 4 പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്. 2 മാർക്കിനായിരുന്നു ഈ ഒരു ചോദ്യം ഒരു പബ്ലിക് എക്സാമിന് ചോദിച്ചത്. നിങ്ങൾക്ക് എന്തായാലും ആ മാർക്ക് കിട്ടും, അതുകൊണ്ട് പേടിക്കേണ്ട. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് ഓഫ് ദി ഫോളോയിങ്, അതായത് ഇവിടെ തന്നതിൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ഫോർ പോപ്പുലേഷൻ മീൻ. എടാ അൺബയസ്ഡ് ആണെങ്കിൽ ശ്രദ്ധിക്കണേ, കണ്ടീഷൻ. അൺബയസ്ഡ് ആണെങ്കിൽ ഇ ഓഫ് ടി ഈക്വൽ ടു തീറ്റ ആയിരിക്കും. ഈ തീറ്റ എന്ന് പറയുന്നതില്ലേ, ഈ തീറ്റ എന്ന് പറയുന്നത് നിങ്ങളുടെ സാമ്പിൾ ആയിരിക്കും, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക് ആയിരിക്കും. ഇത് സ്റ്റാറ്റിസ്റ്റിക് ആയിരിക്കും. ഇത് സ്റ്റാറ്റിസ്റ്റിക് അല്ല, ഇതാണ് സ്റ്റാറ്റിസ്റ്റിക്, ഇതാണ് പോപ്പുലേഷൻ. ഇതാണ് സ്റ്റാറ്റിസ്റ്റിക്. ടി എന്ന് പറയുന്നതായിരിക്കും നിങ്ങളുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക് ആയിട്ട് വരിക. ആൻഡ് ഇത് എന്ന് പറയുന്നത് ഒരു പാരാമീറ്റർ ആയിരിക്കും. അപ്പോൾ അതാ നോക്കിക്കേ, ഇത്രയേ ഉള്ളൂ സംഭവം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ഫോർ പോപ്പുലേഷൻ മീൻ എന്നാ ചോദിച്ചത്. അപ്പോൾ വളരെ സിമ്പിൾ ആണ്. പോപ്പുലേഷൻ മീൻ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ആണെങ്കിൽ അത് ആരായിരിക്കടാ? നോക്കിക്കേ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് പോപ്പുലേഷൻ മീൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് സാമ്പിൾ മീൻ ആണ് എന്ത്? പോപ്പുലേഷൻ മീനിന്റെ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ എന്ന് പറഞ്ഞാൽ. അതായത് ഇ ഓഫ് സാമ്പിൾ മീൻ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? പോപ്പുലേഷൻ മീൻ ആയിരിക്കും. തീറ്റ എന്ന് പറഞ്ഞാൽ പാരാമീറ്റർ ആണെന്ന് നമ്മൾ പറഞ്ഞേ. ഇനി സിമ്പിൾ ആട്ടോ, ഈസിയാണ്. കാര്യങ്ങൾ ശ്രദ്ധിച്ചോ. എടാ പിന്നെ വേറൊരു കാര്യമുണ്ട്. ഐപാഡ് എങ്ങനെ കിട്ടുമെന്ന് അറിയണമെങ്കിൽ നാളത്തെ ലൈവിലാണത് പറയാം. അപ്പോൾ ഒന്ന് റിമൈൻഡ് ചെയ്തെന്നേ ഉള്ളൂ. നാളത്തെ ലൈവിൽ നമ്മൾ എന്ത് ചെയ്യും? കൃത്യമായിട്ട് നിങ്ങളുടെ ഐപാഡ് ഗിവ് അവേ അല്ലേ, അപ്പോൾ അതിനെപ്പറ്റി കൃത്യമായിട്ട് നാളത്തെ ലൈവിൽ നമ്മൾ അടിപൊളിയായിട്ട് അത് പറയും. അനൂമിസ് ആണെങ്കിൽ അനൂമിസ്. അപ്പോൾ നാളത്തെ ലൈവിൽ അത് അടിപൊളിയായിട്ട് നമ്മൾ പറയുന്നതാണ്. അപ്പോൾ ഐപാഡ് മിസ് ചെയ്യണ്ട കേട്ടോ, മറന്നു വേണ്ട. ഇതിൻ്റെ ഇടയിൽ വെറുതെ ഒന്ന് പറഞ്ഞതല്ല. അപ്പോൾ നോക്കിക്കാം അടുത്ത ക്വസ്റ്റ്യൻ. x1, x2, x3 is a random sample taken from a population with mean mu. നോട്ട് ചെയ്യണം, മീൻ മ്യൂ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മയാണ്. ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ T1, T2 2 എസ്റ്റിമേറ്ററുകൾ തന്നിട്ടുണ്ട്, T1 ഉം T2 ഓഫ് പോപ്പുലേഷൻ മീൻ മ്യൂ. അങ്ങനെയാണെങ്കിൽ വിച്ച് ഈസ് മോർ എഫിഷ്യൻറ്റ്, ഏതാ കൂടുതൽ എഫിഷ്യൻ്റ് ഉള്ളതെന്നാ. അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ഫൈൻഡ് വി ഓഫ് T1 ആൻഡ് ദെൻ വി ഓഫ് T2. അതായത്
T1 എന്ന് പറയുന്ന എസ്റ്റിമേറ്ററിന്റെ T2 എന്ന് പറയുന്ന എസ്റ്റിമേറ്ററിന്റെ രണ്ടിന്റെയും വേരിയൻസ് ഫൈൻഡ് ചെയ്യുക. അതെന്തിനാ വേരിയൻസ് ഫൈൻഡ് ചെയ്യുന്നത്? ഏതിനാണോ കുറഞ്ഞ വേരിയൻസ് ഉള്ളത് അതായിരിക്കും മോർ എഫിഷ്യന്റ്. ലെസർ ദ വേരിയൻസ് മോർ ദ എഫിഷ്യന്റ്, ലെസർ ദ വേരിയൻ മോർ എഫിഷ്യന്റ്. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ആദ്യം നിങ്ങൾ ഇതിലെ കാര്യങ്ങളൊക്കെ എഴുതുക. സാമ്പിൾസ് ആണ് x1 x2 x3 എന്ന് തന്നത്. അതിന്റെ പോപ്പുലേഷൻ മ്യൂ ആണ്. അതായത് ഇ ഓഫ് x1 എന്ന് പറഞ്ഞാൽ അത് മ്യൂ ആണ്, ഇ ഓഫ് x2 എന്ന് പറഞ്ഞാലും അത് മ്യൂ ആണ്, ഇ ഓഫ് x3 എന്ന് പറഞ്ഞാൽ അതും മ്യൂ. അപ്പൊ ഇ ഓഫ് x1 ഈക്വൽ ടു ഇ ഓഫ് x2 ഈക്വൽ ടു ഇ ഓഫ് x3 ഓൾ ആർ മ്യൂ. ഇതെല്ലാം എന്ത് തന്നെയാ? മ്യൂ ആ. പോപ്പുലേഷൻ മീൻ മ്യൂ ആണ്. അപ്പൊ ഈസിയാണ്, അത്രേ ഉള്ളൂ. ഇനി നിങ്ങൾ നോക്ക്, നമുക്ക് വേണ്ടത് ഇതിന്റെ വേരിയൻസ്. എടാ വേരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? വി ഓഫ് x1 വേരിയൻസ് ഓഫ് ഫസ്റ്റ്, വേരിയൻസ് ഓഫ് സെക്കൻഡ്. ഇതിന്റെ എല്ലാത്തിന്റെ വേരിയൻസ് എന്തായിരിക്കും? വേരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് സിഗ്മ സ്ക്വയർ എന്നല്ലേ? സിഗ്മ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയൻസ് സിഗ്മ സ്ക്വയർ. എന്നിടാ വേരിയൻസിന്റെ പ്രോപ്പർട്ടി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. വി ഓഫ് എക്സ് ആണെങ്കിൽ നേരത്തെ റുസ്താമിസ് എടുത്തിട്ടുണ്ടാവും എ സ്ക്വയർ വി ഓഫ് എക്സ് എന്നാണ് നമ്മൾ എഴുതുക, ശരിയല്ലേ? ഇനി ഇതാ വി ഓഫ് എക്സ് പ്ലസ് വൈ ആണെങ്കിലും എക്സ് മൈനസ് വൈ, വി ഓഫ് എക്സ് പ്ലസ് വൈ ആണ് നമ്മൾ ഇതെങ്ങനെയാ? വി ഓഫ് എക്സ് പ്ലസ് വി ഓഫ് വൈ. ഇനി വി ഓഫ് എക്സ് മൈനസ് വൈ ആണെങ്കിൽ അത് നിങ്ങൾ ഓൾറെഡി പഠിച്ചതായതുകൊണ്ടാണ് ഞാൻ പറയുന്നില്ല. വി ഓഫ് എക്സ് പ്ലസ് വി ഓഫ് വൈ എന്ന് തന്നെയാണ് എഴുതുക. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നത്. സോ നോക്കിക്കേടാ, വളരെ ഈസിയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇ ഓഫ് T1 ഒന്ന് കാണാം. ഇ ഓഫ് T1 അപ്പൊ ദാ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് മോർ എഫിഷ്യന്റ് ആ. ഇ ഓഫ് T1 വേണ്ട, നമുക്ക് വി ഓഫ് T1 കണ്ടാൽ മതി. അപ്പൊ ഏതാണോ കൂടുതൽ വേരിയൻസ് ഉള്ളത് അത് ലെസ് എഫിഷ്യന്റ് ആയിരിക്കും. അപ്പൊ വി ഓഫ് T1 കാണണമെങ്കിൽ വി ഓഫ് x1 പ്ലസ് x2 പ്ലസ് x3 ഡിവൈഡഡ് ബൈ 3. ഇത് കോൺസ്റ്റന്റ് അല്ലേ? അപ്പൊ ആ കോൺസ്റ്റന്റ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതിന്റെ റൂട്ട് സ്ക്വയർ ഇറങ്ങുക. അപ്പൊ ദാ 1/9 ഇട്ടാൽ മതി. അപ്പൊ 1/9 വി ഓഫ് x1 പ്ലസ് വി ഓഫ് x2 പ്ലസ് വി ഓഫ് x3. ഓക്കെ ആണ്, റെഡിയാണ്. സോ അങ്ങനെയാണ്. നോക്കിക്കോ, വി ഓഫ് x1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയത് സിഗ്മ സ്ക്വയർ. അപ്പോൾ 1/9 സിഗ്മ സ്ക്വയർ പ്ലസ് വി ഓഫ് x2 സിഗ്മ സ്ക്വയർ ആണ്, വി ഓഫ് x3 സിഗ്മ സ്ക്വയർ ആണ്. അതായത് 1/9 ഇൻറ്റു 3 സിഗ്മ സ്ക്വയർ ഉണ്ട്, 3 സിഗ്മ സ്ക്വയർ. അപ്പോൾ ദാ ഈ 3യും ഈ 9ഉം നിങ്ങൾ ക്യാൻസൽ ചെയ്താൽ ഇവിടെ 3 എന്ന് കിട്ടും. സോ ദ ഫൈനൽ ആൻസർ, ഇതിന്റെ ആൻസർ എത്രയാ? 3 സിഗ്മ സ്ക്വയർ. അതായത് നിങ്ങളുടെ വി ഓഫ് T1 ഫസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിന്റെ വേരിയൻസ് എന്ന് പറയുന്നത്, വി ഓഫ് T1 എന്ന് പറയുന്നത് 3 സിഗ്മ സ്ക്വയർ. ഓക്കെ ആണ്, സിമ്പിൾ ആണ്. ഇനി അതേപോലെ രണ്ടാമത്തതിന്റെ നോക്കിക്കോ, വി ഓഫ് T2. വി ഓഫ് T2 ഫൈൻഡ് ചെയ്യണമെങ്കിൽ വി ഓഫ്, നിങ്ങൾ ആ T2 എന്താ നോക്കിക്കോ. T2 എന്ന് പറഞ്ഞാൽ 2x1 മൈനസ് x2 പ്ലസ് x3, 2x1 മൈനസ് x2 പ്ലസ് x3. അപ്പോൾ അത് നമ്മൾ ഫൈൻഡ് ചെയ്യുമ്പോൾ ആദ്യം ഈ 2 കോൺസ്റ്റന്റ് പുറത്തിറങ്ങും. അപ്പോൾ 2x സ്ക്വയർ വി ഓഫ് x1 വരും. മൈനസ് നമ്മൾ കൺസിഡർ ചെയ്യല്ല, വി ഓഫ് x2 തന്നെ എടുക്കുക. പ്ലസ് തന്നെ എപ്പോഴും വരിക, വി ഓഫ് x3 ഇങ്ങനെ വരിക. അപ്പോൾ 2x സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു വി ഓഫ് x1 എന്താ നമ്മൾ എഴുതിയത്? സിഗ്മ സ്ക്വയർ പ്ലസ് വി ഓഫ് x2 എന്താ? അതും സിഗ്മ സ്ക്വയർ. വി ഓഫ് x3 എന്താ? അതും സിഗ്മ സ്ക്വയർ. അതായത് 4 1 5 4 1 5 5 1 6. അപ്പോൾ ഇവിടെ എത്രയാ? 6 സിഗ്മ സ്ക്വയർ ഉള്ളത്. ഇനി നിങ്ങൾ നോക്കിക്കേടാ, വി ഓഫ് T2 ഇപ്പം നിങ്ങൾക്ക് കിട്ടിയത് 6 സിഗ്മ സ്ക്വയർ ആണെങ്കിൽ, 6 സിഗ്മ സ്ക്വയർ ആണെങ്കിൽ ഇവിടെ ഏതാ ഏറ്റവും വലുത്? ഇവിടെ ഏറ്റവും വലുത് വി ഓഫ് T2 ആണ്, വി ഓഫ് T1 ആണ്. വി ഓഫ് T1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ അല്ല കേട്ടോ 3 വരിക. ഇവിടെ ഞാനൊരു മിസ്റ്റേക്ക് വെച്ചുട്ടോ, ഒറ്റ മിനിറ്റ്. ഇത് 3 അല്ല, ഇവിടെയാണ് 3 എഴുതിയത്. ഓക്കെ, അത് മുകളിൽ എഴുതി പോയതാ കേട്ടോ. ഓക്കെ, 3 സിഗ്മ സ്ക്വയർ അല്ല. സോ നമ്മുടെ ആൻസർ വരിക എന്താ? ഇവിടെ സിഗ്മ സ്ക്വയർ ബൈ 3 ആണ്, മിസ്റ്റേക്ക്. ഓക്കെ, സിഗ്മ സ്ക്വയർ ബൈ 3 ഈസിയാണ്, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ സാറേ നോക്കിക്കേ, അങ്ങനെയാണെങ്കിൽ ഒന്ന് സിഗ്മ സ്ക്വയർ ബൈ 3, ഒന്ന് 6 സിഗ്മ സ്ക്വയർ. അപ്പം തന്നെ നമുക്ക് കാര്യം മനസ്സിലായി. വി ഓഫ് T1 എന്ന് പറയുന്നത് എന്താ? വി ഓഫ് T2നേക്കാളും ചെറുതാ. വി ഓഫ് T1 എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയർ ബൈ 3, വി ഓഫ് T2 എന്ന് പറയുന്നത് 6 സിഗ്മ സ്ക്വയർ. അപ്പൊ ഏതിനാണ് ലെസർ വേരിയൻസ് ഉള്ളത്? ലെസർ വേരിയൻസ്, ഏതിനാണോ വേരിയൻസ് കുറവുള്ളത് അതെന്തായിരിക്കും? മോർ എഫിഷ്യന്റ്. അപ്പൊ ഏതിനാണോ വേരിയൻസ് കുറവുള്ളത് അത് എഫിഷ്യൻസി കൂടുതലായിരിക്കും. സോ ഏത് സ്റ്റാറ്റിസ്റ്റിക്കിനാണ് ഇവിടെ എഫിഷ്യൻസി കൂടുതലുള്ളത്? മോർ എഫിഷ്യന്റ് എസ്റ്റിമേറ്റർ ഏതാണെന്നാ ചോദിച്ചത്. സോ നമ്മൾ എന്ത് പറയും? T1 ഈസ് മോർ എഫിഷ്യന്റ്. T1 ആണ് എന്ത്? T1 എന്ന് പറയുന്ന എസ്റ്റിമേറ്റർ ആണ് എന്ത്? മോർ എഫിഷ്യന്റ് ആയിട്ടുള്ളത്. സോ വി ഗോട്ട് ദ ആൻസർ. ഓക്കെ ആണ്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഓർത്ത് വെക്കുക. നിങ്ങളോട് ചോദിച്ചത് എഫിഷ്യന്റ് ഏതാണ് കൂടുതൽ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ വേരിയൻസ് ഓഫ് T1ഉം വേരിയൻസ് ഓഫ് T2ഉം ചെയ്തിട്ട് കമ്പയർ ചെയ്താൽ മതി. സിമ്പിൾ ആണ്, പ്രശ്നമൊന്നുമില്ല. അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, നോക്കിക്കേ. ഇവിടെ നമ്മൾ എന്താ ചെയ്യുക? x1 x2 x3 ആണ് സാമ്പിൾസ് ആൻഡ് പോപ്പുലേഷൻ മീൻ മ്യൂ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, T1ഉം T2ഉം തന്നിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂടാ. നമ്മൾ ആദ്യം
വി ഓഫ് എക്സ് വൺ, വി ഓഫ് എക്സ് ടു, വി ഓഫ് എക്സ് ത്രീ. ഇത് നമുക്ക് നേരത്തെ കിട്ടിയതുപോലെ തന്നെ അതേ സംഭവം തന്നെ നമ്മൾ എന്താ ചെയ്താൽ സിഗ്മ സ്ക്വയർ എന്ന് എഴുതുക. അപ്പോൾ ഫസ്റ്റ് വൺ വി ഹാവ് ടു ഫൈൻഡ് വി ഓഫ് ടി വൺ. വി ഓഫ് ടി വൺ ഇടാ നോക്കിക്കേ. അപ്പോൾ വി ഓഫ് ടി വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2x1 + 2x2 - 3x3. ഇത് നേരത്തെ ഇതുപോലെയാണ് എഴുതുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതുക? 2ന്റെ സ്ക്വയർ 4. അപ്പോൾ 4 വി ഓഫ് എക്സ് വൺ പ്ലസ് 2ന്റെ സ്ക്വയർ 4. അപ്പോൾ 4 വി ഓഫ് എക്സ് ടു മൈനസ് കൺസിഡർ ചെയ്യൂല, പ്ലസ് ആയിരിക്കും അത്. അപ്പോൾ 3ന്റെ സ്ക്വയർ 9. അപ്പോൾ 9 വി ഓഫ് എക്സ് ത്രീ. അതിൻ്റെയൊക്കെ സ്ക്വയർ അല്ലേ പുറത്തിറങ്ങുക. അപ്പോൾ 4 + 4 8, 8 + 9 17. അപ്പോൾ 17 വി ഓഫ് എക്സ് വൺ എന്താ? വി ഓഫ് എക്സ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ എല്ലാത്തിൻ്റെതും നമുക്ക് കിട്ടിയത് എന്താ? സിഗ്മ സ്ക്വയർ. അപ്പോൾ ടോട്ടൽ ആൻസർ ഫൈനൽ നിങ്ങൾക്ക് കിട്ടുക 17 സിഗ്മ സ്ക്വയർ. സിമ്പിൾ. ഇനി അതേപോലെ തന്നെ വി ഓഫ് ടി ടു ഒന്ന് നോക്കിക്കുക നിങ്ങൾ. വി ഓഫ് ടി ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ വേരിയൻസ് ഓഫ് x1 + 2x2 - 2x3. വി ഓഫ് x1 + 2x2 - 2x3. അതായതടാ നോക്കിക്കേ. വി ഓഫ് x1 + 2 ഉണ്ട്. അപ്പോൾ 2 സ്ക്വയർ പുറത്തിറങ്ങും. അപ്പോൾ 4 വി ഓഫ് x2 പ്ലസ് മൈനസ് കൺസിഡർ ചെയ്യൂല 4 വി ഓഫ് x3. അതായതടാ നോക്കിക്കേ. വി ഓഫ് എക്സ് വൺ എന്ന് പറഞ്ഞുകൊണ്ട് സിഗ്മ സ്ക്വയർ 4 × വി ഓഫ് എക്സ് ടു എന്ന് പറഞ്ഞാൽ സിഗ്മ സ്ക്വയർ 4 × സിഗ്മ സ്ക്വയർ. അപ്പോൾ എത്ര? 4 4 8 1 9 9 സിഗ്മ സ്ക്വയർ. നോക്കിക്കേ ഏതാ ഏറ്റവും വലുത്? 17ഉം അടുത്തത് 9ഉം. അപ്പോൾ T2 ആണ് ഏറ്റവും ചെറുത്. വി ഓഫ് T2 ലെസ് ദാൻ ദാറ്റ് ഓഫ് വി ഓഫ് T1. സോ നമ്മൾ എന്ത് ആൻസർ ചെയ്യും? T2 ഈസ് മോർ എഫിഷ്യൻറ്റ്. ഏതാണോ ഏറ്റവും കുറവ് വേരിയൻസ് ഉള്ളത് അതായിരിക്കും എന്ത്? കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ളത്. ഗോട്ട് ദ ആൻസർ. സിമ്പിൾ സാർ. ഓക്കെ ആണല്ലോ? റെഡി ആണല്ലോ? തിയറി ഉണ്ടോ സാർ? എടാ തിയറി പറയേണ്ട ആവശ്യമില്ല. ഈ സമയത്ത് നമ്മൾ തിയറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെ എത്തില്ല. നമ്മൾ ഷുവർ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് നോക്കി പോയാൽ മതി. സോ ഇഫ് ടി ഈസ് ആൻ എസ്റ്റിമേറ്റർ, ടി ആണ് നമ്മുടെ എസ്റ്റിമേറ്റർ ആയിട്ട് തന്നത്. ടി ഈസ് ആൻ എസ്റ്റിമേറ്റർ ഫോർ പാരാമീറ്റർ തീറ്റ. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ എഴുതിയ അതേ സംഭവം ഇ ഓഫ് ടി ഈക്വൽ ടു തീറ്റ ആണെങ്കിൽ then T is called dash estimator അല്ലെങ്കിൽ T is called estimator of theta. എന്ത് എസ്റ്റിമേറ്ററാ? T is called unbiased estimator of theta. നമ്മൾ പറഞ്ഞു E of T equal to theta ആണെങ്കിൽ unbiased estimator. അടുത്ത നോക്കിക്കേ. A sample drawn from a population is given below. Obtain the moment estimate. Moment estimate ആണ് കാണാൻ പറഞ്ഞതെങ്കിൽ നിങ്ങൾ ഒന്നും ഫൈൻഡ് ചെയ്യേണ്ടതില്ല. This is the moment estimate. Moment estimateന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മ്യൂ ക്യാപ്പ് എന്നാണ് നമ്മൾ എഴുതുക. മ്യൂ ക്യാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടാ വളരെ ഈസിയാണ്. അത് എക്സ് ബാർ തന്നെയാണ്. ആ സാമ്പിൾ എന്താണോ അല്ലെങ്കിൽ ആ പോപ്പുലേഷൻ അതിൽ നിങ്ങൾക്ക് തന്ന ആ പോപ്പുലേഷനിലെ സാമ്പിൾ വാല്യൂസ് ഫൈൻഡ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ മൊമെന്റ് എസ്റ്റിമേറ്റ് ഫോർ ദി പോപ്പുലേഷൻ മീൻ നിങ്ങൾക്ക് കിട്ടും. സിമ്പിളാടാ. അപ്പോൾ നോക്കിക്കേ ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് നോക്കിയാൽ മതി. ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് എത്ര ആൻസർ കിട്ടാൻ നോക്കാം. ആഡ് ടുഗദർ ഇതെല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കിക്കേ. ഇത് എല്ലാം കൂടി ആഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. 14 + 12 26 12 26 12 അല്ല 26 13 39 കാൽക്കുലേറ്റർ എവിടെ? ഓക്കെ അവിടെ നിന്ന് അങ്ങോട്ട് ആഡ് ചെയ്താൽ മതി. 39 10 49 56 56 10 66 9 75 95 105 108 130 149 150 170 170 31 201 ഡിവൈഡഡ് ബൈ എത്ര ഉണ്ട്? 200 ഡിവൈഡഡ് ബൈ 1 2 3 4 5 6 7 8 9 10 11 12 201/12 ഇതാണെന്ന് തോന്നുന്നു. നിങ്ങളൊന്ന് കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കട്ടോ. ഐ തിങ്ക് 16.75. എടാ 201 ആണ് ടോട്ടൽ ആഡ് ചെയ്താൽ കിട്ടാന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക കറക്റ്റ് അല്ലേ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യട്ടോ. 14 + 12 + 13 + 17 + 19 + 20 + 13 + 22 + 19 + 21 + 31 ഈക്വൽ ടു യെസ് കറക്റ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് മൊമെന്റ് എസ്റ്റിമേറ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ അതാ വലിയ കൺഫ്യൂഷൻ ഒന്നുമില്ല. മൊമെന്റ് എസ്റ്റിമേറ്റിന്റെ ഇക്വേഷൻ കിട്ടിയല്ലോ. മൊമെന്റ് എസ്റ്റിമേറ്റ് ഫോർ പോപ്പുലേഷൻ. ഓക്കെ റെഡി. population mean simple. So അടുത്ത നോക്കിക്കേ. Name the property of an estimator which is based on the variance when n is large. n large ആകുമ്പോൾ നമ്മൾ unbiased പഠിച്ചു, efficient പഠിച്ചു. അപ്പോൾ n large ആകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു എസ്റ്റിമേറ്റർ എന്ന് പറഞ്ഞാൽ that is consistent estimator. n large ആകുമ്പോൾ എസ്റ്റിമേറ്റർ അതാ കൺസിസ്റ്റന്റ്. ഓർത്ത് വെക്കുക. അടുത്ത നോക്കിക്കേ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ചെയ്യുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ. x1 x2 x3 be a random sample of size 3 taken from a population with mean mu if t equal to ആ സ്റ്റാറ്റിസ്റ്റിക് ഏതാണെന്ന് തന്നിട്ടുണ്ട്. is an unbiased estimator for mu find k. അതായതടാ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. അൺബയസ്ഡ് ആണെങ്കിൽ നമ്മൾ ഒരേ ഒരു ഇക്വേഷനെ പഠിച്ചു വെക്കേണ്ടത് ഇ ഓഫ് ടി ഈക്വൽ ടു തീറ്റ. അതായത് ഇവിടെ പോപ്പുലേഷൻ മീൻ മ്യൂ അല്ലേ തന്നത്. അപ്പോൾ ഇ ഓഫ് ടി ഈക്വൽ ടു മ്യൂ ആയിരിക്കും. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ എടാ ഈ പ്രോപ്പർട്ടി നിങ്ങൾ പഠിച്ചതാണ്. ഇ ഓഫ് x1 + x2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
അതെന്താ വരിക ഇ ഓഫ് x1 പ്ലസ് ഇ ഓഫ് x2. മൈനസ് വന്നിട്ടുണ്ടെങ്കിൽ അത് മൈനസ് ആയിട്ട് തന്നെയാണ് ഉണ്ടാവുക. ഇ ഓഫ് x1 മൈനസ് x2 ആണെങ്കിൽ ഇ ഓഫ് വേരിയൻസിൻ്റെ കേസ് പോലെയല്ല, ഇവിടെ മൈനസ് ഇ ഓഫ് x2 എന്ന് തന്നെയാണ് വരിക. സോ ഈ ഒരു സംഭവം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉള്ളത് നോക്കിക്കേ, ഇ ഓഫ് ടി ആണെങ്കിൽ ഇ ഓഫ് 3x1 പ്ലസ് കെ x2 മൈനസ് x3/4 ഈക്വൽ ടു മ്യൂ ആണെന്നല്ലേ പറഞ്ഞത്. അതായത് ആ 1/4 കോൺസ്റ്റന്റ് പുറത്തെടുത്തു. അപ്പോൾ നമുക്ക് കിട്ടുക ഇ ഓഫ് 1/4 കോൺസ്റ്റന്റ് പുറത്തെടുത്തു. അപ്പോൾ ഇ ഓഫ് 3x1 ഉണ്ട്. അപ്പോൾ ഇ ഓഫ് 3x1 പ്ലസ് അടുത്തത് എന്താ കെ x2. അപ്പോൾ ഈ 3 നമുക്ക് കോൺസ്റ്റന്റ് അല്ലേ, അത് പുറത്തിറക്കട്ടോ. ഈ കോൺസ്റ്റന്റ് 3 നമുക്ക് പുറത്തിറക്കി എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സ്റ്റെപ്പ് കൂടി സ്കിപ്പ് ചെയ്തൂടെ. സോ നോക്കിയേ, 3 ഇ ഓഫ് x1 പ്ലസ് കെ ഇ ഓഫ് x2 മൈനസ് അല്ലേ ഉള്ളത്, മൈനസ് ഇ ഓഫ് x3. അങ്ങനെയാണെങ്കിൽ സാറേ ഇതിൻ്റെ ആൻസർ എത്രയാണെന്ന് പറഞ്ഞത് മ്യൂ. എടാ ഈ 4 അങ്ങോട്ട് പോട്ടെ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, 3 ഇ ഓഫ് x1. എടാ ഇ ഓഫ് x1 ഇ ഓഫ് x2 ഒക്കെ നമ്മൾ കൊടുക്കുന്നത് എന്ത് തന്നെയാണ്, മ്യൂ ആ. ഇ ഓഫ് x1 ഇ ഓഫ് x2 ഇ ഓഫ് x3 ഒക്കെ എന്ത് തന്നെയാണ്, എന്തെടുത്തിട്ടുണ്ടെങ്കിലും അതെന്താ മ്യൂ ആണ്. അപ്പോൾ അതാ നോക്കിക്കേ, ഇവിടെ കേട്ടോ നമ്മളോട് ആകെ 3 പോപ്പുലേഷൻ ആണ് പറഞ്ഞത്. അപ്പോൾ ഇ ഓഫ് x1 ഇ ഓഫ് x2 പിന്നെ ഒരാൾ കൂടി ഇ ഓഫ് x3, ഇതെല്ലാം എന്ത് തന്നെയായിരിക്കും, അതിൻ്റെ പോപ്പുലേഷൻ മീൻ മ്യൂ ആയിരിക്കും. അപ്പോൾ അതാ 1/4 ഇൻറ്റു 3 ഇ ഓഫ് x1 മ്യൂ. അപ്പോൾ 3 മ്യൂ പ്ലസ് കെ മ്യൂ മൈനസ് മ്യൂ. അങ്ങനെയാണെങ്കിൽ ഇടാ ഈ 4 ഇങ്ങോട്ട് പോകുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ നോക്ക്, 3 മ്യൂ മൈനസ് മ്യൂ 2 മ്യൂ പ്ലസ് കെ മ്യൂ. 2 മ്യൂ പ്ലസ് കെ മ്യൂ ആണെന്ത് ആ 4 മ്യൂ. ആ 4 അങ്ങോട്ട് പോയി. അപ്പോൾ ദാ ഈ കെ മ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 2 മ്യൂ അങ്ങോട്ട് പോയാൽ 4 മ്യൂ മൈനസ് 2 മ്യൂ, അതായത് കെ മ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് 2 മ്യൂ എന്ന് കിട്ടും. ഈ മ്യൂ ക്യാൻസൽ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ കെ ഈക്വൽ ടു 2. കെ ഈക്വൽ ടു 2. കെ ഈക്വൽ ടു 2 സിമ്പിൾ. അപ്പോൾ കെയുടെ വാല്യൂ എത്രയാ 2. അപ്പോൾ ഈ പ്രോപ്പർട്ടിയും പഠിച്ചു വെക്കണം. അൺബയസ്ഡ് ആണെങ്കിൽ എങ്ങനെയാ ചെയ്യാന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കട്ടോ. സോ അങ്ങനെയാണെങ്കിൽ നമുക്കിതാ അടുത്ത ചാപ്റ്റർ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് ആണ്. ആൻ അസംഷൻ മെയ്ഡ് അബൌട്ട് ദി വാല്യൂ ഓഫ് പോപ്പുലേഷൻ പാരാമീറ്റർ. സിമ്പിൾ ആയിട്ടുള്ളതാണ് ഇടാ, ഈ ചാപ്റ്ററിന്റെ പേര് തന്നെ ഹൈപ്പോത്തസിസ്. അപ്പോൾ ഹൈപ്പോത്തസിസ് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തിരിച്ചു എഴുതിയാൽ മതി, അസംഷൻ മെയ്ഡ് അബൌട്ട് ദി വാല്യൂ ഓഫ് പോപ്പുലേഷൻ പാരാമീറ്റർ. മറന്നുപോണ്ട, ഇക്വേഷൻ ഡെഫിനിഷൻ ചോദിച്ചാൽ ഇങ്ങനെ എഴുതിയാൽ മതി, അസംഷൻ മെയ്ഡ് അബൌട്ട് ദ വാല്യൂ ഓഫ് പോപ്പുലേഷൻ പാരാമീറ്റർ. അതാണ് എന്ത് ഹൈപ്പോത്തസിസ്. ഇനി അടുത്ത് നോക്കിക്കോ, വാട്ട് ഈസ് മീൻ ബൈ ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 എറർ. ടൈപ്പ് 1 എറർ എന്ത്, ടൈപ്പ് 2 എറർ എന്തും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല. എടാ ടൈപ്പ് 1 എറർ എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, ടൈപ്പ് 1 എറർ ബി ക്വസ്റ്റ്യൻ അല്ലേ. ടൈപ്പ് 1 എറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. ടൈപ്പ് 1 എറർ ഒന്നുമില്ലടാ, നമ്മളൊരു നാളെ ഹൈപ്പോത്തസിസ് H0 ഉണ്ടാവും. അപ്പോൾ H0 നമ്മൾ എന്ത് ചെയ്യും, റിജക്റ്റ് ചെയ്യും. H0 റിജക്റ്റ് ഏത് കേസിൽ, വെൻ H0 റിജക്റ്റ് ചെയ്യും. വെൻ എന്ത് കേസിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ H0 ട്രൂ ആകുമ്പോൾ. H0 ഈസ് ട്രൂ. H0 റിജക്റ്റ് വെൻ H0 ഈസ് ട്രൂ. അതാണ് എന്ത് നമ്മളുടെ നൾ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ. സോറി, നമ്മൾ ടൈപ്പ് 1 എറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി അപ്പോൾ ടൈപ്പ് 2 എറർ എന്താ, ടൈപ്പ് 2 എറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ ഈസിയാടാ. H0 ആക്സെപ്റ്റ് ചെയ്യും ഏത് കേസിൽ, വെൻ H0 ഈസ് ഫാൾസ്. H0 ഈസ് ഫാൾസ്. ഇത് രണ്ടും പഠിച്ചു വെക്കണേ, ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടൈപ്പ് 1 എററും ടൈപ്പ് 2 എററും. H0 റിജക്റ്റ് ഏത് കേസിൽ, H0 ഫാൾസ് ആകുമ്പോൾ. H0 ആക്സെപ്റ്റ് ഏത് കേസിൽ, H0 എറർ ആകുമ്പോൾ. അതാണ് ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ റെഡി, സിമ്പിൾ. ഓക്കെ അങ്ങനെയാണ് അടുത്ത നോക്കിക്കേ, ഇതൊക്കെ എക്സാമിന് ചോദിക്കാറുള്ളതാണ്. സിഗ്നിഫിക്കൻസ് ലെവൽ എന്താണെന്ന് ചോദിക്കും, ക്രിട്ടിക്കൽ റീജിയൻ ചോദിക്കും, പവർ ഓഫ് എ ടെസ്റ്റ് ചോദിക്കും. സിഗ്നിഫിക്കൻസ് ലെവൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, പി ഓഫ് പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 1 എററാണ്. ടൈപ്പ് 1 എററിന്റെ പ്രോബബിലിറ്റിയാണ് സിഗ്നിഫിക്കൻസ് ലെവൽ എന്ന് പറയാതെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആൽഫ. ഓക്കെ ആണ്. അതായത് നോക്കിക്കേ, പ്രോബബിലിറ്റി ഓഫ് റിജക്റ്റിംഗ് H0 വെൻ H0 ഇസ് ട്രൂ, അതായത് ടൈപ്പ് 1 എറർ. പി ഓഫ് ടൈപ്പ് 1 എറർ ആണെന്ത്, ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്, അതായത് ആൽഫ എന്ന് പറഞ്ഞാൽ. ഇനി ക്രിട്ടിക്കൽ റീജിയൻ ഉണ്ട്. നമ്മളിതാ ക്രിട്ടിക്കൽ റീജിയൻ, ഞാനൊരു വെറുതെ ഒരു പ്രോബബിലിറ്റി കേവ് വരച്ചു. ഒരു പ്രോബബിലിറ്റി കേവ് വരച്ച് നമ്മൾ ചില റീജിയൻ, ഇതല്ലേ നമ്മുടെ പ്രോബബിലിറ്റി കർവ്, ചില റീജിയൻ നമ്മളിങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ ചില റീജിയൻ, ഈ റീജിയൻ ഞാൻ എടുത്തു, ഈ റീജിയനിൽ വരുന്ന വാല്യൂസ് ഒന്നും നമ്മൾ എടുക്കില്ല. അതായത് നമ്മൾ അത് റിജക്റ്റ് ചെയ്യും. റിജക്റ്റ് ചെയ്യുന്ന റീജിയൻ ഉണ്ടാവും. ഇതാണ് റിജക്ഷൻ റീജിയൻ, ഇതാണ് ആക്സെപ്റ്റൻസ് റീജിയൻ. റിജക്റ്റ് ചെയ്യുന്ന മഞ്ഞ ഷെയ്ഡ് ചെയ്ത ഭാഗമല്ലേ, റിജക്റ്റ് ചെയ്ത റീജിയനാണ് നമ്മൾ എന്ത് പറയാ, ക്രിട്ടിക്കൽ റീജിയൻ. നമ്മൾ ടെസ്റ്റ് ചെയ്ത് റിജക്റ്റ് ചെയ്യുന്ന റീജിയനാണ് ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറയാം. ദിസ് ഈസ് ആക്സെപ്റ്റൻസ്. ഇതാണ് ആക്സെപ്റ്റ് ചെയ്യുന്ന റീജിയൻ. ആക്സെപ്റ്റ് റീജിയൻ ആണ് ആക്സെപ്റ്റൻസ് റീജിയൻ. ഓക്കെ റെഡി. അപ്പോൾ റിജക്റ്റ് റീജിയൻസും ആക്സെപ്റ്റൻസ് റീജിയൻസും ഉണ്ടാവും. ഇത് രണ്ടും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു വാല്യൂ ഉണ്ടാവും. ദിസ് വാല്യൂ ഈസ് കോൾഡ് ക്രിട്ടിക്കൽ വാല്യൂ. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ക്രിട്ടിക്കൽ വാല്യൂ പറയാം. അപ്പോൾ ഈ ഡെഫിനിഷൻ ഒന്ന് ജസ്റ്റ് ആലോചിച്ച് വെച്ചാൽ മതി. ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല എന്നല്ല, കുറച്ചുണ്ട്. ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറഞ്ഞാൽ നമ്മൾ റിജക്റ്റ് ചെയ്യുന്ന റീജിയൻ മാത്രം ആലോചിച്ച് വെച്ചാൽ മതി. റിജക്റ്റ് ചെയ്യുന്ന റീജിയനെയാണ് നമ്മൾ എന്ത് പറയുക,
ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറയാം. അപ്പോൾ ആക്സെപ്റ്റ് ചെയ്യുന്ന റീജിയൻ അത് പറയണ്ടോ. അപ്പോൾ ആക്സെപ്റ്റ് ചെയ്യുന്ന റീജിയനും റിജക്റ്റ് ചെയ്യുന്ന റീജിയനും അത് രണ്ടും തമ്മിലുള്ള സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റ് അല്ലെങ്കിൽ ആ ഒരു വാല്യൂവിന് പറയുന്നതാണ് ക്രിട്ടിക്കൽ വാല്യൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി പവർ ഓഫ് ടെസ്റ്റ്. പവർ ഓഫ് ടെസ്റ്റ് വളരെ സിമ്പിൾ ആട്ടോ. പ്രോബബിലിറ്റി ഓഫ് റിജക്റ്റിംഗ് എ നൾ ഹൈപ്പോത്തസിസ് വെൻ ഇറ്റ് ഈസ് ഫാൾസ്. അതായത് നമ്മൾ ഇങ്ങനെ എഴുതാം, പി ഓഫ് റിജക്റ്റ് H0 ദാ ഇവിടെ എഴുതിയതുപോലെ തന്നെ പി ഓഫ് റിജക്റ്റ് H0, പി ഓഫ് റിജക്റ്റ് H0 ഏത് കേസിൽ H0 ഫാൾസ് ആകുമ്പോൾ. ആ നേരെ തല തിരിച്ചു എഴുതാം, പ്രോബബിലിറ്റി അല്ലേ. അപ്പോൾ റിജക്റ്റ് H0 വെൻ H0 ഈസ് ഫാൾസ്. അതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? മഴ പെയ്യുകയാണെങ്കിൽ മഴ പെയ്യാതിരിക്കാനുള്ള ചാൻസ് എന്താ? മഴ പെയ്യുകയാണെങ്കിൽ അത് 2 ആണെന്ന് വിചാരിച്ചു, സോറി 0.2 ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ മഴ പെയ്യാതിരിക്കാനുള്ള ചാൻസ് എത്ര? 1 - അപ്പോൾ ഏത് കാര്യവും അതിന് ഓപ്പോസിറ്റുള്ള കിട്ടണമെങ്കിൽ നമ്മൾ 1 - ചെയ്താൽ മതി. അപ്പോൾ 1 - പി ഓഫ് റിജക്റ്റ് ആണെങ്കിൽ അത് ആക്സെപ്റ്റ് H0 ആക്കിയാൽ മതി. അപ്പോൾ 1 - ആക്സെപ്റ്റ് H0 വെൻ H0 ഈസ് ഫാൾസ്. അങ്ങനെയാണെങ്കിൽ എടാ ആക്സെപ്റ്റ് H0 വെൻ H0 ഈസ് ഫാൾസ്, ടൈപ്പ് 2 എറർ. അപ്പോൾ ടൈപ്പ് 2 എറർ. അപ്പോൾ നമ്മൾ എന്താ ചെയ്താൽ 1 - പി ഓഫ് ടൈപ്പ് 2 എററിന് എഴുതും. അതായത് പി ഓഫ് ടൈപ്പ് 2 എററിന് നമ്മൾ പറയുന്ന പേരാണ് ബീറ്റ. പി ഓഫ് ടൈപ്പ് 2 എറർ, ടൈപ്പ് 2 എററിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ബീറ്റ. അപ്പോൾ പി ഓഫ് ടൈപ്പ് 2 എറർ ബീറ്റ ആണെങ്കിൽ നിങ്ങൾ നോക്കിക്കേ, നമ്മളുടെ പവർ ഓഫ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഫൈനൽ ആൻസർ ഓഫ് പവർ ഓഫ് ടെസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും എഴുതാം 1 - ബീറ്റ. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി, പി ഓഫ് റിജക്റ്റ് H0 വെൻ H0 ഈസ് ഫാൾസ്. സിമ്പിൾ ആണ്, ഈസിയാണ്. ഇനി അടുത്ത് നോക്കിക്കേ, ദ വാല്യൂ വിച്ച് സെപ്പറേറ്റ് ദ ക്രിട്ടിക്കൽ റീജിയൻ ആൻഡ് ആക്സെപ്റ്റൻസ് റീജിയൻ. ക്രിട്ടിക്കൽ വാല്യൂ ഈസിയാണ്. അത് നമ്മൾ പറഞ്ഞ വാല്യൂ എന്താണ്? ക്രിട്ടിക്കൽ വാല്യൂ. ക്രിട്ടിക്കൽ വാല്യൂ നോട്ട് ചെയ്യണം, ആവശ്യമുള്ളതാണ്. ഇനി മെൻഷൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ 1 tailed ആൻഡ് 2 tailed ടെസ്റ്റ്. 1 tailed-ഉം 2 tailed-ഉം തമ്മിലുള്ള ഡിഫറൻസ്. എടാ 1 tailed ആണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല, ഈസിയാണ്. നമ്മളിതാ ഒരു കേവ് വരച്ചു, പ്രോബബിലിറ്റി കേവ് വരച്ചു. ഇതാണ് പ്രോബബിലിറ്റി കേവ്. അതേപോലെ തന്നെ ഒന്നുകൂടി വരയ്ക്കുകയാണ് പ്രോബബിലിറ്റി കേവ്. നിങ്ങൾക്കറിയാം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്ന റീജിയൻ ഉണ്ടാവും, റിജക്റ്റ് ചെയ്യുന്ന റീജിയൻ ഉണ്ടാവും. 1 tailed ആണെങ്കിൽ ലെഫ്റ്റ് ടൈൽഡും ഉണ്ടാവും, 1 tailed ലെഫ്റ്റ് ടൈൽഡും ഉണ്ടാവും, അതേപോലെ തന്നെ റൈറ്റ് ടൈൽഡും ഉണ്ടാവും. 2 tail ഉണ്ടാവും, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ടൈൽ ഉണ്ടാവും. ദ റിജക്ഷൻ ഒക്കേഴ്സ് ഓൺലി 1 tail. ഏതെങ്കിലും ഒരു ടൈൽ മാത്രമേ റിജക്ഷൻ ഒക്കർ ചെയ്യൂ. ഞാനിവിടെ നമ്മൾ ക്രിട്ടിക്കൽ വാല്യൂ വരച്ചു, ഞാൻ ഇവിടെയും ക്രിട്ടിക്കൽ വാല്യൂ വരച്ചു. അതായത് നോക്കിക്കേ, ഇവിടെ നിങ്ങൾ 1 tailൽ ഇവിടെയാണ് നിങ്ങൾ റിജക്ട് ചെയ്യുന്ന റീജിയൻ എന്ന് വിചാരിച്ചു, അതായത് ക്രിട്ടിക്കൽ റീജിയൻ. ഇവിടെയാണ് റിജക്ട് ചെയ്യുന്ന റീജിയൻ എന്ന് വിചാരിച്ചു, അതായത് ക്രിട്ടിക്കൽ റീജിയൻ. റൈറ്റ് സൈഡിലാണെങ്കിൽ നമ്മൾ പറയാം റൈറ്റ് ടൈൽഡ് എന്നാ. ഓക്കെ, റൈറ്റ് ടൈൽഡ്. ഇനി ലെഫ്റ്റിലാണെങ്കിൽ നമ്മൾ പറയാ ലെഫ്റ്റ് ടൈൽഡ്. അതേപോലെ തന്നെ റൈറ്റിലാണെങ്കിൽ റൈറ്റ് ടൈൽഡ്. ഇവിടെയൊക്കെ കണ്ടീഷൻ ഉണ്ട്. നിങ്ങൾ നൾ ഹൈപ്പോത്തസിസ് H0 എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ എടുക്കുന്ന ഒരു പാരാമീറ്റർ മ്യൂ, അതെപ്പോഴും μ0 ആയിരിക്കും. ഓക്കെ, H0 മ്യൂ എപ്പോഴും μ0 ആയിരിക്കും നൾ ഹൈപ്പോത്തസിസിൽ. H1 അൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിലാണെങ്കിൽ എടാ ലെഫ്റ്റിലല്ലേ, അതായത് നിങ്ങൾ ക്രിട്ടിക്കൽ റീജിയൻ ലെഫ്റ്റിലല്ലേ. അപ്പം നിങ്ങൾ എടുക്കുന്നതെന്നറിയോ? μ< അതായത് നിങ്ങൾ ഫൈൻഡ് ചെയ്യുന്ന വാല്യൂ ഇല്ലേ, പാരാമീറ്റർ നിങ്ങൾ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി ഫൈൻഡ് ചെയ്യുന്ന വാല്യൂ ഇല്ലേ, അതിനേക്കാളും കുറവായിരിക്കും നിങ്ങളുടെ ആക്ച്വൽ വാല്യൂ. അതിനല്ലേ, അത് രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതിനല്ലേ നമ്മൾ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്ന് പറയാം. അതേടാ. അപ്പോൾ റൈറ്റ് റീജിയനിലാണെങ്കിലോ H0 എപ്പോഴും എന്തായിരിക്കും? H0 μ = μ0. നൾ ഹൈപ്പോത്തസിസ് നമ്മൾ ഇങ്ങനെയാണ് സെറ്റ് ചെയ്യുക. അതായത് മ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആക്ച്വൽ പാരാമീറ്റർ, μ0 എന്ന് പറഞ്ഞാൽ നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത്, നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടി ഫൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ അത് രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവില്ല. ഒരു ഡിഫറൻസ് ഇല്ലാണ്ടിരിക്കുമ്പോഴാണ് നൾ ഹൈപ്പോത്തസിസ് ആകുക. അതായത് മ്യൂ എപ്പോഴും എന്തായിരിക്കണം? μ0 ആയിരിക്കണം. അൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്ന് പറയുമ്പോൾ അത് തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും. ഇവിടെ റൈറ്റ് ടൈൽഡ് ആണെങ്കിൽ മ്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? > μ0 ആയിരിക്കും. അപ്പോൾ അവിടെ 2 ക്രിട്ടിക്കൽ റീജിയൻ ഉണ്ടാവും. അപ്പോൾ ഇവിടെ എവിടെങ്കിലും ഒരു ഭാഗത്ത് മാത്രമാണ് റിജക്ഷൻ നടക്കുന്നതെങ്കിൽ ഇതിന്റെ പ്രത്യേകത എന്താ? 1 tailed ടെസ്റ്റിന്റെ റിജക്ഷൻ അറ്റ് ഓൺലി 1 tail. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് പറയൂ? അതിനാ 1 tailed എന്ന് പറയും. അതേപോലെ തന്നെ 2 tailed ഉണ്ട്. 2 tailed എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? റിജക്ഷൻ ഒക്കർ അറ്റ് ബോത്ത് എൻഡ്. 2 tailed ടെസ്റ്റ് കേട്ടോ, 2 tailed ടെസ്റ്റ് റിജക്ഷൻ ഒക്കേഴ്സ്. 2 tailed ടെസ്റ്റ് ആണ്. ഇങ്ങനെ നമ്മുടെ ഒരു പ്രോബബിലിറ്റി കർവ് വരച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റുകൾ മാർക്ക് ചെയ്തു. റിജക്ഷൻ ഒക്കർ ചെയ്യുക ഇവിടെ 2 റീജിയനിൽ റിജക്ഷൻ ഒക്കർ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? 2 tailed ടെസ്റ്റ് എന്ന് പറയും. 2 tailed ടെസ്റ്റ്. അപ്പോൾ നോക്കിക്കേ, ഇതാണ് എന്ത്? 2 tailed ടെസ്റ്റ്. അപ്പോൾ 2 tailed ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. റിജക്ഷൻ ഒക്കേഴ്സ് എങ്ങനെ? 2 സൈഡിലും റിജക്ഷൻ ഒക്കേഴ്സ് അറ്റ് എവിടെടാ?
ടു ടെയിൽ ബോത്ത് ടെയിൽ അവിടെ നടക്കും ഇവിടെ നടക്കും അറ്റ് ബോത്ത് ടെയിൽ. അത് മാത്രം ആലോചിച്ച് വെച്ചാൽ മതി. എക്സാമിന് ചോദിച്ചാൽ ഇങ്ങനെ അല്ലെങ്കിൽ ഒന്നും അറിയില്ലെങ്കിൽ ഈ ഗ്രാഫ് വരച്ചാൽ മതി. വൺ ടെയിൽ ആണെങ്കിൽ ലെഫ്റ്റും റൈറ്റും റിജക്ഷൻ നടക്കുന്ന ക്രിട്ടിക്കൽ റീജിയൻ കേട്ടോ. ഇവിടെ ടു ടെയിൽഡ് ആണെങ്കിൽ റിജക്ഷൻ നടക്കുന്ന ക്രിട്ടിക്കൽ റീജിയൻ. ഇതാണ് ക്രിട്ടിക്കൽ റീജിയൻ. റിജക്ഷൻ നടക്കുന്ന ഏരിയനാണ് ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറയാം. അപ്പൊ ക്രിട്ടിക്കൽ റീജിയൻ ഇവിടെ ആണെങ്കിൽ എന്ത് വരും? 2 ഏരിയയിൽ വരും. അത് മാത്രം ആലോചിച്ച് വെച്ചാൽ മതി. ഇനി ഇതിന്റെ ഹൈപ്പോത്തസിസ് നമ്മൾ എങ്ങനെ സെറ്റ് ചെയ്യാന്നറിയോ? H0 നൾ ഹൈപ്പോത്തസിസ് അതെപ്പോഴും ഇങ്ങനെ തന്നെയാണ്. നൾ ഹൈപ്പോത്തസിസ് H0 മ്യൂ ഈക്വൽ ടു മ്യൂ 0 ആയിരിക്കും. ആൻഡ് അൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് മ്യൂ നോട്ട് ഈക്വൽ ടു മ്യൂ 0 ആയിരിക്കും. എന്നിട്ട് നമ്മൾ ഒന്ന് ആക്സെപ്റ്റ് ചെയ്യും, ഒന്ന് റിജക്ട് ചെയ്യും. അതെങ്ങനെയാണുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാം. റെഡി ആണല്ലോ? നമുക്ക് അതിന്റെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ അത് ക്ലിയർ ആക്കാം. സോ പ്രശ്നമൊന്നുമില്ല, ഈസിയാണ്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണ്. ഇനിയാടാ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ പഠിച്ചു വെക്കുക. ക്രിട്ടിക്കൽ വാല്യൂസ്. ഈ വാല്യൂസ് z ആൽഫ ബൈ 2 z നമ്മൾ എടുക്കുന്ന വാല്യൂസ് ആണ്. ഈ z ആൽഫ ബൈ 2 ഇത് നമ്മൾ ഓൺലി ഫോർ ടു ടൈൽഡിനാണ് ഇത് യൂസ് ചെയ്യുക, ടു ടൈൽഡ് ടെസ്റ്റിന്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ 2 വാല്യൂസും വൺ ടൈൽഡ്. ഓക്കെ, അപ്പോൾ ആ കാര്യം ആലോചിച്ച് വെച്ചാൽ മതി. അപ്പോൾ വൺ ടൈൽഡ് ആണെങ്കിൽ z ആൽഫ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ടു ടൈൽഡ് ആണെങ്കിൽ z ആൽഫ ബൈ 2 ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക. വാട്ട് ഈസ് ദാറ്റ്? അതെന്തിനാ? ഓക്കെ അല്ലേ? റെഡി. എടാ അങ്ങനെയാണെങ്കിൽ 2 ക്വസ്റ്റ്യൻ കൂടിയും ചെയ്താൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് ഇത് തന്നെയാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഒന്നും കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഈസിയാണ്. വേറെ കാര്യങ്ങളോ കോംപ്ലിക്കേഷൻസോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ചോദ്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം. ഓക്കെ ആണല്ലോ? നോക്കിക്കേടാ. ഒരു റിസർച്ച് ചെയ്യുന്ന ആൾ വിഷസ് ടു ടെസ്റ്റ് ദ ക്ലെയിം ദാറ്റ് ആവറേജ് കോസ്റ്റ് ഓഫ് എ ട്യൂഷൻ ആൻഡ് ഫീസ് അറ്റ് കോളേജ് ഈസ് ഗ്രേറ്റർ ദാൻ 5500. അതായത് പിന്നെ ഹി സെലക്ട് എ റാൻഡം സാമ്പിൾ ഓഫ് 36 കോളേജ് സ്റ്റുഡൻസ് ആൻഡ് ഫൈൻഡ് ദ മീൻ ടു ബി RS 5950. ദ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് 659. ഈസ് ദർ എവിഡൻസ് ടു സപ്പോർട്ട് ക്ലെയിം അറ്റ് ആൽഫ 0.05. നമ്മൾ ചെയ്യുന്നത് ശ്രദ്ധിച്ചോ. ഇതേപോലെ ഈ എവിഡൻസ് ക്ലെയിം ചെയ്യാനുള്ള എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്കത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പറയണം, ടെസ്റ്റ് വെച്ച് പറയണം. എടാ നോക്കിക്കേ, ഇവിടെ നിങ്ങൾ യൂസ് ചെയ്യുന്നത് z എന്ന് പറയുന്ന ഒരു വാല്യൂ നമ്മൾ ഫൈൻഡ് ചെയ്യും. z വളരെ സിമ്പിളാണ്. എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ബൈ റൂട്ട് 10. എക്സ് മൈനസ് മ്യൂ അല്ലെങ്കിൽ മ്യൂ 0 എന്ന് നമ്മൾ എഴുതാം. എക്സ് മൈനസ് മ്യൂ 0 ബൈ സിഗ്മ ബൈ റൂട്ട് 10. ഇനി നിങ്ങൾക്ക് വേണ്ട വാല്യൂസ് ഒക്കെ നോക്കിക്കേ. എക്സ് ബാർ ആണ്. എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ ബൈ റൂട്ട്. നോക്കിക്കേടാ, വളരെ സിമ്പിൾ ആണ്, വലിയ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് വേണ്ടതെടാ H0 ഒരു നൾ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യുക. H0 എടാ നിങ്ങളോട് പറഞ്ഞത് 5700-നേക്കാളും കൂടുതലാണെന്ന് അയാൾ ക്ലെയിം ചെയ്തു എന്നല്ലേ. അപ്പം നിങ്ങൾ മ്യൂ ആയിട്ട് നിങ്ങളിതാ മ്യൂ 5700 ആണെന്ന് കൺസിഡർ ചെയ്യുക. അതായത് അയാൾ ഫൈൻഡ് ചെയ്ത വാല്യൂ 5700. അപ്പം മ്യൂ ഈക്വൽ ടു 5700. അതായത് മ്യൂ 0 എന്ന് പറഞ്ഞാൽ എത്രയാ? 5700. അത് നമ്മൾ അവിടെ സെറ്റ് ചെയ്തു. ഇനി അടുത്തത് നൾ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ മ്യൂ എടാ ഇവിടെ നോക്ക്. ഇവിടെ നിങ്ങളോടൊരു കാര്യം പറഞ്ഞത് ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ നിങ്ങൾ ഗ്രേറ്റർ ദാൻ 5700 ഇങ്ങനെ എടുത്താൽ മതി. അപ്പൊ റൈറ്റ് ടൈൽഡാ. ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ റൈറ്റ് ടൈൽഡാ. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ സാർ. ഇനിടാ നിങ്ങൾക്ക് ഇവിടെ തന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തെഴുതിക്കുക. എക്സ് ബാർ തന്നിട്ടുണ്ടോ? ഉണ്ട്. 36 കോളേജ് സ്റ്റുഡൻറ്റിൻ്റെത് നിങ്ങൾ ഫൈൻഡ് ചെയ്തപ്പോൾ മീന് കിട്ടിയത് 5950. അതായത് എക്സ് ബാർ ഈസ് ഈക്വൽ ടു, ഇത് പഠിച്ചു വെക്കണേ, ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ എക്സ് ബാർ ഈസ് ഈക്വൽ ടു 5950. ആൻഡ് അടുത്ത നോക്കിക്കേ, മ്യൂ 0 ആയിട്ട് നമ്മൾ ഫൈൻഡ് ചെയ്തത് 5700. ആൻഡ് സിഗ്മ ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലേ സിഗ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്രയാ? 659. ആൻഡ് വാട്ട് ഈസ് 36 കോളേജ് സ്റ്റുഡൻസിൻ്റെതല്ലേ ഫൈൻഡ് ചെയ്തത്. അപ്പോൾ n ഈക്വൽ ടു 36. അപ്പോൾ z നോക്കിക്കേ, z ഇസ് ഈക്വൽ ടു എക്സ് ബാർ 5950 മൈനസ് 5700 ഡിവൈഡഡ് ബൈ സിഗ്മ ബൈ റൂട്ട് 10. അപ്പോൾ 659 ബൈ റൂട്ട് 36. അതായത് 250 ബൈ 659 ബൈ 6 എന്ന് വരും. അതായത് ഒന്നുകൂടി അടിപൊളിയാക്കി ചെയ്താൽ 259 ഇൻറ്റു 6 ബൈ 659 എന്ന് വരും. അപ്പോൾ 1250 ബൈ 659. അതായത് സെഡിൻ്റെ വാല്യൂ എത്രയാടാ? സെഡിൻ്റെ വാല്യൂ വേഗം ഒന്ന് കാൽക്കുലേറ്ററിൽ ഫൈൻഡ് ചെയ്തിട്ട് പറഞ്ഞേ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് സെഡിൻ്റെ വാല്യൂ? കാൽക്കുലേറ്റർ ഇവിടെ. ഓക്കെ, 1250 ബൈ 659 1.89. അപ്പോൾ സെഡിൻ്റെ വാല്യൂ സാർ 1.89. ഇതാണ് സെഡ് വാല്യൂ. ഇനി എന്താ ചെയ്യേണ്ടത്? ഒന്നുമില്ല, വളരെ ഈസിയാണ്. നിങ്ങൾക്ക് സെഡിൻ്റെ വാല്യൂ 1.89 കിട്ടി.
ഇത് റൈറ്റ് ടൈൽഡ് അല്ലേ, ഇവിടെ ആൽഫ എത്രയാ 0.05. എടാ നിങ്ങൾ ആൽഫ 0.05 ആകുമ്പോൾ ഈ വാല്യൂ പഠിച്ചു വെക്കണേ. ആൽഫ 0.05 ആകുമ്പോൾ നിങ്ങൾക്ക് സെഡ് വാല്യൂ എത്ര കിട്ടിയത്? സെഡ് ആൽഫ എന്ന് പറയുന്നത് 1.645. 1.645 അത് കിട്ടി. ഇനി നിങ്ങൾ നോക്കിക്കോ, മോഡ് സെഡ് ഗ്രേറ്റർ ദാൻ സെഡ് ആൽഫ ബൈ 2 ആണെങ്കിൽ, മോഡ് സെഡ് ഗ്രേറ്റർ ദാൻ, ഇവിടെ വൺ ടൈൽ ആയതുകൊണ്ട് സെഡ് ആൽഫ, മോഡ് സെഡ് എന്ന് പറഞ്ഞാൽ 1.89 ആണ്. അപ്പൊ മോഡ് സെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും മോഡ് സെഡ് എന്ന് പറഞ്ഞാലും 1.89 ആണ്. അപ്പൊ 1.89 ഗ്രേറ്റർ ദാൻ, എടാ ഇവിടെ നിങ്ങൾ നോക്ക്, ആൽഫ എന്ന് പറയുന്നത് 0.05 ആ. അപ്പൊ സെഡ് ആൽഫ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇവിടെ ആൽഫ 0.05 ആണെങ്കിൽ സെഡ് ആൽഫ എന്ന് പറയുന്നത് എത്രയാ? 1.64. അപ്പോൾ സെഡ് ആൽഫ എന്ന് പറയുന്നത് 1.64 ആണ്. അതായതെടാ നിങ്ങളുടെ മോഡ് സെഡിന്റെ വാല്യൂ 1.64 ഇതിനേക്കാളും കൂടുതലല്ലേ? മോഡ് സെഡ് ഗ്രേറ്റർ ദാൻ സെഡ് ആൽഫ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാന്നറിയോ? മോഡ് സെഡ് ഗ്രേറ്റർ ദാൻ സെഡ് ആൽഫ ആണെങ്കിൽ റിജക്റ്റ് H0. ഇത് ട്രൂ ആണെങ്കിൽ ഇത് ട്രൂ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? റിജക്റ്റ് H0. നിങ്ങളുടെ ഹൈപ്പോത്തസിസ് എന്തായിരുന്നു അത് റിജക്റ്റ് ചെയ്യും. ഞാൻ ഹൈപ്പോത്തസിസ് എന്താ എഴുതിയത്? H0 മ്യൂ ഈക്വൽ ടു 5700. അപ്പൊ നമ്മൾ ഇത് എന്ത് ചെയ്യും? ഇത് മെല്ലെ അങ്ങ് റിജക്റ്റ് ചെയ്യും. ഇത് റിജക്റ്റ് ചെയ്യും. അത് റിജക്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്സെപ്റ്റ് എന്ത്? H1. ഇത് റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ H1 ആക്സെപ്റ്റ് ചെയ്യും. വിച്ച് മീൻസ് H1 ആക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ H1 മ്യൂ ഗ്രേറ്റർ ദാൻ 5700. അതായത് മ്യൂ ഗ്രേറ്റർ ദാൻ 5700 ഇതാണ് അയാൾ ക്ലെയിം ചെയ്തത്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാവും? അയാൾ പറഞ്ഞെന്താ? റിസർച്ചർ വിഷ് ടു ടെസ്റ്റ് ദ ക്ലെയിം ദാറ്റ് ദ ആവറേജ് കോസ്റ്റ് ഓഫ് ട്യൂഷൻ ഫീ ഈസ് ഗ്രേറ്റർ ദാൻ 5700. അതാണ് നൾ ഹൈപ്പോത്തസിസ്, അൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ് ആയിട്ട് എടുത്തത്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ആവറേജ് ഫീ മ്യൂ 5700-നേക്കാളും കൂടുതലാണ്. അപ്പൊ ആക്സെപ്റ്റ് ചെയ്തു. അപ്പൊ മ്യൂ ഗ്രേറ്റർ ദാൻ 5700. യെസ്, 1.96 അല്ലേന്നോ? 1.96 കിട്ടിയത് ആണോ? ഞാൻ കാൽക്കുലേറ്ററിൽ അടിച്ച് തെറ്റിയതാണ്. 1259 50/659. 1.89 അല്ലേ? ഏതാ 1. ഷാഹിദ് അഫ്രീദി. എടാ 1.96 ആകാശേ, 1.96 ഏതാടാ പറഞ്ഞേ? യെസ്, ഇതാണോ നീ 1.96 അല്ലെന്ന് എടുത്തത്? എടാ ഇത് എടുക്കരുത് കേട്ടോ. ഇത് നമ്മൾ പറഞ്ഞു ടു ടൈൽഡ് ടെസ്റ്റ് ആണെങ്കിൽ മാത്രമേ ഇത് നമ്മൾ എടുക്കൂ. ടു ടൈൽഡ് ആണെങ്കിൽ മാത്രമേ 1.96 എടുക്കൂ. സെഡ് ആൽഫ ആണ് കൺസിഡർ ചെയ്യുക. ഏത് കേസിൽ? വൺ ടൈൽഡ് ആണെങ്കിൽ നോക്കിക്കേ ഇത്രയല്ലടാ സംഭവം. നമ്മൾ വരച്ചത് നമ്മളെ പ്രോബബിലിറ്റി കർവ് ഇങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, നമ്മൾ ക്രിട്ടിക്കൽ റീജിയൻ ആയിട്ട് എടുക്കുന്നത് ഇതാ ആൽഫ എന്ന് പറയുന്നത് നമ്മുടെ വാല്യൂ എത്രയാ? 0.05. ആൽഫ 0.05 ആണ്. അപ്പൊ നമ്മുടെ സെഡ് ആൽഫ ബൈ 2, സെഡ് ആൽഫ എന്ന് പറയുന്നത് 1.64. ഇതാണ് സെഡ് ആൽഫ എന്ന് പറയുന്നത് 1.64 ക്രിട്ടിക്കൽ വാല്യൂ. ഇതിനേക്കാൾ കൂടുതലാണ് ഈ 1.89 വരുന്നത്. അതായത് 1.89 എന്ന് പറയുന്നത് ഈ റീജിയനിലാണ് ഉണ്ടാവുക. ഈ റീജിയനിലാണ് നമ്മളത് എടുക്കുവോ? ഇല്ല. ആ റീജിയനിലാണ് നമ്മൾ എന്താ ചെയ്യുക? റിജക്റ്റ് ചെയ്യും. അപ്പൊ റിജക്റ്റ് ആരാ? നൾ ഹൈപ്പോത്തസിസ് H0. അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഓക്കെ, 1.89 റെഡിയടാ, സിമ്പിൾ. അപ്പൊ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പൊ ഈ കാര്യം കൃത്യമായിട്ട് ആലോചിച്ച് നോക്കുക. വളരെ സിമ്പിൾ ആണ്, നമുക്ക് അത്യാവശ്യമായിട്ടുള്ളതാ. റെഡി. ഇനി ഇതേപോലെ ഒരു ടു ടൈൽഡിനോടും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ചാപ്റ്റർ സ്റ്റോപ്പ് ചെയ്യാം. ആൻഡ് അടുത്ത ചാപ്റ്റർ അതെങ്ങനെയാ മനസ്സിലാവുന്നത്? ടു ടൈൽഡ് ആണോ? അത് ഞാൻ ഇപ്പം ശരിയായി തരാം. ഇവിടെ നിങ്ങൾക്ക് ഒരു ഒറ്റ കാര്യത്തിൻ്റെത് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ. ടു ടൈൽഡ് ആണെങ്കിൽ നോക്കിക്കോ. എ സർവേ ഫൗണ്ട് ദാറ്റ് ആവറേജ് ഹോട്ടൽ റൂം ഹോട്ടൽ റൂം റേറ്റ് ഇൻ ന്യൂഡൽഹിയിൽ ആവറേജ് റേറ്റ് പറഞ്ഞിട്ടുണ്ട് 5380. അവിടെ നിൽക്കട്ടെ. ആൻഡ് ആവറേജ് റൂം റേറ്റ് ഇൻ മുംബൈയിലത്തതും പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയടാ, മുംബൈയും എടുക്കുക ന്യൂഡൽഹിയും എടുക്കുക. മുംബൈ എടുക്കുക, ന്യൂഡൽഹി എടുക്കുക. സിമ്പിൾ ആണ്, ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് ഫൈൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. മുംബൈ എടുക്കുക, ന്യൂഡൽഹി എടുക്കുക. അപ്പോൾ നോക്കിക്കേ, മുംബൈ എടുക്കുന്നുണ്ട്, ന്യൂഡൽഹി ഒന്നും വേണ്ട, ഡൽഹി മതി. ഓവർ ഡെക്കറേഷൻ ഒന്നും വേണ്ട, ന്യൂഡൽഹി മതി. അപ്പോൾ നോക്കിക്കോ, ഇവിടെ രണ്ടിടത്തും തന്നിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. വളരെ ഈസിയാണ്. നമ്മൾ ആദ്യം ഇവിടെ എന്ത് ചെയ്യും? ടു ടൈൽഡാന്ന് മനസ്സിലാക്കി ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. രണ്ട് കാര്യങ്ങൾ, നേരത്തെ ഒരൊറ്റ ഒന്ന് മാത്രമേ ഉള്ളായിരുന്നു. ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് മുംബൈയിലെ ആവറേജ് ഹോട്ടൽ റൂം റേറ്റ്, അതായത് മുംബൈയിലെ എക്സ് ബാർ എന്ന് പറയുന്നത് 5380. ആൻഡ് ഡൽഹിയിലെ എക്സ് ബാർ എന്ന് പറയുന്നത് മുംബൈയിലത്തതല്ല, ഇത് ഡൽഹിയിലത്തല്ലേ. ഡൽഹിയിലത്തത് 5380, മുംബൈയിലത്തത് 4840. ഓക്കെ, 4840. ഓക്കെ, റെഡി. അപ്പൊ മുംബൈയിലത്തോ ഡൽഹിയിലത്തോ എഴുതിയ. ഇനി 2 samples of 15 hotels. രണ്ടിലും സാമ്പിൾ സൈസ് N. ഇവിടുത്തത് N1 കൊടുത്തു, ഇവിടുത്തത് N2 കൊടുത്തു. രണ്ടും എത്രയാണ്? 50 ആണ്. രണ്ടും 50
ഓക്കെ, രണ്ടും 50 ആണ്. അപ്പോൾ ഒരു പ്രശ്നമൊന്നുമില്ല. രണ്ടും നമ്മൾ എന്ത് കൊടുത്തു? 50 എന്ന് കൊടുത്തു. സിമ്പിൾ, ഈസിയാണ്, പ്രശ്നമൊന്നുമില്ല. ഇനി നോക്കിക്കോ, അടുത്ത നിങ്ങൾക്ക് വേണ്ടത് ആൽഫ അറിയാം ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും നിങ്ങൾക്ക് അറിയാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് പോപ്പുലേഷൻ ആർ എസ് സിഗ്മ 1 എന്ന് പറഞ്ഞാൽ 312 ആണ്. 3 ഇതൊന്നുമില്ല, 312. സിഗ്മ 2 എന്ന് പറഞ്ഞാൽ 288. അപ്പോൾ രണ്ടിൻ്റെ ഒന്നും കിട്ടി. അപ്പോൾ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ടെങ്കിൽ സാർ ഇതെപ്പോൾ കഴിയും? ഒരൊറ്റ ചാപ്റ്റർ കൂടിയേ ഉള്ളൂ, നമുക്ക് പെട്ടെന്ന് തീർക്കട്ടോ. സോ ഡോൺ വറി. എടാ ഈ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി അടുത്തത് ഇതൊക്കെ ഓക്കെയാണ്. ഇനി ടു ടൈൽഡ് ആയതുകൊണ്ട്, ടു ടൈൽഡ് ആയ എങ്ങനെ മനസ്സിലായത് സാർ? നമ്മൾ രണ്ടെണ്ണം കമ്പയർ ചെയ്യുന്നുണ്ട്. മുംബൈയും ഡൽഹിയും രണ്ടാളുണ്ട്. അപ്പോൾ രണ്ട് ടൈൽ, രണ്ടെണ്ണം വരും. അത്ര മാത്രം ആലോചിച്ച് വെച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ എടാ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മളുടെ നൾ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യുക. H0 നൾ ഹൈപ്പോത്തസിസ് എപ്പോഴും മ്യൂ ഈക്വൽ ടു μ0 എന്ന് തന്നെ എഴുതുക നമ്മൾ. അപ്പോൾ ഇവിടെ രണ്ടെണ്ണം ഉള്ളത് കൊണ്ട് μ1 ഈക്വൽ ടു μ2 എന്ന് എഴുതിയാൽ മതി. ഇതാണ് നൾ ഹൈപ്പോത്തസിസ്. ഓക്കെ, ഇനി അൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ H1 μ1 ഒരിക്കലും എന്തല്ല, μ2 അല്ല. ഇനി നിങ്ങളോട് എന്താ കാണാൻ പറഞ്ഞു നോക്കിക്കേ. Can it be concluded that there is a significant difference in the rate? അതിൻ്റെ റേറ്റുകൾ തമ്മിൽ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ടോയെന്നാണ് ചോദിച്ചത്. സിഗ്നിഫിക്കൻസ് ഡിഫറൻസ് ഇല്ലെങ്കിൽ നൾ ഹൈപ്പോത്തസിസ് H0 എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതായിരിക്കും. സിഗ്നിഫിക്കൻസ് ഡിഫറൻസ് ഉണ്ടാവില്ല. നൾ ഹൈപ്പോത്തസിസിൽ നോ ഡിഫറൻസ്. H1 ആണ് ആക്സെപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഡിഫറൻസ് ഉണ്ടാകും. അങ്ങനെയാണ് നോക്കടാ. നമുക്ക് എന്താ നോക്കാം? μ1 μ2 ഈക്വൽ ആയത് ഇരുന്നാൽ മതി. ഇനി നിങ്ങൾ ഫൈൻഡ് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ Z രണ്ടെണ്ണം ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഫൈൻഡ് ചെയ്യേണ്ടത് എന്താണെന്നറിയോ? വലുതെന്ന് ചെറുത് കുറച്ചാൽ മതി. ഇവിടെ ഒന്ന് x1 എടുക്കുക, ഒന്ന് x2 എടുക്കുക. അപ്പോൾ ദാ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. x2 ബാർ മൈനസ് x1 ബാർ. വലുതെന്ന് ചെറുത് കുറയ്ക്കണേ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഡൽഹിയാണ് x1 എടുത്തതെങ്കിൽ ഞാൻ x1 ബാർ മൈനസ് x2 ബാർ എന്ന് എഴുതാം. അപ്പോൾ ഡിവൈഡഡ് ബൈ ഇത്രയേ ഉള്ളൂ. ഡിവൈഡഡ് ബൈ സിഗ്മ 1 സ്ക്വയർ ബൈ n1 പ്ലസ് സിഗ്മ 2 സ്ക്വയർ ബൈ n2. ഇത്രയല്ലടാ, വളരെ ഈസി. അപ്പോൾ ഇത് പഠിച്ചു നോക്കുക. ആൻഡ് ഇതിൻ്റെ കാൽക്കുലേഷൻ ഒന്ന് ചെയ്ത് നോക്കിക്കുക. എല്ലാ വാല്യൂസും നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. Z ഈക്വൽ ടു വലുത് x2 എത്രയാ? 5380 മൈനസ് ചെറുത് എത്രയാ? ചെറുത് 4840 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ്, ഇത് നിങ്ങൾ കാൽക്കുലേറ്റർ ചെയ്ത് നോക്കണം കേട്ടോ. സിഗ്മ സ്ക്വയർ ബൈ n1. സിഗ്മ സ്ക്വയർ ഈ ഇക്വേഷൻ പഠിച്ചു നോക്കണേ, വളരെ ഇമ്പോർട്ടൻറ്റ്. ടു ടൈൽ ആണെങ്കിൽ നമ്മൾ Z ടെസ്റ്റ് യൂസ് ചെയ്താൽ ചെയ്യുക ഇങ്ങനെ. ഓക്കെ, പോപ്പുലേഷൻ നോൺ ആണെങ്കിൽ അൺനോൺ ആണെങ്കിൽ നമ്മൾ S1 കൊടുക്കും. വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. സോ x2 ഇനി എത്രയാണ്? സിഗ്മ 1 സ്ക്വയർ. അപ്പോൾ 312 സിഗ്മ 1 എന്ന് പറഞ്ഞാൽ 312 അല്ലേ? അപ്പോൾ 312 സ്ക്വയർ ഡിവൈഡഡ് ബൈ n1 എത്രയാടാ? 50 പ്ലസ് അടുത്തത് എത്രയാണ്? അടുത്തത് സിഗ്മ 2 288 സ്ക്വയർ ബൈ 50. അപ്പോൾ നമ്മുടെ ആൻസർ 0 4 13 8 കുറച്ചാൽ 5. അപ്പോൾ 540 നമ്മുടെ ആൻസർ വരിക ന്യൂമറേറ്ററിൽ. അപ്പോൾ ന്യൂമറേറ്ററിൽ 540 വരും. ഡിനോമിനേറ്ററിൽ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കട്ടോ, വലിയ ആൻസർ ആയിരിക്കും. 312 സ്ക്വയർ 288 സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് 50 എന്ന് വരും. ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കുക. നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ നോക്കുക. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 540 ബൈ 312 സ്ക്വയർ 312 ഇൻറ്റു 312. ഓ, വലിയ ആൻസറാണ് വരിക. 288 ഇൻറ്റു 288 ഡിവൈഡഡ് ബൈ 50 അതിൻ്റെ റൂട്ട്. ഓക്കെ, 540 ബൈ ദ ആൻസർ 8.99 ആണ് ആൻസർ കിട്ടുക. ഓക്കെ, അതായത് Z എന്ന് പറഞ്ഞാൽ 8.99. അപ്പോൾ ഇനി എങ്ങനെ കൺക്ലൂഡ് ചെയ്യുക? എടാ ഇത്രേ ഉള്ളൂ. മോഡ് Z ഗ്രേറ്റർ ദാൻ Z ആൽഫ ബൈ 2 ആണോ നോക്കുക. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? H0 റിജക്ട് ചെയ്യേണ്ടി വരും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ കഴിയാനായി. അപ്പോൾ മോഡ് Z ആൽഫ ബൈ 2. എടാ ഇവിടെ ആൽഫ തന്നത് നിങ്ങൾ നോക്കിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 ടൈൽഡ് ടെസ്റ്റിനാണെങ്കിൽ 0.05 ആണ് ആൽഫ എങ്കിൽ Z ആൽഫ ബൈ 2 എന്ന് പറയുന്നത് എത്രയാ? 1.96. അതാണ് ഞാൻ പറഞ്ഞ ഡിഫറൻസ്. 2 ടൈൽഡിനാണെങ്കിൽ നമ്മൾ ഇതാ എടുക്കേണ്ടത്. അപ്പോൾ 0.05 അല്ലേ നമ്മുടെ സിഗ്നിഫിക്കൻസ് ലെവൽ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എടാ Z ആൽഫ എന്ന് പറയുന്നത് 0.05. ആ ടേബിൾ കാണാണ്ട് പഠിച്ചാൽ മതി. Z ആൽഫ ബൈ 2 എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ വാല്യൂ എത്രയാണ് കിട്ടിയത്? 1.96. യെസ്, 1.96. അപ്പോൾ ഇവിടെ നോക്കിക്കടാ, Z ആൽഫ ബൈ 2 മോഡ് Z എന്ന് പറയുന്നത് ഇത് തന്നെ ആയിരിക്കും. നെഗറ്റീവ് ഒന്നല്ലല്ലോ. അപ്പോൾ മോഡ് Z അഥവാ നിങ്ങൾ നെഗറ്റീവ് എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോഡ് Z എടുക്കുമ്പോൾ അത് പോസിറ്റീവ് ആയിക്കോളൂ കേട്ടോ. അത് പോസിറ്റീവ് ആയിരിക്കും. സോ 8.99 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ആരെക്കാളടാ? 1.916 916. ഓക്കെ, റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 1.916 ഇല്ല, 1.96 ഉള്ളൂ. എടാ സിമ്പിൾ ആണ്. ഇനി നിങ്ങൾ പറയേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. Z ഗ്രേറ്റർ ദാൻ Z ആൽഫ ബൈ 2. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഗ്രേറ്റർ ദാൻ ആയില്ലേ? ഇത് ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്? റിജക്റ്റ് H0 അങ്ങ് റിജക്റ്റ് ചെയ്യണം. H0 റിജക്റ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്സെപ്റ്റ് H1.
ആക്സെപ്റ്റ് H1. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കേടാ, H1 ആയിട്ട് നിങ്ങൾ എടുത്തത് എന്താ? μ1 നോട്ട് ഈക്വൽ ടു μ2. അതായത് രണ്ട് സിറ്റിയിലെ μ1ഉം μ2ഉം അവിടുത്തെ മീന്, ആ രണ്ട് സിറ്റിയിലെ മീൻ ഈക്വൽ അല്ല. അപ്പം ഇതിന്റെ മീനിങ് നമ്മൾ ക്വസ്റ്റ്യൻ നോക്കിക്കേ, ക്യാൻ ഇറ്റ് ബി കൺക്ലൂഡഡ് ദാറ്റ് ദർ ഈസ് എ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഇൻ ദ റേറ്റ്? എന്തായാലും അവിടെ എന്തുണ്ട്? ദർ ഈസ് എ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ്. ദർ ഈസ് എ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഇൻ ദ റേറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്ര മാത്രം പഠിച്ചാൽ മതി, വളരെ സിമ്പിളാണ്. അപ്പോൾ ഈ 2 ടൈൽഡ് ടെസ്റ്റും 1 ടൈൽഡ് ടെസ്റ്റും ഒന്ന് കൃത്യമായിട്ട് ആലോചിച്ച് വെക്കട്ടോ. ഡിഫറൻസ് ഇല്ലെങ്കിൽ നമുക്ക് എന്തായിരുന്നു? H0 ആയിരുന്നു. നൾ ഹൈപ്പോത്തസിസ് ട്രൂ ആണെങ്കിൽ μ1 ഈക്വൽ ടു μ2 ആണെങ്കിലാണ്. അപ്പോൾ വളരെ സിമ്പിളാണ്. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. ചാപ്റ്റർ കഴിഞ്ഞിട്ടില്ല, ഒരു ചാപ്റ്റർ കൂടി ബാക്കിയുണ്ട്. അതുമായിട്ട് നമ്മുടെ സ്വാതി മിസ് വരും. ദ ചാപ്റ്റർ ഈസ്, ഇതിൽ നിന്ന് എടുക്കേണ്ടി വരും അല്ലേ? എടുക്കണോ? ടെലിഗ്രാമിൽ നിന്ന് എടുക്കണോ? ഇത് ലാസ്റ്റ് അയച്ചല്ലേ? ഗുഡ് നോട്ടിൽ കിട്ടാ പോരെ? മക്കളെ ഉറങ്ങിയോ? ഇതെന്നാടാ, ഇതെടുത്തതല്ലേ ലാസ്റ്റ് എടുത്തത്? അതന്നെ ഞാൻ എടുത്ത്. ഓപ്പൺ ഇൻ ഗുഡ് നോട്ട്സ് അല്ലേ? ഗുഡ്, ഇമ്പോർട്ടൻറ്റ്. അപ്പൊ സ്വാതി മിസ്സെ പൊളിക്ക്. ലാസ്റ്റ് ചാപ്റ്റർ ആണ് എടാ, ഇത് കൂടി കഴിഞ്ഞിട്ടേ പോവട്ടോ. നാളത്തെ എക്സാം അടിപൊളിയായിട്ട് ചെയ്താ. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ, താങ്ക് യു. നമ്മളിത് പെട്ടെന്ന് പഠിച്ച് തീർക്കും, ഞങ്ങൾ ഓടിച്ച് ചാടി പെട്ടെന്ന് പഠിച്ചു തീർക്കും. ഓക്കെ ഗൈസ്, അനാലിസിസ് ഓഫ് വേരിയൻസ്. അതായത് ഇപ്പൊ ഷാമിൽ സാർ പഠിപ്പിച്ചത് നമുക്കിപ്പം സിഗ്നിഫിക്കൻസ് ഓഫ് ഒരു സിംഗിൾ മീൻ അല്ലെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ മീൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് നമ്മൾ പഠിച്ചത് അല്ലെ. ഇനി നമുക്ക് ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ പോപ്പുലേഷൻ ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ള അവസ്ഥയാണെങ്കിൽ ഇവർ തമ്മിൽ ഡിഫറൻസ് ഒക്കെ കണ്ടുപിടിക്കേണ്ടി വരും. അങ്ങനെയുള്ള അവസ്ഥകളിലാണ് നമ്മൾ അനാലിസിസ് ഓഫ് വേരിയൻസ് നടത്തുന്നത്. എടാ, അനാലിസിസ് ഓഫ് വേരിയൻസ് നമ്മളിങ്ങനെ നീട്ടി വലിച്ച് പറയില്ല. ANOVA, അനോവ എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ഓക്കെ, അനോവ. ഓക്കെ, അനാലിസിസ് ഓഫ് വേരിയൻസ് എന്നാണ് പറയുന്നത്. ഇതിനകത്ത് അനോവ ടേബിൾ ഉണ്ട്, അനോവ എന്നുള്ള പ്രോബ്ലം ഒക്കെ അങ്ങനെയാണ് വരിക. ഓക്കെ, സോ ലെറ്റ്സ് സീ. അനോവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ടു ടെസ്റ്റ് ദ സിഗ്നിഫിക്കൻസ് ഡിഫറൻസ് ഓഫ് സെവറൽ മീൻസ്. കുറേ മീനുകൾ തമ്മിലുള്ള ഡിഫറൻസിന്റെ സിഗ്നിഫിക്കൻസ് അത് നോക്കിയിട്ടാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ ഒരു പോപ്പുലേഷൻ ഉണ്ട്. അതായത് ഇവിടെ നോക്കിയാൽ മെഷീൻ എ ഇത്ര സമയം കൊണ്ട് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു, എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പൊ ഒരു ബൾബാന്ന് വിചാരിക്കാം. ഇത്ര സെക്കൻഡ്സ് കൊണ്ട് അല്ലെങ്കിൽ ഇത്ര സമയം കൊണ്ട് അത് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു കേസ് നമ്മൾ എടുക്കുകയാണ്. അപ്പൊ മെഷീൻ എന്റെ കേസിൽ നോക്കിക്കേ, മെഷീൻ എ ഒരു ഫസ്റ്റ് കേസിൽ അത് 4 സെക്കൻഡ്സിന് മുന്നേ തീർത്തു, പിന്നെ ഒരു സെക്കൻഡിൽ അത് 3 സെക്കൻഡിൽ തീർത്തു, പിന്നെ ഒരു സെക്കൻഡിൽ അത് 5 സെക്കൻഡിൽ തീർത്തു. അപ്പൊ ഈ സാമ്പിളിന്റെ ഉള്ളിൽ തന്നെ എന്തുണ്ട്? വ്യത്യാസങ്ങൾ വരുന്നുണ്ട്, വേരിയൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മെഷീൻ എയും മെഷീൻ ബിയും തമ്മിലുള്ള മീനിലും വ്യത്യാസമുണ്ട്, റൈറ്റ്? അപ്പൊ സാമ്പിളിന്റെ ഉള്ളിൽ തന്നെ വരുന്ന വ്യത്യാസങ്ങൾക്ക് നമ്മൾ വിത്തിൻ ദ സാമ്പിൾ എന്ന് പറയും. സാമ്പിളുകൾക്ക് ഇടയിലാണെങ്കിൽ വേരിയേഷൻ ബിറ്റ്വീൻ സാമ്പിൾസ് എന്ന് പറയും. ഇനി ഈ വേരിയേഷൻസ് ഒക്കെ കൂടെ കൂട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് ടോട്ടൽ വേരിയേഷൻ കിട്ടുക. നമ്മൾ അതിലേക്കൊന്നും കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. നമ്മൾ ഈ ചാപ്റ്ററിൽ 1 വേ അനോവ ആണ് ഡിസ്കസ് ചെയ്തത്. എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. അതിന് മുന്നൊരു കാര്യം കൂടെ പറയട്ടെ, നമ്മൾ ഈ ചാപ്റ്ററിൽ ആകെ 2 ചോദ്യം ചെയ്യുള്ളൂ. ഓക്കെ, ആകെ 2 ചോദ്യം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് എക്സാമിന് ഇതുവരെ കണ്ടുവന്നിട്ടുള്ളത്. ഓൾ റൈറ്റ്, സോ എന്താണ് അനോവ നോക്കിക്കേ. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു കമ്പനിയുടെ, ഇപ്പൊ ഏതെങ്കിലും ഒരു കാറിന്റെ കമ്പനി, പിന്നെ 12 ഷോറൂം നമ്മുടെ കയ്യിലുണ്ടെന്നായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ലിസ്റ്റിലുണ്ട്. അപ്പം ഇതിൽ സെയിൽസ് ഒക്കെ ഒന്ന് അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓണേഴ്സ് എന്ത് ചെയ്യുന്നു? ഈ 12 ഷോറൂമുകൾക്കും ഒരു 3 എണ്ണത്തിനെ എടുത്തിട്ട് അവർക്കൊരു അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നു. അഡ്വർടൈസ്മെന്റ് നമ്പർ 1 കൊടുക്കുന്നു. അടുത്തൊരു 3 എണ്ണത്തിന് എടുത്തിട്ട് അഡ്വർടൈസ്മെന്റ് നമ്പർ 2 കൊടുക്കുന്നു. പരസ്യങ്ങൾ പലതരത്തിൽ ഇങ്ങനെ കൊടുക്കുന്നു. അങ്ങനെ 4 പരസ്യങ്ങൾ 3 ഷോറൂംസിനായിട്ട് കൊടുക്കുന്നു. അതേ സമയം തന്നെ ഒരു 4 ഷോറൂംസിനെ എടുത്തിട്ട് ഒരു ട്രെയിനിങ്ങുകൾ 3 എണ്ണം കൊടുക്കുന്നു. അപ്പൊ ഇവിടെ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്? ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട്, അഡ്വർടൈസ്മെന്റും കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇതിന്റെ ഒക്കെ ഒരു എഫക്ട് ഷോറൂമുകളിൽ, സെയിലുകളിൽ കാണുമല്ലോ. ആ സെയിലുകളിൽ ഒരു ഡിഫറൻസ് വരുമ്പോൾ, ഒരു വ്യത്യാസം വരുമ്പോൾ, ഒന്നുകിൽ അത് അഡ്വർടൈസിന്റെ ഇമ്പാക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അത് ട്രെയിനിങ്ങിന്റെ ഇമ്പാക്റ്റ് ആയിരിക്കാം. അപ്പൊ ഇതിന്റെയൊക്കെ എഫിഷ്യൻസി അളക്കാനുള്ള ഒരു മെത്തേഡാണ് അനോവ എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഇനി ഈ അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ ട്രെയിനിങ്, ഇതിനൊക്കെ നമ്മൾ പറയുന്നത് ട്രീറ്റ്മെന്റുകൾ എന്നാണ്. ഓക്കെ, ട്രീറ്റ്മെന്റുകൾ. അപ്പൊ ഇവിടെ നോക്കി K ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. ഇപ്പൊ നമുക്കിവിടെ K ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. അതായത് ഇതിനെയാണ് ഈ ടോട്ടൽ 1 2 3 4 5 6 അല്ലെങ്കിൽ അങ്ങനെ പോകുന്നത്. ഇവിടെ 4 എണ്ണമാണ്, അതാണ് നമ്മുടെ K എന്ന് പറയുന്നത്. അവിടെ ഓർത്തിരിക്കണം, ഇതാണ് നമ്മുടെ K എന്ന് പറയുന്നത്. ഞാൻ ഇനി പ്രോബ്ലത്തിലേക്ക് പോകുമ്പോൾ ടേംസ് ആയിട്ടാണ് പോവുക. അതിനെ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഇവിടെ. ഓൾ റൈറ്റ്, സോ ഇതാണ് K ട്രീറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെയുള്ള X1 X2 അല്ലെങ്കിൽ നമ്മുടെ 12 ഷോറൂമുകളും പ്ലോട്ടുകളാണ്. ദർ ആർ n പ്ലോട്ട്സ് എന്ന് പറയാം. അപ്പൊ ഒരു ട്രീറ്റ്മെന്റിൽ നമുക്ക് ഇവിടെ 3 പ്ലോട്ട് ഉണ്ട്. ഇപ്പൊ അടുത്ത രണ്ടാമത്തെ ട്രീറ്റ്മെന്റിൽ ഇവിടെ 3 ട്രീറ്റ്മെന്റ് ഉണ്ട്. ചിലപ്പോൾ 2 ഉണ്ടാവുള്ളൂ. അങ്ങനെ സോറി,
ഒരു ട്രീറ്റ്മെന്റിൽ നമുക്ക് 3 പ്ലോട്ടുകളുണ്ട്. അങ്ങനെ ചിലപ്പോൾ 2 പ്ലോട്ടേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ 1 പ്ലോട്ടേ ഉണ്ടാവുള്ളൂ, അങ്ങനെ മാറി വരാം. ഈ പ്ലോട്ടുകളുടെ ഒക്കെ സം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും എന്നറിയോ? ക്യാപിറ്റൽ N എന്ന് പറയുന്ന ഒരു വാല്യൂ കിട്ടും. ഓർത്തിരിക്കുക, പ്ലോട്ടുകളുടെ സമ്മാണ് ക്യാപിറ്റൽ N എന്ന് പറയുന്നത്. ഇനി ഈ x1 x2 x3 എന്നൊക്കെ പറയുന്നത് ഞാൻ സം എടുത്തിട്ട് T1 T2 T3 എക്സെട്ര അതിനെ നമ്മൾ TI എന്ന് ഡിനോട്ട് ചെയ്യും. കുറെ ടോട്ടലുകളാണ്. അതുപോലെ ഈ ടോട്ടലുകളുടെ ഒക്കെ സമ്മാണ് നമ്മുടെ ഗ്രാൻഡ് ടോട്ടൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്. നമ്മൾ ഇവിടെ പഠിക്കുന്നത് വൺ വേ അനോവയാണ്. വൺ വേ അനോവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രീറ്റ്മെന്റിന് ഒരു സെറ്റ് ഓഫ് പ്ലോട്ട്സ് മാത്രം എടുക്കുന്നതിനെയാണ് വൺ വേ അനോവ എന്ന് പറയുന്നത്. 2 വേ അനോവയും 3 വേ അനോവ ഒക്കെ ഉണ്ട്. നമ്മൾ അതിലേക്ക് ഒന്നും പോകുന്നില്ല. നമുക്ക് അതിലേക്ക് നമ്മുടെ കോഴ്സിൽ ഈ ഒരു വൺ വേ അനോവ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതാണ് ഒരു അനോവ ടേബിൾ എന്ന് പറയുന്നത്. ഓൾറൈറ്റ് മക്കളെ, ഇതാണ് അനോവ ടേബിൾ. അനോവ ടേബിളില് നോക്കിക്കേ, ഇത് നിങ്ങൾ ഈ ടേബിൾ ഇതേപോലെ പഠിച്ചു വെക്കണം. കാരണം നമുക്കൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലുള്ള കാര്യങ്ങൾ ഫില്ല് ചെയ്തിട്ടാണ് നമ്മൾ ലാസ്റ്റ് കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. ഓൾറൈറ്റ്, നോക്കിയേ, ഇവിടെ നമ്മൾ DF അല്ലേ, DF ഉണ്ട്, സം ഓഫ് സ്ക്വയേഴ്സ് SS അല്ലേ, യെസ്, ഇവിടെ മീൻ സം ഓഫ് സ്ക്വയേഴ്സ് ഉണ്ട്, പിന്നെ ഇവിടെ F ഉണ്ട്, F ആൽഫ ഉണ്ട്, F ഡിസ്ട്രിബ്യൂഷൻസ് ആണ്. പിന്നെ ഇവിടെ നോക്കിയേ ബിറ്റ്വീൻ സാമ്പിൾസ് വിതിൻ സാമ്പിൾസ് എന്നുള്ള ഡിനോട്ടേഷൻ ഉണ്ട്. അപ്പൊ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നോക്കിയേ, ഇവിടെ K-1, K എന്തായിരുന്നു? ഈ ട്രീറ്റ്മെന്റുകൾ അല്ലെ, K എത്ര ട്രീറ്റ്മെന്റ് ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ K. സോ N-K, N എന്തായിരുന്നു? പ്ലോട്ടുകളുടെ സമ്മാണ് N, ക്യാപിറ്റൽ N, പിന്നെ ടോട്ടൽ N-1 എന്ന് കിട്ടി. ഇനി ബാക്കിയുള്ളത് നോക്കിക്കേ, SSB, SSW. SSB എന്ന് പറഞ്ഞാൽ സം ഓഫ് സ്ക്വയേഴ്സ് ബിറ്റ്വീൻ സാമ്പിൾസ്. സം ഓഫ് സ്ക്വയേഴ്സ് ബിറ്റ്വീൻ സാമ്പിൾസ് ഇതൊക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് എന്തുണ്ടാ? നമുക്ക് ടോട്ടലി ഫോർമുലാസ് ഉണ്ട്. സം ഓഫ് സ്ക്വയേഴ്സ് ബിറ്റ്വീൻ സാമ്പിൾസ് കണ്ടുപിടിക്കണം, അതുപോലെ സം ഓഫ് സ്ക്വയേഴ്സ് വിതിൻ സാമ്പിൾസ് കണ്ടുപിടിക്കണം. ഇതിനൊക്കെ ഫോർമുലാസ് ഉണ്ട്. അതുപോലെ മീൻ സം ഓഫ് സ്ക്വയേഴ്സ് ബിറ്റ്വീൻ സാമ്പിൾസ്, മീൻ സം ഓഫ് സ്ക്വയേഴ്സ് വിതിൻ സാമ്പിൾസ്. ഇത്രയും വാല്യൂസ്, ഈ 4 വാല്യൂസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യങ്ങൾ എളുപ്പമായി. അപ്പൊ ആ ഫോർമുല, 4 ഫോർമുല, ഈ ടേംസ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഓർത്തിരിക്കേണ്ടതായിട്ടുള്ളത്. ഇവിടെ നോക്കിക്കേ, F is equal to MSB by MSW. ഇവിടെ നിന്ന് ഈ MSBയും MSWയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് F വാല്യൂ കിട്ടും. ഇനിയാണ് നമ്മുടെ ടെസ്റ്റിംഗ് നടക്കുന്നത്. ഇവിടുന്ന് MSB by MSW ചെയ്ത് നമുക്ക് F വാല്യൂ കിട്ടും. അതുപോലെ തന്നെ F ആൽഫ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റും. F ആൽഫ എന്താ? F of K-1 N-K. നമ്മുടെ F ഡിസ്ട്രിബ്യൂഷൻ ടേബിളിൽ നിന്ന് ഇപ്പൊ K-1 ഒരു 2ഉം N-K ഒരു 7ഉം ആണെങ്കിൽ F27 എന്നുള്ള വാല്യൂ നമ്മൾ ചെക്ക് ചെയ്യാം. എന്നിട്ട് ഈ F ആൽഫയേക്കാൾ വലുതാണെങ്കിൽ നമ്മുടെ നൾ ഹൈപ്പോത്തസിസ് H നോഡിനെ നമ്മൾ റിജക്ട് ചെയ്യും, ഇല്ലെങ്കിൽ നമ്മൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യും. ഇതാണ് പ്രോസസ്സ്. ഓൾ റൈറ്റ്, ഇപ്പൊ ഞാൻ അധിക കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. നമ്മൾ പോകുന്നത് നേരെ ക്വസ്റ്റ്യനിലേക്കാണ്. സീ ദ ക്വസ്റ്റ്യൻ. The following table gives the monthly sales observed in 3 different territories. Set up a table of analysis of variance. ഒരു ANOVA table സെറ്റപ്പ് ചെയ്യാനാണ് പറയുന്നത്. അതായത് നമ്മൾ ഇതേപോലത്തെ ഒരു ടേബിൾ ഉണ്ടാക്കിയെടുക്കണം. And state your inference regarding the significance of difference in sales between territories at 1% of level of significance. 1% level of significance എന്ന് പറയുമ്പം നമ്മൾ 0.01 F ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ആണ് നോക്കേണ്ടത്. 0.01 F ഡിസ്ട്രിബ്യൂഷൻ, സോറി 0.10 അല്ലെ, ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ആണ് നമ്മൾ നോക്കേണ്ടത്. ഓൾ റൈറ്റ് മക്കളെ, അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ നിന്ന് ടേബിൾ നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? നമുക്ക് ഈ K-1 വേണം, N-K വേണം, N-1 വേണം. അതിലേക്കാണ് നമ്മൾ ആദ്യം ഫില്ല് ചെയ്യാൻ പോകുന്നത്. സോ N എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ. ഇതാണ് N1, N2, N3 എക്സെട്ര, അങ്ങനെ NK വരെ ഉണ്ട്. അതിന്റെ ഒക്കെ സം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് N കിട്ടും. സോ ഇവിടെ നോക്കിയാൽ ടോട്ടലി നമുക്ക് കിട്ടുന്നത് ക്യാപിറ്റൽ N എന്ന് പറയുന്നത് എത്രയാ? യെസ്, 72 അല്ലേ, ക്യാപിറ്റൽ N. ഇവിടെ നോക്കിയേ, N1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്ര സാധനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ക്യാപിറ്റൽ N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്ര പ്ലോട്ടുകൾ ഉണ്ട് എന്ന് പറയുന്നതാണ്. സോ ഇവിടെ നോക്കിയേ, ഇവിടെ 4 എണ്ണം ഉണ്ട് അല്ലെ, 4 പ്ലസ് ഇവിടെ 4 എണ്ണം ഉണ്ട്, അത് 4 പ്ലസ് താഴെ 4 എണ്ണം ഉണ്ട്, സോ അതും 4. ഓക്കെ, സോ 4, 4, 4, 12 ആണ് നമ്മുടെ ക്യാപിറ്റൽ N എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് നോക്കിക്കേ, ഗ്രാൻഡ് ടോട്ടൽ വേണം. അത് എത്രയാണ്? ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്, 72 ആണ്. ജസ്റ്റ് എടുത്ത് എഴുതിയാൽ മതി. ഇനി നമ്മുടെ കറക്ഷൻ ഫാക്ടർ CF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാൻഡ് ടോട്ടൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ N ആണ്. അപ്പൊ G² ബൈ N ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് വരിക? 72ന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 12 വരും അല്ലെ. നമുക്കത് കാൽക്കുലേറ്റർ വെച്ചൊന്ന് ചെയ്ത് നോക്കാം. 72 സ്ക്വയർ ഡിവൈഡഡ് ബൈ 12. അപ്പൊ 432 ആണ് നമ്മുടെ കറക്ഷൻ ഫാക്ടർ എന്ന് കിട്ടും. നിങ്ങൾ ഈ സ്റ്റെപ്പിലിടാം. ഇങ്ങനത്തെ അനോവയിൽ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അതേപോലെ അങ്ങ് ഫോളോ ചെയ്താൽ മതി. ഈ സ്റ്റെപ്സ് ഇതേപോലെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മതി. വേറെ ഒരു വ്യത്യാസവും വരാനില്ല ഇതിനകത്ത്. 432 ആണ്. ഇനി നോക്കിക്കേ, TSS.
TSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ് ആണ്, അല്ലെങ്കിൽ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഓൾ ഒബ്സർവേഷൻസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഒബ്സർവേഷൻസും ഇല്ലേ, ടേബിളിലുള്ള എല്ലാ ഒബ്സർവേഷൻസിന്റെയും സ്ക്വയർ എടുത്ത് സം ചെയ്യുക. അപ്പോൾ ഞാനത് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സ്ക്വയറിൽ സമ്മിൽ നിന്ന് നമ്മൾ കറക്ഷൻ ഫാക്ടർ മൈനസ് ചെയ്യണം. കറക്ഷൻ ഫാക്ടർ എത്രയാണ് കിട്ടിയത്? നമുക്ക് 432 ആണ് അല്ലേ. അപ്പോൾ ടോട്ടൽ സമ്മ് നമുക്ക് 462 ആണെന്ന് കിട്ടും. അതിൽ നിന്ന് 432 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 30 ആണ് നമ്മുടെ TSS എന്ന് കിട്ടും. TSS എന്തിനാണ് TSS എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുണ്ട്, ലാസ്റ്റിലേക്ക് ആവശ്യം വരും. നോക്കിക്കേ, SSB നമ്മുടെ ടേബിളിലെ ഈ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ SSB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ TI സ്ക്വയർ ബൈ NI ആണ്. എന്താണ് TI? TI എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇവിടെയുള്ള ഇതാണ് TI, T1 T2 T3. അപ്പൊ T1 സ്ക്വയർ ബൈ NI. NI എന്ന് പറഞ്ഞാൽ എന്താ? പ്ലോട്ടുകളുടെ നമ്പർ, റൈറ്റ്? സോ TI സ്ക്വയർ ബൈ NI എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ ടോട്ടൽ സമ്മ് 20 ആണ്. അപ്പം 20 സ്ക്വയർ ബൈ 4 പ്ലസ് 24 സ്ക്വയർ ബൈ 4 പ്ലസ് 28 സ്ക്വയർ ബൈ 4 ആണ് വരിക. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നോക്കിയേ, 20 സ്ക്വയർ 400 ആണ്, പിന്നെ 24 സ്ക്വയർ 576 ആണ്, പിന്നെ 28ന്റെ സ്ക്വയർ 784 ആണ്. ദ ടോട്ടൽ ഡിവൈഡഡ് ബൈ 4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ ആൻസർ കിട്ടാൻ നോക്കാം. സോ 400 പ്ലസ് 576 പ്ലസ് 784 1760 ഡിവൈഡഡ് ബൈ 4 ചെയ്ത് കഴിഞ്ഞാൽ 1760 ഡിവൈഡഡ് ബൈ 4 440 ആണ് SSB എന്ന് കിട്ടും. ഓക്കെ, കഴിഞ്ഞില്ല. 440 മൈനസ് വേണം അല്ലേ. 440 മൈനസ് കറക്ഷൻ ഫാക്ടർ എത്രയാണ്? 432 അല്ലേ, 432. സോ 440 നിന്ന് 432 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 8 ആണ് ആൻസർ കിട്ടുക. എത്ര? SSB 8 ആണ്. അപ്പൊ നടുക്ക് ഫില്ല് ചെയ്യാനുള്ള നമ്മുടെ കോളം ഇല്ലേ അനോവയിലെ, SSB എന്ന് പറയുന്നത് 8 ആണ്. ഇനി SSW വേണം. SSW എന്ന് പറഞ്ഞാൽ സ്ക്വയേഴ്സ് ഓഫ് സാമ്പിൾ സ്പേസ് വിതിൻ ദ സാമ്പിൾ സ്പേസ്, സം ഓഫ് സ്ക്വയേഴ്സ് വിതിൻ അല്ലേ. അപ്പൊ ഇവിടെ ഇത് കണ്ടുപിടിക്കാൻ TSS മൈനസ് SSB ചെയ്താൽ മതി. TSS നമ്മൾ മേലെ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് 30 ആണ്. 30 മൈനസ് SSB എത്രയാ? 8. അപ്പോൾ 22 വരും. SSW കിട്ടി. ഇനി അടുത്ത കണ്ടുപിടിക്കാനുള്ളത് നോക്കിയേ, നമുക്ക് ഈ കോളം ഫില്ല് ചെയ്യാണ്ട് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം K-1 N-K N-1. അത് നമുക്ക് ഓൾറെഡി Kയും N-ഉം ഒക്കെ കിട്ടിയത് കൊണ്ട് സിമ്പിളായിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. N-1 ടോട്ടൽ N എന്ന് പറയുന്നത് ടോട്ടൽ N എത്രയാണെന്നുള്ള 12 ആയിരുന്നു. അപ്പോൾ N-1 11 ആണ്. K-1 K എന്ന് പറയുന്നത് 3 അല്ലായിരുന്നോ? 3 എന്ന് പറയുമ്പോൾ -2. പിന്നെ N-K എന്ന് പറഞ്ഞാൽ 12 മൈനസ് 2 10 ആണ് വരിക. അപ്പോൾ ഇതാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരുന്നത്. ഇനി നമുക്ക് ഫില്ല് ചെയ്യേണ്ടത് മൂന്നാമത്തെ കോളത്തിലുള്ളതായിരുന്നു. അത് SSB ബൈ K-1 ആണ്, മീൻ ഓഫ് സം ഓഫ് സ്ക്വയേഴ്സ് ബിറ്റ്വീൻ സാമ്പിൾസ് എന്ന് പറയുന്നത്. ഓൾ റൈറ്റ്. അപ്പോൾ ഇവിടെ SSB ബൈ K-1 ചെയ്തേ. SSB നമുക്ക് 8 ആണ് കിട്ടിയത് അല്ലേ. 8 ബൈ 2 അതായത് 4 ആണ് MSB വരിക. പിന്നെ SSW ബൈ N-K SSW 10 ബൈ N-K. അയ്യോ സോറി, SSW 10 അല്ല, SSW 22 ആണ്. SSW 22 ബൈ 10 2.2 വരും. ഇനി MSB ബൈ MSW MSB ബൈ MSW എവിടെ MSB? F എന്ന് പറയുന്നത് നമ്മുടെ ഫൈനൽ വാല്യൂയിലേക്ക് എത്തി. MSB ബൈ MSW അതായത് 4 ഡിവൈഡഡ് ബൈ 2.2 അല്ലേ. 4 ബൈ 2.2 എത്ര വാല്യൂ വരുന്നത്? 4 ബൈ 2.2 1.8181 എക്സെട്ര. ഇതാണ് നമ്മുടെ വാല്യൂ വരിക. എഫിന്റെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് വേണ്ടത് എഫ് ആൽഫയാണ്. എഫ് ആൽഫ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് K-1 N-K. സോ എഫ് വാല്യൂ ഓഫ് K-1 എന്ന് പറഞ്ഞാൽ 2 ആണ്. N-K എന്ന് പറഞ്ഞാൽ 10 ആണ്. നമ്മൾ ഈ വാല്യൂ എവിടെ നിന്ന് കണ്ടുപിടിക്കണം? നമ്മുടെ ഈ ഡിസ്ട്രിബ്യൂഷൻ ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കണം. സോ എഫ് 210 എന്ന് പറഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് 2 നോക്കുക, പിന്നെ 10 നോക്കുക. 2.92 ആയിരിക്കും. 2.92. എടാ നമ്മുടെ കണ്ടീഷൻ എന്തായിരുന്നു? എഫ് ഗ്രേറ്റർ ദാൻ എഫ് ആൽഫ ആവുകയാണെങ്കിൽ H നോട്ട് നമ്മൾ റിജക്ട് ചെയ്യണം. ഇപ്പൊ ഏതാ കേസ്? എഫ് ലെസ് ദാൻ എഫ് ആൽഫ ആണ്. സോ H നോട്ടിനെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം. ക്ലിയർ ആയോ? ഇങ്ങനെയാണ് നമ്മൾ അനോവ ക്വസ്റ്റ്യൻ ടേബിൾ ഉണ്ടാക്കേണ്ടത്. ഈ ടേബിൾ ജസ്റ്റ് ഉണ്ടാക്കി വെക്കാം. നോക്കിയേ, DF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയായിരുന്നു വാല്യൂസ് വന്നത്? SSBയുടെ അവിടെ K-1 അല്ലെ, K-1 2, പിന്നെ N-K എന്ന് പറഞ്ഞാൽ 10, ടോട്ടൽ 11. ഓക്കെ, പിന്നെ വരുന്നത് SSന്റെ അവിടെ SSB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാല്യൂയുടെ SSB 8 വരും. SSB 8 ആണ്. SSW 22 ആണ്. പിന്നെ MSS അല്ലെങ്കിൽ MSB ആണ്, അത് 4 വരും. ഇവിടെ എന്താ വരുന്നത്? MSW 2.2 വരും. F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.818 വരും. F ആൽഫ എന്ന് പറഞ്ഞാൽ 2.92 വരും. ഇതാണ് നമ്മുടെ
ടേബിൾ. ക്ലിയർ അല്ലേ മക്കളെ? ഇതാണ് നമ്മുടെ ടേബിൾ വരിക കേട്ടോ. TSS നമുക്ക് 30 ആവശ്യമുണ്ട് കേട്ടോ. 30. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇതാണ് നമ്മുടെ അനോവയിലെ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യന് വരുന്നത്. ഇനി ഇതേ ടേബിൾ ഫില്ല് ചെയ്യാൻ വരും. നമുക്ക് അധികം വലിയ കാൽക്കുലേഷൻസ് ഒന്നും തരാനില്ല. കാരണം നോക്കിക്കേ, ഓൾറെഡി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് മാർക്സ് ഇങ്ങനെ തന്നിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഫില്ല് ചെയ്ത് പോയാൽ മതി. അപ്പൊ ഇവിടെ നമുക്ക് നോക്ക്, SSB വേണം, പിന്നെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വിതിൻ വേണം, പിന്നെ വിതിൻ ദ സാമ്പിൾ വേണം, TSS വേണം, അതുപോലെ എഫിന്റെ വാല്യൂവും വേണം. എന്നിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൽ ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എഫ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരുന്ന 0.05 നിന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓൾ റൈറ്റ്. അപ്പൊ നോക്കിയേ, SS എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ നോക്കിക്കേ, SS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ഒരു കേസ് MSB നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇതെന്താണ്? K-1 ആണ് അല്ലെ? അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു ഇക്വേഷൻ എന്താ? MSB എന്ന് പറഞ്ഞാൽ SSB/K-1 ആ. അപ്പൊ SSB നമുക്ക് എങ്ങനെ കിട്ടും? MSB ഇൻറ്റു K-1 ചെയ്താൽ പോരെ? MSB ഓൾറെഡി എത്രയുണ്ട്? MSB നമുക്ക് 16 ഉണ്ട്. 16 ഇൻറ്റു K-1 എത്രയാടാ? K-1 3 ആണ്. K-1 3 ആണ്. സോ 16 ഇൻറ്റു 3 48 അല്ലേ? 48. 16 ഇൻറ്റു 3 48. അപ്പോൾ SSBയുടെ വാല്യൂ കിട്ടി. SSBയുടെ വാല്യൂ 48 എന്ന് കിട്ടി. ഇനി നമുക്ക് വേണ്ടുന്നത് എന്താ? TSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ SSW പ്ലസ് SSB ആണ്. ഓക്കെ, SSW പ്ലസ് SSB ചെയ്ത് കഴിഞ്ഞാൽ 48 പ്ലസ് 208. 48 പ്ലസ് 208 256 ആണ് ഇവിടെ വരിക. 256. TSS 256. ഇനി നമുക്ക് വേണ്ടുന്ന ഏതാ? വിതിൻ ഉള്ള വാല്യൂ വേണം. ഇവിടെ നോക്കിക്കേ, നമുക്ക് ഇവിടെ രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ കിട്ടണം അല്ലേ? ടോട്ടൽ കിട്ടണമെങ്കിൽ ഇപ്പൊ നോക്കി, ഇവിടെ ഓൾറെഡി N-1 ആണ് ഏത് വരേണ്ടത്? നമ്മുടെ ടോട്ടൽ വരേണ്ടത്. ഇത് വരേണ്ടത് N-1 ആണ്, ക്യാപിറ്റൽ N-1. ഇത് വരുന്നത് എത്രയാണ്? K-1. അപ്പൊ Kയുടെ വാല്യൂ എത്രയാ? Kയുടെ വാല്യൂ വേണമെന്നില്ല, N കണ്ടുപിടിച്ചാൽ മതി. പക്ഷെ ഇവിടെ നടുക്കുള്ള വാല്യൂ നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. K-1 3 ആണെങ്കിൽ K-1 ഇവിടെ K-1 3 ആണെങ്കിൽ K എന്ന് പറയുന്നത് 4 ആയിരിക്കും. ഓക്കെ, ആ 4 വെച്ചിട്ട് നമുക്ക് ഇവിടുന്ന് N കണ്ടുപിടിക്കണം. ഇപ്പൊ നോക്കിയേ, 19 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ N-1 ആ. അപ്പൊ N എന്ന് പറയുന്നത് എത്രയായിരിക്കും? 20 ആയിരിക്കും. ഇനി നടുക്കുള്ള എത്രയാണ്? N-K. ദാറ്റ് ഈസ് 20 - 4 16 ആയിരിക്കും. ഇവിടെയുള്ള വാല്യൂ എത്രയാണ് വരുന്നത്? 16 ആയിരിക്കും. ക്ലിയർ? അതും കണ്ടുപിടിച്ചു. ഇനി എന്താ വേണ്ടേ? എഫ് മാത്രം മതി. എഫ് എന്ന് പറഞ്ഞാൽ എന്താ? MSB ഡിവൈഡഡ് ബൈ MSW അല്ലെ? MSB ഡിവൈഡഡ് ബൈ MSW ആണ് എഫ്. MSB ഡിവൈഡഡ് ബൈ MSW. MSBയുടെ വാല്യൂ വരുന്നത് 16/13 ആണ്. ഇതെന്തായാലും ഒരു ഗ്രേറ്റർ ദാൻ 1 വരും അല്ലേ? 1 point something വരും. ഇനി നമുക്ക് എഫ് ആൽഫ വേണം. എഫ് ആൽഫ എന്ന് പറഞ്ഞാൽ K-1 N-K. K-1 3 ആണ്. അപ്പം എഫ് ഓഫ് 3 വരും. പിന്നെ N-K എന്ന് പറഞ്ഞാൽ നമുക്ക് 16 അല്ലേ കിട്ടിയത്? 16. അപ്പം 316 ആയിട്ടുള്ള വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. 316 രണ്ടും കൂടെ വരുന്നത് 3.24. 3.24 വരുന്നതല്ലേ? അപ്പം എഫ് ഗ്രേറ്റർ ദാൻ എഫ് ആൽഫ ആണെങ്കിൽ നമ്മൾ റിജക്ട് ചെയ്യണമായിരുന്നു H0. പക്ഷേ ഈ കേസിൽ ലെസ് ദാൻ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? H0നെ ആക്സെപ്റ്റ് ചെയ്യുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ ഗൈസ്, സോ ഈ രണ്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് അനോവയിൽ നിന്ന് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ ഉള്ളത്. സോ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഇന്നത്തെ ലൈവ് ഇവിടെ ഫിനിഷ് ആവാൻ പോവുകയാണ്. എൻ്റെ എല്ലാ മക്കളും അടിപൊളിയായിട്ട് നാളെ പോയി പരീക്ഷ എഴുതണം. നല്ല മിടുക്കന്മാരായിട്ട് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് എഴുതുക. ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് വായിച്ച് മിസ്റ്റേക്സ് ഒന്നും വരുത്താതെ കാൽക്കുലേറ്റർ ഒക്കെ നന്നായിട്ടൊന്ന് യൂസ് ചെയ്ത് ചെക്ക് ചെയ്ത് അടിപൊളിയായിട്ട് വേണം എല്ലാ പരീക്ഷ എഴുതിയിട്ട് അടിപൊളിയായിട്ട് വൈകുന്നേരം വന്ന് പറയണം ഈസി ആയിരുന്നു എന്ന്. സോ ഗൈസ്, എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് മക്കളെ. ഗുഡ് നൈറ്റ്.